അപ്പം നമ്മൾ സാധാരണത്തെ പോലെ 1-2 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. വലിയ നീണ്ട ഒരു 6-7 മണിക്കൂറിൻ്റെ അടുത്തുള്ള ലൈവായിട്ടാണ് വന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ആദ്യം അതൊന്ന് പറയട്ടെ. ആദ്യം എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊന്ന് കറക്റ്റായിട്ട് പറയണേ. കാരണം നമുക്ക് 7 മണിക്കൂർ ഇതേ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനുള്ളതാ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. റെഡി? മൺഡേ ആൻഡ് ട്യൂസ്ഡേ വർക്കാണെന്നാണോ പറഞ്ഞത്? കമൻറ്റ് ബോക്സ് ഒന്ന് സൂം ചെയ്യാമോ? ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് പവറായിട്ട് വേണം നിങ്ങൾ എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം കൊമേഴ്സുകാരെന്ന് പറയുമ്പോൾ പവറേഷുകളാണ് എല്ലാവരും. പവറോസ്കികളാവണം. കിഡിലോസ്കികൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ പണ്ട് അതല്ല, ഏറ്റവും മുകളിലത്തെ ആ ഡൗൺലോഡിൻ്റെ അടുത്തുള്ള ആരം, ഡൗൺലോഡിൻ്റെ അപ്പുറത്തുള്ള അതിലാണുള്ളത്. ആക്കിയോ? ഓക്കെ, കണ്ടു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളെ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റോയൽ കൊമേഴ്സ് അല്ലേ? റോയൽ കൊമേഴ്സുകാരാണ്. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ള കൊമേഴ്സുകാരെ കുറിച്ചുള്ള ഒരു മിത്താണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അലമ്പുകൾക്കും കൊമേഴ്സുകാരുണ്ടാവും. എന്ത് പരിപാടി, ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, അവിടെ എല്ലാം കൊമേഴ്സുകാർ നിറഞ്ഞു നിൽക്കും. അതേപോലെ അപ്പം നമ്മൾ ബാക്കി ടീച്ചേഴ്സ് വിചാരിക്കും നമ്മൾ പഠിക്കില്ല, വെറും ഇങ്ങനെ കളിച്ച് നടക്കുന്ന പിള്ളേരാണ്. പക്ഷെ അല്ല, റിസൾട്ട് വരുന്ന സമയത്ത് നല്ല മാർക്കും കൊമേഴ്സുകാർക്ക് ഉണ്ടാവാറുണ്ട്. ഞാനിവിടെ കാലിക്കറ്റുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പൊതുവേ ഞങ്ങളുടെ ഒരു ടീച്ചർ വന്ന് പറഞ്ഞതാണ്, അത് വേറൊരു ക്ലാസ്സിൽ സയൻസിൻ്റെ ഒരു ടീച്ചർ വന്നിട്ട് ഇങ്ങനെ പൊതുവേ പറഞ്ഞതാണ്, നിങ്ങൾ കൊമേഴ്സുകാർ എല്ലാത്തിലും ഉണ്ടാവും, പക്ഷേ എക്സാമിൻ്റെ സമയത്താണെങ്കിലോ നല്ല മാർക്കും വാങ്ങുന്നുള്ളത്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എക്സാമിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിനെന്ത് വേണം? നന്നായിരുന്നു പഠിക്കണം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു വലിയ ലോങ് ലൈവ് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സാധാരണ നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് റിവിഷൻ ആണല്ലോ. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് കാര്യങ്ങൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ്, അപ്പോൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യാറ്, എപ്പോഴും യൂട്യൂബിൽ ക്ലാസ്സസ് വയ്ക്കുക. പക്ഷേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഡിയൻസിൻ്റെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള കുട്ടികളും ഇപ്പോഴും എക്സാം ആയിട്ടും സ്റ്റിൽ എന്ത് ചെയ്യണം, ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കണ ഒരു 80% ഓഡിയൻസ് അങ്ങനെ ഇരിക്കണവരായിരിക്കും അല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ എത്രമാത്രം പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എത്രമാത്രം എനിക്കറിയാം. എക്സാമാണ് തൊട്ട് മുൻപിൽ വരുന്നത് അല്ലേ? +1 ആദ്യത്തെ എക്സാമാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കുക, സെൽഫായിട്ട് ചോദിച്ചു നോക്കുക, ഞാൻ മിസ് ഇപ്പോൾ പറഞ്ഞ 80%-ലാണോ പെടുന്നതെന്നുള്ളത്. അപ്പോൾ ആണെന്നാണ് നിങ്ങളുടെ ഉത്തരം കിട്ടുന്നത്. നിങ്ങൾ കമൻസിൽ പറയുമൊന്നും വേണ്ട, നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങളാണ്, ഓക്കെ മിസ് പറഞ്ഞ 80%-ൽ ഞാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലൈവ് വെച്ചത്. അതായത് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മുതൽ അല്ലേ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ മുതൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരെ നമ്മൾ ഒന്നേന്ന് പഠിക്കാൻ പോവാണ്. റിവിഷൻ ഒന്നുമല്ല, ഓരോ ടേംസും ഓരോ കോൺസെപ്റ്റും നമ്മൾ ഒന്നേന്ന് തുടങ്ങി പഠിക്കാൻ പോവാണ്. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് 7 മണിക്കൂർ നിന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള കാര്യമല്ല, നിങ്ങൾക്കറിയാലോ അല്ലേ? പക്ഷെ ഞങ്ങൾ ആ ഒരു 7 മണിക്കൂർ നിന്ന് സംസാരിക്കാൻ റെഡിയാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ അല്ലയോ എന്ന് മാത്രം ആ കമൻറ്റ് ബോക്സിലൊന്ന് എന്തെങ്കിലും ഫയർ ഇമോജിയോ അല്ലെങ്കിൽ റെഡി ആണെന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കാണിക്കാം. ഞങ്ങൾ സെറ്റാണ്. നിങ്ങൾ 7 മണിക്കൂർ ആണെങ്കിൽ 7-8 മണിക്കൂർ വേണ്ടി നിന്ന് സംസാരിക്കാം അല്ലേ? ഏത് സാർ 8 മണിക്കൂർ നിൽക്കാൻ സാർ റെഡിയല്ലേ? റെഡിയാണ്. ഇനി 10 മണിക്കൂർ നിൽക്കാനും ഞങ്ങൾ റെഡിയാണ്. കാരണം നിങ്ങൾക്ക് സ്കോർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ, നമ്മുടെ പിള്ളേർക്ക് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അതായത് എക്സാം സമയമാകുമ്പോൾ എക്സാം വിന്നറിൻ്റെ ലൈവ് കാണാൻ വരുന്ന കുട്ടികൾക്ക് ഞങ്ങളിൽ പ്രതീക്ഷ വെച്ചിട്ടാണ് നിങ്ങൾ വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര സമയം വേണേൽ നിന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പഠിപ്പിക്കാൻ വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്നേന്ന് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഫയറായിട്ടൊന്ന് ഇരിക്കുക, നോക്കട്ടെ. ഓക്കെ,
എത്ര പേര് ഫയർ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. വരുന്നുണ്ട്. ബാക്കി എവിടെ? ഇത്രയേ ഉള്ളോ? അല്ല, ഏത് മൂഡ്? എക്സാം മൂഡിലാണ് ഇരിക്കേണ്ടത് എല്ലാവരും. ക്ലിയർ? പിന്നെ അതുപോലെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കിട്ടും. അതായത് ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് എല്ലാം കിട്ടും. പക്ഷേ ഇതിൽ കിട്ടുന്ന നോട്ട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്തി നോട്ട്സ് ആയിരിക്കും. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എക്സാം സമയത്ത് ഈ ലെങ്തി നോട്ട് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും ഷോർട്ട് ആക്കി പഠിക്കാൻ വേണം നിങ്ങൾ നോക്കാൻ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് വെച്ച് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇനി അതല്ല, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഇല്ല, ഞാൻ എഴുതിയ നോട്ട് അത്ര ക്വാളിറ്റി ഇല്ല, അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് ക്രാഷ് ബാച്ച് ഉണ്ട്. ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ എന്താ? റിവിഷൻ ബാച്ച് ആണ്. അപ്പോൾ റിവിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ, അതായത് സമ്മറൈസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഇന്ന കാര്യങ്ങളാണെന്ന് തന്നെ എല്ലാ ഏരിയാസും സമ്മറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നോട്ട്സ് ആയിരിക്കും അതിലുണ്ടാവുക. അതേപോലെ ക്ലാസ്സസും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ നോട്ടും കിട്ടും, ക്ലാസ്സും കിട്ടും. ഫ്രീ ആയിട്ട് നോട്ടും കിട്ടും, ക്ലാസ്സും കിട്ടും അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക? അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ ക്രാഷ് പോരാ, ഇനിയിപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിലേക്ക് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഠിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാച്ചിൽ എന്ന് പറയുമ്പോൾ റിവിഷൻ നോട്ട്സും ഉണ്ടാവും, നിങ്ങൾക്ക് അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരോ വീഡിയോസ്, PYQs, അതുപോലെ എക്സാംസ്, വർക്ക്ഷീറ്റ്, നല്ല സെപ്പറേറ്റ് കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ സമയത്ത് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബുക്ക് സെറ്റ് ഉണ്ട്. ഇത് വെറുതെ ഉള്ള ബുക്ക് സെറ്റ് അല്ല, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ, +1-ൻ്റെ. ഓക്കെ. കംപ്ലീറ്റ് ബുക്സ് അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അപ്പോൾ ഇതും എന്തായിരിക്കും? അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ റിവിഷൻ നോട്ടും കിട്ടും, പ്ലസ് എന്ത് ചെയ്യാം? ഇതിലെ ക്ലാസ്സസ് വെച്ച് അല്ലെ ഇതിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരുപാട് സംസാരിച്ച് എൻ്റെ പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് കയറാം. റെഡി? തുടങ്ങാം അല്ലേ? നമുക്ക് എന്തിനാണ് വെറുതെ സംസാരിച്ച് സമയം കളയുന്നത്? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുള്ള ഈ ആളെ പിടിച്ച് മുകളിലോട്ടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് പോകുന്നത് എന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് എത്ര ടൈപ്പ് ബിസിനസ് ഉണ്ട്? ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ ബിസിനസ് എന്നാണോ പറയുക? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്റർ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കിട്ടാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ റെഡി അല്ലേടാ? ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ആ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫയർ ഇമോജി ഇട്ടൊന്ന് കത്തിച്ച്, ആദ്യം കമൻറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. ആദ്യം നല്ലൊരു വെടിക്കെട്ടോട് കൂടിയിട്ട് തുടങ്ങുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ എത്ര പേര് പവറായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നോക്കാം. അങ്ങനെയാകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് നിങ്ങളുടെ എനർജി എന്ത് ചെയ്യും? കിട്ടും. സെറ്റ്? പോരട്ടെ? ഇതൊന്നും പോരാ, ഇതൊന്നും അല്ല. നിങ്ങളുടെ കഴിഞ്ഞ ബാച്ചിൽ, അതായത് നിങ്ങൾക്ക് മുൻപുള്ള ഇപ്പോൾ +2-ൽ ഇരിക്കുന്ന പിള്ളേർ +1-ൽ ലൈവിൽ വരുമ്പോൾ അവർ കംപ്ലീറ്റ് കമൻറ്റ് ബോക്സ് എനിക്ക് കാണാൻ പറ്റില്ല. ചില സമയത്ത് ഇങ്ങനെ ഓടി കളിക്കും. അത്രയും ആക്റ്റീവായിട്ട് കമൻറ്റ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സാണ് അവർ. അപ്പോൾ അവർക്ക് പകരം വന്ന് ജൂനിയേഴ്സ് എന്താവണം? അതിലും ഉഷാറ് പിള്ളേരാവണം അല്ലേ? അതല്ലേ രസമുള്ളത്? സെറ്റ്. ഇത്രയും മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കമൻസിൽ ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മനുഷ്യർ അല്ലേ, നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കാൻ നമ്മൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും തിരിച്ച് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും. അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ വെറും സ്നേഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഒന്നും വേണ്ട, നമുക്ക് മെൻ്റലി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഒന്ന് കുളിക്കുക, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക,
അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് കൊടുത്തിട്ട് അവരോട് ഇരുന്നോളാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുക, ഫ്രണ്ടിന് ഫുഡ് ഷെയർ ചെയ്യുക. ഇതൊന്നും നമ്മൾ അവരുടെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുന്നതും ഉണ്ടാവും അല്ലേ. ഇപ്പം അതായത് ഞാനിപ്പോൾ ഒരു പലചരക്ക് കട നടത്താമെന്ന് വിചാരിക്കുക. ഞാൻ അവിടെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചതാണ് അല്ലേ. ഞാൻ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ അയാൾക്ക് വെറുതെ എൻ്റെ കടയിൽ ഒരു സാധനം എടുത്ത് കൊടുക്കില്ല. തിരിച്ച് അയാൾ എനിക്ക് പൈസ തരണം, എന്തെങ്കിലും അയാളുടെ അടുത്ത് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ മനുഷ്യരുടെ ആക്ടിവിറ്റി എന്തുണ്ട്, 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കണോമിക് ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലേ, അതായത് തിരിച്ച് റിട്ടേൺ ആയിട്ട് നമ്മൾ ക്യാഷ് ആണ്. ഓക്കെ, എക്കണോമിക് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ബൈ വിച്ച് വി ക്യാൻ ഏൺ അവർ ലിവ്ലിഹുഡ് ആണ് അല്ലേ. ഇനി അടുത്തത് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ ആയിട്ട് ഒന്നും വേണ്ട, നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലേ. അതായത് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ഔട്ട് ഓഫ് ലവ്, സിമ്പതി, സെന്റിമെന്റ്സ്, പാട്രിയോട്ടിസം എക്സെട്ര അല്ലേ. അങ്ങനത്തെ അല്ലറ ചില്ല പരിപാടികളുടെ പുറത്തായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ്, 2 രീതിയിൽ മനുഷ്യരുടെ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഈ എക്കണോമിക് ആക്ടിവിറ്റി തന്നെ 3 തരത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് മനുഷ്യർ കാശിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യുന്ന പരിപാടികൾ. ഓക്കെ, അതായത് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴെന്താ, നമുക്ക് റിട്ടേൺ ആയിട്ട് കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്നത് മെയിനായിട്ട് 3 രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? അത് കംപ്രസ് ചെയ്ത് അയക്കേണ്ട ഒരു സമയം മാത്രമേ വരുള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മൾ അപ്പം തന്നെ അയക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ വലിയ ഫയലായിരിക്കും. അപ്പോൾ അത് കംപ്രസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമുള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു ഡിലേ മാത്രമേ വരുള്ളൂ കേട്ടോ നോട്ട്സിൻ്റെ കാര്യത്തിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ വന്നിട്ടുണ്ടല്ലേ, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ ബിസിനസ് അല്ലേ. അപ്പോൾ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻ ആണ്, ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ്, ജോബാണ് അല്ലേ. അതിന് എന്ത് വേണം, ദാറ്റ് നീഡ്സ് സ്പെഷ്യൽ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ആ ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും വേണം. അപ്പോൾ എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റിയൊരു ജോലിയല്ല പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ പ്രത്യേക നോളജ്, ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജോലി നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു പൈലറ്റ് ആവുന്നത്, ഒരു ഡോക്ടർ ആവുന്നത്, ഒരു അഡ്വക്കേറ്റ് ആവുന്നത്, ഒരു CA കാരനാവുന്നത് ഒക്കെ എന്താണ്, പ്രൊഫഷനാണ്. കാരണം എന്താ, എല്ലാവർക്കും കയറി അഡ്വക്കേറ്റ് ആവാൻ പറ്റില്ല, എല്ലാവർക്കും ഡോക്ടേഴ്സ് ആവാൻ പറ്റില്ല, എല്ലാവർക്കും പൈലറ്റ് ആവാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ അതാവണമെങ്കിൽ നമ്മൾക്ക് അത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ പീപ്പിൾ ഇൻ പ്രൊഫഷൻ യൂഷ്വലി ഹാവ് ടു സ്റ്റഡി ആൻഡ് ലേൺ a lot before they start working അല്ലേ. അപ്പോൾ പ്രൊഫഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നതിന് മുൻപ്, ആ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നതിന് മുൻപ് നമ്മൾ എന്തുണ്ടായിരിക്കണം, ആ ഒരു ജോലിനെ കുറിച്ചുള്ള അറിവ് നേടിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ ആ വർക്കിലേക്ക് ചെയ്യാൻ പറ്റൂ, ആ ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല? അതുപോലെ തന്നെ ഇവർക്കൊരു പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും, ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇത് എന്തായിരിക്കും, കൂടുതൽ സർവീസ് മോട്ടീവ് ആയിരിക്കും കേട്ടോ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പൈസ മാത്രം ഉണ്ടാക്കുക എന്നല്ല, ഒപ്പം ആ ജോലി വെച്ചിട്ട് മറ്റുള്ളവർ കൂടെ, അതായത് ചുറ്റുള്ള ആൾക്കാർക്ക് സർവീസ് കൂടെ, സഹായം കൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും പ്രൊഫഷൻസ് വർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻ ആണ്, ഒരു ജോലി തന്നെയാണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലേ. അവിടെ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ആ ജോലി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വേർ എ പേഴ്സൺ വർക്ക് ഫോർ സംവൺ എൽസ് അണ്ടർ ആൻ എഗ്രിമെന്റ് ഓർ റൂൾസ് ഓഫ് സർവീസ് ടു ഏൺ മണി അല്ലേ. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു, അയാൾ പറഞ്ഞിട്ടുള്ള റൂൾസോ ടേംസ് ആൻഡ് കണ്ടീഷനോ കോൺട്രാക്റ്റിൻ്റെയോ ബേസിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് എംപ്ലോയ്മെന്റ് വരുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിന് അവർക്ക് എന്ത് കിട്ടും, തിരിച്ചെന്ത് കിട്ടും, പേയ്മെന്റ് കിട്ടും അല്ലേ. അതായത് ഒരാളെ ഹയർ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ജോലിക്കാണോ ഹയർ ചെയ്തത് ആ ജോലി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, വെൻ സംവൺ ഹയേഴ്സ് യു ടു ഡു വർക്ക് അല്ലേ, ഒരാൾ നമ്മളെ
ഹയർ ചെയ്യുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് പേസ് യു ഫോർ ഇറ്റ് അല്ലേ. അതിന് വേണ്ടി നമുക്ക് പൈസ ചെയ്യുന്ന വർക്കിന് വേണ്ടി നമുക്ക് പൈസ തരുന്നു. ഇപ്പോൾ പ്രൊഫഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. പക്ഷെ എംപ്ലോയ്മെൻറ്റിൽ അങ്ങനെ പെർട്ടിക്കുലർ നോളജ് വേണമെന്നൊന്നുമില്ല. ചില ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ചില ജോലി കയറും, എന്നിട്ട് ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ നോളജ് ഉണ്ടാക്കും. ആ ഒരു ഏരിയനെ കുറിച്ച് ആ ജോലി കയറിയതിന് ശേഷം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഫഷനെ പോലെ എന്തല്ല, ഒരു റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ല എംപ്ലോയ്മെൻറ്റിലേക്കുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അതെ, ഇവർക്ക് റിട്ടേൺ ആയിട്ട് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, സാലറി അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. ക്ലിയർ? ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ്. ഇതാണ് മൂന്നാമത്തെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ. ജീവിത മാർഗമായിട്ട് മനുഷ്യർ ചെയ്യുന്ന മൂന്നാമത്തെ, പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന മൂന്നാമത്തെ രീതിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എൻ ആക്ടിവിറ്റി, ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണമായിരിക്കും നല്ല. ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വേർ പീപ്പിൾ മേക്ക്, സെൽ ഓർ പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ടു ഏൺ മണി അല്ലേ. അതായത് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യർ സാധനങ്ങളും സേവനങ്ങളും ഒന്നെങ്കിൽ അവർ ഉണ്ടാക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യും. പ്രൊക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവരും, എന്നിട്ട് അവിടെ നിന്ന് വിൽക്കും. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടകൾ നോക്കി നോക്കും. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ബാലകൃഷ്ണേട്ടൻ്റെ കട, അനന്തേട്ടൻ്റെ കടയൊക്കെ എന്ന് പറഞ്ഞാൽ പല കടകളുണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ അവരുടെ കടയിൽ പല പല സാധനങ്ങളുണ്ടാവും. ഈ സാധനങ്ങളെല്ലാം അവരുണ്ടാക്കിയതാണെന്നല്ല, എവിടുന്നോ ഉണ്ടാക്കിയ സാധനങ്ങൾ അവർ അവരുടെ കടയിലേക്ക് കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി വേർ പീപ്പിൾ മേക്ക്, സെൽ ഓർ പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ടു ഏൺ മണി അല്ലേ. കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ സേവനങ്ങൾ ഒന്നെങ്കിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എവിടുന്ന് സംഭരിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കുക. ഇതിനാണ് പറയുന്നത്. ഇതെന്ത് ചെയ്യണം, ഓൺ എ റെഗുലർ ബേസിസിൽ ചെയ്യണം അല്ലേ. ഓൺ എ റെഗുലർ ബേസിസ് ആയിരിക്കണം കേട്ടോ, റെഗുലർ ബേസിസിലായിരിക്കണം ചെയ്യേണ്ടത്. റെഗുലർ ബേസിസിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കും, 3 എക്കണോമിക് ആക്ടിവിറ്റീനെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് എഴുതണം, അതാ ഇങ്ങനെ എഴുതണം അല്ലേ. ബേസിസ് നോക്കുകയാണെങ്കിൽ, എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്, നിലവിൽ വരുന്നത്. എസ്റ്റാബ്ലിഷ് ആവുന്ന പറഞ്ഞാൽ നിലവിൽ വരുന്നത് എങ്ങനെയാണ്, ഒരാളുടെ ഓൺ ഡിസിഷൻ അല്ലേ. അയാൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും നോക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ആ ബിസിനസ്സിന് എന്തെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് വേണമെന്ന് വിചാരിക്കും, ലൈസൻസ് അങ്ങനത്തെ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലീഗൽ ഫോർമാലിറ്റീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ബിസിനസ് നിലവിൽ വരും. പക്ഷെ പ്രൊഫഷൻ എങ്ങനെയാണ്, പ്രൊഫഷൻ നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണൽ ബോഡിയുടെ അണ്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, അഡ്വക്കേറ്റ് ആകുമ്പോൾ ബാർ കൗൺസിൽ ഉണ്ട്, അങ്ങനെ പല 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 ടൈപ്പ് അസോസിയേഷൻസ് ഉണ്ടാവും. അതിലും നമ്മൾ എന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം അല്ലേ. പിന്നെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഒരാൾ ജോലിക്ക് എടുക്കുക, അവിടെ എന്തുണ്ടാവും, ഒരു കോൺട്രാക്റ്റ്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും, അത് സൈൻ ചെയ്താൽ മതി. പിന്നെ ബേസിക് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, പ്രോഫിറ്റ് മോട്ടീവാണ് ബിസിനസ്, ഇത് സർവീസ് മോട്ടീവാണ്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, നേച്ചർ ഓഫ് വർക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ടൈപ്പ് ജോലിയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ആക്ടിവിറ്റികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സാധനങ്ങളും സേവനങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലേ. ഒന്നെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ, അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ബിസിനസ്സിൻ്റെ അകത്ത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ് ആണ് അല്ലേ. ഇത് സർവീസിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഓരോരുത്തരും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള സർവീസാണ് വരിക. അതായത് ഇപ്പോൾ ഒരാൾ പനിയായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ആ പനിക്കായിരിക്കും ചികിത്സിക്കുക. ഒരാൾ വയറുവേദനയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വയറുവേദനയ്ക്കായിരിക്കും ചികിത്സിക്കുക അല്ലേ. അപ്പോൾ ഓരോരുത്തരും പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യാം. അയാൾ എന്ത് ജോലിയാണ്, എന്ത് പ്രൊഫഷനാണ് ചൂസ് ചെയ്തത് അതനുസരിച്ചുള്ള ജോലിയായിരിക്കും ചെയ്യുക. അതായത് ഇപ്പോൾ പൈലറ്റ് എന്തായിരിക്കും ചെയ്യുക, വിമാനം പറത്തുക, ആ പരിപാടിയായിരിക്കും ചെയ്യുക അല്ലേ. അപ്പോൾ പേഴ്സണലൈസ്ഡ് എന്താണ് സർവീസാണ് പ്രൊഫഷണൽ ഉണ്ടാവുക. ഈ എംപ്ലോയ്മെൻറ്റിലാണെങ്കിൽ അസൈൻഡ് ബൈ എംപ്ലോയർ അല്ലേ. നമ്മൾ ജോലിക്ക് എടുത്ത ആൾ തരുന്ന വർക്ക് എന്താണോ അതാണ് അവിടെ പെർഫോം ചെയ്യുക. അതാണ് അതിൻ്റെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് നോ ഫോർമൽ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ആണ്. പ്രൊഫഷണൽ എന്ത് വേണം, ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണല്ലേ. ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് നീഡഡ് അല്ലേ, മസ്റ്റ് ആണ്, മാൻഡേറ്ററി ആണ്. ഇനി എംപ്ലോയ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ അല്ലേ. നമ്മൾ ജോലിക്ക് എടുക്കുന്ന ആൾ പറയാണ് ഈ ഡിഗ്രി എങ്കിലും വേണം നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ, എന്താണ് അവർ വെക്കുന്ന ക്വാളിഫിക്കേഷൻ അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഇനി റിവാർഡ് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് തിരിച്ച് കിട്ടുക, ബിസിനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുക, പ്രൊഫഷണൽ ഫീ ആണ് കിട്ടുക, ഇവിടെ സാലറി അല്ലെങ്കിൽ വേജ് ആണ് കിട്ടുക. ഇനി ഇൻവെസ്റ്റ്മെന്റ് കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വേണം ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്.
തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലേ, ബിസിനസിന്റെ വലിപ്പം അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ അതിൽ മുടക്കേണ്ട പൈസയിലും എന്തായാലും മാറ്റം വരും അല്ലേ. ക്യാപിറ്റൽ നീഡഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. പ്രൊഫഷനിൽ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ക്യാപിറ്റൽ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓഫീസ് അല്ലേ. പ്രൊഫഷന്റെ കേസിൽ വരികയാണ്, ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ അഡ്വക്കേറ്റ് ആണെങ്കിൽ അതുപോലെ അവരൊരു ഓഫീസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരും അല്ലേ. അപ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അവിടെ ആവശ്യം വരും. എംപ്ലോയ്മെന്റിലാണെങ്കിൽ ക്യാപിറ്റൽ ഒന്നും വേണ്ട, കാരണം നമ്മൾ ജോലിക്ക് എടുക്കും, നമ്മളവിടെ പോയി ജോലി ചെയ്താൽ മതി, നമ്മൾ വേറെ എവിടെയും പൈസയൊന്നും മുടക്കണ്ട. ഓൾറെഡി നമുക്ക് ജോലി ചെയ്യേണ്ട നമ്മുടെ എംപ്ലോയർ എല്ലാം മുടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. ഓക്കെ, ബിസിനസിന്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് പോവാം. ഒരു ബിസിനസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നാണ്. സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? മഴക്കാലം എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരിക്കും, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും, അവിടെ ഇവിടെയും വെള്ളക്കെട്ടുകൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. ഇതൊക്കെ എന്താണ്? മഴക്കാലത്തിൻ്റെ ഒരു സ്വഭാവമല്ലേ. അതേപോലെ നമ്മൾ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ബിസിനസ് എന്തായിരിക്കും? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. ഇറ്റ്സ് അണ്ടർടേക്കൺ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണി അല്ലേ, ആൻഡ് നോട്ട് ഔട്ട് ഓഫ് ലവ് അല്ലേ. അതായത് ഏർണിംഗ് മണി, കാശ് ഉണ്ടാക്കുക അല്ലേ, മേക്ക് മണി എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ ആയിരിക്കും ഇത് നടക്കുന്നുണ്ടാവും, ബിസിനസ് നടക്കുന്നുണ്ടാവും. അല്ലാതെ സ്നേഹത്തിന്റെ പുറത്തോ സിമ്പതിന്റെ പുറത്തോ അല്ല ബിസിനസ് നടക്കുക. ക്ലിയർ? അതുപോലെ എന്തായിരിക്കും? പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവിടെ ഉണ്ടായിരിക്കും. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ, ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും സംഭരിച്ചു കൊണ്ടുവരാം അല്ലേ. അതാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. അത് ബിസിനസ്സിൽ നടന്നിരിക്കും. ഓക്കെ, അതായത് ബിഫോർ ഗുഡ്സ് ആർ ഓഫേർഡ് ടു പീപ്പിൾ ഫോർ കൺസംഷൻ ദീസ് മസ്റ്റ് ബി ഈദർ പ്രൊഡ്യൂസ്ഡ് ഓർ പ്രൊക്യൂർഡ് ബൈ ദ ബിസിനസ് എന്റർപ്രൈസസ് അല്ലേ. അതായത് ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ ബിസിനസ്സിന് വേണ്ടി സാധനം സെല് ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നതിന് മുൻപ് ഒന്നെങ്കിൽ ആ സാധനം എവിടെന്നെങ്കിലുമൊക്കെ സംഭരിച്ചു കൊണ്ടുവന്നതായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കിയതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പ്രൊഡക്ഷൻ പ്രൊക്യൂർമെന്റ് അവിടെ കമ്പൽസറി ആയിട്ട് നടന്നിരിക്കും അല്ലേ ഒരു ബിസിനസിൻ്റെ അകത്ത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കണം, ഓക്കെ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിട്ടേണിൻ്റെ ബേസിൽ എക്സ്ചേഞ്ച് ചെയ്യണം അല്ലേ. അല്ലാതെ അതിനൊരിക്കലും ബിസിനസ് ആണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ കുറേ കേക്ക് ഉണ്ടെന്ന് വിചാരിക്കും, ഞാൻ കേക്ക് ഉണ്ടാക്കി സ്വയം തിന്നുകയാണെങ്കിൽ അത് ബിസിനസ് അല്ല. ഞാൻ കേക്ക് ഉണ്ടാക്കി അത് വിൽക്കുന്നു, സെല്ല് ചെയ്യുമ്പോഴേ അത് എന്താവുന്നുള്ളൂ, ബിസിനസ് ആവുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ് ഇസ് ദാറ്റ് ദർ ഷുഡ് ബി എ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ബയർ അല്ലേ. ഇഫ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ബട്ട് ഫോർ എ പേഴ്സണൽ കൺസപ്ഷൻ ഇറ്റ് കനോട്ട് ബി കോൾഡ് ബിസിനസ് ആക്ടിവിറ്റി അല്ലേ. നമുക്ക് സ്വയം കഴിക്കാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കി അതിനൊരിക്കലും നമുക്ക് ബിസിനസ് ആണെന്ന് പറയാൻ പറ്റില്ല. വിൽക്കാനുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും? ബിസിനസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നുണ്ട്. അല്ല സ്വയം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഞാൻ ഒരു തവണ ഉണ്ടാക്കി ഒരു തവണ വിറ്റു എന്ന് വെച്ച് ഞാൻ എന്താവണമെന്നില്ല, ബിസിനസ് ആവണമെന്നില്ല. ഓക്കെ, ഒരു തവണ കേക്ക് ഉണ്ടാക്കി വിറ്റപ്പോൾ എനിക്കൊരു 500 രൂപ കിട്ടിയെന്ന് വിചാരിക്കും, അതുകൊണ്ട് ആ 500 രൂപ സമ്പാദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ബിസിനസ്സുകാരനാവണമെന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കി വിറ്റിട്ട് ഇങ്ങനെ പൈസ കളക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ അതിനെന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ബിസിനസ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അതായത് ബിസിനസ് ഇൻവോൾവ്സ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ക്ലിയർ അല്ലേ? ഓൺ സിംഗിൾ ട്രാൻസാക്ഷൻ ഓഫ് സെയിൽ ഓർ പർച്ചേസ് therefore does not constitute business അല്ലേ. ഒറ്റ ടൈമിൽ നമ്മുടെ ഈ ഒരു പൈസയുടെ പുറത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും ബിസിനസ് ആണെന്ന് പറയില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒന്നായിരിക്കണം ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ടു ഏൺ ഇൻകം ബൈ ദ വേ ഓഫ് പ്രോഫിറ്റ് അല്ലേ. ക്ലിയർ അല്ലേ? നോ ബിസിനസ് ക്യാൻ സർവൈവ് ഫോർ എ ലോങ് വിത്തൗട്ട് പ്രോഫിറ്റ് അല്ലേ. അതായത് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കണം അല്ലേ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നടക്കുന്നതായിരിക്കണം. ഓക്കെ, അതായത് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ബിസിനസ് ചെയ്യുന്നത് അല്ലേ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ?
അടുത്തത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ അല്ലേ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിട്ടേൺ എപ്പോഴും എന്തായിരിക്കും? അൺസർട്ടൻ ആയിരിക്കും. ഇപ്പം നമ്മൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അതെന്താണ്? അൺസർട്ടൻ അല്ല, സർട്ടൻ. കാരണം എല്ലാ മാസം ഇത്ര ദിവസത്തിൽ കാശ് കയറുന്നു നമുക്കറിയാം. അപ്പോൾ അവിടെ എന്തില്ല, റിട്ടേണിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പ്രൊഫഷൻ ആണെങ്കിലും ഞാനൊരാളെ നോക്കിയാൽ, ഞാനൊരു പേഷ്യൻറ്റിനെ ചികിത്സിച്ചാൽ എനിക്ക് തിരിച്ച് പൈസ കിട്ടും എന്നുള്ളത് അറിയാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഫഷൻ്റെ കേസിൽ എനിക്കുള്ള റിട്ടേണിൻ്റെ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്, റിട്ടേൺ നമുക്ക് കിട്ടുമല്ലോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അതായത് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടുമല്ലേ, എൻ്റെ ബിസിനസ് പൊട്ടിപ്പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ദർ ഇസ് ഓൾവേസ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ഇൻ ബിസിനസ് അല്ലേ. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ റെഫേഴ്സ് ടു ദ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ റിട്ടേൺ അല്ലേ. റിട്ടേണിനെ കുറിച്ച് നമുക്ക് എന്താണ് കിട്ടുക? ഞാനിപ്പോൾ ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ കൊടുത്താൽ എന്തെനിക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 200 അല്ലെങ്കിൽ 200 രൂപ അധികം കിട്ടണം എന്നാണെങ്കിൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല, കിട്ടാണ്ടും ഇരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പിന്നെ അവിടെ എന്തുണ്ടാവും? റിസ്ക് ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ റിസ്ക് ഉണ്ടാവും. എംപ്ലോയ്മെൻറ്റിൻ്റെ അകത്ത് റിസ്ക് ഇല്ല. എന്ത് റിസ്ക്കാണുള്ളത്? കാരണം ഞാൻ ഒരാൾ പറയുന്ന ജോലി എനിക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ എനിക്ക് റിസ്ക് ഒന്നും അവിടെ വരുന്നില്ല. പ്രൊഫഷൻ്റെ കേസിലും റിസ്ക് എന്ന് പറയുമ്പോൾ ചെറിയ റിസ്ക്കാണ് വരിക. ഇൻ കേസ് ഞാൻ നോക്കിയിട്ട് ആ പേഷ്യൻ്റ് എങ്ങാനും തട്ടിപ്പോയാൽ അത് റിസ്ക് ആയിരിക്കും. ഞാൻ എവിടെയെങ്കിലും എൻ്റെതായ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ഓടിച്ച വിമാനം എവിടെയും ക്രാഷ് ആയാൽ റിസ്ക് ഉണ്ടാവും അല്ലേ. പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും റിസ്ക് ഇൻവോൾവ് ആണ്. കാരണം ഞാൻ എത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. ഈ പെണ്ണൊന്ന് മാറ്റാവോ? ഇത്ര തടിയുള്ള പെണ്ണ് വേണ്ട. ഓക്കെ, ക്ലിയർ? അപ്പോൾ റിസ്ക് മീൻസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് അല്ല. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സം അൺസർട്ടനിറ്റീസ്, അൺഫേവറബിൾ ഓർ അൺഡിസൈറബിൾ ഇവൻറ്റ്സ് അല്ലേ. ഇപ്പം നമ്മൾ ചില സമയത്ത് എത്ര റെഡി ആയിട്ട് പോയാലും ചില എന്തെങ്കിലും മോശം സിറ്റുവേഷൻസ് കാരണം ബിസിനസ്സിൽ എപ്പോഴും എന്താ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എലമെൻറ്റ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? താങ്ക് യു. ക്ലിയർ? റെഡി? അങ്ങനെയാണെങ്കിൽ എന്താണ് ബിസിനസ് എന്ന് പഠിച്ചു അല്ലേ. ബിസിനസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. ഇനി ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? എല്ലാം ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം നമ്മൾ അതിനെ വേറെ വേറെ പേരിട്ട് വിളിക്കാറുണ്ട്. ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ പല ടൈപ്പ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ആൾക്കാർ ഉണ്ടാക്കും, ചില ആൾക്കാർ എന്ത് ചെയ്യും, ആരോ ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ രണ്ടുപേരും ചെയ്യണ ബിസിനസ് തന്നെയാണ്, പക്ഷെ 2 ടൈപ്പ് അല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട്? പല ടൈപ്പ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി എന്നുള്ള ഒന്നുണ്ട്, കൊമേഴ്സ് എന്നുള്ള ഒന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീനെ, നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അതിൽ എക്കണോമിക് ആക്ടിവിറ്റിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതായത് പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ് എന്ന്. ഓക്കെ, അതിൽ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. ക്ലിയർ ആണോ? അല്ലേ. അപ്പോൾ ബിസിനസ് തന്നെ പല ടൈപ്പിൽ നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ 2 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലടാ? ലൈവ് 12 മണി വരെ ഉണ്ടാവും കേട്ടോ. 12-12:30 വരെയൊക്കെ പോകും ചിലപ്പോൾ. ക്ലിയർ? എടാ, നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫയർ ഇമോജി ഇട്ടാൽ നിങ്ങൾ, ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞാനൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫയർ ഇമോജി ഇട്ടാൽ മതി. അങ്ങനെയാകുമ്പോൾ എനിക്കിങ്ങനെ ചോദിച്ച് സമയം കളയണ്ടല്ലോ. ക്ലിയർ? സെറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതിൽ നോക്കാം. Okay, industry is concerned with the production or processing of goods and materials, conversion of resources into useful goods ആണ്. ഇതെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അതായത് എന്താണ് ഇൻഡസ്ട്രി എന്ന് നിങ്ങളോട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സിമ്പിൾ വേർഡ്സ് എങ്കിലും എഴുതി വെക്കണം. കൺവേർഷൻ ഓഫ് റിസോഴ്സ് ഇൻറ്റു യൂസ്ഫുൾ ഗുഡ്സ് ആണ്. അതായത് ബിസിനസ് ആക്ടിവിറ്റിയിലെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ അവിടെ നടക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ ഒരു ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടാവുക. ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മെയിനായിട്ടൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റും, അല്ലെങ്കിൽ ഞാൻ റിസോഴ്സസിനെ, ഭൂമിയിൽ പല റിസോഴ്സസ് ഉണ്ടല്ലോ, ആ റിസോഴ്സസിനെ എന്താക്കും, പല സ്റ്റേജസിലൊക്കെ കടത്തി വിടുന്ന ടൈപ്പ് ആക്ടിവിറ്റി നടക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
അപ്പോൾ ഇൻഡസ്ട്രി തന്നെ എന്തുണ്ട്? 3 രീതിയിലുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ റിസോഴ്സസിനെ നമ്മളൊരു ഗുഡ്സ് ആക്കി മാറ്റുന്നത് പരിപാടി അവിടെയാണ് നടക്കുന്നത്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് പല സ്റ്റേജസിലൂടെ റിസോഴ്സസിനെ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കുന്ന ഏർപ്പാടുകൾ നടക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രി തന്നെ 3 രീതിയിലുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രി എന്നും, സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും, ടെർഷ്യറി ഇൻഡസ്ട്രി എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഇത്, രണ്ടാമത്തെ സ്റ്റേജ് ഇത്, മൂന്നാമത്തെ സ്റ്റേജ് ഇത്, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ്. ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇതിൽ യൂട്യൂബിൽ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ എങ്ങോട്ടോ നോക്കി ക്ലാസ് എടുക്കുന്ന ഒരു ഫീൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കിട്ടാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൾ ദോസ് ആക്ടിവിറ്റി വിച്ച് ആർ കൺസേൺ വിത്ത് ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റിസോഴ്സസിനെ, ഓൾറെഡി ഭൂമിയിലുള്ള റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ റിസോഴ്സസിന് ഉണ്ടാക്കുക, പ്രൊഡക്ഷൻ നടത്തുക പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ചിക്കൻ, നിങ്ങൾ KFC എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, KFC എന്ന് പറയുന്ന ചിക്കൻ എന്താണ്? ഒരു പ്രൊഡക്റ്റ് അല്ലേ? KFCക്കാർ ഉണ്ടാക്കുന്ന അടുത്ത ചിക്കൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അതിന് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്താ? കോഴീനെയാണ് അല്ലേ? അപ്പോൾ ആ കോഴീനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കോഴീനെ നിങ്ങൾക്ക് ഇങ്ങനെ KFCക്കാർക്ക് കൊടുക്കണം എന്നെങ്കിൽ ആ കോഴീനെ ഇങ്ങനെ, ആ റിസോഴ്സിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ എന്താണ്? റിസോഴ്സസിനെ പ്രൊഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ റിസോഴ്സസിന്, ഓൾറെഡി ഭൂമിയിലുള്ള റിസോഴ്സസിന് എന്ത് ചെയ്യുക? കുഴിച്ചെടുക്കുക. ഇങ്ങനത്തെ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയനെ നമ്മൾ എന്തെന്ന് പറയാം? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തില്ലേ, ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൈമറി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കോഴി വളർത്തലോ മത്സ്യകൃഷിയോ അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ആണെങ്കിൽ അടുത്ത എന്താ? നിങ്ങളുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷെ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ്സിലെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സെക്ടറിലെ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും പെടുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാകാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനിയിപ്പോൾ വേറെ ചില ആൾക്കാരുണ്ട്. അപ്പം മൈനിങ്, ഇപ്പോൾ ഈ ഖനികളിൽ ഇങ്ങനെ കുഴിച്ചെടുക്കുക, പാറ കുഴിച്ചെടുക്കുക, മണലെടുക്കുക, അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ടാവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ അവരും എന്താണ് ചെയ്ത്? അവർ ഓൾറെഡി ഭൂമിയിലുള്ള റിസോഴ്സാണ് ഈ മണൽ, അതുപോലെ തന്നെ പാറ പൊട്ടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഓൾറെഡി ഭൂമിയിലുള്ള റിസോഴ്സസ് ആണ്. അപ്പോൾ അതിനെ അവരെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടും അവരച്ഛനും അമ്മയും ചെയ്യണത് എന്താണ്? ബിസിനസ് ആക്ടിവിറ്റി തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ പ്രൈമറി ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിലെ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാറ്റഗറിയിലെ പ്രൈമറി ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ക്ലിയർ? സെറ്റാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി അപ്പോൾ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി തന്നെ 2 രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്യുന്ന പരിപാടി നടക്കുന്ന സ്ഥലവും, അത് റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലവും. രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ചെയ്യുന്ന, റിസോഴ്സസിനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ തന്നെ 2 ടൈപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടൈപ്പിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് ജനറ്റിക് ഇൻഡസ്ട്രിയാണ്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മനുഷ്യർ റീപ്രൊഡക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന പരിപാടി, നേരത്തെ പറഞ്ഞ കോഴി വളർത്തുക, മത്സ്യകൃഷി, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ, അതാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുക. എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്ട്രാക്ട് ചെയ്യുക അല്ലെ? എക്സ്ട്രാക്ട് ചെയ്യുക, ഓൾറെഡി ഉള്ള ഒരു സാധനത്തിനെ കുഴിച്ചെടുക്കുക. ഈ സ്വർണം, അതുപോലെ തന്നെ ഓയിൽ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഭൂമിയിലുള്ള റിസോഴ്സസിനെ അവരെന്ത് ചെയ്യുക? അതിൽ നിന്ന്, ഇപ്പോൾ സ്വർണ്ണമൊക്കെ എങ്ങനെയോ ആണ് കിടക്കുന്നത്, ആ സ്വർണ്ണത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വർണ്ണമാക്കുന്നത് അതിനെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിലെ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ബ്രീഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫോർ ദെയർ യൂസേഴ്സ് ഇൻ ഫ്യൂച്ചർ റീപ്രൊഡക്ഷൻ അല്ലേ? അപ്പോൾ ഫ്യൂച്ചർ റീപ്രൊഡക്ഷൻ്റെ ഭാഗത്തിനായിട്ട് ഈ പ്ലാന്റ്സ് ആനിമൽസിനൊക്കെ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന പരിപാടിയാണ്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്ന എക്സാമ്പിൾസ്, അതിൽ ജനറ്റിക്കിൽ വരുന്ന എക്സാമ്പിൾസ്, എക്സ്ട്രാക്റ്റീവിൽ വരുന്ന എക്സാമ്പിൾസ്, അതുപോലെ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഏരിയയിൽ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ പോവാം. ദീസ് ഇൻഡസ്ട്രീസ് ആർ
extract or draw products from the natural resources അല്ലേ ഓൾറെഡി ഉള്ളതിനെ എന്ത് ചെയ്യുന്നു എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു ഹണ്ടിങ് മൈനിങ് ഫാമിംഗ് ഒക്കെ എന്താണ് ഓൾറെഡി ഉള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ് ഓക്കെ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ എന്താ ചെയ്യുന്നത് റിസോഴ്സസിനെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ റിസോഴ്സസ് ആയിരിക്കും അല്ലേ ആ റിസോഴ്സസിനെ പല രീതിയിൽ കടത്തി വിട്ടിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫൈനൽ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം നമുക്ക് റിസോഴ്സസിനെ പ്രൈമറി ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നു ഒന്നെങ്കിൽ കുഴിച്ചെടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിലൂടെ എത്തുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവുമല്ലോ ആ റിസോഴ്സസിനെ പല പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് പല മേഖലകളിലൂടെ കടത്തി വിട്ടിട്ട് ഗുഡ്സ് ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക ഓക്കെ ക്ലിയർ അല്ലേ അതായത് ദീസ് ആർ കൺസേൺ വിത്ത് യൂസിങ് മെറ്റീരിയൽസ് which have already been extracted at the primary stage അല്ലേ These industries process such materials to produce goods for final consumption or future processing by other industrial units അല്ലേ അതായത് ഇവരെന്താണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പ്രൈമറി സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ പല രീതികളിലേക്ക് മാറ്റിയിട്ട് ഫൈനൽ കൺസംഷനിലേക്ക് എത്തിക്കുന്ന ടൈപ്പ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയിൽ നമ്മൾ എന്താ പറയുക സെക്കൻഡറി ഇൻഡസ്ട്രി എന്നാ പറയാം ഓക്കെ അവർ ബിസിനസ് ആക്ടിവിറ്റിയിലെ സെക്കൻഡറി ഇൻഡസ്ട്രിയിലാണ് വരിക അപ്പോൾ ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ രണ്ട് രീതിയിലുണ്ട് മാനുഫാക്ചറിങ്ങും ഉണ്ട് കൺസ്ട്രക്ഷനും ഉണ്ട് ഓക്കെ മാനുഫാക്ചർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന പരിപാടിയും ഉണ്ട് കൺസ്ട്രക്ഷനും ഉണ്ട് ഓക്കെ അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് കിട്ടും അതായത് ഈ റോഡ് പാലം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ ആർക്കിടെക്ചർ റിലേറ്റ് ആയിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ഇതിലുണ്ടാവുക നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരിക ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഡാം ബ്രിഡ്ജ് റോഡ് ഇതൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പൂഴി വേണം സിമെൻറ്റ് വേണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ പാറകൾ കല്ലുകൾ ഇതൊക്കെ വേണം ഇതൊക്കെ എന്താ ചെയ്യണത് ഭൂമിയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത് അല്ലേ അത് പൂഴി കിട്ടുന്നതും മണൽ ഊറ്റിയിട്ടൊക്കെ പൂഴി എടുക്കുന്നതും അതുപോലെ തന്നെ ഈ കല്ലുകൾ പാറ പൊട്ടിച്ചെടുക്കുന്നതൊക്കെ എന്താ പ്രൈമറി സ്റ്റേജിൽ നിന്ന് കിട്ടിയ റിസോഴ്സസാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ക്ലിയർ അല്ലേ അതുപോലെ തന്നെ സ്റ്റീല് കമ്പി അയൺ എന്നൊക്കെ പറയുന്നത് എന്താണ് ഇങ്ങനെ കുഴിച്ചെടുക്കുക അങ്ങനത്തെ പല പരിപാടികളിലൂടെയൊക്കെ അയൺ കുഴിച്ചെടുക്കുകയാണോ അല്ലേ അത് കറക്റ്റ് അറിയില്ല അങ്ങനത്തെ പല പരിപാടികളിലൂടെയാണ് അതിലും കിട്ടുന്നത് അതും പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന പരിപാടിയാണ് ഇനിയുള്ളത് എന്താണ് മാനുഫാക്ചറിങ് ആണ് These industries are engaged in producing goods through processing of raw materials and thus creating from utilities. അല്ലേ നമ്മൾ പ്രൈമറി സ്റ്റേജിൽ കിട്ടിയ റിസോഴ്സസ് വെച്ചിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ ഏരിയക്കാർ ചെയ്യുന്നത് എന്താണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത് പക്ഷെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഏരിയയിലുള്ള ആൾക്കാർ എന്താണെന്ന് ചെയ്യുന്നത് പ്രൈമറി സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അതൊന്നെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാക്റ്റീവ് വഴി ആയിരിക്കാം അല്ലെങ്കിൽ ജനറ്റിക് വഴി നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്ത് കിട്ടിയ എങ്ങനെയുള്ള റിസോഴ്സസും ആയിക്കോട്ടെ ആ പ്രൈമറി സ്റ്റേജിൽ കിട്ടിയ റിസോഴ്സസിനെ പല പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് ഗുഡ്സ് ആക്കി മാറ്റുന്നു അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർണം കുഴിച്ചെടുക്കുന്നു പക്ഷെ ആ കുഴിച്ചെടുക്കുന്ന സ്വർണ്ണം എന്ന് പറയുന്നത് ആ സ്വർണ്ണം അല്ലല്ലോ നമ്മൾ കഴുത്തിൽ കെട്ടി നടക്കുന്നത് അല്ലേ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മോതിരങ്ങൾ എൻ്റെ കഴുത്തിലുള്ള മാല ഇതൊക്കെ ഗോൾഡാണ് പക്ഷെ എന്താണ് ആ ഗോൾഡ് എന്ന് പറയുമ്പോൾ ആ കുഴിച്ചെടുത്ത പോലെയാണോ ഞാൻ കഴുത്തിലിട്ടിരിക്കണേ അല്ല ഇതിനെ പല രീതികളിൽ മാറ്റി പല ഷേപ്പിലാക്കി പല രൂപത്തിലാക്കിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആക്കണം അല്ലേ അപ്പോൾ ഈ സ്വർണം എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിനെന്ത് ചെയ്തു സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഏരിയയിൽ ആണ് ഈ സ്വർണത്തിനെ പല പ്രോസസ്സിലൂടെ മാറ്റിയിട്ട് ഫൈനൽ യൂസിലേക്ക് നമുക്ക് എത്തിയിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആണ് അപ്പോൾ മാനുഫാക്ചറിംഗുകാർ എന്താ ചെയ്യണമെന്ന് മനസ്സിലായി റോ മെറ്റീരിയൽസിനെ പല പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു പുതിയ ഫൈനൽ പ്രൊഡക്ട്സ് ആക്കി മാറ്റാനാണ് ചെയ്യുന്നത് ഈ പല ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ പല പ്രോസസ്സിലൂടെ എന്ന് പറഞ്ഞു ഈ പല പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരേ ടൈപ്പ് ആക്ടിവിറ്റീസ് ഇപ്പം എല്ലാ റിസോഴ്സസിനും ഒരേപോലെയുള്ള പ്രോസസ്സ് ആയിരിക്കില്ല വരിക ഇപ്പം സ്വർണത്തിൻ്റെ പ്രോസസ്സാണോ ഓയിലിന് വരിക അല്ല ഇപ്പം സ്വർണ്ണമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വർണത്തിനെ എങ്ങനെയാണോ കടത്തി വിടുന്നത് അതേ രൂപത്തിലാണോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഓയിലിനെ കടത്തി വിടുന്നത് ആയിരിക്കില്ല അതേ രൂപത്തിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കരിമ്പിനെ കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പഞ്ചസാര ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുള അങ്ങനത്തെ ചെടി മരങ്ങൾ യൂസ് ചെയ്തിട്ടാണ് മരത്തിനെ പല പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ടാണ് കടലാസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ റിസോഴ്സിനും ഒരേ
രീതിയിലുള്ള പ്രോസസ്സിലൂടെ എല്ലാ ഫൈനൽ ഗുഡ്സ് ആക്കുന്നത്, പല ടൈപ്പ് പ്രോസസ്സിലൂടെയാണ് ആക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല ടൈപ്പ് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 4 ആയിട്ട് അല്ലേ. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ, എളുപ്പത്തിൽ നോക്കിയാലോ. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ആൻഡ് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. അതായത് ഈ ഒരു അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറി സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രൈമറി ഇൻഡസ്ട്രി വഴി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഈ കമ്പനി, ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കും അറിയാം ചെയ്യുന്നത്, പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജിൽ നിന്ന് അവർ കളക്ട് ചെയ്തിട്ടുള്ള റിസോഴ്സസിനെ അവരെന്ത് ചെയ്യുന്നു, പഠിച്ചിട്ട് അതിൽ നിന്ന് പല പല റിസോഴ്സ് ഉണ്ടാക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓയിൽ റിഫൈനറി. ഓയിൽ എന്ന് പറയുമ്പോൾ കൽക്കരി പോലത്തെ ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യും, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കിയെന്നല്ലേ. അതായത് ഒരേ സാധനത്തിൽ നിന്ന് ഇപ്പോൾ പെട്രോളിയം ഉണ്ടാക്കുന്നു, പെട്രോളിയം ജെൽ ഉണ്ടാക്കുന്നു, ഡീസൽ ഉണ്ടാക്കുന്നു, മണ്ണെണ്ണ ഉണ്ടാക്കുന്നു, അങ്ങനത്തെ പല പരിപാടികൾ ചെയ്യുന്ന എന്തായിരിക്കും, ഒരൊറ്റ റിസോഴ്സാണ്. അപ്പോൾ ഒന്നിൽ നിന്ന്, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പല രീതിയിലുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെപ്പറേറ്റ് ചെയ്തെടുക്കുക അല്ലേ. സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അനലിറ്റിക്കൽ ആണ് അല്ലേ. അനലൈസ് ആണ് അവിടെ നടക്കുന്നത്. അവർക്ക് കിട്ടിയ റിസോഴ്സിനെ അവർ അനലൈസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നു. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് റിസോഴ്സസിനെ ചേർത്തിട്ട് ഒരു പുതിയ സാധനം ഉണ്ടാക്കുന്നു. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക്കൽ എന്ന് പറയുമ്പോൾ സിമെൻറ്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അതായത് സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഭൂമിയിൽ നിന്ന് അങ്ങനെ തന്നെ കിട്ടില്ല. സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതിനെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യണം അല്ലേ. പല ടൈപ്പ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കെമിക്കലി നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന ഈ ചുണ്ണാമ്പ് പോലത്തെ പല സാധനങ്ങളും സിമെൻറ്റിന് വേണ്ടി എടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അല്ലേ. അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ റിസോഴ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, വിച്ച് കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത്, പല റിസോഴ്സസ് അല്ലേ, പല ടൈപ്പ് റിസോഴ്സ് ചേർന്നിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ക്ലിയർ ആണോ? ഇനിയുള്ളത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഓക്കെ, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ഫുഡ് ഫാക്ടറീസ് നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടിയ റിസോഴ്സിനെ നമ്മൾ പല സ്റ്റേജസിലൂടെ കടത്തി വിട്ടിട്ട് പല ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ ഈ സ്ട്രോബെറീനെ നമ്മൾ പല രീതിയിൽ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, സ്ട്രോബെറീൻ്റെ ജാം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പം എന്താ സ്ക്വാഷ്, അങ്ങനത്തെ പല പരിപാടികൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, വിച്ച് ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഫോർ എ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആസ് ഇൻ ദ കേസ് ഓഫ് ഷുഗർ ആൻഡ് പേപ്പർ. ഓക്കെ, ഇപ്പോൾ ഷുഗർ, പേപ്പർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ കരിമ്പിനെ എങ്ങനെ കടത്തിവിട്ട് പല സ്റ്റേജസിൽ നിന്നാണ് നമുക്ക് അവസാനം ഷുഗർ കിട്ടുന്നത്. ഇപ്പോൾ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ മുളേനൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കടത്തിവിട്ട് അവസാനമാണ് നമുക്ക് ഈ പേപ്പറായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനിയുള്ളത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി ആണ്. അസംബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അസംബ്ലിക്ക് നിൽക്കുന്നൊന്ന് ഓർത്താൽ മതി. അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ക്ലാസ്സിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരൊറ്റ സ്ഥലത്ത് വരുന്നത് അല്ലേ. അതേപോലെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികൾ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ പല സ്ഥലത്ത് നിന്ന് സാധനങ്ങളെ ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്തിട്ട് അവിടെ നിന്നൊരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ ടെലിവിഷൻ, കാറ്, ഇങ്ങനത്തെ ഇലക്ട്രോണിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് മറ്റ് ഒരുപാട് സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ കാറ് എന്ന് പറയുന്നത് എല്ലാം ഒരൊറ്റ സ്ഥലത്ത് നിന്നല്ല ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ കാറിൻ്റെ എഞ്ചിനും കാറിൻ്റെ ഡോറ്, കാറിന് വേണ്ട പെയിൻറ്റ്, ഇതെല്ലാം എന്താണ് ഒരു സ്ഥലത്ത് നിന്നല്ല ഉണ്ടാക്കുന്നത്. പകരം പല സ്ഥലത്തു നിന്നായിരിക്കും. ഇതിൻ്റെ എഞ്ചിൻ പല സ്ഥലത്തു നിന്നായിരിക്കും, ടയർ വേറെ സ്ഥലത്തു നിന്നായിരിക്കും, അതുപോലെ അതിൻ്റെ ബോണറ്റ്, അങ്ങനത്തെ അതിൻ്റെ ബോഡി, അതൊക്കെ പല സ്ഥലത്തു നിന്നായിരിക്കും. അതിനെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു, അവിടെ നിന്ന് ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ക്ലിയർ അല്ല? വിച്ച് അസംബിൾസ് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ് പാർട്സ് ടു മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ? ഇനി അവസാനത്തതാണ് എന്തെന്ന് പറയുന്നത്, ടെർഷ്യറി ഇൻഡസ്ട്രി അല്ലേ. നമ്മൾ ഇൻഡസ്ട്രീനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി ഇൻഡസ്ട്രി അതിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ജനറ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജനറ്റിക്കും ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു, എക്സ്ട്രാക്റ്റീവ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. ഈ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ തന്നെ മാനുഫാക്ചറിങ് വരുന്നുണ്ട്, കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. ഈ മാനുഫാക്ചറിങ്ങിനെ തന്നെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ,
അതായത് സിന്തറ്റിക്കൽ, അനലിറ്റിക്കൽ, അതുപോലെ തന്നെ അസംബ്ലിങ്, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 4 ഇൻഡസ്ട്രി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അവസാനത്താണ് ടേർഷറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്. ഓക്കെ, സർവീസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, ബാങ്കിങ്, ഹെൽത്ത് സെക്ടർ, ഫുഡ്, അങ്ങനത്തെ പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, മറ്റ് ഇൻഡസ്ട്രീസിന് ഹെൽപ്പായിട്ടാണ് നിൽക്കുന്നത്. അതായത് മെയിനായിട്ട് പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും വേണ്ട സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ കൺസേൺ വിത്ത് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ ട്രേഡ്. ഓക്കെ, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കി കൊടുക്കുക, ഇൻഷുറൻസ്, അതുപോലത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ടേർഷറി ഇൻഡസ്ട്രിയിൽ വരിക. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഈ ഒരു ചാർട്ട് നോക്കി വെക്കട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിന് ഇങ്ങനെ ഫ്ലോ ചാർട്ടാക്കി വെച്ചെന്നേ ഉള്ളൂ. ക്ലിയർ? സെറ്റ് അല്ലേ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എടാ ഒന്ന് ഫയർ ഇമോജി ഇട്ടേടാ, മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു ഏരിയയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ബിസിനസ് എന്നല്ലേ. ഈ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത്? ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. അപ്പോൾ ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് റിസോഴ്സസിൻ്റെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിനെ പല പ്രോസസ്സിലൂടെയൊക്കെ കടത്തി വിട്ടിട്ട് ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഉണ്ടാക്കുക, പ്രൊഡക്ട്സിനെ ഉണ്ടാക്കുന്ന പ്രവർത്തികൾ നടക്കുന്നത് എല്ലാം ഇൻഡസ്ട്രിയിലാണ് അല്ലേ. അതിൻ്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നടക്കുന്ന ഏരിയ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയും. അവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് ചെയ്യും, ആ ഗുഡ്സ് ഉണ്ടാക്കി കിട്ടും ഇൻഡസ്ട്രീൻ്റെ അകത്ത്. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയ ഗുഡ്സിനെ വിൽക്കുന്നുണ്ടല്ലോ. അതായത് ഞാനിപ്പോൾ ചക്ക വറുത്തത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹോൾസെയിലായിട്ട് ചക്ക വറുത്തത് ഉണ്ടാക്കി, ചക്ക വറുത്ത വേണ്ട അല്ലെ, ഡ്രസ്സ് ഉണ്ടാക്കുന്നത് നോക്കും. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, വലിയ എമൗണ്ടിൽ കുറേ ഡ്രസ്സ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഈ ഡ്രസ്സിനെ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കില്ല വിറ്റ് പൈസയാക്കി. അതായത് ഇപ്പം എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ കോഴിക്കോടാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ എൻ്റെ ഗുഡ്സ് എവിടേക്ക് എത്തുന്നുണ്ടാവും, അമേരിക്കയിലുള്ള ആൾക്കാർ വേണമെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഇടാം, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂരുള്ള ആൾക്കാർ, വയനാടുള്ള ആൾക്കാർ, തിരുവനന്തപുരമുള്ള ആൾക്കാർ, ഇവരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ആ ഡ്രസ്സ് ഉണ്ടാക്കിയത് എവിടെയാണ്, എൻ്റെ ഇവിടെ കോഴിക്കോടാണല്ലേ. അപ്പോൾ ഇതിനെ ചിലപ്പോൾ വിൽക്കുന്നത് ഞാനാവണം എന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഫൈനൽ ഗുഡ്സ് ഉണ്ട്, അതിനെ വിൽക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ. അങ്ങനെ വിൽക്കുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കൊമേഴ്സ് എന്ന് പറയാം. അവിടെ സിമ്പിളായിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കുക, പിടിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ആ ഫൈനൽ പ്രൊഡക്റ്റിനെ ഒരു സെല്ലർ എന്ത് ചെയ്യുന്നു, ഒരു ബയ്യർക്ക് കൊടുക്കുന്നു. അത്രയും മാത്രമേ കൊമേഴ്സിൽ നടക്കുന്നുള്ളൂ അല്ലേ. കൊമേഴ്സ് ഇൻക്ലൂഡ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് സം ടോട്ടൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ, പ്ലേസ്, ടൈം ഇൻ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് അല്ലേ. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സാധനം ഉണ്ടാക്കിയത് കോഴിക്കോടാവാം, പക്ഷെ അതിനെ ഈ ലോകത്തുള്ള എല്ലാവരും ഡ്രസ്സ് ഇടുന്നവരാ അല്ലേ, അത് ഡ്രസ്സ് ഇടാണ്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താണ്, അതിന് ഡിമാൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് മൊത്തം കസ്റ്റമേഴ്സ് ഉണ്ട് നോക്കുന്ന സമയത്ത്, മാർക്കറ്റ് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കോഴിക്കോടുള്ള പ്രൊഡക്റ്റിന് ഞാൻ എന്ത് ചെയ്യണം, ഈ ആവശ്യക്കാർക്കനുസരിച്ച്, ചിലപ്പോൾ ഈ ലോകം മൊത്തം ആവശ്യക്കാരില്ലേ, ഈ ലോകത്തേക്ക് മൊത്തം എത്തിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വേണം. എൻ്റെ ഗുഡ്സിനെ ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്താലേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എൻ്റെ ഗുഡ്സിനെ എനിക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്തെന്ന് പറയാം, കൊമേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ. ഈ കൊമേഴ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 രീതി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എന്നും ഓക്സിലറീസ് ടു ട്രേഡ് എന്നും. ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്ന പരിപാടി. ഓക്കെ, വിൽക്കുക, വാങ്ങുക, ഇതാണ് ട്രേഡ്. പക്ഷെ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്നും പറയും കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന് നമ്മൾ എന്തിനെ പറയും, ഓക്സിലറീസ് ടു ട്രേഡിനെ പറയും. ഓക്കെ, അത് ട്രേഡ് എന്ന് പറയാം ബൈയിങ് ആൻഡ് സെല്ലിങ്. ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന പല സ്ഥലത്തായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുക, അങ്ങനത്തെ കുറച്ച് സപ്പോർട്ടിങ് സർവീസസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ. ഈ ട്രേഡിനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ. ക്ലിയർ ആണോ?
അപ്പോൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ ഗുഡ് പ്രൊഡ്യൂസ്ഡ് അവൈലബിൾ ടു ദ കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ് അല്ലേ. അതായത് നമുക്ക് ട്രേഡിലൂടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് തന്നെ പല രീതിയിൽ നടക്കുന്നുണ്ട് അല്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കി, ഞാൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനം ഇന്ത്യയിൽ തന്നെ വിൽക്കുന്ന ഒരു ടൈപ്പ് ട്രേഡ് ഉണ്ട്, ഇന്ത്യക്ക് പുറത്ത് വിൽക്കുന്ന ട്രേഡ് ഉണ്ട് അല്ലേ. പല ടൈപ്പ് ട്രേഡുകളുണ്ട്, അറിയാലോ നിങ്ങൾക്കത്. ട്രേഡ് തന്നെ ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എവിടെയാണോ ഉണ്ടാക്കിയ ആ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ വിൽക്കുന്ന പരിപാടി. ഓക്കെ, ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും ഇന്റേണൽ ട്രേഡ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ട്രേഡ്, ഹോം ട്രേഡ്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രേഡാണ്. അതിൽ തന്നെ ഹോൾസെയിലുണ്ട് റീറ്റെയിലുണ്ട് അല്ലേ. അവിടെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഹോൾസെയിലായിട്ടും ബൾക്ക് ക്വാണ്ടിറ്റിയിലും സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്, ചില ആൾക്കാർ സ്മോൾ ക്വാണ്ടിറ്റിയിൽ റീറ്റെയിലായിട്ടും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അതാണ് രണ്ട് ഡിഫറൻസ് വരുന്നത്. ഇനി വരുന്നത് എന്താണ്, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൗണ്ടറീസിന് പുറത്തല്ല, ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറീസിന് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് ആണത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രേഡ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഫോറിൻ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ 2 or more കൺട്രീസ്. അതിൽ കൂടുതലോ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ട്രേഡ് ആയിരിക്കും. ഇപ്പോൾ അതിലെങ്ങനെയുണ്ട്, 3 ഉണ്ട്. ഇമ്പോർട്ടും ഉണ്ട്, എക്സ്പോർട്ടും ഉണ്ട്, എൻട്രി പോർട്ടും ഉണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കി വെക്കണം നിങ്ങൾ. എൻട്രി പോർട്ട് എന്താണെന്നുള്ളത് എൻ്റെ മക്കൾ നോക്കി വെക്കണം, കാരണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് എൻട്രി പോർട്ട് എന്നുള്ളത് ഒരു മാർക്കിന് ചോദിക്കും. എൻട്രി പോർട്ട് എന്ന് പറയുന്നത് ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. അതായത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില രാജ്യങ്ങൾ എന്ത് ചെയ്യും, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അമേരിക്കയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ആ സാധനങ്ങൾ എന്നിട്ട് എൻ്റെ ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, എന്നിട്ട് ഞാൻ അതിനെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് പറയാം ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അനദർ കൺട്രി അല്ലേ. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോൾഡ് ടു അതർ കൺട്രീസ് ആണ്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിലറീസ് ടു ട്രേഡ് നോക്കണം. അപ്പോൾ ട്രേഡിനെ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, 8 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ മെന്റ് ഫോർ അസിസ്റ്റിംഗ് ട്രേഡ് ആർ നോൺ ആസ് ഓക്സിലറി ടു ട്രേഡ്. അപ്പോൾ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ കുറേ ഘടകങ്ങളുണ്ട് അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു സാധനം സെല്ല് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കി നാളെ തന്നെ ചിലപ്പോൾ എനിക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല അല്ലേ. എൻ്റെ കൺസ്യൂമേഴ്സ് പല സ്ഥലങ്ങളിലായിരിക്കും, അവിടേക്ക് എനിക്ക് എത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീനെ സുഗമമാക്കാൻ വേണ്ടിയിട്ട്, അത് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, കുറച്ച് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ന് പറയാം ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് അല്ലെ, എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ റിമൂവ് ചെയ്യണം. അതിൻ്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ ഞാൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം അല്ലേ. അതായത് ഞാൻ ഗുഡ്സ് എവിടെയാണോ ഉണ്ടാക്കിയത് അവിടെ നിന്നും കൺസ്യൂമേഴ്സിലേക്ക് എൻ്റെ ഗുഡ്സിനെ എത്തിക്കണം. ഞാൻ ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കില്ല. അതിനെ ഞാൻ എന്ത് ചെയ്യണം, മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഫിസിക്കൽ മൂവ്മെൻറ്റ് പറയുമ്പോൾ പ്രൊഡക്റ്റ് താഴെ എഴുന്നേറ്റ് പോയിട്ട് മാർക്കറ്റ് പോയി ഇരിക്കില്ല, നമ്മൾ അതിനെ കൊണ്ടിരുത്തണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ട്രാൻസ്പോർട്ടേഷൻ വേണം. ക്ലിയർ അല്ലേ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ റോ മെറ്റീരിയൽ ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫ്രം ദ ഫാക്ടറീസ് ടു ദ പ്ലേസ് ഓഫ് കൺസംഷൻ അല്ലേ. അതായത് എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോ മെറ്റീരിയൽസിനെ നമ്മൾ ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടടത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പ്ലേസ് യൂട്ടിലിറ്റിയാണ് സംഭവിക്കുന്നത് അല്ലേ. ട്രാൻസ്പോർട്ടേഷനിൽ പ്ലേസ് എന്ന് പറയുന്ന തടസ്സത്തെയാണ് മാറ്റിത്തരുന്നത്. ഓക്കെ, മറ്റേത് അടുത്തത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. നമുക്ക് എന്തുണ്ട്, ഫണ്ടിന് ആവശ്യം വരുന്ന പരിപാടിയാണ് അല്ലേ. ഒരു സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനൊക്കെ ബിസിനസ്സിൽ ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫണ്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളവരാണ് ബാങ്കുകാർ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഹെൽപ്പ് ബിസിനസ് ആക്ടിവിറ്റീസ് ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് ഫിനാൻസ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലെൻഡ് മണി
ബൈ പ്രൊവൈഡിങ് ഓവർ ഡ്രാഫ്റ്റ് ക്രാഷ് ക്രെഡിറ്റും ലോണൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പോലുള്ള ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്താണ് ചെയ്യുന്നത്, ഫിനാൻസ് എന്ന് പറയുന്ന തടസ്സത്തെ ഇല്ലാതെയാക്കും, ധനപരമായിട്ടുള്ള തടസ്സത്തെ മാറ്റി തരുന്നു. ഇനി ഇൻഷുറൻസുകാർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഈ പോകുന്ന സമയത്ത് എങ്ങനെ വേണം, എന്ത് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. കടലിലൂടെയാണ് കൊണ്ടുവന്നുണ്ടെങ്കിൽ കപ്പൽ മുങ്ങി പോവാം, ഫ്ലൈറ്റിലൂടെയാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ റോഡിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് നശിക്കാം. അങ്ങനെ പല പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ വെയർ ഹൗസിലാണ് വെക്കുന്നത്, വെയർ ഹൗസ് തീ പിടിച്ചു, അങ്ങനെയൊക്കെ പല രീതിയിൽ എൻ്റെ ഗുഡ്സ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ലോസസിന് ഞാൻ എന്ത് ചെയ്യണം, കുറയ്ക്കാനായിട്ട്, ആ ലോസ് കുറയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇൻഷുറൻസ് ചെയ്യും അല്ലേ. അതായത് മെറ്റീരിയൽ ഗുഡ്സ് ഓഫ് ഹെൽഡ് സ്റ്റോക്സ് ആർ സബ്ജക്ട് ടു ദ റിസ്ക് ഓഫ് ലോസ് ഓഫ് ഡാമേജ് അല്ലേ. അപ്പോൾ ഡാമേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട് മെറ്റീരിയൽസിന് അതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇങ്ങനത്തെ റിസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ, ഇതുപോലത്തെ ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കണം അല്ലേ. ഇപ്പം നമ്മുടെ ഈ ഗുഡ്സ് മാത്രമല്ല, നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആർ ഓൾസോ റിക്വയർഡ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ആക്സിഡന്റ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്. ഇൻഷുറൻസ് പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ ഇൻ ഓൾ സച്ച് കേസസ്, ഇറ്റ് റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് അല്ലേ. അപ്പം നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ക്ലിയർ അല്ലേ. ഇനി അടുത്തതാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു എൻ്റെ സാധനങ്ങളെ എനിക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരും ചിലപ്പോൾ. ഓക്കെ, ഞാൻ ഇപ്പോൾ പറയാണ്, ഞാൻ ഇപ്പോൾ കുട എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുടയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോഴേ ഞാൻ കടയിൽ കൊണ്ടുവച്ച് ആരും വാങ്ങിക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു മഴക്കാലം ആവുന്ന വരെ സമയത്ത് ഞാൻ ചിലപ്പോൾ കുടയൊന്ന് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കേണ്ട ആവശ്യം വരും അല്ലേ. കുട എന്ന് പറയുമ്പോൾ 1 2 അല്ല, വലിയ രീതിയിൽ വിൽക്കാനുള്ള കുടകളല്ലേ, വലിയ എമൗണ്ട് കുടകളായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആരാണ്, ഈ വെയർ ഹൗസിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വെയർ ഹൗസിംഗിൽ എനിക്ക് എന്താ സ്റ്റോർ ചെയ്യാം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ആ കുടേൻ്റെ മാർക്കറ്റ് ടൈം വരുന്നത്, ആ ടൈമിൽ എനിക്ക് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുടേനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റും. അതുവരെ ആ പ്രൊഡക്റ്റിനെ സേഫായിട്ട് നോക്കുന്ന ആരായിരിക്കും, സേഫായിട്ട് വെക്കുന്നത് എവിടെയാണ്, വെയർ ഹൗസിലായിരിക്കും അല്ലേ. അപ്പോൾ വെയർ ഹൗസിംഗ് ഹെൽപ്സ് ദ ബിസിനസ് ഫേം ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വെൻ നീഡഡ് അല്ലേ. ഇങ്ങനെ സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ തടസ്സമാണ് മാറ്റി കിട്ടുന്നത്. ക്ലിയർ അല്ലേ, ടൈമാണ് മാറ്റുന്നത്. ക്ലിയർ അല്ലേ. ഇനി അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഈ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യണം, 4 ആൾക്കാരിലേക്ക് എത്തിക്കണം. അല്ലാതെ ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആരോടും പറയാൻ രഹസ്യമായിട്ട് ഞാൻ എൻ്റെ വെയർ ഹൗസിൽ ഞാൻ ഇങ്ങനെ വെച്ചു, അങ്ങനത്തെ സമയത്ത് ആരും എൻ്റെ പ്രൊഡക്റ്റ് വന്ന് വാങ്ങില്ല. ഞാൻ എന്ത് ചെയ്യണം, 4 ആളോട് പറയണത്, മനുഷ്യരെ ഇതാ ഞാൻ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കോ, നിങ്ങൾക്ക് പറ്റിയാണെങ്കിൽ നിങ്ങൾ എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയേ വരുന്നുള്ളൂ, ഇത്ര സാധനങ്ങളുണ്ട്, ഇത് വാങ്ങിച്ചാൽ അത്, അല്ലെങ്കിൽ ഇത് തേച്ചാൽ വെളുക്കും, ടാൻ റിമൂവ് ചെയ്യും, അങ്ങനെ പല രീതിയിലൊക്കെ എന്ത് ചെയ്യണം, ആൾക്കാരിലേക്ക് ഞാൻ മാർക്കറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ അഡ്വർടൈസിങ് അല്ലേ. ഇൻഫോർമേഷൻ പാസ് ചെയ്യണം നമ്മൾ ഗുഡ്സിനെ കുറിച്ചിട്ട്. അങ്ങനെ ഇൻഫോർമേഷൻ ആൾക്കാരിലേക്ക് നോളജ് സപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നത് ആരാണ്, അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ് അല്ലേ. ദേ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. The main purpose of advertising is to create sustained demand അല്ലേ. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം, ആൾക്കാരിലേക്ക് ഒരു ആവശ്യം ഉണ്ടാക്കി എടുക്കണം അല്ലേ നമ്മളെ പ്രൊഡക്റ്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റിലൂടെ എന്താ പറഞ്ഞാൽ, ഓക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ആവശ്യമാണ് എന്നുള്ളൊരു തോട്ട് മനുഷ്യരിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, സെറ്റ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വേണമെന്നല്ല പഠിച്ചിരിക്കുക, ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ക്ലിയർ. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഏത് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, കാശ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രമാണെന്നാണ് പലരുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. അത് മാത്രമല്ല വേറെയും കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പണം ഉണ്ടാക്കുക എന്ന് മാത്രം ആവരുത്, അതല്ലാതെ വേറെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഏർണിംഗ് പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കുക ശരിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് ഏർണിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റാൻഡിങ് അല്ലേ. മാർക്കറ്റിൽ എന്തുണ്ടായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്, ഓരോന്നും നമുക്ക് നോക്കാം. ഏർണിംഗ് പ്രോഫിറ്റ് അറിയാം. പ്രോഫിറ്റബിലിറ്റി റെഫേഴ്സ് ടു ദ പ്രോഫിറ്റ് ഇൻ റിലേഷൻ ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. പ്രോഫിറ്റ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്
ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. പ്രോഫിറ്റ് എന്താണ്? ബിസിനസിന്റെ സർവൈവലിനും ഗ്രോത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മുടെ മാർക്കറ്റ് ഉണ്ടാക്കി വെക്കണം അല്ലേ? നമുക്കൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം ബിസിനസിൻ്റെ അകത്ത്. അതായത് എൻ്റെ പ്രൊഡക്റ്റിന് എപ്പോഴും എപ്പോൾ കൊണ്ടുവച്ചാലും വാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കണം. പൊസിഷൻ ഓഫ് ആൻ എന്റർപ്രൈസസ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് അല്ലേ? അപ്പം ഒരു സോപ്പ് എന്ന് പറയുമ്പോൾ പല സോപ്പുകാരുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു സോപ്പിൽ എൻ്റെ സോപ്പ് തന്നെ ആൾക്കാർ പിക്ക് ചെയ്തെടുക്കണം മറ്റ് സോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് സ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇന്നോവേഷൻ കൊണ്ടുവരണം. അതുമാത്രമല്ല, ബിസിനസ്സിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവാണ് എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കുക. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്സിലാകാം, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈയിലാകാം. എന്താണെങ്കിലും എന്തായിരിക്കണം? ഇന്നോവേഷൻ കൊണ്ടുവരണം അല്ലേ? ഇന്നോവേഷൻ ഇൻ ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആവാം, ഇന്നോവേഷൻ ഇൻ ദ വേരിയസ് സ്കിൽ ആൻഡ് ആക്ടിവിറ്റീസ് ആവാം. എങ്ങനെയാണെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവന്നിരിക്കണം. ന്യൂ ഐഡിയാസ് ആണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി, ബിസിനസ്സിൻ്റെ വേറൊരു കാര്യമാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് അല്ലേ, ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് അല്ലേ, ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുക. അതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കണം അല്ലേ? കമ്പയറിംഗ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ വാല്യൂ ഓഫ് ഇൻപുട്ട്, ഇറ്റ് യൂസ്ഡ് എ മെഷർ ഓഫ് എഫിഷ്യൻസി അല്ലേ? അതായത് നമ്മളിപ്പോൾ കുറച്ച് ഇൻപുട്ട് കൊടുത്താലും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടുന്ന പരിപാടിയാണെന്ന് പറയാം. ഓക്കെ, ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ? പിന്നെ എപ്പോഴും എന്ത് ചെയ്യണം? ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടായിരിക്കണം. അതായത് business enterprises must aim at acquiring these resources according to their requirement and use them efficiently. അതായത് ബിസിനസ്സിൽ എപ്പോഴും ആളുകളെ അതുപോലെ തന്നെ ഫിനാൻസിന് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ആവശ്യമാണ്. അതേപോലെ തന്നെ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ഫണ്ട് ആവശ്യം വരും. അങ്ങനെ ഫണ്ട് ആവശ്യം വരുമ്പോഴൊക്കെ എന്താണ്? കറക്റ്റ് സമയത്ത് ആ ഫണ്ട് റെഡി ആക്കിയിട്ട് ബിസിനസ് ചെയ്യാന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഫിസിക്കൽ, അതായത് ആളുകളാണെങ്കിലും ശരി, പുതിയ മെഷീനറീസ് ആണെങ്കിലും ശരി, ആവശ്യം വരുന്ന പുതിയ ബിൽഡിംഗ് ആവണം, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊണ്ടുവരണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് മാനേജർ പെർഫോമൻസ്. ബോർഡ് സ്റ്റക്കായി, എന്താ ചെയ്യുക? ഒരു മിനിറ്റ്, ഞാനൊന്ന് നമ്മളെ ടെക്കീനെ ഒന്ന് വിളിക്കട്ടെ, യദു സാറിനെ ഒന്ന് വിളിക്കട്ടെ. സാറ് ഇതിലൊക്കെ ഭയങ്കര തലയുള്ള മനുഷ്യനാണ്. ചെക്കായി, അതാ വിളിച്ചേ, കഴിഞ്ഞിട്ടല്ല വിളിച്ചത്, കഴിയാറായി. മക്കളെ, യദുസാറ് വന്നിട്ടുണ്ടോ? യദുസാറ് വരും, എല്ലാം ശരിയാവുന്നതാണ്. പണ്ടേ എനിക്ക് എന്താ അറിയില്ല, ഈ ഒരു സ്റ്റുഡിയോയിൽ ചാത്തം കയറിയത്. അത് ഞാൻ ഈ സ്റ്റുഡിയോ തമ്മിൽ അങ്ങ് ഒക്കില്ല. ഞാൻ എപ്പോൾ ഈ സ്റ്റുഡിയോ ക്ലാസ് എടുക്കാൻ വന്നാലും അപ്പം അവിടുത്തെ ബോർഡിനൊന്ന് പെട്ടെന്നൊന്ന് ഫാദർ പോൾ എന്ന് പറഞ്ഞൊരു ഒറ്റ അടിക്ക് ഡിമ്മായി വീഴും. അതെന്താന്നല്ല, ബാക്കി ആർക്കും ഈ പ്രശ്നമില്ല. വേറെ ആരും ഇവിടെ ലൈവ് എടുത്താലും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് വേറൊരു സ്റ്റുഡിയോയിലും കുഴപ്പമില്ല, ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം. നോക്കണ്ടേ? മക്കളെ, ആരും പോവരുത്, ഇതിപ്പം തന്നെ ശരിയാകും. ഒരു 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുക. ആരും പോവരുത്, ആരും പിരിഞ്ഞു പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഒന്ന് ഊരി കുത്തി.
മാറിയല്ലോ. പക്ഷേ മക്കളിതിപ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുവരെ യദു സാറിനോട് ഈ സ്ലൈഡ് ഒന്ന് മാറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാറിന് ഞാനിവിടെ ഈ സ്ലൈഡ് മാറ്റാൻ വേണ്ടിയിട്ട് കേഴ്സറിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാർ റെഡി ആക്കും. സെറ്റല്ലേ? അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഫിസിക്കൽ റിസോഴ്സസ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ട് കട്ടയ്ക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആരായിരിക്കണം? സ്കിൽഫുൾ ആയിട്ടുള്ള എംപ്ലോയീസും വേണം. അതുപോലെ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ബിസിനസ്സിൻ്റെ അകത്ത് കൊണ്ടുവരിക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ലക്ഷ്യം തന്നെയാണ്, ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഓക്കെ, അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ബിസിനസ് പണിയെടുക്കേണ്ടത്. പിന്നെ അതുപോലെ മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അതായത് എന്ത് ചെയ്യണം? മാനേജേഴ്സ് ടു കണ്ടക്ട് ആൻഡ് കോർഡിനേറ്റ് ബിസിനസ് ആക്ടിവിറ്റി അല്ലേ? അത് ബിസിനസ്സിൽ എന്ത് നടക്കണം? ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബിസിനസ് എന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ നടക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സ്റ്റേജസും എന്തായിരിക്കണം? വെൽ കോർഡിനേറ്റഡും മാനേജ്മെന്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഇപ്പുറത്ത് ഇതൊന്ന് ചെയ്യോ? അങ്ങനെയാണ്. ഓക്കെ, ഇനി വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് അല്ലേ? അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, നമുക്ക് വേണ്ടി പണി ചെയ്യുന്ന ആൾക്കാർ എന്തായിരിക്കണം? അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതും എന്താണ്? ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് പണിയെടുക്കാൻ തോന്നണം നമ്മൾ ബിസിനസ്സിൽ അല്ലേ? അപ്പോൾ ആ ലെവലിലും എന്താണ്? നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്ത് നിൽക്കുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ ദ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ എൻ്റർപ്രൈസ് അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ കുറേ ആഗ്രഹിക്കുന്നുണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരണം, ഇന്നോവേഷൻ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? വർക്കേഴ്സ് നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. കുറെ ടൈം എടുക്കുമോ? അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാം. അതിൻ്റെ അടുത്ത ചാപ്റ്ററിനനുസരിച്ച് നമുക്ക് PPT ആഡ് ചെയ്ത് എഴുതി പോകാം. അപ്പം റെഡി. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സ് എന്തായിരിക്കണം? കട്ടയ്ക്ക് വർക്ക് ചെയ്യുന്നവരായിരിക്കണം അല്ലേ? എന്നാലേ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇനി പിന്നെന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ്സിൻ്റെ മറ്റൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യമാണ് ബിസിനസ്സിനോടൊപ്പം തന്നെ സമൂഹത്തെയും ചേർത്ത് പിടിച്ച് പോകുക എന്നുള്ളത്. ചേർത്ത് പിടിച്ച് പോകുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ നമുക്ക് നല്ല പ്രൊഡക്ട്സ് കൊടുക്കുക, അതായത് ഫെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക, മായം ചേർക്കാത്ത പ്രൊഡക്ട്സ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ അമ്യൂണിറ്റീസ് ലൈക്ക് ഹോസ്പിറ്റൽസ്, സ്കൂള് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്? അതുപോലെ ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കുക. ഇതൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് ഫേം ടു കോൺട്രിബ്യൂട്ട് ദ റിസോഴ്സസ് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ് അല്ലേ? ആ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുക. ഓക്കെ, ഇനി അടുത്തത് ബിസിനസ് റിസ്ക് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും. ഇനിയുള്ളത് ബിസിനസ്സിലെ റിസ്ക് ആണ്. നമ്മൾ റിസ്ക് എലമെൻ്റ് ഉണ്ട് അല്ലേ? റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിബിലിറ്റി ഓഫ് ഇൻആഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് അല്ലേ? അതായത് നമ്മൾ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങളോ കോട്ടങ്ങളോ സംഭവിക്കും.
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ലോസ് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് റെഡിയായോ ആണോ ഓക്കെ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കാം, പെട്ടെന്നൊരു ബൂമൊക്കെ ഉണ്ടാവാം അല്ലേ, അത് പെട്ടെന്ന് നമുക്ക് സഡൻ ആയിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന പരിപാടികളുണ്ടാവും. അതും എന്താണ് നമ്മൾ ബിസിനസ്സിൽ റിസ്ക് ആയിട്ട് വേണം കരുതാൻ വേണ്ടിയിട്ട്. കാരണം ഓവറായിട്ട് സർപ്ലസ് ആയിട്ട് ഫണ്ട് വന്നാലും, ബിസിനസ്സിൻ്റെ അകത്ത് സർപ്ലസ് ആയിട്ട് ഫണ്ട് വന്നാലും പ്രശ്നമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് പോസിബിലിറ്റി ഓഫ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ആണ്. ക്ലിയർ അല്ലേ? ഈ റിസ്ക് എൻ്റെ മക്കളെ 2 രീതിയിലുണ്ട് കേട്ടോ. അതായത് സ്പെക്യുലേറ്റീവ് റിസ്ക്കും ഉണ്ട്, പ്യുവർ റിസ്ക്കും ഉണ്ട്. ഓക്കെ, റിസ്ക് എന്തുണ്ട്, 2 രീതിയിലുണ്ട്, സ്പെക്യുലേറ്റീവ് ഉണ്ട്, പ്യുവർ റിസ്ക്കും ഉണ്ട്. ഇതിപ്പോൾ സ്ലൈഡ് മാറ്റുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയില്ലല്ലോ. സ്പെക്യുലേറ്റീവ് എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇത് സാർ ചിരിക്കുകയാണ് ഇവിടെ. അതിനു മുമ്പ് സെറ്റായ നല്ലത്. ഓക്കെ, അപ്പോൾ സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ arise due to changes in market condition including fluctuations, demands, supply changes, prices or changes fashion sense and tastes of customers അല്ലേ. അതായത് ചില സമയത്ത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് വരുമ്പോൾ, അതായത് നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാം നല്ല റിവ്യൂ ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, നമുക്ക് അമിതമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ചില സിറ്റുവേഷനിൽ നേരെ തിരിച്ചും ആകാം, നമ്മൾ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാതെ നമുക്ക് ഒട്ടും പ്രോഫിറ്റ് കിട്ടാതെ ലോസ് വരാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് റിസ്കിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ എന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ നമുക്ക് പ്രോഫിറ്റിനും, ചില സമയത്ത് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റിനും, അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് റിസ്കിനെയാണ് നമ്മൾ ഇന്ന് പറയാം സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയാം. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ ലോസിലേക്ക് നയിക്കാം. അതിനെയാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? ഇനി പ്യുവർ റിസ്ക് ആണ്. പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ബിസിനസ്സിൽ എന്താണ് നഷ്ടം മാത്രമേ സംഭവിക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാം, ചിലപ്പോൾ എന്താണ് നഷ്ടമാവാം, അങ്ങനെയല്ല. ഇങ്ങനത്തെ ചില ഇൻസിഡൻസ് വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് നഷ്ടം മാത്രമായിരിക്കും. എങ്ങനത്തെ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൻ്റെ പെട്ടെന്ന് ഫ്ലഡ് വരിക, എർത്ത് ക്വേക്ക് വരിക, പെട്ടെന്ന് തീ പിടിക്കുക, ഇങ്ങനത്തെ ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഈ ഇൻസിഡൻസ് വരുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടം മാത്രമേ വരൂ. അവിടെ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല അല്ലേ, ഒരു പോസിബിലിറ്റിയും ഇല്ല. അതാണ് വേർഡ്, ഒരു പോസിബിലിറ്റിയും ഇല്ല. ഓക്കെ, ഇൻവോൾവ് ഓൺലി ദ പോസിബിലിറ്റി ഓർ ലോസ് ഓർ നോ ലോസ് അല്ലേ. ഫ്ലഡ് വന്നാൽ നഷ്ടമാണ്, ഫ്ലഡ് വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നഷ്ടം തന്നെയായിരിക്കും. ലാഭമൊന്നുമില്ല, എങ്ങനെയാണ് ബിസിനസ് പോകുന്നത് ആ ലെവലിൽ തന്നെ ബിസിനസ് പോവുള്ളൂ. ക്ലിയർ അല്ലേ? ദ ചാൻസ് ഓഫ് ഫയർ, തെഫ്റ്റ് ഓർ സ്ട്രൈക്ക് ആർ എക്സാമ്പിൾ ഓഫ് പ്യുവർ റിസ്ക് അല്ലേ. അതായത് വെറും റിസ്ക് മാത്രമേ അവിടെ സംഭവിക്കുള്ളൂ, അതായത് ലോസ് മാത്രമായിരിക്കും ഉണ്ടാവുക അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ. ക്ലിയർ അല്ലേ? ഇതൊന്ന് മാറ്റാം, കുറേ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിൻ്റെ നേച്ചറാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയിൽ നിന്നാണ് എപ്പോഴും നേച്ചർ അതിൻ്റെ റിസ്ക് റൈസ് ചെയ്യുന്നത് അല്ലേ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ ഫ്യൂച്ചർ ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ്, പ്രൈസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, ഇതൊക്കെ എന്താ അൺസർട്ടൻ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ടെക്നിക്കലി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലഡ് വരുമോ, ഒന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ. പിന്നുള്ളതാണ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. അതായത് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും അവിടെ എന്തുണ്ടാവും, റിസ്ക് ഉണ്ടാവും അല്ലേ. എവറി ബിസിനസ് ഹാസ് സം റിസ്ക്, നോ ബിസിനസ് ക്യാൻ അവോയ്ഡ് റിസ്ക് although the amount of risk may vary from business to business അല്ലേ. പിന്നെ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്
ബിസിനസ്സിൻ്റെ സൈസും അതിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് എന്തായിരിക്കും റിസ്കിലും മാറ്റം വരും. ഇപ്പോൾ ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി, ഇൻഫോർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ എന്തായിരിക്കും മറ്റ് ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും. കാരണം അത് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും കുറച്ചൊരു റിസ്ക് എലമെൻറ്റ് കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് Okay, degree of risk depends mainly upon the nature and size of business. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ് ആണെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അപ്പോൾ വലിയ രീതിയിലുള്ള റിസ്കുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ബിസിനസ്സിൻ്റെ നേച്ചറും സൈസ് അനുസരിച്ചിട്ട് മാറ്റം വരും അല്ലേ. നേച്ചർ ഓഫ് സൈസ് ഓഫ് ബിസിനസ് ആർ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് റിസ്ക് ഇൻ എ ബിസിനസ് അല്ലേ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇസ് ദ റിവാർഡ് ഓഫ് റിസ്ക് ടേക്കിംഗ് അല്ലേ. പ്രോഫിറ്റ് എന്താണ് നമ്മൾ റിസ്ക് എടുക്കുന്നതിന് തിരിച്ച് കിട്ടുന്ന റിവാർഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്ലിയർ അല്ലേ. ഇനി ഒന്ന് മാറ്റിക്കോ അല്ല, കോഴ്സ് ഓഫ് ബിസിനസ് റിസ്ക് അത് മാറ്റിയിട്ട് എൻ്റെ ഹെഡിങ് വരാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ റിസ്കുകൾ വരുന്നത് അല്ല, ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്, അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. നാച്ചുറൽ കോഴ്സസ് ഉണ്ട്, അതായത് പ്രകൃതിദത്തമായിട്ടുണ്ടാവുന്ന ടൈപ്പ് അല്ലേ. ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ലൈറ്റ്നിങ്, ഹെവി റെയിന്, ഇങ്ങനത്തൊക്കെ എന്താണ് ബിസിനസ്സിൽ സംഭവിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഈ റിസ്ക് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ സർവൈവലിനെ തന്നെ ബാധിക്കും അല്ലേ. ഇപ്പോൾ ഫ്ലഡൊക്കെ വന്ന് കട ഒന്നാകെ അടിച്ചു കെട്ടിക്കൊണ്ടേ ബിസിനസ് തന്നെ നശിച്ചു അല്ലേ. അപ്പോൾ സർവൈവലിനെ വരെ ബാധിക്കുന്ന ടൈപ്പ് റിസ്ക് ആയിരിക്കും നാച്ചുറൽ എന്ന് പറയുന്നത്. ഹ്യൂമൻ കോഴ്സ് ഉണ്ട്. ഹ്യൂമൻ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെയുള്ള മനുഷ്യരുടെ ഇടപെടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കള്ളത്തരം കാണിക്കുക, ഡിസോണസ്റ്റി അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ മോഷണം കാര്യങ്ങളൊക്കെ നടക്കുക, മര്യാദയ്ക്ക് പണിയെടുക്കാണ്ടിരിക്കുക, ഇങ്ങനത്തെ പരിപാടികളാണ്. ഡിസോണസ്റ്റി, കെയർലെസ്നെസ്, നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് ഹ്യൂമൻ കോഴ്സിൽ വരിക. ഇനി മാറ്റൂ. നെക്സ്റ്റ് ഇനി അത് എക്കണോമിക് കോഴ്സസ് ആണ്. അതാണ് സാമ്പത്തികപരമായിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തുള്ള സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങളാകാം. അതായത് അൺസർട്ടൻ റിലേറ്റിംഗ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് അല്ലേ. ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ വരികയാണ്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കുകയാണ്. അങ്ങനത്തെ രീതികളിലുള്ള ബിസിനസ് റിസ്കുകളാണ് എക്കണോമിക് കോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം പോയപ്പോൾ തന്നെ എൻ്റെ കിളി പൈതി പോയി. ഓക്കെ, അതർ കോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പവർ ഫെയിലിയർ ഉണ്ടാവുക, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുക, ഇങ്ങനത്തെയൊക്കെയാണ് അതർ ടൈപ്പ് എന്തെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അത് നമ്മുടെ മെഷീൻ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഇതിൽ നമ്മൾ അതർ കോഴ്സസിൽ വരിക. കഴിഞ്ഞു. അടുത്തത് ഇതൊന്നും വരയ്ക്കാനും പറ്റുന്നില്ല ഇപ്പോൾ. ഇനി സ്റ്റാർട്ടിങ് ബിസിനസ് അല്ലേ. ഓക്കെ, അതായത് ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനൊക്കെ ശേഷമേ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, തുടങ്ങാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞ സെലക്ഷൻ ഓഫ് ബിസിനസ് ലൈന്, അതായത് എന്ത് ടൈപ്പ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. ദ ഫസ്റ്റ് തിങ് ടു ബി ഡിസൈഡ് ബൈ ആൻ ഓൺടർപ്രന്യൂർ ഇസ് ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ്. ക്ലിയർ അല്ലേ. ഏത് ടൈപ്പ് ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ നേച്ചർ നോക്കണം. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുവരുന്ന ടൈപ്പാണോ, അങ്ങനെ അതിൻ്റെ നേച്ചർ നോക്കുക. പിന്നുള്ളത് സൈസ് ഓഫ് ദ ഫേം അല്ലേ. ഇത് ഓൺടർപ്രന്യൂർ ഹാസ് ടു ഡിസൈഡ്, സാധനം ഒന്ന് മാറ്റൂ. Entrepreneur has to decide about the size of business unit where it will be. സ്മോൾ വേണോ, മീഡിയം വേണോ, ലാർജ് വേണോ എന്നുള്ളത് നോക്കണം അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ വലിപ്പം, അതിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, വലിയ ടൈപ്പ് ബിസിനസ് ആണോ, കുഞ്ഞ് ടൈപ്പ് സംരംഭമാണോ തുടങ്ങുന്നത് എന്നുള്ള ആദ്യം നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ. അതായത് അത് റിലേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ട്, പിന്നെ നമ്മൾ ലോങ് റണ്ണിൽ വലിയ ലെവലിലേക്ക് പോകണം, അങ്ങനെയുള്ള നമ്മുടെ ഫ്യൂച്ചർ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ഒന്ന് മാറ്റൂ. ശരിയല്ലേ, ആരോ വേണ്ടല്ലോ ഇവിടെ ക്ലിക്ക്.
ഓക്കെ. ഈ ചോയ്സ് ഓഫ് ദ ഫോം ഓഫ് ഓണർഷിപ്പ് അല്ലേ, അതായത് നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്, അതായത് ഞാൻ ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങണോ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വലിയൊരു ബിസിനസ് ഫോമായിട്ട് മാറണം എന്നൊക്കെയുള്ളൊരു മൈൻഡ് ആണെങ്കിൽ ഞാൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പോലുള്ളത് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുപോലത്തെ കമ്പനീസ് ആണോ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ അതുപോലെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഫാമിലി ഫണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി ടൈപ്പ് ബിസിനസ് ഉണ്ടല്ലോ, അങ്ങനത്തെയാണോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓണർഷിപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. ദ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ബിസിനസ് ഓണർഷിപ്പ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എക്സെട്ര അല്ലേ. It depends on the factors such as business, finance, tax, extended liability, etc. അപ്പോൾ നമ്മൾ ഈ ഓണർഷിപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നോക്കും, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ബാധ്യത ഏറ്റെടുക്കാൻ പറ്റും, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഓണർഷിപ്പ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. പിന്നെ ലൊക്കേഷൻ നോക്കണം നമ്മൾ അല്ലേ, എവിടെയാണ് ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ നോക്കണം. ഇപ്പം നമുക്ക് അതുപോലത്തെ റീറ്റെയിൽ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലത്തായിരിക്കണം നമ്മൾ പോയിട്ട് വെക്കണം. അതായത് ഒരുപാട് ആൾക്കാർ എത്തിപ്പെടുന്ന ഏരിയയിൽ വേണം നമ്മൾ അങ്ങനത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല മാനുഫാക്ചറിങ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ കുറച്ച് സിറ്റിയിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളോട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലേ. അപ്പം നമ്മൾ ടൈപ്പ് നമ്മുടെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ അതിൻ്റെ ലൊക്കേഷനും ചൂസ് ചെയ്യണം അല്ലേ. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ലേബേഴ്സ്, പവർ സപ്ലൈ ആൻഡ് സർവീസസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വൈൽ മേക്കിംഗ് എ ചോയ്സ് ഓഫ് ലൊക്കേഷൻ അല്ലേ. അപ്പോൾ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, അതുപോലെ പവർ സപ്ലൈ ഉള്ള ഏരിയ ആണോ, വാട്ടർ അതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടോ നോക്കണം. ക്ലിയർ. നെക്സ്റ്റ്, ഇനി ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ അല്ലേ, അതായത് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ക്യാപിറ്റൽ ഈസ് ഓൾസോ റിക്വയർഡ് മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസ്. പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് മസ്റ്റ് ബി ഡൺ to determine the requirement of capital, source from where the capital will be raised and the best way of utilizing the capital in the firm അല്ലേ. അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തുകൂടെ ചിന്തിക്കണം, നമുക്ക് എത്രമാത്രം ക്യാപിറ്റൽ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഫിക്സഡ് ക്യാപിറ്റലും വേണം, വർക്കിംഗ് ക്യാപിറ്റലും വേണം അല്ലേ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി പോലത്തെ പരിപാടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര വേണം, അതുപോലെ തന്നെ ഡേ ടു ഡേ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലേ. അപ്പോൾ അത് എത്ര വേണം, ഫിക്സഡ് ക്യാപിറ്റൽ എത്ര വേണം, അതുപോലെ നമുക്ക് ബിസിനസ്സിലെ ഫണ്ട് എവിടെ നിന്ന് കിട്ടാം, ഇങ്ങനത്തെ കിട്ടിയ ഫണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൂടെ നിങ്ങൾ ചിന്തിക്കണം ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ്. ഓക്കെ. പിന്നെ ഫിസിക്കൽ ഫെസിബിലിറ്റി നോക്കണം, അതായത് മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ബിൽഡിങ്സ്, സപ്പോർട്ടീവ് സർവീസസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഷീൻസ് നോക്കണം. ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള മെഷീൻസ് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ മെഷീൻസ് പർച്ചേസ് ചെയ്യാൻ നോക്കണം. ക്ലിയർ അല്ല. അതുപോലെ ബിൽഡിങ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഫിക്സഡ് ആയിട്ടുള്ള അസറ്റിൽ വരുന്നതാണല്ലോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി നിങ്ങൾ നോക്കണം. ഓക്കെ. പിന്നെ അതുപോലെ പ്ലാൻ ലേഔട്ട് വേണം. പ്ലാൻ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസിനെ, നിങ്ങൾ മെഷീനറീസിനെ എവിടെ ഫിക്സ് ചെയ്യണം, എങ്ങനെ നോക്കണം, എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മെഷീനറീസ് ആണ് ഇവിടെ വരുന്നത് നമ്മളുടെ പ്ലാൻ ലേഔട്ട് എന്ന് പറയുമ്പോൾ. ഓക്കെ. നിങ്ങൾക്ക് എന്തൊക്കെ മെഷീനറീസ് ആവശ്യം വരും, ഇതിനൊക്കെ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ക്ലിയർ അല്ലേ. പിന്നെ ഉള്ളതാണ് കോമ്പീറ്റൻ്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള, കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ തന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ. എവറി enterprises need competent and committed workforce to perform various activities so that physical and financial resources are converted into desirable ഔട്ട്പുട്ട് അല്ലേ. അങ്ങനെ അത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഫൈനൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ടാക്സ് പ്ലാനിംഗ് ആണ്. ദ ഫൗണ്ടർ ഓഫ് ദ ബിസിനസ് ഹാസ് ടു കൺസിഡർ ഇൻ അഡ്വാൻസ് ദ ടാക്സ് ലയബിലിറ്റി അണ്ടർ വേരിയസ് ടാക്സ് ലോസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ബിസിനസ് ഡിസിഷൻസ് അല്ലേ. അപ്പോൾ ബിസിനസ്സിനകത്ത് പല ടൈപ്പ് ടാക്സസ് ആണ് പല ടൈപ്പ് ബിസിനസ്സുകൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണ്, നിങ്ങൾക്ക് ടാക്സിൻ്റെതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ലയബിലിറ്റി കാര്യങ്ങൾ എത്ര വരും, ഇതൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും നമ്മൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുക അല്ലേ. അതുകൂടെ നോക്കണം. പിന്നെ അവസാനം ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ലോഞ്ച് ചെയ്യാം. After the decision relating to the above mentioned factors have been taken, the entrepreneur can go ahead with actual launching of the enterprise. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ. നമുക്ക് ചെറിയ രീതിയിലൊരു പണി കിട്ടി, പ്രതീക്ഷിച്ചതല്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞു, എനിക്കിങ്ങനെ ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ സ്റ്റുഡിയോ ആണോ. ഓക്കെ.
ഇതാണോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏത് സാറ് വന്ന് ടെക്കി പെരിയ ടെക്കി സാറിന് വന്ന് പെരിയ ടെക്നിക്കൽ നോളജ്. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ക്ലിയർ? ഇപ്പം റെഡി ആവും കേട്ടോ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു ഒന്ന് പറയാവോ? എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിനെ ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് ഇത് റീസ്റ്റാർട്ട് ആവുന്ന വരെ പറഞ്ഞുതരാം. നമ്മൾ ബിസിനസ്സിൻ്റെ നമ്മൾ മനുഷ്യരുടെ ആക്ടിവിറ്റി അല്ലേ, ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ടിവിറ്റി 2 രീതി ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? ഒന്ന് നമ്മൾ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയും, മറ്റേത് ഒന്നും റിട്ടേൺ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. ഈ എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലേ, പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ 3 രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യാറ്. ഒന്ന് പ്രൊഫഷൻ, ഒന്ന് എംപ്ലോയ്മെൻറ്റ്, പിന്നെ ബിസിനസ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് നോളജും ട്രെയിനിങ്ങും എടുത്തതിന് ശേഷം മാത്രം ഏർപ്പെടുന്ന ജോലിയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ മറ്റൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, ഒരു സർവീസ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണ്ടിൻ്റെ ഒക്കെ ബേസിൽ നമ്മളൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, എന്നിട്ട് അയാൾ നമുക്ക് ആ ചെയ്ത ജോലിക്ക് നമുക്ക് റിട്ടേൺ തരുന്നു. ഓക്കെ. ഇനി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഇതും ഒരു ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻ ആണ്, ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും സംഭരിക്കുന്നു, മേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സംഭരിക്കുക, മേക്ക് ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലേ, ഫൈനാൻഷ്യൽ ടേംസിൽ മോണിറ്ററി ടേംസിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു, വിൽക്കുന്നു ആളുകളിലേക്ക് റെഗുലർ ബേസിസിൽ, എന്നിട്ട് പണം സമ്പാദിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബിസിനസ് എന്ന് പറയാം. ഈ ബിസിനസ് തന്നെ എന്തുണ്ട്, 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി എന്നും ഒന്ന് കൊമേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് 2 രീതി നടക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ നമ്മളുടെ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. അതായത് ഫസ്റ്റ് സ്റ്റേജ് മുതൽ അല്ലേ, ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ട അതിൻ്റെ റിസോഴ്സസ് മുതൽ ആ റിസോഴ്സസിനെ കൺവേർട്ട് ചെയ്ത് എന്താകുന്നു, ഫൈനൽ ഗുഡ്സ് ആക്കുന്ന വരെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ആ ഇൻഡസ്ട്രീനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 3 രീതിയിൽ. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നിന്ന് അറിയുന്നത് നമ്മൾ റിസോഴ്സസിൻ്റെ ഒന്നെങ്കിൽ റിസോഴ്സസിനെ നമ്മൾ ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ റിസോഴ്സസിനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ടൈപ്പ് പരിപാടി. ഇതൊക്കെ എന്താണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറുതെ ചെയ്യല്ല, കാശ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഈ മത്സ്യകൃഷി നടത്തുന്നവർ, അതുപോലെ തന്നെ ഈ കോഴി വളർത്തൽ ചെയ്യുന്നവരൊക്കെ എന്താണ്, വെറുതെ അല്ല, അവർക്ക് അത് വിറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാശ് സമ്പാദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്, അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കണേ. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ജനറ്റിക് എന്നും അതുപോലെ തന്നെ ജനറ്റിക് ഇൻഡസ്ട്രി ഉണ്ട്, പിന്നെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഉണ്ട്. ഓക്കെ, അതിൽ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ റിസോഴ്സസിനെ റീപ്രൊഡക്ഷൻ, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, ലിവിങ് ഓർഗാനിസത്തിന് റീപ്രൊഡക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക റിസോഴ്സസിനെ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ആ പ്രൈമറി ഇൻഡസ്ട്രി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ, അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, അപ്പോൾ സാർ ഇപ്പോൾ എടുക്കും. ഓക്കെ. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മക്കളെ അവിടെ എങ്ങനെയാണ്, നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ അല്ലേ, നമുക്ക് ഫൈനൽ ഗുഡ്സ് ആക്കിയിട്ടല്ല കിട്ടുന്നത് പലപ്പോഴും അല്ലേ, ഫൈനൽ ഗുഡ്സ് ആയിട്ടല്ല നമുക്ക് ഇതിലിട്ട് പ്രൈമറി ഇൻഡസ്ട്രിയിൽ കിട്ടുക. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നു, പല സ്റ്റേജസിലൂടെ കടത്തി വിട്ടിട്ട് ഫൈനൽ ഗുഡ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രീനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചറിങ് എന്നും കൺസ്ട്രക്ഷൻ എന്നും. ഓക്കെ, ഇതിൽ മാനുഫാക്ചറിങ്ങിൽ എന്താണ്, നമുക്ക് കിട്ടിയ റിസോഴ്സസിനെ പല ടൈപ്പിലൂടെ മാനുഫാക്ചർ ചെയ്തിട്ട് ഫൈനൽ ഗുഡ്സ് ആക്കുന്നു. പല ടൈപ്പ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ ഉണ്ട്, സിന്തറ്റിക്കൽ ഉണ്ട്, അസംബ്ലിംഗ് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. ഇങ്ങനെ 4 പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് പല ടൈപ്പ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നു. കൺസ്ട്രക്ഷനിൽ എന്താ നടക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രൈമറിയിൽ കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. റോഡ്, ഡാം, ബിൽഡിങ്സ്, ബ്രിഡ്ജ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ടെർഷ്യറി ഇൻഡസ്ട്രി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും വേണ്ട സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്.
ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊമേഴ്സിലേക്കാണ് കടക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ബിസിനസ് 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, കറക്റ്റായിട്ട് എന്താ ഡൗട്ട് ഉള്ളത്, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, എന്താ ഡൗട്ട് എന്നൊന്ന് പറയണേ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്, അപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ്, പ്രൊഡക്ഷനാണ് നടക്കുന്നത്, ഫൈനൽ ഗുഡ്സ് ആക്കി മാറ്റാണ് നടക്കുന്നത്. ഈ മാറ്റിയിട്ടുള്ള ഫൈനൽ ഗുഡ്സിനെ എന്ത് ചെയ്യുന്നു, വിൽക്കുന്ന പരിപാടിനെയാണ് കൊമേഴ്സിൽ നടക്കുന്നത് അല്ലേ. അവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഗുഡ്സിനെ കൺസ്യൂമേഴ്സിലേക്ക്, നമ്മളുടെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന സെല്ല് ചെയ്യുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കൊമേഴ്സ് തന്നെ 2 രീതിയിലുണ്ട്, ട്രേഡും ഉണ്ട്, ഓക്സിലറീസ് ട്രേഡും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ്, ഓക്സിലറീസ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, നമ്മളിപ്പോൾ ഈ പ്രൈമറി ഇൻഡസ്ട്രികളിൽ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആക്ടിവിറ്റീസിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കണം, എന്നിട്ട് അത് കൺസ്യൂമറിലേക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് നടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വിൽക്കാൻ പറ്റുന്ന ലെവലിലേക്ക് പ്രൊഡക്ഷൻ എത്തുകയുള്ളൂ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമാണ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമാണ്, ഇൻഷുറൻസ് ആവശ്യമാണ്, വെയർ ഹൗസിങ് ആവശ്യമാണ്, അങ്ങനത്തെ പല ടൈപ്പ് ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ സർവീസ് കാര്യങ്ങൾ സപ്പോർട്ട് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓക്സിലറീസ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് തന്നെ പല രീതിയിൽ ട്രേഡ് നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മളൊരു കൺട്രിയുടെ ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെ സെല്ലിങ്ങും ബൈയിങ്ങും നടക്കുകയാണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയും. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹോൾസെയിലുണ്ട്, റീറ്റെയിലുണ്ട് അല്ലെ. ഹോൾസെയിലായിട്ടും കച്ചവടം നടക്കാം, റീറ്റെയിലായിട്ടും കച്ചവടം നടക്കാം. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ വിൽക്കുന്നു അല്ലെങ്കിൽ വാങ്ങിക്കുന്നു. നമ്മൾ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രേഡ് ഉണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ ബൗണ്ടറിയുടെ ഉള്ളിൽ സാധനങ്ങൾ വിൽക്കുക വാങ്ങുക നടക്കുന്ന പരിപാടികളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അതന്നെ 3 രീതിയിലുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അതർ കൺട്രീസ്, അതിന് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയും. അല്ലെങ്കിൽ അതുപോലെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗുഡ്സ് സെൽ ടു അല്ലെങ്കിൽ സോൾ ടു അതർ കൺട്രീസ്, അതിനെ നമ്മൾ എന്ത് പറയും, എക്സ്പോർട്ട് എന്ന് പറയും. ഇനി വേറൊരു ആയിട്ടുണ്ട് എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട്, വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടി, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പോർട്ടിങ് അല്ലേ. ഇമ്പോർട്ട് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്, എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിനെ നമ്മൾ എൻട്രി പോർട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എപ്പോഴും പറയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അത് മാത്രമല്ലാതെ ബിസിനസ്സിൽ എന്ത് വേണം, പ്രോഫിറ്റ് ഏർണിംഗ് ഉണ്ട്. അതല്ലാതെ റെഡിയായോ? ഓക്കെ, അതല്ല സ്റ്റുഡിയോ മാറ്റി വേറെ സ്റ്റുഡിയോയിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് അക്യൂർ ചെയ്യുക ആവശ്യമുള്ള സമയത്തൊക്കെ, അതും ബിസിനസ്സിൻ്റെ എന്താണ്, ഒബ്ജക്റ്റീവാണ്. പിന്നെ മാർക്കറ്റ് സ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ സെറ്റ് ആക്കുക എന്നുള്ളതും ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതായത് ബിസിനസ്സിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആക്ടിവിറ്റീസിനെ എപ്പോഴും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു കൺട്രോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, അസസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും എന്താണ്, ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ്. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ബിസിനസ്സിലെ റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ അകത്ത് റിസ്ക് എലമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോഴേ പറഞ്ഞു നമ്മൾ, ഒരു ബിസിനസ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടാവും, റിസ്ക് എലമെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. പല ടൈപ്പിലായിരിക്കും, ബിസിനസ്സിൻ്റെ സൈസും നേച്ചറും ഒക്കെ അനുസരിച്ചായിരിക്കും ബിസിനസ്സിൻ്റെ റിസ്കിൽ മാറ്റം വരിക. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ പ്രോഫിറ്റ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ആണ് അല്ലേ. അൺസർട്ടനിറ്റിയിൽ നിന്നും ബിസിനസ്സിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള നഷ്ടത്തെയോ ലാഭത്തെയോ ആണ് നമ്മൾ ബിസിനസ്സിലെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്, പ്യുവർ റിസ്ക്കും ഉണ്ട്, സ്പെക്കുലേറ്റീവ് റിസ്ക്കും ഉണ്ട്. സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചില ടൈമിൽ മാർക്കറ്റിലെ ഫേവറബിൾ കണ്ടീഷൻ മൂലം നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിന് ഭയങ്കര ഡിമാൻഡ് ഉയരുന്നു, അതുമൂലം നമുക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ ബിസിനസ്സിൽ സർപ്ലസ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ട് എമൗണ്ട് ക്യാഷ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവാനോ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സിലൂടെ ലോസ് ഉണ്ടാവാനോ ഉള്ള ചാൻസിനെയാണ്, അങ്ങനത്തെ ടൈപ്പ് റിസ്കിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ 50-50 ആണ്, പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. പ്യുവർ റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഇവൻറ്റ്സിലൂടെ നമുക്ക് ഒന്നെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഫ്ലഡ് വന്നാൽ എൻ്റെ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് നശിക്കും. ഫ്ലഡ് വന്നില്ല എന്ന കാരണം കൊണ്ട് എനിക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എത്രയാണോ ഞാൻ ഉണ്ടാക്കിയ ഔട്ട്പുട്ടൊക്കെ അനുസരിച്ചിട്ട് തന്നെ എനിക്ക് എന്ത് നടക്കുകയുള്ളൂ, ബിസിനസ് നടക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ പ്യുവർ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അൺസർട്ടനിറ്റിയിൽ നിന്ന് ഒന്നെങ്കിൽ പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലെങ്കിൽ നോ ലോസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അവിടെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നോക്കുക, ഒരു ചാപ്റ്ററാണ് ഞാനിപ്പോൾ കാണാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണത്. പഠിക്കുന്നുണ്ടോ നിങ്ങൾ? ഇതേപോലെ നിങ്ങൾക്കും പറയാൻ പറ്റണ്ടേ ചാപ്റ്ററിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ? പറ്റുന്നുണ്ടോ? നിങ്ങൾക്കും ഇതുപോലെ പറ്റണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ബിസിനസ്സിൻ്റെ റിസ്കിൻ്റെ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ് എന്ന് പറയുന്ന സമയത്ത് പല കാരണങ്ങളുണ്ടാവാം അല്ലേ. നാച്ചുറൽ കലാമിറ്റീസ് കാരണം നമുക്ക് ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹ്യൂമൺ എലമെൻറ്റ് കാരണം റിസ്ക് ഉണ്ടാവാം അല്ലേ. മനുഷ്യരുടെ ഡിസോണസ്റ്റി കാരണം, കെയർലെസ് കാരണം ഒക്കെ നമുക്ക് എന്തുണ്ടാവാം, റിസ്ക് ഉണ്ടാവാം. ഓക്കെ, പിന്നെ അതർ കോഴ്സസ് ഉണ്ട്. എക്കണോമിക് കോഴ്സസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരിക, ഡിമാൻഡ് സപ്ലൈയിൽ മാറ്റം വരിക. സെറ്റായോ? യെസ്, അപ്പോൾ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് സ്ട്രീമിംഗ് കൊടുക്കട്ടെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ റിവൈസ് ചെയ്ത്. മറ്റേ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വലിയ ചാപ്റ്ററാണ്, അതിലേക്ക് കടക്കാം കേട്ടോ. ഇതന്നെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, ഇതിപ്പോൾ ഓണം എക്സാമിന് കഴിഞ്ഞതാണ്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണാം കേട്ടോ, ഒരു ചെറിയ ബ്രേക്കിനുള്ളിൽ ഞാൻ വരും. ദേ പോയി ഇതാ വന്നു. യെസ്, ഹലോ മക്കളെ, ഹലോ. ഓക്കെ അല്ലേ? ആ യെസ് നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. യെസ്, ഓക്കെ, അതെ, അത് ഞാൻ തന്നെ സാർ. എന്തിന്? അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് മാറ്റി വന്നിട്ടുണ്ട്. യെസ്, മിസ് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പോവാം. റെഡി? അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് രേണു മിസ് ഇങ്ങനെ പിടിച്ച് കുറേ ആ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, അല്ല ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് സെറ്റാക്കാം. റെഡി? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? സെറ്റല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ ഫോംസിലേക്ക് പോകാലോ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോകാലോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. യെസ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കാര്യം, മക്കളെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. ഇവിടെ ഇല്ലാത്ത ആളുകളെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. നമുക്ക് ബിസിനസ് സ്റ്റഡീസ് സെറ്റായി നമ്മൾ പഠിക്കാൻ പോവാണ്. യെസ്, അതിന് മുൻപ് 85 ലൈക്സ് ഒന്ന് 100 ആക്കി തന്നെ സാറിന്. വേഗം. യെസ്, ലൈക്കൊക്കെ ഒന്ന് കൂട്ടിക്കുക, ഒന്ന് കമന്റ് ഒക്കെ പോരട്ടെ, ഒരു 2 തീയും പുകയൊക്കെ പോരട്ടെ അങ്ങോട്ട്. എന്താണ് ഒരു അഴക്കൊല്ല ഇല്ലാതിരിക്കുന്ന എല്ലാവരും? റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ? യെസ്, ഒരു 10 ലൈക്ക് കൂടെ നമ്മൾ ഇപ്പൊ അടിക്കും 100. ഒന്ന് 100 അടിച്ചേ. റെഡി. അങ്ങനെയെങ്കിൽ മക്കളെ നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ. എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? യെസ്, ബിസിനസിന്റെ ഫോമുകളാണ്. ബിസിനസ് എന്താണെന്ന് മക്കളതാ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളെ സ്വന്തം രേണു മിസ് പഠിച്ച് പറത്തി സെറ്റായി പറഞ്ഞു തന്നു. റെഡി? അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ട് പഠിക്കുന്നു? യെസ്, ബിസിനസിന്റെ വിവിധ രൂപങ്ങൾ, വിവിധ ഭാവങ്ങൾ. ഓക്കെ, ഫോംസ്. അതെ, ഫോംസ് നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പൊ എന്തൊക്കെ ഫോംസ് ആണുള്ളത്, ബിസിനസ്സിന് എന്തെല്ലാം ഫോംസുകളാണുള്ളത്? യെസ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. യെസ്, അപ്പൊ ശ്രദ്ധിച്ചോ, ദ വേരിയസ് ഫോംസ്. സോറി, രണ്ടു മിസ്സിനോട് അപ്പുറത്ത് നിന്നും ഇപ്പുറത്തേക്ക് നമ്മുടെ പെണ്ണ് ഇറക്കുമതി ചെയ്യാൻ പറയണം, ഇമ്പോർട്ട് ചെയ്യാൻ പറയണം. റെഡി. അപ്പൊ എന്താണ് ഈ 5 സോഴ്സുകളാണ്, ഫോംസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5
ഫോംസുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓരോന്നും മക്കളെ 12 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. യെസ്, അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. നമുക്ക് ഓരോന്നും പഠിക്കാം. ആദ്യത്തെ ആൾ അറിയാലോ സോൾ പ്രൊപ്രൈറ്റർ 1%. സോൾ പ്രൊപ്രൈറ്റർ 1%. അറിയാലോ എന്താണ് സോൾ പ്രൊപ്രൈറ്റർ? മക്കൾ സെറ്റ് ആയിട്ട് ചെയ്തൂലേ? വന്നാൽ ചാമ്പ് ചെയ്തൂലേ? യെസ്, എഴുതൂലേ? എന്തത്? sole proprietorship is a business owned and run by person called sole proprietor. They make all decision on all resources, keep all profit and bear all losses. They can hire help but are legally same as the business. അറിയാലോ ഒരാൾ അല്ലെ? യെസ്, അത് ഓൺ ചെയ്യുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ആര്? ഒരേ ഒരു വ്യക്തി. ഓക്കെ, ഒരേ ഒരാൾ. അത്തരത്തിലുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എന്ത് പറയുക? നമ്മളൊന്നും ചെയ്യേണ്ട. എന്ത് പറയുക? സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം? നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്യൂട്ടി പാർലർ പറയാം, അല്ല ടൈലറിംഗ് ഷോപ്പ് പറയാം, അല്ല ഒരു വാച്ച് മെക്കാനിക് ഉണ്ടെങ്കിൽ അത് പറയാം, എല്ലാം അല്ലെ ബാർബർ ഷോപ്പ് ഉണ്ടെങ്കിൽ അത് പറയാം. ഇതൊക്കെ എന്താണ്? ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. എന്താണാവോ? പൊളിച്ചടിക്കൊക്കെ ടൂളുകളൊക്കെ എടുത്തുള്ള വരവാ. ഓക്കെ, വിശ്രമിക്കൂ. വെള്ളമൊക്കെ വെച്ചോളൂ. ഓക്കെ, ബക്കറ്റൊക്കെ ആയിട്ടാ വരുന്നത് കണ്ടാ. ഓക്കെ, യെസ്. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർ ഓക്കെ എന്താണെന്നുള്ളത് ആദ്യം കൂടെ പഠിച്ചു വയ്ക്കാം. അപ്പൊ നമുക്കറിയാലോ ഈ ചാപ്റ്ററിൽ ഇനി ഫുള്ള് നമ്മൾ പോകുന്നത് എങ്ങനെയാ? ഇതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് നോക്കിക്കൊണ്ടല്ലേ. അപ്പൊ ആദ്യം ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. ഒരു 6 ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കണം. സിമ്പിൾ ആണ്. ഒന്നാമത്തെ കാര്യം എന്താ? ഫോർമേഷൻ ആൻഡ് ക്ലോഷർ അല്ലെ? തുടങ്ങാനും അടച്ചു പൂട്ടാനും വളരെ സിമ്പിൾ ആയിരിക്കുമല്ലോ. ആ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹാർഡ്ലി ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് എ സോൾ പ്രൊപ്രൈറ്റർ ബിസിനസ്. Though in some cases one may require a license. There is no separate law that governs sole proprietorship. Okay, a closure of the business can also be done easily. അറിയാലോ അല്ലെ? ചില പ്രത്യേക കേസുകളിൽ മാത്രമേ നമുക്ക് എന്ത് വേണ്ടുള്ളൂ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഒരു ലൈസൻസ് ഒക്കെ ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോട്ടലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കൊക്കെ അറിയാലോ എന്താണ്? നമുക്കിപ്പോൾ ഒരു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങളായാലും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ഒരു കുഞ്ഞു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അത്രത്തോളം എന്തെങ്കിലും എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും എന്താണ് നിയമങ്ങളോ കാര്യങ്ങളോ സെപ്പറേറ്റ് ലോ ഒക്കെ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും വളരെ ഈസിയാണ്. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലോഷർ ആണ്. എന്താണ്? ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഓക്കെ, സെക്കൻഡ് എന്താണ്? ലാബിലിറ്റി അറിയാലോ. എങ്ങനെയായിരിക്കും ലാബിലിറ്റി ഉണ്ടാവുക? ഒരു സോൾ പ്രൊപ്രൈറ്റർ ലാബിലിറ്റി എന്തായിരിക്കും? ഫുൾ അയാളുടെ തലയിലായിരിക്കും അല്ലെ? എല്ലാ കാര്യങ്ങളും അയാളുടെ തലയിലായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? സോൾ പ്രൊപ്രൈറ്റർ ഹാവ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയാം. എന്തുകൊണ്ടാ? ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഓണർ ഈസ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഇൻ കേസ് ഓഫ് അസറ്റ് ഓഫ് ദ ബിസിനസ് ആർ നോട്ട് സഫിഷ്യന്റ് ടു മീറ്റ് ഓൾ ദ ഡെപ്റ്റ്. അല്ലെ? ആ ഒരു ബിസിനസിന്റെ എന്താണ്? വെറുതെ ചൂടെടുക്കുന്നത്. ആ ഒരു ബിസിനസിന്റെ എന്താണ്? ഡെപ്റ്റ് അല്ലെ? അതിന്റെ ടോട്ടൽ ഈ കടങ്ങളൊക്കെ തീർക്കാൻ നമ്മുടെ ബിസിനസ്സിന് പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഏർണിങ്സ് കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ അല്ലെ? ആ വ്യക്തിയുടെ പേഴ്സണൽ ആസ്തി വിറ്റിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ബിസിനസ്സിന്റെ കടം നമ്മൾ തീർത്തിരിക്കണം. ഓക്കെ, സെറ്റ്. അതാണ് ഇവിടെ പറയുന്നത് ലാബിലിറ്റിന്റെ കേസ്. അങ്ങനെയെങ്കിൽ തേർഡ് എന്താ? സോൾ റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ് ആണ്. ഓക്കെ, ആരാണ് റിസ്ക് എടുക്കുന്നതും പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ആ ഒരൊറ്റ വ്യക്തിയാണ് അല്ലെ? ആ ഒരൊറ്റ വ്യക്തിയാണ്. അതാണ് ഈ ടേം. ദ റിസ്ക് ഓഫ് ഫെയിലിയർ ഓഫ് എ ബിസിനസ് ഈസ് ബോൺ ഓൾ അലോൺ ബൈ ദ സോൾ പ്രൊപ്രൈറ്റർ. ഓക്കെ, റിസ്ക് ഉണ്ടെങ്കിൽ അത് however if the business is successful ആണല്ലോ, സക്സസ്ഫുൾ ആണെങ്കിലോ the proprietor enjoy all the benefit അല്ലെ? സക്സസ് ആണെങ്കിൽ എല്ലാ ബെനിഫിറ്റും അയാൾക്ക്, റിസ്ക് ആണെങ്കിൽ കംപ്ലീറ്റ് റിസ്ക്കും ആരുടെ തലയില്? ആ ഒരു വ്യക്തിയുടെ. സോ സോൾ റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ്. സെറ്റ് അല്ലേ? തേർഡ് പോയിന്റ്. അങ്ങനെയെങ്കിൽ അടുത്തെന്താ? കൺട്രോൾ എങ്ങനെയായിരിക്കും? പുറത്തു നിന്ന് ആരെയും വരുമോ കൺട്രോൾ ചെയ്യാൻ? ഇല്ല. എല്ലാ കൺട്രോളും ആരുടെ കയ്യിലാ? ആ ഒരു വ്യക്തിയുടെ അല്ലെ? ദ റൈറ്റ് റൺ ഓഫ് ദ ബിസിനസ് ആൻഡ് മേക്ക് ഓൾ ഡിസിഷൻ ലൈ അബ്സല്യൂട്ട്ലി വിത്ത് ദ സോൾ പ്രൊപ്രൈറ്റർ ആണല്ലോ. എല്ലാ തീരുമാനങ്ങളും എടുക്കുകയും എല്ലാം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ എന്താ? നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയൊക്കെ പോലെ അല്ല സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെ? നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി, അതായത് ബിസിനസിന്റെ ഓണറും ബിസിനസ്സും എന്താണ്? സെയിം ആണ്. എന്താണ്?
സെയിം ആണ്, സെപ്പറേറ്റ് അല്ല അല്ലെ. ഇൻ ദ ഐസ് ഓഫ് ദ ലോ നോ ഡിസ്റ്റിങ്ഷൻ മെയ്ഡ് ബിറ്റ്വീൻ ദ സോൾ ട്രേഡർ ആൻഡ് ഹിസ് ബിസിനസ്. സോൾ ട്രേഡറും ആ ഒരു ഓണറും ബിസിനസ്സും തമ്മിൽ എന്താ ഒരു വ്യത്യാസമില്ല, അവർ സെയിം ആണ്. ഓക്കെ അല്ലേ. ദെൻ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ, നോ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി അല്ലെ. തുടർച്ച ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അല്ലെ, പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചാൽ, എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെ, ആ ഒരു ബിസിനസ് അവിടെ നിന്ന് പോകും. ഓക്കെ, സിൻസ് ദ ഓണർ ആൻഡ് ബിസിനസ് ആർ വൺ ആൻഡ് ദ സെയിം എൻറ്റിറ്റി, ഡെത്ത്, ഇൻസാനിറ്റി, ഇംപ്രിസൺമെന്റ് ഓർ ഫിസിക്കൽ അലൈൻമെന്റ് ഓർ ബാങ്ക്രപ്സി ഓഫ് ദ സോൾ പ്രൊപ്പറേറ്റർ വിൽ ഹാവ് എ ഡയറക്റ്റ് ആൻഡ് detrimental effect on the business and may even cause closure of the business. ആണല്ലോ. ഇതുപോലത്തെ എന്തൊക്കെ മരണം സംഭവിക്കുക അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂ വരിക, അല്ലെങ്കിൽ അയാൾ ജയിലിലാകുക, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ അയാൾ പാപ്പരാകുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും, ക്ലോഷർ അല്ലെ. കാരണം അവിടെ നടത്തിക്കൊണ്ടുപോകാൻ മറ്റൊരു വ്യക്തി ഇല്ല. സെറ്റ്. അപ്പൊ ഈ 6 പോയിന്റുകളാണ് ഒരു സോൾ പ്രൊപ്പറേറ്ററിന്റെ ഫീച്ചർ. എന്തൊക്കെയാ? ഈ സെയിം പോയിന്റ് തന്നെ നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്യേ. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറയുമ്പോൾ ഈ സെയിം പോയിന്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കിട്ടും. ഓക്കെ, എന്തൊക്കെയാ? ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ലാബിലിറ്റി, റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ്, പിന്നെ കൺട്രോള്, പിന്നെയോ നോ സെപ്പറേറ്റ് എൻറ്റിറ്റി, ലാസ്റ്റ് എന്താ? യെസ്, അതിന്റെ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി ആണ്. റെഡി? ഈ സെയിം പോയിന്റ് തന്നെ നമ്മൾ എവിടെയും പറയാൻ പോവാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോൾ പ്രൊപ്പറേറ്ററിന്റെ മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് ആണ്. ആ മെറിറ്റ്സിൽ സെയിം തന്നെയാ. ഒന്നാമത് നോക്കിയോ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ അല്ലേ. ഒന്നാമത് ഒരു വ്യക്തി മാത്രമല്ലേ ഉണ്ടാവുക അല്ലെ. സോ അതുകൊണ്ട് തന്നെ എന്താ, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ തീരുമാനമെടുക്കാൻ പറ്റൂലേ. ശ്രദ്ധിച്ചോ, എ സോൾ പ്രൊപ്പറേറ്റർ എൻജോയ് കൺസിഡറബിൾ ഡിഗ്രി ഓഫ് ദ ഫ്രീഡം ഇൻ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ അല്ലെ. ആ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവും, അവിടെ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, further the decision making is prompt because there is no need to consult others. ആണല്ലോ, മറ്റൊരു വ്യക്തിയെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു വ്യക്തിയോട് നമ്മൾ ചോദിക്കേണ്ട, നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന തീരുമാനങ്ങൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബിസിനസ്സിൽ എടുക്കാം. സോ ക്വിക്ക് ഡിസിഷൻ. സെക്കൻഡ് എന്താ? യെസ്, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ് അല്ലെ. ഇൻഫർമേഷന്റെ കോൺഫിഡൻഷ്യാലിറ്റി, നമ്മുടെ ആ ഒരു ബിസിനസിനെ കുറിച്ച് യെസ് എന്താണ്, പുറത്തുള്ള ആളുകൾക്കൊന്നും അറിയാനുള്ളൊരു സാധ്യതയില്ല. കാരണം നമ്മളത് പറഞ്ഞു കൊടുക്കൂല, അവിടെ ഒരു വ്യക്തിയല്ലേ ഉള്ളൂ അല്ലെ. അയാൾക്ക് എന്താ, എത്രത്തോളം കോൺഫിഡൻഷ്യൽ ആക്കി വെക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, അത് ആ വ്യക്തിക്ക് യെസ് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ അല്ലേ. സോൾ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എനേബിൾ ദ യെസ് പ്രൊപ്രൈറ്റർ ടു കീപ് ഓൾ ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ബിസിനസ് ഓപ്പറേഷൻസ് യെസ് കോൺഫിഡൻഷ്യൽ ആൻഡ് മെയിൻറ്റെയിൻ സീക്രസി. കോൺഫിഡൻഷ്യൽ ആൻഡ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ്. തേർഡ് ശ്രദ്ധിച്ചോ, ഡയറക്റ്റ് ഇൻസെന്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാ അല്ലെ. റിസ്ക് എല്ലാം ഏറ്റെടുക്കുകയും പ്രോഫിറ്റ് എല്ലാം കിട്ടുകയും ആർക്കായിരിക്കും, ആ ഒരു വ്യക്തിക്കായിരിക്കും. അത് തന്നെ അവിടെ പറയുന്നത് അല്ലെ. ഡയറക്റ്റ് ഇൻസെന്റീവ്. സോൾ പ്രൊപ്പറൈറ്റർ ഡയറക്ട്ലി റീപ് ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് ഓർ ഹെർ എഫേർട്ട് ആസ് ഹി ഓർ ഷീ ഈസ് ദ സോൾ റെസിപ്പിയന്റ് ഓഫ് ഓൾ ദ പ്രോഫിറ്റ് അല്ലെ. അയാളുടെ എഫേർട്ടിന്റെ എല്ലാ ബെനിഫിറ്റും അയാൾക്ക് തന്നെ ഉള്ളതാണ്. ഡയറക്റ്റ് അയാളുടെ കയ്യിലേക്കേ വരുള്ളൂ. റെഡി? ഓക്കെ. യെസ്, അങ്ങനെ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് എന്തുണ്ടാവും? യെസ്, ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും. അയാൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു, അത് നല്ല അടിപൊളിയായിട്ട് നടത്തി മുന്നോട്ട് പോകുന്നു അല്ലെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾക്ക് തന്നെ സ്വന്തം ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. ആ സാധനം. ഓക്കെ, there is a person satisfaction involved in the working of oneself അല്ലെ. ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ട് സക്സസ് കാണുക അല്ലെ. സോ ദ നോളജ് ദാറ്റ് വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സക്സസ്ഫുൾ ഓഫ് ദ ബിസിനസ് നോട്ട് ഓൺലി കോൺട്രിബ്യൂട്ട് ടു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ബട്ട് ഓൾസോ ഇൻസിസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആൻഡ് യെസ് കോൺഫിഡൻസ് ഇൻ വൺസ് എബിലിറ്റി അല്ലെ. വെറുതെ എന്താണ് അയാൾക്ക് യെസ് എന്താണ് സക്സസ് ആയി എന്നുള്ള ആ ഒരു സാധനം മാത്രമല്ല, അയാൾക്ക് എന്താണ് സെൽഫ് കോൺഫിഡൻസ്, അതിന്റെ കൂടെ തന്നെ സെൽഫ് എന്താ അക്കംപ്ലിഷ്മെന്റ് ഉണ്ടാവും അല്ലെ. യെസ്, ജയിച്ചിട്ടേ മാറാ ആ സാധനം അല്ലേ. യെസ്, ആ ഒരു ഐറ്റം. ഓക്കെ, അത് ആ ഒരു വ്യക്തിക്ക് കിട്ടുമെന്നുള്ളതാണ്. 4 പോയിന്റുകളാണ് യെസ് മെറിറ്റ്സ് ആയിട്ട് മക്കൾ ഓർത്ത് വെക്കേണ്ടത്. യെസ്, ഓർത്ത് വെച്ചോളാം. ക്വിക്ക് ഡിസിഷൻ, പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, ഡയറക്റ്റ് ഇൻസെന്റീവ്സ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ദെൻ ലാസ്റ്റ് ദ ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. നമ്മൾ ഫസ്റ്റ് ഫീച്ചേഴ്സിൽ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, മെറിറ്റ്സ് ആയിട്ട്. ദെൻ അങ്ങനെയെങ്കിൽ ഇതിന്റെ ലിമിറ്റേഷൻസ് ശ്രദ്ധിച്ചോ. ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ഒരു 4 എണ്ണം പഠിച്ചു വെക്കണം. ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഉണ്ടാവും. ഇസ് ദ ലിമിറ്റഡ് റിസോഴ്സസ്
അറിയാലോ, ഒരു വ്യക്തിയായിരിക്കും അല്ലെ. റിസോഴ്സസ് ഓഫ് ദ സോൾ പ്രൊപ്രൈറ്റർ ആർ ലിമിറ്റഡ് ടു ഹിസ് ഓർ personal savings and borrowings from others. Bank and other lending institution may be hesitated to extend long term loan to sole proprietor. അറിയാലോ, ഒരു വ്യക്തി മാത്രമാണ് ഉണ്ടാവുക. സോ ആ ഒരു വ്യക്തിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിന് എന്തുണ്ടാവും? ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലെ. ആൾക്ക് കിട്ടുന്ന ലോണിനൊക്കെ എന്തുണ്ടാവും? ഒരു ലിമിറ്റ് ഉണ്ടാകും. സോ അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടായാൽ എന്താണ്? വേണ്ട രീതിയിൽ ഫണ്ട് അയാൾക്ക് എന്താ ഉണ്ടാവണമെന്നില്ല ആ ഒരു ബിസിനസ്സിൽ. സോ എന്താ, റിസോഴ്സസ് കുറവായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്കൻഡ് എന്താ? ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞു അല്ലേ. എന്താണ്? അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെ, ഡെത്തോ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഒരു ബിസിനസ് അവിടെ നിന്ന് പോകും. ഓക്കെ അല്ലേ? ലിമിറ്റഡ് ബിസിനസ് ലൈഫ് ഓർത്ത് വെക്കുക. സെക്കൻഡ് ലിമിറ്റേഷൻ. തേർഡ് നോക്കിയോ, അൺലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തിക്ക് തന്നെ ആയിരിക്കും എല്ലാ ലാബിലിറ്റിയും ഉണ്ടാവുക അല്ലെ. ആ ഒരു ബിസിനസിന്റെ കംപ്ലീറ്റ് ബാധ്യതയും അയാളുടെ പേഴ്സണൽ ആസ്തി വിറ്റുകൊണ്ടും തീർക്കേണ്ടതുണ്ട്. സോ അൺലിമിറ്റഡ് ലാബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് ശ്രദ്ധിച്ചോ, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. എന്താണ്? എല്ലാ കഴിവും കൂടെ ഒരാൾക്ക് കൊടുക്കുവോ ദൈവം? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല അല്ലേ. ഓണർ ഹാൻഡിൽ മെനി ടാസ്ക് ലൈക്ക് ബൈയിങ്, സെല്ലിങ് ആൻഡ് ഫിനാൻസിങ്, മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തി തന്നെ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ആ എല്ലാ കാര്യത്തിലും അയാൾ പെർഫെക്റ്റ് ആണെന്നുണ്ടോ? ഇറ്റ്സ് ഹാർഡ് ടു ഫോർ വൺ പേഴ്സൺ ടു ബി ഗുഡ് ഇൻ എവറിത്തിങ് അല്ലെ. നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് ഗുഡ് ആവാൻ പറ്റുമോ? ഇല്ല. വിച്ച് ക്യാൻ ബി ലീഡ് ടു പുവർ ഡിസിഷൻസ് അല്ലെ. ചില സമയത്ത് എന്താ, നമ്മളത് മോശം, ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് മോശം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമുക്കതിൽ വേണ്ട അറിവില്ലാത്തത് കൊണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ എന്താ, ചില പ്രോബ്ലംസ് നമുക്കതിലുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 പോയിന്റും മക്കൾ എന്താക്കുക? സോൾ പ്രൊപ്രൈറ്ററിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് ഓർത്ത് വെക്കുക. സെറ്റ് ആണോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി. അങ്ങനെയെങ്കിൽ നമുക്ക് ലേറ്റ് ആക്കിപ്പിക്കേണ്ട അടുത്തയിലേക്ക് പോവാം. അടുത്തായിട്ട് ഏതാ? ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. അറിയാലോ, ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. ഓക്കെ, ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്താണെന്ന് പഠിച്ചു വെച്ചോളാം. അറിയാലോ, ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് അല്ലെ, HJFB എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ. എന്താണ്? ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് റെഫർ ടു എ ബിസിനസ് വിച്ച് ഈസ് ഓൺഡ് ബൈ ദ മെമ്പർ ഓഫ് ദ ജോയിൻ ഹിന്ദു ഫാമിലി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്താ? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെ, HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് നമ്മൾ എന്തിനാ പറയുന്നു? ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് പറയുന്നു. ദിസ് ബിസിനസ് ഈസ് ഗവേൺഡ് ബൈ ദ ലോ ഓഫ് സക്സഷൻ അല്ലെ. അറിയാലോ, ലോ ഓഫ് സക്സഷൻ നിയമപ്രകാരം അല്ലെ. എന്താണ്? നമ്മുടെ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ എന്താ, കൂട്ടുകുടുംബ വ്യവസ്ഥ എന്നൊക്കെ മക്കൾ കേൾക്കാറില്ലേ? അല്ലെങ്കിൽ എന്താണ്, ഹിന്ദു കൂട്ടുകുടുംബ ആക്ട്, അതാണ് കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ അത്തരത്തിലുള്ള പാരമ്പര്യ എന്താണ് സ്വത്തിനൊക്കെയുള്ള അവകാശം, അതിന്റെ ഒക്കെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. റെഡി. അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ രജിസ്റ്റേർഡ് ചെയ്യുന്ന ടൈപ്പ് എന്താണ്, ഒരു കമ്പനിയാണ് ഇത്. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബിസിനസ് പ്രോസസ് സം എന്ന ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ്. അവിടെ എന്തുണ്ടാവും? കൈമാറ്റം ചെയ്തു വരുന്ന അല്ലെ, പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഓക്കെ, ദ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടീസ് എമംഗ് ഓൾ മെയിൽ മെമ്പേഴ്സ് ആണല്ലോ. അതെന്താണ്? ആ ഒരു കുടുംബത്തിലെ എല്ലാ മെയിൽ മെമ്പേഴ്സിനും അവകാശപ്പെട്ട ദ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ JF ആർ കോൾഡ് കോപാസ്നേഴ്സ്. സോ ആ ഒരു മെയിൽ മെമ്പേഴ്സിനെ നമ്മൾ കോപാസ്നേഴ്സ് എന്ന് വിളിക്കുന്നു. ദെൻ ദേ മേ ബി സൺ, ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ അല്ലെ. അല്ലാതെ ആർക്കുണ്ടാവും? മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഇത്. നമ്മളെ ജോയിൻ ഹിന്ദു ഫാമിലി. The senior most male member of the family is called കർത്ത. അറിയാലോ അല്ലെ. ആ ഒരു ബിസിനസ്സിലെ ഏറ്റവും തലമൂത്ത ആളെ നമ്മൾ എന്ത് പറയുന്നു? കർത്ത എന്ന് പറയുന്നു. എന്ത് പറയുന്നു? കർത്ത എന്ന് പറയുന്നു. റെഡി? ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഭീഷ്മ സിനിമയൊക്കെ നമുക്ക് എന്താക്കാം? ഒരു എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ആ ഒരു ടൈപ്പ്. സാർ, ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ മറന്നു പോകുന്നു. വാട്ട് ഈസ് ദിസ്? പഠിക്കാൻ മറന്നു പോകാനോ? അതെങ്ങനെയാ പഠിക്കാൻ മറന്നു പോവുക? പഠിച്ചത് മറന്നു പോകുന്നതാണോ? മറന്നു പോകാൻ പാടില്ല. പോയിന്റുകൾ നമുക്ക് പോയിന്റ് വെച്ച് വലിച്ചു വാരി എഴുതാനുള്ള സ്ഥലമാണ് ബിസിനസ് സ്റ്റഡീസിന്റെ ആൻസർ ഷീറ്റ്. ഓക്കെ, ഒരു പോയിന്റും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പഠിക്കണം? ഇവിടെയും നമ്മുടെ HUFന്റെ ഫീച്ചേഴ്സ് പഠിക്കണമല്ലോ. ഓക്കെ അല്ലേ? ഓരോ ഫീച്ചേഴ്സ് ഓർത്ത് വെച്ചോ. ഒരു 5 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ എന്താ? ഫോർമേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? For a joint Hindu family business, there should be at least
2 member, 2 member വേണം. Then the family and ancestral property, അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൈമാറ്റം ചെയ്തു വരുന്ന ഒരു പ്രോപ്പർട്ടി, നമ്മുടെ എന്താണ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടായിരിക്കണം. Then എന്താ, the business does not require any agreement as the membership by the birth. ഓക്കെ, അവിടെ എന്താ എഗ്രിമെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ബർത്ത് കൊണ്ട് നമുക്ക് എന്താക്കാം, ആ ഒരു ഫാമിലിയിൽ മെമ്പർ ആവാൻ സാധിക്കും. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ഹിന്ദു സക്സഷൻ ആക്ട് ആണല്ലോ. അതെന്താ, ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം 1956 ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൂട്ടുകുടുംബ ബിസിനസ് ഫോം ചെയ്യുക. ഒന്നാമത് അതിന്റെ ഫോർമേഷൻ. സെക്കൻഡ് ശ്രദ്ധിച്ചോ, ലാബിലിറ്റി എങ്ങനെയായിരിക്കും? നോക്കിയേ, കർത്തയ്ക്ക് മാത്രമായിരിക്കും അതിന്റെ ഫുൾ ലാബിലിറ്റി ഉണ്ടാവുക. ബാക്കി കോ പാർട്ട്നേഴ്സ് എന്താ, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ദ ലാബിലിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് എക്സെപ്റ്റ് ദ കർത്ത ഈസ് ലിമിറ്റഡ് ടു ദെയർ ഷെയർ ഓഫ് കോ പാർട്ട്നറി പ്രോപ്പർട്ടി ഓഫ് ദ ബിസിനസ്. ദ കർത്ത ഹവർ ദ അൺലിമിറ്റഡ് ലാബിലിറ്റി ആണല്ലോ. ഒന്ന് ഓർത്ത് വയ്ക്കാം, കർത്തയ്ക്കാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക. മറ്റ് കോ പാർട്ട്നേഴ്സിനോ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും എന്ന് മക്കൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്തെന്താ, കൺട്രോൾ. കൺട്രോൾ എങ്ങനെയായിരിക്കും? അവിടെയും കർത്തയായിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുക. ഓക്കെ, പക്കറ്റൊക്കെ എടുത്ത് വരുമ്പോ ആലോചിക്കണം. റെഡി? യെസ് യെസ്, ഇവിടെ ശ്രദ്ധിച്ചോ. യെസ്, എന്താണ് കൺട്രോൾ? കൺട്രോൾ ആരുടെ തലയിലായിരിക്കും? ഫുള്ള് കൺട്രോൾ ചെയ്യാനായിരിക്കും നമ്മുടെ കർത്തയായിരിക്കും. ഓക്കെ, യെസ്, the control of the family business lies with the karta. He take all the decisions and authorize to manage the business. അറിയാലോ അല്ലെ, എല്ലാം തീരുമാനിക്കുകയും എന്താണ് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് കർത്തയായിരിക്കും. കൺട്രോൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ, കണ്ടിന്യൂറ്റി എങ്ങനെയായിരിക്കും? കണ്ടിന്യൂറ്റി ഉണ്ടാകും. ശ്രദ്ധിച്ചോ, the business continues even after the death of the karta as the next eldest member take up the position of the karta. അറിയാലോ, കർത്ത തട്ടിപ്പോയാൽ ആ ബിസിനസ് നിൽക്കുവോ? ഇല്ല അല്ലെ. ആ ഒരു ഫാമിലിയിൽ ഏറ്റവും തലമൂത്ത അടുത്ത ആൾ ആരായി മാറും? കർത്തയുടെ സ്ഥാനത്തേക്ക് വരും. സെറ്റ് സെറ്റ് അല്ലേ? യെസ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, റെഡി? അപ്പൊ ഈ 4 മക്കൾ എന്താക്കുക? സോറി, 4 ഒന്നുണ്ടല്ലേ, ഒരു പോയിന്റ് ഉണ്ട്. യെസ്, അടുത്തെന്താ, മൈനർ മെമ്പർ. ഓക്കെ, the inclusion of an individual into the business occur due to birth in a Hindu undivided family. ഓക്കെ, ഒരു ബർത്ത് കൊണ്ട് നമുക്ക് എന്താക്കാം? യെസ്, ഹിന്ദു അൺഡിവൈഡഡ്, ഹെൻസ് ദ മൈനർ ക്യാൻ ബി മെമ്പർ അല്ലെ. ഒരു ബർത്ത് കൊണ്ട് ഒരു വ്യക്തിക്ക് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഒരു മെമ്പർ ആവാൻ പറ്റും. ഏതാലേ? യെസ്, അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ ഈ 5 പോയിന്റ് മക്കൾ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. സിമ്പിൾ ആണ്. ഫോർമേഷൻ, യെസ്, ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം. ഓക്കെ, ലാബിലിറ്റി കർത്തയ്ക്ക് അൺലിമിറ്റഡ്, മറ്റെല്ലാവർക്കും ലിമിറ്റഡ്. കൺട്രോള് കർത്ത, കണ്ടിന്യൂറ്റി കർത്ത തട്ടിപ്പോയാൽ അടുത്ത ആൾ കർത്തയായിട്ട് വരും. മൈനർ മെമ്പേഴ്സിനും ആവാം. സിമ്പിൾ പോയിന്റ് അല്ലേ? ജസ്റ്റ് ആ ഒരു യെസ് ഹെഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. യെസ്, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ മെറിറ്റ്സ് നോക്കിക്കോ. യെസ്, ഒന്നാമത്തെ മെറിറ്റ്സ് അതിനെന്തുണ്ടാവും? കർത്തയാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാവും. കർത്ത ഹാസ് അബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ്, ബട്ട് ദീസ് അവോയ്ഡ് കോൺഫ്ലിക്റ്റ് among the members as no can interfere within the right to ഡിസൈഡ്. അറിയാലോ അല്ലെ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ പൊതുവേ നമുക്കറിയാം തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുക ആരാണ്? യെസ്, കർത്തയ്ക്കാണ് എന്തെന്ന്, യെസ്, ആ ഒരു അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഒരു കൺട്രോൾ, ഒരു എഫക്റ്റീവ് കൺട്രോൾ ഇവിടെ ഉണ്ടാവും നമ്മുടെ യെസ് HUF ഉണ്ടാവും. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത ശ്രദ്ധിച്ചോ, കണ്ടിന്യൂഡ് ബിസിനസ് എക്സിസ്റ്റൻസ് അല്ലെ, നിലനിൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കർത്ത തട്ടിപ്പോയാൽ എന്ത് സംഭവിക്കുന്നു അവിടെ? യെസ്, അടുത്ത തലമൂത്ത ആൾ, നമ്മുടെ ബിസിനസ്സിലെ അടുത്ത തലമൂത്ത ആൾ എന്തായി വരുന്നു? യെസ്, കർത്തയായിട്ട് കയറി വരും അല്ലെ. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂൻസ് ഉണ്ടാവും അല്ലെ. ദ ഡെത്ത് ഓഫ് ദ കർത്ത വിൽ നോട്ട് എഫക്ട് ദ ബിസിനസ് അല്ലെ. കർത്ത തട്ടിപ്പോയാൽ അത് ബിസിനസിന് എഫക്ട് ചെയ്യൂല. കാരണം ആസ് ദ നെക്സ്റ്റ് എൽഡസ്റ്റ് മെമ്പർ വിൽ ബി ദെൻ ടേക്ക് അപ്പ് ദ പൊസിഷൻ. അടുത്ത തലമൂത്ത ആള് ആ ഒരു പൊസിഷൻ ഏറ്റെടുക്കും എന്നുള്ളതാണ്. സിമ്പിൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തെന്താ, ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് മെമ്പർ. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞ എല്ലാ സെയിം പോയിന്റ് തന്നെയാണ് യെസ് എന്തായിട്ടും വരുന്നത്, മെറിറ്റ്സ് ആയിട്ടും വരുന്നത്. ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് മെമ്പർ നമ്മൾ പറഞ്ഞു കർത്തയ്ക്ക് മാത്രമാണ് എന്തെന്ന് അൺലിമിറ്റഡ് ലാബിലിറ്റി ഉണ്ടാവുക. ബാക്കി എല്ലാ മെമ്പേഴ്സിനും കോ പാർട്ട്നേഴ്സിന് എല്ലാം എന്താണ്, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലേതാ. ലാബിലിറ്റി ഓഫ് ദ ഓൾ കോ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് ദ കർത്ത. കണ്ടല്ലോ, കർത്തി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്താണ്, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും ടു ദെയർ ഷെയർ ഇൻ ദർ ബിസിനസ് അല്ലെ. അവർ ആ ബിസിനസ്സിലേക്ക് എത്രയാണ് പൈസ ഇട്ടിട്ടുള്ളത്, യെസ് അത്ര മാത്രമേ ലാബിലിറ്റി എന്തുണ്ടാവുള്ളൂ, കോ പാർട്ട്നേഴ്സിന് നമ്മുടെ HUF ഉണ്ടാവുകയുള്ളൂ. സെറ്റ് റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പോയിന്റ് എന്താ, ഇൻക്രീസ്ഡ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ. യെസ്, എന്തുണ്ടാവും, മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു കോർപ്പറേഷൻ അല്ലെ, അല്ലെങ്കിൽ എന്താ അവർക്കുള്ളിലുള്ള ആ ഒരു ലോയൽറ്റി അത് കൂടും.
അല്ലെ? കാരണം എന്താ, അവിടെ ഫാമിലി ബിസിനസ് ആണ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? യെസ്. അപ്പൊ ശ്രദ്ധിച്ചോ, സിൻസ് ദ ബിസിനസ് ഈസ് റൺ ബൈ ദ മെമ്പർ ഓഫ് ദ ഫാമിലി ദർ ഇസ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് ലോയൽറ്റി ടുവേർഡ്സ് വൺ അദർ. കണ്ടല്ലോ, പരസ്പരം എന്തുണ്ടാവുന്നു, ആ ഒരു എന്താ പറയാ, ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു അഭിമാനം അല്ലെ, അതുണ്ടാവും. ഒരു വിശ്വാസതയും കാര്യങ്ങളും. പ്രൈഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് ലിങ്ക്ഡ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഫാമിലി. ആണല്ലോ, അവർക്ക് എന്തുണ്ടാവും, യെസ്, ആ ഒരു പ്രൈഡ് മൊമെന്റ് അല്ലെ, നമ്മുടെ എന്താ ഫാമിലിയാണ് ഈ വളരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്, മെമ്പേഴ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രൈഡ് അല്ലെങ്കിൽ യെസ് ആ ഒരു ലോയലിറ്റി അത് കീപ്പ് ചെയ്യാൻ HUF-ലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റല്ലേ. അപ്പം 4 പോയിന്റ് ആയിട്ട് മക്കൾ എന്തിൽ ഓർത്തുക്കാളൂ, യെസ് നമ്മളെ മെറിറ്റ്സ് ആയിട്ട് ഓർത്തുക്കാളൂ. അത് ഫുള്ള് ഫീച്ചേഴ്സിൽ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. നല്ല കൺട്രോള്, പിന്നെയോ കണ്ടിന്യൂറ്റി, പിന്നെയോ ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് മെമ്പർ, ലാസ്റ്റ് ദ ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ ആണ്. ഓക്കെ അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോ, യെസ് ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ. ഈ ലിമിറ്റേഷൻ ഫുള്ള് വരുന്നത് കർത്തേന്റെ ബേസിലാണ്. ഓർത്ത് വെച്ചാൽ മതി. കർത്തേനെ ഫോക്കസ് ചെയ്താൽ ലിമിറ്റേഷൻ പോവാ. ഒന്നാമത്തെ നോക്കിയോ, യെസ് ഒന്നാമത്തെ നമുക്ക് ഇവിടെ എന്താണ്, ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ എന്താ വലിയ കമ്പനീനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് റിസോഴ്സസ് കുറവായിരിക്കുക. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് ഫേസ് ദ പ്രോബ്ലം ഓഫ് ലിമിറ്റഡ് ക്യാപിറ്റൽ ആസ് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് മെയിൻലി ഓൺ ദ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. അറിയാലോ, ബിസിനസ്സിൽ ഫാമിലി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഡിപെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും അല്ലെ, അവിടെ കൈമാറി വരുന്ന ഒരു പാരമ്പര്യ സ്വത്ത് അതിന്റെ ബേസിലായിരിക്കും. സോ അത് നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് വലിയ സെറ്റപ്പിലൊന്നും ആയിരിക്കണമെന്നില്ല അല്ലെ, വലിയ രീതിയിലൊന്നും ഉണ്ടായിക്കണമെന്നില്ല. സെറ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, യെസ് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി വരുന്ന പോയിന്റ് ഫുൾ ശ്രദ്ധിച്ചോട്ടോ. ഒന്നാമത് അടുത്തത് ശ്രദ്ധിച്ചേ, അൺലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് കർത്ത. ആണല്ലോ, കർത്തയ്ക്ക് എന്താ അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും സെക്കൻഡ് ലിമിറ്റേഷൻ. ഓക്കെ, കർത്തയുടെ ലാബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ദ കർത്ത ഈസ് ബേൺഡ് നോട്ട് ഓൺലി വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ് ബട്ട് ഓൾസോ സഫർ ഫ്രം ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് അൺലിമിറ്റഡ് ലാബിലിറ്റി. ഉണ്ട് ആ വ്യക്തി എന്താ, തീരുമാനങ്ങളും മാനേജ്മെന്റും മാത്രമല്ല അൺലിമിറ്റഡ് ലാബിലിറ്റിയും ആരുടെ തലയിലാണ്, യെസ് നമ്മുടെ കർത്തയുടെ തലയിലാണ്. ഓർത്ത് വെച്ചോളാം. റെഡി. അടുത്തതും നോക്കിയോ, കർത്തേന്റെ കേട്ടോ, ഡോമിനൻസ് ഓഫ് കർത്ത. ആണല്ലോ, ഇതും കർത്തേനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ. എന്താണ്, ദ കർത്ത ഇൻഡിവിജ്വലി മാനേജ് ദ ബിസിനസ് വിച്ച് മേ at the time not be accepted to other members. അല്ല, എല്ലാ ടൈമിലും കർത്തിയെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളൊന്നും എല്ലാ മെമ്പേഴ്സ് എന്താവണമെന്നില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ. ചിലപ്പോൾ എന്താ, കർത്ത മണ്ടത്തരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തേക്കാം ഇല്ലേ. അപ്പൊ അത് മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയുന്ന ഏതെങ്കിലും ഒരു കോപ്പാസ്നർക്ക് അതിനെ എന്താ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ എന്താ, ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. സോ എന്താണ്, യെസ് കർത്തയുടെ ഡോമിനൻസ് എല്ലാ സമയത്തും കർത്തയുടെ ആ ഒരു ഡോമിനൻസ് നല്ലതല്ല എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ. അറിയാലോ, കർത്തയ്ക്ക് എല്ലാ സ്കില്ലും ഉണ്ടാവുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറഞ്ഞ പോലെ എല്ലാ സ്കില്ലും കൂടെ ഒരാൾക്ക് ദൈവം കൊടുക്കുവോ? ഇല്ല അല്ലേ. നമുക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ശ്രദ്ധിച്ചോ, സിൻസ് ദ കർത്ത cannot be expert in the all area of management അല്ലെ, മാനേജ്മെന്റ് എല്ലാ ഏരിയാസിലും കർത്ത യെസ് എന്താണ്, എക്സ്പേർട്ട് ആവുന്നുണ്ടോ? ഇല്ല. ദ ബിസിനസ് മേ ബി സഫർ ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് യെസ് അൺവൈസ് ഡിസിഷൻ. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഈ പോയിന്റുകൾ HUF-ൽ മക്കൾ ഓർത്ത് വെച്ചോളാം. ലിമിറ്റേഷൻ എന്താണ്, മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അൺലിമിറ്റഡ് റിസോഴ്സസിന്റെ ഒഴിച്ച് ബാക്കി എല്ലാം ഫോക്കസ് ചെയ്യുന്ന ആരെയാ, കർത്ത റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, പിന്നെയോ ഫീച്ചേഴ്സ് പഠിച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, HUF-ന്റെ യെസ് മെറിറ്റ്സും എഴുതാൻ പറ്റും. ഫീച്ചേഴ്സിലെ സെയിം പോയിന്റിന്റെ യെസ് ഒരു ചെറിയ വേർഷൻ തന്നെയാണ് ഇത് മെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. HUF-ന് മക്കൾ പഠിക്കാൻ സിമ്പിളാണ്, ഓർത്ത് വെച്ചോളാം. സെറ്റ് മക്കളെ. എല്ലാവരും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കഥയൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് സാറ് വിശ്വസിക്കുന്നു. മക്കളെ, നമുക്ക് തീരും ടൈമില്ല കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ +1 എക്സാം എഴുതാൻ പോവുകയാണ്, കൊമേഴ്സിൻ്റെ എക്സാം എഴുതാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കൊന്നും മാർക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾ നന്നായി എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ നിങ്ങളെ സൈഡ് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കുക തന്നെ വേണം. നന്നായിട്ട് തന്നെ പഠിക്കണം, നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. പോയിന്റുകളൊക്കെ എഴുതി വെക്കണം. ഓക്കെ, പോയിന്റ് ബിസിനസ് സ്റ്റഡീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയിന്റ് എഴുതിയ മാർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. ആ പോയിന്റിൽ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതാം. ഈ പോയിന്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പോയിന്റ് പഠിച്ച് വെച്ചിരിക്കണം. ഒരുപാട് നമുക്ക് എഴുതാനുണ്ടാകും. സെറ്റാണോ? സോ മറക്കണ്ട. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മക്കളോട് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ December 26 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ക്രാഷ് ബാച്ചും കാര്യങ്ങളും. ഓക്കെ, റെഡി. അത് ഫുള്ള് മക്കൾക്ക്
നമ്മുടെ പബ്ലിക് എക്സാം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഡിസംബർ 26 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പബ്ലിക് എക്സാമിന് ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. നിങ്ങൾ ഒരിക്കലും ക്രിസ്മസ് എക്സാം പോലെ ഈ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ ദയവ് ചെയ്ത് പാടില്ല. നല്ല രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് കുറയും. അറിയാലോ, +1 എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് തന്നെ കാണുക. ഓക്കെ, സീരിയസ് ആയിട്ട് തന്നെ കാണുക. സോ അതുകൊണ്ടാണ് നമ്മളിതാ ക്രാഷ് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 26 ആകുമ്പോഴേക്കും. നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. എത്രയും നേരത്തെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നോ അത് അത്രയും നല്ലതാണ്. ലാസ്റ്റ് ടൈമൊക്കെ നമുക്ക് അത്രത്തോളം റിവൈസ് ചെയ്യാനുണ്ടാകും. ഓക്കെ, റിവിഷൻ ചെയ്ത് വേണം നമ്മൾ തലയിലേക്ക് കയറ്റാൻ. അല്ലാതെ വെറുതെ ഒരു വലിയ ലൈവോ കാതുകളോ ഒന്നും കണ്ടുകൊണ്ട് മാത്രം നമുക്ക് എന്താവണമെന്നില്ല, എല്ലാ കാര്യങ്ങളും തലയിൽ കിട്ടണമെന്നില്ല അല്ലേ. പഠിച്ച് റിവൈസ് ചെയ്ത് വേണം നമ്മൾ പെർഫെക്റ്റ് ആവാൻ. സോ നമ്മൾ ഡിസംബർ 26 വരെ സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 1st വീക്ക് വരെയാണ് ടൈം. ഫെബ്രുവരി 1st വീക്ക് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ പറ്റും സെറ്റായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. സോ അത് അങ്ങനെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടു ടൈം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് പോകുക തന്നെ വേണം. സോ അതിനാണ് നമ്മൾ ക്രാഷ് ബാച്ച് ഡിസംബർ 26 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കുക ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴേക്കും. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാതെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ്. ഓക്കെ, സർത്തിൽ വെള്ളം കുടിച്ചോട്ടെ മക്കളെ. ഓ മൈ ഗോഡ്, മിസ്സിന്റെ കുപ്പി, ബക്കറ്റ് പോലുള്ള കുപ്പിയാണ്. ഇത് കണ്ടോ എൻ്റെ പൊന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നമ്മളെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടിന്യൂ ചെയ്യാം. യെസ്. അപ്പോൾ അടുത്ത് അപ്പം HUF കഴിഞ്ഞു. അടുത്തലേക്ക് നമ്മൾ പോവാണ്. HUF കഴിഞ്ഞു, അടുത്തലേക്ക് നമ്മൾ പോവാണ്. അറിയാലോ, പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലേക്ക് പോകാലോ. അറിയാലോ പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളത്. ശ്രദ്ധിച്ചോ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇത് നിങ്ങൾക്ക് +2 പഠിക്കാൻ കേട്ടോ. അപ്പോൾ വേണം ഇപ്പോഴേ പഠിച്ചു വെച്ചോ, ഒരു ബോണസാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് എന്താണ്? Partnership is the relation between persons who have agreed to share profit of the business carried on by all or any one of them acting for all എന്നാണ് പാർട്ട്ണർഷിപ്പിന്റെ എന്താ ആക്ടിൽ പറയുന്ന ഡെഫിനിഷൻ. ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഈ ഡെഫിനിഷൻ വെച്ച് എഴുതിക്കൂടെ എന്താണ് പാർട്ട്ണർഷിപ്പ് ഒക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ആണ് അല്ലേ, ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. ഓക്കെ, എന്ത് റിലേഷനിലാണ് അവിടെ പറയുന്നത്? അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് അല്ലെ, ഒരു ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാം എന്നുള്ള ഒരു റിലേഷൻ അല്ലെ. എങ്ങനെയുള്ള ബിസിനസിന്റെ? ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എന്താ പറയുന്നത്? ക്യാരീഡ് ഓൺ ബൈ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി നടത്തുക അല്ലെ. പാർട്ണർഷിപ്പ് അങ്ങനെയല്ലേ, എല്ലാവർക്കും കൂടെ വേണമെങ്കിൽ നടത്താം. അതല്ലെങ്കിലോ എല്ലാവർക്കും വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി മെയിൻ ആയിട്ട് നിന്നുകൊണ്ട് നടത്താം. അതാണ് ഇവിടെ പറയുന്നത് ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്ന് പറയുന്നത്. സെറ്റ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ മക്കളൊന്ന് ഓർത്ത് വെച്ചാൽ മതി പാർട്ട്ണർഷിപ്പ് എന്താണ് എന്ന് എഴുതാൻ. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റിക്കരുത്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണല്ലോ. ഈ ഒരു ഇയറും കാര്യങ്ങളും മക്കൾ തെറ്റിക്കാൻ പാടില്ല. ഏത് ഡെഫിനിഷൻ എഴുതുമ്പോഴും അതിലൊരു ഡേറ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഏത് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റും എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എഴുതുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് എഴുതാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. എഴുതി തെറ്റിച്ചാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പിലും നമുക്ക് പഠിക്കണം ഫീച്ചേഴ്സ്. ഒരു 7 ഫീച്ചേഴ്സ് പാർട്ട്ണർഷിപ്പിനെ പഠിക്കാനുണ്ട്. സിമ്പിളാണ്. ഒന്നാമത് ശ്രദ്ധിച്ചോ, ഫോർമേഷൻ. A partnership is formed through a legal agreement between 2 or more parties. അറിയാലോ, 2 അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ത്രൂ ആണ് നമ്മൾ എന്ത് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആസ് പെർ ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ദ എഗ്രിമെന്റ് ഔട്ട്ലൈൻ ഹൗ ദേ വിൽ ബി ഷെയർ പ്രോഫിറ്റ്. എങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ലോസ് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ബിസിനസ് നടത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇത് ആ ഒരു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് പ്രകാരമാണ് നമ്മളൊരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുക. ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് ശ്രദ്ധിച്ചോ, ലാബിലിറ്റി എങ്ങനെയായിരിക്കും? പാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. എ പാർട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് ഹാവ് അൺലിമിറ്റഡ് ലാബിലിറ്റി. എന്തുകൊണ്ടാണ്? ഇഫ് ദ ബിസിനസ് കാൻ പേ ദ ഡെറ്റ്, ബിസിനസ് എന്താ കടങ്ങളൊന്നും അടച്ചു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ
The partners have used personal asset. അവരവരുടെ പേഴ്സണൽ അസറ്റ് വിറ്റുകൊണ്ടും നമ്മൾ അതിന്റെ കടം തീർത്തിരിക്കണം. സോ അൺലിമിറ്റഡ് ലാബിലിറ്റി ഓർത്ത് വെച്ചോളാം. ഓക്കെ, അത് ശ്രദ്ധിച്ചോ. റിസ്ക് ബിയറിംഗ്, ആരാ റിസ്ക് ആയിട്ട് എടുക്കേണ്ടത്? പാർട്ട്നേഴ്സ് തന്നെ. ഓക്കെ, പാർട്ട്നേഴ്സ് ഷെയർ ദ റിസ്ക് ആസ് എ ടീം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആർ ഡിവൈഡഡ് among them based on the agreed ratio. അറിയാലോ, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എല്ലാം പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. തേർഡ് പോയിന്റ്, ഫോർത്ത് എന്താ? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ആരായിരിക്കും? പാർട്ട്നേഴ്സ് ജോയിന്റ്ലി ഹാൻഡിൽ ഡെയിലി ഡിസിഷൻസ് ആൻഡ് മാനേജ്മെന്റ്. അല്ലെ, അവർ കൂടി ചേർന്നല്ലേ ഡിസിഷനും കാര്യങ്ങളും എടുക്കുക. സിമ്പിൾ. അടുത്ത ശ്രദ്ധിച്ചോ, കണ്ടിന്യൂറ്റി. നോക്കിയേ, എങ്ങനെയാ? എ പാർട്ണർഷിപ്പ് മേ എൻഡ് ഇഫ് ദ പാർട്ണർ ഡൈ. അല്ലെ, ഒരു പാർട്ണർ മരിച്ചാൽ ചിലപ്പോൾ എന്താ പാർട്ണർഷിപ്പിന് ചിലപ്പോൾ എന്താ നിർത്താം. അല്ലെ, ഡൈ, റിട്ടയർ ഓർ ബിക്കം ഇൻസോൾവെന്റ്. ബട്ട് ദ റിമൈനിങ് പാർട്ണർ ക്യാൻ കണ്ടിന്യൂ ദ ബിസിനസ് വിത്ത് എ ന്യൂ അഗ്രിമെന്റ്. അല്ലെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ണർക്ക് മറ്റൊരാളെ കൂടെ കൂട്ടിക്കൊണ്ട് പുതുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ നിർത്തുകയും ചെയ്യാം. ഓക്കെ, പക്ഷെ എന്താണ്? തുടരാനുള്ള സാധ്യതകളാണ് കൂടുതലും. ഓക്കെ, അത് ശ്രദ്ധിച്ചോ. മെമ്പർഷിപ്പ് എങ്ങനെയാണ്? ദ മിനിമം നമ്പർ ഓഫ് മെമ്പർഷിപ്പ് നീഡഡ് ടു സ്റ്റാർട്ട് എ പാർട്ണർഷിപ്പ് ഫേം 2 ആണ്. വൈൽ മാക്സിമം നമ്പർ ഇൻ കേസ് ഓഫ് ബാങ്കിങ് ഇൻഡസ്ട്രി 10 ആണ്. ദെൻ ഇൻ അതർ ബിസിനസ് 20 ആണ് എന്നോർത്ത് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സെറ്റ്. അടുത്തെന്താ? മ്യൂച്വൽ ഏജൻസീസ് എങ്ങനെയാ? പരസ്പര ധാരണ കൊണ്ടാണ് ആര് മുന്നോട്ട് പോവുക? നമ്മുടെ ഫേം മുന്നോട്ട് പോകുക. അല്ലെ, മ്യൂച്വൽ ഏജൻസിയാണ്. അല്ലെ, ഇൻ എ പാർട്ണർഷിപ്പ് ഈച്ച് പാർട്ണർ ആക്ട് ആസ് എ ബോത്ത് ഏജന്റ് ആസ് എ പ്രിൻസിപ്പൽ. ദിസ് മീൻസ് ദി പാർട്ണേഴ്സ് ക്യാൻ റെപ്രസെന്റ് ആൻഡ് ബൈൻഡ് അതേഴ്സ് ആൻഡ് ഓൾസോ ബി ബൗണ്ട് ടു ബി ആക്ഷൻ. പരസ്പരം നല്ല തീരുമാനത്തോടെ അല്ലെങ്കിൽ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡോടെ നേരെ വേണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ. ആര്? പാർട്ട്നേഴ്സ്. ഓക്കെ, 7 ഫീച്ചേഴ്സ് ഓർത്ത് വെച്ചോളാം. ആദ്യത്തെ കാര്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ മറിച്ച് ശ്രദ്ധിച്ചോ. ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു പാർട്ണർഷിപ്പിന്റെ ഗുണങ്ങൾ? ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ, ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. പെട്ടെന്ന് നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാം, പെട്ടെന്ന് നമുക്കത് ക്ലോസ് ചെയ്യാം. ഓക്കെ, പാർട്ണർഷിപ്പ് ഫേം ഈസ് ഈസി ടു സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ണർ. ഒരു എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം? സ്റ്റാർട്ട് ചെയ്യാം. എന്ത് വേണ്ട? അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും കമ്പൽസറി അല്ല. ഓക്കെ, ഒന്നാമത്തത്. അത് ശ്രദ്ധിച്ചോ, ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അറിയാലോ, തീരുമാനങ്ങൾ എടുക്കുക എങ്ങനെയാ? പാർട്ട്നേഴ്സ് ഹാൻഡിൽ ടാസ്ക് ബേസ്ഡ് ഓൺ ദാറ്റ് സ്കിൽ വിച്ച് റിഡ്യൂസ് ദ വർക്ക് ലോഡ്. അല്ലെ, സ്കില്ലിനനുസരിച്ചാണ് ചില സിറ്റുവേഷനിൽ തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും നന്നായിട്ട് പറ്റുക. അതല്ലെങ്കിലോ മറ്റ് കേസുകളിൽ വേറൊരു വ്യക്തിക്കായിരിക്കും. സോ അതായത് ബാലൻസിലി എന്ത് ചെയ്യുന്നു? ഡിസിഷൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ബാലൻസിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ, മോർ ഫണ്ട്. അല്ലെ, എന്താ? ഇൻ എ പാർട്ണർഷിപ്പ് several partners contribute to capital, making it easier to raise more money. അല്ലെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനേക്കാൾ നമുക്ക് എന്താണ്? ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫണ്ട്, കുറെ ആളുകൾ എന്താ പാർട്ണർഷിപ്പായിട്ട് പാർട്ണറായിട്ട് വരുമ്പോൾ കുറെ ആൾക്കാർ എന്താ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്തുണ്ടാവും? കൂടുതൽ ഫണ്ട് ഉണ്ടാകും. അടുത്തതോ, ഷെയറിംഗ് റിസ്ക്. അല്ലെ, പ്രോഫിറ്റ് മാത്രമല്ലല്ലോ. അല്ലെ, എന്തുകൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നു? ലോസും കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അല്ലെ, ഓൾ പാർട്ട്നേഴ്സ് ഷെയർ ദ റിസ്ക് ഓഫ് ദ ബിസിനസ് വിച്ച് റെഡ്യൂസ് ദ പ്രഷർ ആൻഡ് സ്ട്രെസ് ഓൺ എനി വൺ പേഴ്സൺ. അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രഷറും സ്ട്രെസ്സും ഒക്കെ എന്താ എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് കുറയും. സോ റിസ്ക് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യപ്പെടുന്നു. അടുത്തെന്താ? സീക്രസി. നമ്മൾ പാർട്ണർഷിപ്പിന്റെ എന്താണ് എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പോയിന്റ് സീക്രട്ട് ആയിരിക്കും. അല്ലെ, ആ പാർട്ണർഷിപ്പ് ഫേം ഡോണ്ട് ഹാവ് ടു പബ്ലിഷ് ദെയർ അക്കൗണ്ട്. പാർട്ണർഷിപ്പ് ഫേമിന് എന്ത് വേണ്ട? അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇന്ന് സിറാജ് സാറ് നേരത്തെ റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സക്കീർ സാറും ജിഷാമിസും ഇല്ല. ഓക്കെ, സീക്രസി ഉണ്ടാവും, ഓർത്ത് വയ്ക്കുക. അടുത്തതാ, ലിമിറ്റേഷൻ നോക്കിക്കോ. ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ. ഒരു 5 ലിമിറ്റേഷൻ നമുക്ക് പഠിക്കണം. സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഒന്നാമത്തെ എന്താ? അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞല്ലോ, പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ആ ഒരു ഫേമിന്റെ ഡെപ്റ്റും കാര്യങ്ങളും ആരടച്ചു തീർക്കണം? പാർട്ട്ണർ അടച്ചു തീർക്കണം. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ എവിടെ പറഞ്ഞു? മോർ ഫണ്ട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മെറിറ്റ് പറഞ്ഞു. പക്ഷേ നമ്മൾ എന്താണ് ഒരു കമ്പനിയൊക്കെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഡ്യൂ ടു ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഈസ് ഓഫേർഡ് നോട്ട് ഇനഫ് ടു സപ്പോർട്ട് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ഉണ്ടല്ലോ, വലിയ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഒന്നും ആരെ കൊണ്ട് സാധിക്കണമെന്നില്ല, പാർട്ട്ണർഷിപ്പിനെ കൊണ്ട് സാധിക്കുന്നില്ല. പാർട്ട്നേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ എന്താണ് അല്ലെങ്കിൽ ഒരുപാടൊന്നും ഫണ്ടുകൾ അയാൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. സോ റിസോഴ്സസ് എന്താ കുറവായിരിക്കും. അടുത്തെന്താ? പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. എന്ത് ഉണ്ടാവും? പാർട്ട്നേഴ്സ് തമ്മിൽ അടി പൊട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. അറിയാലോ, സിൻസ് പാർട്ട്നേഴ്സ് ഷെയർ ഡിസിഷൻ മേക്കിംഗ് ഡിഫറൻസ് ഒപ്പീനിയൻ ക്യാൻ ബി ലീഡ് ടു ഡിസ്പ്യൂട്ട്സ്. അറിയാലോ,
അല്ലേ? പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ കച്ചറമയായിരിക്കും. എന്തെങ്കിലും ഒരു സീനിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ ഒരു ഈഗോ ഒക്കെ വന്നാൽ തീർന്നു. ഓക്കെ, അപ്പോൾ എന്താ വൺ പാർട്ട്ണർ റോങ് ഡിസിഷൻ ക്യാൻ ബി എഫക്ട് ഓൾ. അതിലേതെങ്കിലും ഒരു പാർട്ട്ണറുടെ റോങ് ഡിസിഷൻ എല്ലാവരെയും ബാധിക്കും. സോ അടിയാവും. ദെൻ അടുത്തെന്താ? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. യെസ്, നമുക്കറിയാം കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കാം അല്ലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക്. എ പാർട്ട്ണർഷിപ്പ് മേ ബി എൻഡ് ഇഫ് ദ പാർട്ട്ണർ ഡൈ, റിട്ടയർ ഓർ ബിക്കം ഇൻസോൾവെന്റ് ഓർ മെന്റലി എന്താണ് അൺഫിറ്റ്. ദീസ് എഫക്ട് ബിസിനസ് സ്റ്റെബിലിറ്റി ത്രൂ ദ റിമൈനിങ് പാർട്ട്ണർ ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ അഗ്രിമെന്റ് ടു കണ്ടിന്യൂ അല്ലെ. പുതിയൊരു അഗ്രിമെന്റ് ഒക്കെ വെച്ചുകൊണ്ട് വേണം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. സോ എല്ലാ പാർട്ട്ണറും നിൽക്കണമെന്നില്ല. സോ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ എന്താ കണ്ടിന്യൂറ്റി കുറവായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ. യെസ്, ഒന്നുകൂടെ ഉണ്ട്. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. പൊതുവെ എന്താണ് ഒരു പാർട്ട്ണർഷിപ്പിനോട് പബ്ലിക്കിന്, ഐ മീൻ നമ്മുടെ എന്താണ് സമൂഹം, എൻവിറോൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള പബ്ലിക്കിന് എന്താണ് ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവും. അതാണ് ഈ പോയിന്റ്. സിൻസ് പാർട്ട്ണർഷിപ്പ് ഫേം ഡോണ്ട് നീഡ് ടു ഷെയർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പബ്ലിക്കലി. യെസ്, പാർട്ട്ണർഷിപ്പിന്റെ എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും പബ്ലിക്കലി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പീപ്പിൾ അല്ലെ നമ്മുടെ ചുറ്റുള്ള ആളുകൾക്ക് എന്താ നല്ലൊരു ട്രസ്റ്റ് നമ്മുടെ എന്താണ് പാർട്ട്ണർഷിപ്പിനോട് ഉണ്ടാവണമെന്നില്ല. അതാണ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് കൊണ്ട് പറയുന്നത്. ഓർത്ത് വെച്ചോ. ഓക്കെ 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 യെസ്. അപ്പം ഇത്രയും പോയിന്റ്സ് ലിമിറ്റേഷനിൽ അതിൻ്റെ മക്കൾ ഓർത്ത് വയ്ക്കുക. യെസ്, സിമ്പിൾ പോയിന്റുകളാണ് മക്കളെ. യെസ്, ഒരു നമ്മൾ പഠിക്കുന്ന സെയിം പോയിന്റ് തന്നെ മാറ്റി 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 ഇടുന്നതാണ്. സോ എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ ഒന്നാണ്. നിങ്ങൾ എന്ത് ഓർത്ത് വെച്ചാൽ മതി? ഈ മെയിൻ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ആ ടേം തന്നെ കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാം. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് അറിയാലോ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി തട്ടിപ്പോകുന്നതെന്ന് അറിയാലോ അല്ലെ, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്, പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല അതാണല്ലോ, ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് ലാബിലിറ്റി, അൺലിമിറ്റഡ് ലാബിലിറ്റി. ഓക്കെ, ആ ഒരു പോയിന്റ് കിട്ടിയാൽ മതി മക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, മറക്കാൻ പാടില്ല. ഓക്കെ, ദെൻ അങ്ങനെയെങ്കിൽ യെസ് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. കൈൻഡ്സ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ ടൈപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോളാം. ടൈപ്പ്. ഓക്കെ, പല ടൈപ്പ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കി വെച്ചോ. ആക്റ്റീവ് പാർട്ട്ണർ. ഓരോ നമുക്ക് പഠിക്കാം. ഒന്നാമത് ശ്രദ്ധിച്ചോ, ആക്റ്റീവ് പാർട്ട്ണർ എന്താണ്? ആ പേര് തന്നെ ഉണ്ടല്ലോ അല്ലെ, ആക്റ്റീവായിട്ട് നിൽക്കുന്ന, നമ്മുടെ ബിസിനസ്സിൽ ആക്റ്റീവായി നിൽക്കുന്ന യെസ് അല്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട്ണർ. അവരെ എന്ത് പറയാം? ആക്റ്റീവ് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ ഈസ് വൺ ഹു ഓൺലി കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ബട്ട് ഓൾസോ ടേക്ക് ആക്റ്റീവ് ഇൻ ദ ബിസിനസ് അല്ലെ. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അവിടെ പണിയെടുക്കുകയും ചെയ്യുന്ന ടൈപ്പ് പാർട്ട്നേഴ്സ്, ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ. അടുത്ത് നോക്കിയേ, സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡോർമെന്റ് പാർട്ട്ണർ. അറിയാലോ, യെസ് എന്താ ഹി പ്രൊവൈഡ് ഫണ്ട് അല്ലെ. അവരെന്താ ക്യാപിറ്റൽ കൊണ്ടുവരും, പക്ഷേ ഹി ഡസ് നോട്ട് ടേക്ക് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓഫ് ദ ഫേം. എന്തുണ്ടാവില്ല? പണിയെടുക്കാൻ അയാൾ ഉണ്ടാവില്ല. സ്ലീപ്പിംഗ്. ഓർത്തിച്ചോളാം. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ, സീക്രട്ട് പാർട്ട്ണർ. ഇതൊക്കെ നമുക്ക് ടേമിൽ നിന്ന് കിട്ടും. സീക്രട്ട് അല്ലെ, സീക്രട്ട് ആയിട്ട് നിൽക്കുന്ന പാർട്ട്ണർ. എ റിയാലിറ്റി ഹി ഈസ് എ പാർട്ട്ണർ. Yes, but he does not want to be known as the partner to the outsiders. ഔട്ട്സൈഡേഴ്സിന് പാർട്ട്ണർ ആണ് എന്നറിയിക്കാതെ യെസ് എന്താ സീക്രട്ട് ആയിട്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പിലുള്ള ആളുകൾ, അവരെ എന്ത് പറയുക? സീക്രട്ട് പാർട്ട്ണർ എന്ന് പറയുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ടേമിൽ നിന്ന് കിട്ടും. ഇനി ശ്രദ്ധിച്ചോ, നോമിനൽ പാർട്ട്ണർ. നോമിനൽ നോമിനൽ അതൊന്ന് കണക്ട് ചെയ്താൽ മതി. ശ്രദ്ധിച്ചേ, നോമിനൽ പാർട്ട്ണർ നെയ്തർ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബിസിനസ്. നോമിനൽ പാർട്ട്ണർ എന്താണ്? യെസ്, ക്യാപിറ്റൽ കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ബിസിനസ്സിലും ഇൻവോൾവ് ആകുന്നില്ല. പക്ഷേ ഹി ഓൺലി ലെൻഡ് ഹിസ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഫേം. കണ്ടല്ലോ, അയാൾ എന്താ ശരിക്കും ആ ഫേമിന് കൊടുക്കുന്നത്? അയാളുടെ പേര് അല്ലെ, ഫേമസ് ആയിട്ടുള്ള അയാളുടെ ആ ഒരു ഐഡന്റിറ്റി, അയാളുടെ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ ആണ് എന്തിനു വേണ്ടി കൊടുക്കുക? നമ്മുടെ ബിസിനസ്സിന് വേണ്ടി കൊടുക്കുക. അതാണ് അത്തരത്തിലുള്ള പാർട്ട്ണറെ എന്ത് പറയാ? യെസ്, നോമിനൽ പാർട്ട്ണർ എന്ന് നമ്മൾ പറയും അല്ലെ. നല്ല സെലിബ്രിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാം. റെഡി? അപ്പൊ നോമിനൽ പാർട്ട്ണർ കൊടുക്കുക. അടുത്ത് ശ്രദ്ധിച്ചോ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഓക്കെ, ശ്രദ്ധിച്ചോ, എന്താണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ? എ പേഴ്സൺ. ഇതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പേരിൽ നിന്ന് കിട്ടണമെന്നില്ല അല്ലെ. എ പേഴ്സൺ ഹു by his or her share yes conduct or behavior in the public give an impression that he or she is a partner of the firm. This is called partner by estoppel. അറിയാലോ, ഒരു വ്യക്തി അയാളുടെ യെസ് എന്താണ് പെരുമാറ്റം കൊണ്ടോ അല്ലെ, യെസ് അയാളുടെ എന്താണ് ബിഹേവിയർ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുക? യെസ് പബ്ലിക്കിന്റെ മുന്നിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിന് എന്താണ് തോന്നിപ്പിക്കുക? യെസ് അയാള് യെസ് ഒരു ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിലെ പാർട്ട്ണർ ആണ് എന്ന് അയാൾ തോന്നിപ്പിക്കുക. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അയാൾ പെരുമാറുക, അങ്ങനെ അയാൾ ബിഹേവ് ചെയ്യുക. ആ ടൈപ്പ് യെസ് എന്താണ് പാർട്ട്ണറെ നമ്മൾ എന്ത് പറയുക? പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുക.
ഓക്കെ, ബിഹേവിയർ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയെങ്കിൽ അടുത്ത പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഉണ്ട്. എന്താ ഹോൾഡിംഗ് ഔട്ട് വെച്ചോ? ഇഫ് എ പാർട്ണർ or partnership firm declare that a particular person is a partner of the firm and such a person does not disclaim it, then he is known as partner by holding out. അതായത് ഒരു പാർട്ണർ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, യെസ് അയാൾ എൻ്റെ ഫേമിലെ പാർട്ണറാണ് എന്ന് പറയുകയാണ്. അത് പറയുന്ന സമയത്ത് അയാൾ അതിനെ എന്താക്കിയില്ല, യെസ് അയാൾ അതിനോട് എതിർത്തില്ല, അല്ലെ, എതിർത്തൊന്നും പറഞ്ഞില്ല. അയാൾ യെസ് ആണെന്നും പറഞ്ഞില്ല, അല്ലാന്നും പറഞ്ഞില്ല, അല്ലെ, എതിർപ്പൊന്നും കാണിച്ചില്ല. എതിർപ്പൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ എന്താക്കുന്നു, നമ്മുടെ ഫേമിന്റെ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ണറെ നമ്മൾ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നു. നോക്കിയേ, സച്ച് പാർട്ണർ ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു പ്രോഫിറ്റ്. അയാൾക്ക് പ്രോഫിറ്റിനൊന്നും അവകാശമൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഡെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അയാൾക്ക് അവകാശം ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ആര്, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത ആളാ മൈനർ പാർട്ണർ. അറിയാലോ, 18 വയസ്സ് താഴെയുള്ള ആളുകൾ, അല്ലെ. മൈനർ cannot become a full partner but can be admitted to be benefit of the partnership. His liability is limited to his capital. When he turn 80 he must choose to stay or leave the firm. അറിയാലോ, ഒരു 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി, അവരെന്ത് ചെയ്യാൻ പറ്റുമോ? യെസ് പാർട്ണർ ആകാൻ പറ്റില്ല, ഫുൾ പാർട്ണർ ആകാൻ പറ്റില്ല, പക്ഷേ പാർട്ട് ആവാം. ആൾക്ക് എന്താ, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. യെസ് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഓക്കെ, 18 വയസ്സിന് ശേഷം ആൾക്ക് തീരുമാനിക്കാം ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പം പാർട്ണർഷിപ്പിൽ മക്കൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പാർട്ണർഷിപ്പിൻ്റെ എന്താണ് ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും ഒക്കെ അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പാർട്ണർഷിപ്പിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കിക്കോ, കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ഐറ്റം കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി? കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, നോക്കിക്കോ, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് പഠിച്ചോ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് എ ഗ്രൂപ്പ് ആണല്ലോ, ഗ്രൂപ്പ് ഫോംഡ് ബൈ പീപ്പിൾ. ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പാണ് ഫോംഡ് ബൈ പീപ്പിൾ വിത്ത് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ വെച്ചുകൊണ്ട് കുറച്ച് ആളുകൾ രൂപീകരിക്കുന്നതാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. ദേ വർക്ക് ടുഗദർ ടു ഹെൽപ്പ് ഈച്ച് അതർ. എന്തായിരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരാളെ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അൺലൈക്ക് അതർ ബിസിനസ് ദാറ്റ് ഫോക്കസ് ഓൺ പ്രോഫിറ്റ് ആണല്ലോ, മറ്റ് നമ്മൾ പറഞ്ഞ ബിസിനസ്സുകളൊക്കെ എന്താ പ്രോഫിറ്റ് ഓറിയന്റഡ്. പക്ഷേ എ കോപ്പറേറ്റീവ് എയിം ടു സർവീസ് ടു മെമ്പേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. അവിടെയുള്ള അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലുള്ള വ്യക്തിയുടെ എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടി. ഓക്കെ, പാർട്ണർഷിപ്പ് ഡീഡൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, എഗ്രിമെൻ്റ് ആണ് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് നിങ്ങളെ ആ ഒരു കാര്യമാണ്. ടൈപ്പ് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചോളാം. ഓക്കെ, റെഡി? അപ്പം എന്താ, ആ ഒരു വ്യക്തിയുടെ ആ ഒരു മെമ്പേഴ്സിൻ്റെ എന്താ അവരുടെ എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ആളുകൾ കൂടി ചേർന്ന് പ്രിപ്പയർ ചെയ്യുക. അതാണ് എന്തെന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമുക്ക് എന്ത് നോക്കണം, ഫീച്ചേഴ്സ് നോക്കണം. പഠിച്ചു വെച്ചോ, ഒരു 5 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ വോളണ്ടറി മെമ്പർഷിപ്പ്. വോളണ്ടറി സ്വമേധയാ. എന്താണ് സ്വമേധയാ? ഓക്കെ, മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ. എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി വോളണ്ടറി. സോ നമുക്ക് വേണമെങ്കിൽ പോകാം. എനിവൺ ക്യാൻ ജോയിൻ ഓർ ലീവ് അറ്റ് എനി ടൈം ബൈ ഗിവിംഗ് നോട്ടീസ്. ആണല്ലോ, ആർക്ക് വേണമെങ്കിൽ എപ്പം ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം, ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട്. ഒന്നാമത്തെ ഫീച്ചർ. സെക്കൻഡ് ശ്രദ്ധിച്ചോ, ലീഗൽ സ്റ്റാറ്റസ്. ഇതിലെന്തുണ്ടാവും? എ കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് ബി രജിസ്റ്റർ. ഇത് രജിസ്റ്റർ ചെയ്യണം. ഇറ്റ് ഗെറ്റ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ക്യാൻ ഓൺ പ്രോപ്പർട്ടി, മേക്ക് കോൺട്രാക്ട് ആൻഡ് സ്യൂ ഓർ ടു ബി സ്യൂഡ്. അറിയാലോ, ഇതെന്താ ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്യും. സോ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലെ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായി ആര് നിൽക്കും? കോപ്പറേറ്റീവ് സൊസൈറ്റി നിൽക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ പേരിൽ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാം. എന്താ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതല്ലെങ്കിൽ എന്താ കേസ് വാങ്ങാം, അല്ല കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കേസ് അയാളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ നമുക്കും കൊടുക്കാം. ഓക്കെ, സോ ലീഗലി എന്താണ് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ് ആര്? കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തെന്താ ലിമിറ്റഡ് ലാബിലിറ്റി. അറിയാലോ, മെമ്പേഴ്സിന് എന്താ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലേ? ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദം ആസ് ക്യാപിറ്റൽ. ഓരോരുത്തരും അതിൽ ജോയിൻ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ആണ് അതിലേക്ക് കൊണ്ടുവരുന്നത് അതിനനുസരിച്ചിരിക്കും എന്തെന്ന് ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
റെഡി സോറി എന്താ അവരുടെ ലാബിലിറ്റി. ഇതിനടുത്ത് എന്താ കൺട്രോൾ എങ്ങനെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റൺ ബൈ ഇലക്റ്റഡ് ആൻഡ് മാനേജിങ് കമ്മിറ്റി. ഒരു ഇലക്റ്റഡ് അല്ലെങ്കിൽ എന്താണ് ഇലക്ഷനിലൂടെ നമ്മൾ തീരുമാനിച്ച ഒരു എന്താണ് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കലി നമ്മൾ എന്താണ് ഇതിന് തീരുമാനങ്ങൾ എടുക്കുക, വോട്ടൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുക പ്രസിഡന്റിനൊക്കെ തീരുമാനിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുക? ഇതിന്റെ കൺട്രോളും കാര്യങ്ങളും അല്ലേ. മെമ്പേഴ്സ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ആൻഡ് ചൂസ് ദ ലീഡർ മേക്കിംഗ് ദ ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണ് അവരവരുടെ ലീഡറെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇതെന്ത് മോട്ടീവാണ്? സർവീസ് മോട്ടീവാണ്. അറിയാലോ, മെയിൻ എയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു സർവീസ് മെമ്പേഴ്സ്, നോട്ട് ദ ഏൺ പ്രോഫിറ്റ്. ഇനി സർപ്ലസ് മേഡ് ഈസ് ഷെയർ എമംഗ് മെമ്പേഴ്സ് ആസ് പെർ ദ സൊസൈറ്റീസ് റൂൾ. അല്ലെ, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്. എന്തിനാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ പഠിച്ചു വെച്ചോളാ. ഓക്കെ, ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ മതി. വോളണ്ടറി മെമ്പർഷിപ്പ് ഒന്നാമത്തത്, ഈ പോയിന്റ് അങ്ങോട്ട് പഠിച്ചു വയ്ക്കാം. വോളണ്ടറി മെമ്പർഷിപ്പ് സ്വമേധയാ, ലീഗൽ സ്റ്റാറ്റസ് രജിസ്റ്റർ ചെയ്യണം, ലിമിറ്റഡ് ലാബിലിറ്റി മെമ്പേഴ്സിന്, കൺട്രോൾ, വോട്ടിംഗ് റൈറ്റ്, സർവീസ് മോട്ടീവ്. ഓക്കെ അല്ലേ? യെസ്. വെറുതെ എക്സ്പ്ലനേഷൻ ഒന്നും വായിച്ച് നോക്കാൻ നിൽക്കണ്ട. പോയിന്റുകൾ മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വീഴും. മെറിറ്റ്സ് ശ്രദ്ധിച്ചോ. സിമ്പിൾ. ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്. നമ്മൾ വോട്ട് പറഞ്ഞല്ലോ. വോട്ടിന്റെ മീനിങ് എന്താ? എല്ലാവർക്കും ഒരേ ഈക്വാലിറ്റി. അല്ലേ വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട് ഗവേൺ ദാറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മെമ്പർ ഈച്ച് മെമ്പർ ഈസ് എസെൻഷ്യലി ടു ഈക്വൽ വോട്ടിംഗ് റൈറ്റ്. അല്ലെ, അവിടെ എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് ഒരേ ഈക്വാലിറ്റിയാണ്. എല്ലാവർക്കും ഒരു വോട്ട്. അതാണ് ഇതിന്റെ നിയമം. ഒന്നാമത്തത് ഈക്വാലിറ്റി. അടുത്തെന്താ? ലിമിറ്റഡ് ലാബിലിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലെ, ഫീച്ചേഴ്സ് പറഞ്ഞല്ലോ. എന്താണ്? ഓരോ പേഴ്സൺസും എത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിരിക്കും ആ ഒരു മെമ്പേഴ്സിന്റെ ആ ഒരു എവിടെ നമ്മുടെ ഫേമിലുള്ള ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അടുത്തതാ സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്. എക്സിസ്റ്റൻസ് എങ്ങനെയാ? ഡെത്ത്, ബാങ്ക്രപ്സി ഓർ ഇൻസാനിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഡു നോട്ട് അഫക്റ്റ്. ആണല്ലോ അല്ലെ, അതിൽ ഏതെങ്കിലും മെമ്പേഴ്സ് മരിച്ചു പോവോ അങ്ങനെ ചെയ്താൽ ഒരു കാര്യമില്ല, ഒന്നും വിഷയമല്ല. കാരണം എന്താ? ഇത് നമ്മൾ രജിസ്റ്റേർഡ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് എന്താണ് ലോഫുള്ളി നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ അത് വേറെ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി വേറെ, ആ മെമ്പേഴ്സ് വേറെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മരിച്ചാൽ അതൊന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം അല്ല. അടുത്തെന്താ? എക്കണോമി ഇൻ ഓപ്പറേഷൻ. ദ മെമ്പേഴ്സ് യൂഷ്വലി വർക്ക് വിത്തൗട്ട് ടേക്കിംഗ് ടു പേയ്മെന്റ് സിൻസ് ദർ ആർ നോ മിഡിൽ മാൻ, കോസ്റ്റ് ആർ റിഡ്യൂസ്ഡ്. ഓൾസോ മെമ്പേഴ്സ് ആർ ദ കസ്റ്റമേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്, സോ ദേ ബെനിഫിറ്റ് ഫ്രം ലോ ടാക്സ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണ്, അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളും ആർക്കുണ്ട്? ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. ഓക്കെ. മലയാളമൊക്കെയോ? യഥീഷ്ട പങ്കാളി, നിഷിദ്ധ പങ്കാളി, സാധാരണ പങ്കാളി. മലയാളം ഒന്നും വേണ്ട, ഇംഗ്ലീഷ് മതി. അത്ര വലിയ കട്ടി മലയാളങ്ങളൊന്നും നമുക്ക് താങ്ങൂല. ഓക്കെ. അപ്പം എന്താ? മിഡിൽമാൻമാരും അല്ലെങ്കിൽ എന്താണ് മിഡിൽമാൻമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും കുറവായിരിക്കും. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് സബ്സിഡീസ്, അതുപോലെ തന്നെ ചെറിയ ഇൻട്രസ്റ്റിലൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ സെറ്റ്. ദെൻ അടുത്ത നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റി exemplifies the idea of democracy and hence the fund support from government in the form of law tax, subsidy, law interest, loan തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും എന്തുണ്ടാവും? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആർക്ക്? കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. അപ്പം ഈ ഫീച്ചേഴ്സ് അങ്ങോട്ട് മെറിറ്റ്സ് അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം. ഈക്വാലിറ്റി, ലിമിറ്റഡ് ലാബിലിറ്റി, സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, എക്കണോമി ഓപ്പറേഷൻ, സപ്പോർട്ട് ഗവൺമെൻറ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻ പഠിച്ചു വെച്ചോ. ഒരു 5 ലിമിറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ലിമിറ്റഡ് റിസോഴ്സസ്. വോളണ്ടറി അസോസിയേഷനാണ്. തോന്നുന്ന എമൗണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പാർട്ട്നേഴ്സ് അല്ലെ. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാവ് ലിമിറ്റഡ് ഫണ്ട്
സിൻസ് മെമ്പർ കോൺട്രിബ്യൂട്ട് സ്മോൾ എമൗണ്ട്. അവരെന്താണ്, അവരുടെ കയ്യിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ്. സോ അതുകൊണ്ട് തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് എന്താ, നമുക്ക് റിസോഴ്സസും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റിസോഴ്സസും വളരെ കുറവായിരിക്കും. ഒന്നാമത്തത്. അടുത്തെന്താ, ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. അറിയാലോ, സാധാരണക്കാരായിരിക്കും അല്ലേ. ദേ കാണ്ട് അഫോർഡ് എക്സ്പേർട്ട് മാനേജേഴ്സ് ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ആൻഡ് ലാക്ക് ഓഫ് സ്കിൽ ടു മാനേജ് എഫിഷ്യൻ്റ്ലി അല്ലേ. അപ്പോൾ എന്താ, എല്ലാ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ കഴിവുള്ള ആളുകളായിക്കണമെന്നില്ല. നമ്മൾ സാധാരണ ആളുകളായിരിക്കും, സാധാരണ വർക്ക് ചെയ്യുന്ന നോർമലി പേഴ്സൺസ് ആണ് അധികം കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ. സോ അവർക്ക് എന്തുണ്ടാവും, മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് സീക്രസി. ഒരുപാട് വ്യക്തികൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്പൺ മീറ്റിംഗ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ് മേക്ക് ഇറ്റ് ഹാർഡ് ടു കീപ് ഓപ്പറേഷൻ കോൺഫിഡൻഷ്യൽ അല്ലേ. ഓപ്പൺ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കോൺഫിഡൻഷ്യാലിറ്റി കുറവായിരിക്കും. ഓക്കെ. അടുത്തെന്താ, ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ എന്തും ഉണ്ടാവും, ഗവൺമെൻറ് കയ്യിൽ നിന്ന് കൺട്രോൾ ഉണ്ടാവും. ദേ മസ്റ്റ് ഫോളോ മെനി റൂൾസ് ആൻഡ് ഫേസ് interference from government department limited to the independence. അവരുടെ നടത്തിപ്പിനൊക്കെ എന്താ വേണ്ട രീതിയിലുള്ള ചെറിയൊരു എന്താണ് കൺട്രോളും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. ഇതിനടുത്ത് എന്താ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അല്ലെ. മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉണ്ടാവാം. കോൺഫ്ലിക്റ്റ് മേ അറൈസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് ഡിഫിക്കൽട്ടി. സം മെമ്പേഴ്സ് മേ പ്രയോറിറ്റൈസ് പേഴ്സണൽ ഗെയിൻ ഓവർ ദ വെൽഫെയർ ഓഫ് ദി ഗ്രൂപ്പ് അല്ലെ. അവർക്ക് എന്താ, പരസ്പരം ശ്രീനോടൊക്കെ സോറി പറഞ്ഞ സാറോടാന്ന് വിചാരിച്ചു സാറ്. ഓക്കെ. അപ്പോൾ പേഴ്സണലി എന്താണ്, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അത് കോൺഫ്ലിക്റ്റിലേക്കൊക്കെ നയിക്കും. ആർക്ക്, നമ്മുടെ മെമ്പേഴ്സിൻ്റെ. ഓക്കെ. ഓർത്ത് വെച്ചോളാം പോയിന്റുകൾ. റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓർത്ത് വെക്കുക. ലിമിറ്റേഷൻ ഒരു 5 ഉണ്ട്. ദെൻ ഒരു മെറിറ്റ്സ് ഉണ്ട് ഒരു 6. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സും ഒരു 5 ഫീച്ചേഴ്സും മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അങ്ങനെയെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഫോമിലേക്ക് പോകണം. ലാസ്റ്റത്തെ ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, കമ്പനിയാണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓർത്ത് വെച്ചോളാം എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ അല്ലെ. കുറേ ആളുകൾ ഉണ്ടാവും, അവർ കൂടി ചേർന്ന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദ ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് ഷെയർ. ആ ക്യാപിറ്റൽ നമ്മൾ ഷെയർ ആക്കി, ചെറിയ ഡിനോമിനേഷൻ ആക്കി മാറ്റി ഷെയർ ആക്കുന്നു. ഈച്ച് ഷെയർ ക്യാരി ലിമിറ്റഡ്. ഓരോ ഷെയറിന് എന്താ, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ആൻഡ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതെന്താ, ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദ അസോസിയേഷൻ മേ ബി ഫോംഡ് അക്കോർഡിംഗ് ടു ദ ലോ. ഇറ്റ് ഈസ് റിഗാർഡ് ആസ് ദ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് എന്താണ്, നിയമപരമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. ഓക്കെ അല്ലേ. ഒരുപാട് ആളുകൾ ഒരുമിച്ച് ക്യാപിറ്റലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഫോം ചെയ്യുന്നു. ആ ഓരോ ക്യാപിറ്റലിൽ നമ്മൾ എന്താക്കുന്നു, ചെറിയ ഡിനോമിനേഷൻസ് ആക്കി ഷെയർ ആക്കി മാറ്റുന്നു. ഓക്കെ. ആ ഓരോ ഷെയറിനും ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ആ ഷെയർ നമുക്ക് എന്താ, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. നിയമപരമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് നമുക്ക് പറയാം. നിയമപരമായി നമ്മൾ രൂപീകരിച്ച വ്യക്തി ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അറിയാലോ, നിയമം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് company. So artificial. A company is created by law. It can be on property, then borrow money, enter contract, sue and to be due. But it cannot be eat, breathe or talk. അല്ല, ഹ്യൂമൻസിനെ പോലെയല്ല. പക്ഷെ എന്താണ്, ഒരു വ്യക്തിയെ പോലെ തന്നെയാണ്. കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, എന്താണ്, അസറ്റ് വാങ്ങാം, എല്ലാം ചെയ്യാം. ഓക്കെ. സോ നിയമപരമായിട്ട് നമ്മൾ രൂപീകരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അടുത്തെന്താ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അറിയാലോ. കമ്പനിയും ഓണറും വേറെ വേറെയാണ്. എ കമ്പനി ഹാസ് ഇറ്റ്സ് ഓൺ എന്ന ഐഡന്റിറ്റി ഡിഫറെന്റ് ഫ്രോം ഇറ്റ്സ് ഓണേഴ്സ്. ഇറ്റ് അസറ്റ് ആൻഡ് ലാബിലിറ്റി ആർ സെപ്പറേറ്റഡ് ഫ്രോം ദോസ് ഇറ്റ് മെമ്പേഴ്സ്. അസറ്റും ലാബിലിറ്റിയും ഒക്കെ എന്താണ്, ആരുടെ പേരിലാണ്? കമ്പനിയുടെ പേരിലാണ്. സോ കമ്പനി വേറെ, ഓണർ വേറെ, ഡിഫറെന്റ്. ദെൻ അടുത്തെന്താ, ഫോർമേഷൻ. ക്രിയേഷൻ ഓഫ് എ കമ്പനി ടേക്ക് ടൈം, മണി ആൻഡ് ഇൻവോൾവ് മെനി ലീഗൽ സ്റ്റെപ്സ്. എന്താ, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം. അപ്പോൾ എന്താ, ഒരുപാട് ടൈമും പൈസയും കാര്യങ്ങളൊക്കെ എടുക്കും. ഫോർമേഷൻ ഓർത്ത് വെക്കുക. അടുത്തെന്താ, പെർപെച്വൽ സബ്സ്ക്രിപ്ഷൻ അല്ലെ, കണ്ടിന്യൂ ചെയ്ത് പോകുമോ, തുടരും. എ കമ്പനി കണ്ടിന്യൂ ഈവൻ ഇഫ് ദ മെമ്പർ ലീവ് ഓർ ഡൈ അല്ലെ. എൻ്റെ മെമ്പർ മരിക്കുകയോ അതൊന്നും ചെയ്താൽ ഒന്നും കമ്പനിയെ ബാധിക്കുന്ന കാര്യമല്ല. കമ്പനി കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ നിൽക്കും.
ഓക്കെ, അടുത്തെന്താ കൺട്രോൾ അല്ലേ. എ കമ്പനി ഈസ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹു അപ്പോയിന്റ് ടോപ്പ് ഒഫീഷ്യൽ റൺ ബൈ ദ ബിസിനസ് അല്ലെ. ഒരു ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ആരാ, അവര് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കാര്യങ്ങളും ഉണ്ടാകും. അവരാണ് അതിന്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ എന്താക്കുക, അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെയാണെന്ന് ഒരു കമ്പനി നിലനിന്ന് പോകുക അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് പോവുക. ഇതിനടുത്ത് എന്താ ലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ പറഞ്ഞു ഓരോ ഷെയറിനും ഓരോ മെമ്പേഴ്സിനും എന്താണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാപിറ്റലിനനുസരിച്ചായിരിക്കും എന്താ അവരുടെ ലാബിലിറ്റി അല്ലേ. സോ ദാ ഓരോ പേഴ്സൺസിന്റെ അവരുടെ പേഴ്സണൽ അസറ്റ് ഒന്നും എന്ത് വേണ്ട, കമ്പനിയുടെ അഫറ്റിന് വേണ്ടി വിൽക്കൊന്നും വേണ്ട അല്ലെ. അവരുടെ ഷെയറിൽ അവർ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടേ അവർക്ക് ലാബിലിറ്റി ആയിട്ടുള്ളൂ. സോ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ ഇത്രയും ഒന്നുകൂടെ ഉണ്ട്. ഇതെന്താ കോമൺ സീൽ അറിയാലോ. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു വ്യക്തിക്ക് ഒപ്പ് എന്ന് പറയുന്നത് പോലെ എന്താ ഒരു കമ്പനിക്കും എന്തുണ്ടാവും, ഒരു സീൽ ഉണ്ടാവും അല്ലെ. ആസ് എ ലീഗൽ പേഴ്സൺ എ കമ്പനി യൂസ് കോമൺ സീൽ ലൈക്ക് സിഗ്നേച്ചർ ഉണ്ടല്ലോ. സിഗ്നേച്ചർ എന്നുള്ള രീതിക്ക് പകരം എന്താണ് കമ്പനി യൂസ് ചെയ്യുന്നതാണ് ഇത് സീൽ. ഒരു കമ്പനിക്ക് എന്തുണ്ടാവും, സീൽ ഉണ്ടാകും. Then the last risk bearing. Okay, all shareholders share the company's risk. This unlike a sole trader or a partnership where only one or few bear the losses. Okay, എന്താണ് എങ്ങനെയാണ് റിസ്ക്, ഒരു ബിസിനസ് ഉണ്ടാകുന്ന കംപ്ലീറ്റ് റിസ്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക അല്ലെ. ഓരോ പാർട്ട്ണറും ഏറ്റെടുക്കുക ചെയ്യുക. സോ റിസ്ക് എന്താ ഷെയർ ചെയ്യപ്പെടുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന റിസ്ക് എന്താ എല്ലാ ആളുകളും കൂടെ കൂടിയെടുക്കുന്നു. അപ്പം എന്താ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രഷറും കാര്യങ്ങളും അല്ലെ ഒരു വ്യക്തി മാത്രം എന്താ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതൊക്കെ എന്താ കുറഞ്ഞ് കിട്ടുന്നു. ഓക്കെ, റിസ്ക് ബിയറിംഗ് ഓർത്ത് വെച്ചുള്ള കമ്പനിയുടെ ഫീച്ചേഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മെറിറ്റ്സ് പഠിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും പോയിന്റ് ആയി പഠിക്കുകയാണ്. ഒന്നാമത്തത് ലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ പറഞ്ഞല്ലോ കമ്പനിയിൽ ഓരോ വ്യക്തിക്കും അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയറിന്റെ ബേസിലായിരിക്കും അവരുടെ ലിമിറ്റേഷൻ അല്ലെ. അപ്പം എന്താ ലാബിലിറ്റി ലിമിറ്റഡ് ആണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്തെന്താ ട്രാൻസ്ഫർ ഇൻട്രസ്റ്റ് അല്ലെ. അവർക്ക് എന്താ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. ഓണർഷിപ്പ് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ബൈ സെല്ലിംഗ് ഷെയർ എസ്പെഷ്യലി ഇൻ പബ്ലിക് കമ്പനി. കണ്ടല്ലോ പബ്ലിക് കമ്പനി ആണെങ്കിൽ സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർ മറ്റൊരാൾക്ക് നമുക്ക് സിമ്പിളായിട്ട് വിൽക്കാം. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചോ പെർപെച്വൽ എക്സിസ്റ്റൻസ് അല്ലെ, നിലനിൽപ്പത. എ കമ്പനി കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ എ മെമ്പർ ഡൈ റിട്ടയർ ഓർ ലീവ്. ഒരു കമ്പനി ഒരു മെമ്പർ മരിച്ചാലോ അയാൾ റിട്ടയർ ആയി പോയാലോ അതൊന്നും കമ്പനിയെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. കമ്പനി തുടരും, കണ്ടിന്യൂ ചെയ്തു പോകും. അടുത്തെന്താ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ അല്ലെ. ഒരുപാട് എന്തുണ്ടാവും, കമ്പനി ക്യാൻ കളക്ട് ലാർജ് ഫണ്ട് ഫ്രം പബ്ലിക് ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹെൽപ്പ് ഇൻ ദ ഗ്രോയിങ് ബിസിനസ് അല്ലെ. നമ്മളിപ്പോൾ പറഞ്ഞ ബിസിനസിന്റെ മറ്റേത് ഫോമിനേക്കാളും ഏറ്റവും കൂടുതൽ ഫണ്ടൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിക്കാണ് അല്ലെ. കമ്പനിക്കാകുമ്പോൾ നമുക്ക് എന്താ ബാങ്കിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കടങ്ങളൊക്കെ കിട്ടും അല്ലെ. പാർട്ണർഷിപ്പും അല്ലെങ്കിൽ എന്താണ് നമ്മൾ സോപ്പർഷിപ്പിനൊക്കെ പറഞ്ഞ പോലെ അവർക്കൊന്നും ചില ബാങ്കുകളൊന്നും കടം കൊടുക്കണം എന്നില്ല അല്ലെ. പക്ഷെ കമ്പനിക്കൊക്കെ എന്താ കിട്ടിയിരിക്കും. സോ എന്താണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ മക്കൾ ഓർത്ത് വയ്ക്കുക. ഇതെന്താണ് പ്രൊഫഷണൽ മാനേജ്മെന്റ് അറിയാലോ അല്ലെ. എ കമ്പനി ക്യാൻ ഹയർ സ്കിൽഡ് ആൻഡ് എക്സ്പേർട്ട് പ്രൊഫഷണൽ ബൈ ഓഫറിംഗ് ഗുഡ് സാലറി വിച്ച് ഇംപ്രൂവ് ദ ക്വാളിറ്റി അല്ലെ. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് ഒരു കമ്പനി നടത്തിക്കൊണ്ട് എങ്ങനെയാ എപ്പോഴും എങ്ങനെയാണ് സാലറി ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല ഓഫറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്താക്കുന്നു, നമ്മുടെ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. റെഡി അല്ലേ, ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചോളുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നമുക്ക് ലിമിറ്റേഷൻ പഠിക്കാം. ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ കമ്പനിയുടെ ഒരു 7 ലിമിറ്റേഷൻ നമുക്ക് പഠിക്കണം. ഒന്നാമത്തെ കോംപ്ലക്സിറ്റി ഇൻ ഫോർമേഷൻ. ഫോം ചെയ്യാൻ ഒരുപാട് സമയവും ഫോമിങ് എ കമ്പനി ഇൻവോൾവ് എക്സ്റ്റെൻസീവ് ലീഗൽ എക്സ്പെൻഡിച്ചർ ടൈം. ഓക്കെ, എന്താണ് ഒരുപാട് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ടൈമും കാര്യങ്ങളുണ്ട്. ആസ് കമ്പയർഡ് ടു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ദ പാർട്ട്ണർഷിപ്പ് ഫോർമേഷൻ കമ്പനി ഈസ് മോർ കോംപ്ലക്സ്. കമ്പനി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടിയാണ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ. അടുത്തെന്താ ലാക്ക് ഓഫ് സീക്രസി. സീക്രട്ട് ആയിരിക്കുമോ? അല്ല. കാരണം എന്താ പബ്ലിക് ആക്സസ് കമ്പനീസ് ഇൻഫർമേഷൻ അല്ലെ. കമ്പനിയുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്താ പബ്ലിക്കിന് അറിയാം അല്ലെ, പബ്ലിക്കിലേക്ക് പബ്ലിഷ് ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് തന്നെ സീക്രട്സ് കാര്യങ്ങളൊന്നും ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തെന്താ ഇൻ പേഴ്സണൽ വർക്ക് എൻവിറോൺമെന്റ്. അറിയാലോ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ, അവിടെ എന്താ പേഴ്സണൽ ഒരു റിലേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ക്യാൻ ബി ലീഡ് ടു ലാക്ക് ഓഫ് പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ഫ്രം ഓഫീസേഴ്സ് ആൻഡ് ദ ലാർജ് സൈസ് ഓഫ് കമ്പനീസ് മേക്ക് പേഴ്സണൽ കോൺടാക്ട് ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ചാർജസ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലെ. ഒരു ഇൻപേഴ്സണൽ എൻവിറോൺമെന്റ് ആണ് ഒരു കമ്പനിയിൽ ഉണ്ടാവുക.
അടുത്തെന്താ ന്യൂമറസ് റെഗുലേഷൻ, ഒരുപാട് എന്തുണ്ടാവും റൂളുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. കമ്പനീസിലുണ്ട്. കമ്പനീസ് ആർ സബ്ജക്റ്റഡ് ടു മെനി ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് കമ്പൾഷൻ അല്ലെ ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് ബേർഡൻ ഇൻ ടേംസ് ഓഫ് ഓഡിറ്റ്സ്, വോട്ടിങ്, റിപ്പോർട്ടിങ്, അങ്ങനത്തെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്പനിയിൽ ഫോളോ ചെയ്ത് പോകാനുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താ ഒരുപാട് ന്യൂമറസ് റെഗുലേഷൻസും കാര്യങ്ങളും കമ്പനിയിലുണ്ട് നമുക്ക് പറയാം. ഡിലേയും ഡിസിഷൻ മേക്കിംഗ് അല്ലെ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു കമ്പനിയിൽ ഒരുപാട് ടൈം എടുക്കും. എങ്ങനെയാ ഡിസ്പൈറ്റ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ദ ഹയറാർക്കിയൽ സ്ട്രക്ചർ with various level of management and communication can lead to delay to provide in the implementing proposal. തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ല മീറ്റിംഗ് ഒക്കെ വിളിച്ച് വരുത്തി എല്ലാവരെയും കൂടെ കൂട്ടിയിരുത്തി വട്ടത്തെ കുത്തിനൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. സോ അങ്ങനെ തീരുമാനം എടുക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെന്ന് സീനാണ് അല്ലെ. നമുക്ക് നല്ല ടൈമും കാര്യങ്ങളൊക്കെ വേണം. നമ്മളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും അവൈലബിൾ ആവാത്ത സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് എന്താ ഒരുപാട് ഡിസിഷൻ എടുക്കാൻ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ദെൻ ഒളിഗാർക്കിക് മാനേജ്മെന്റ്. ഒളിഗാർക്കിക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഭുവർഗം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ടൈപ്പ്. ഓക്കെ, കമ്പനീസ് ആർ സപ്പോസ് ടു ബി ഡെമോക്രാറ്റിക് ബട്ട് ഇൻ റിയാലിറ്റി എ ഫ്യൂ ഡയറക്ടേഴ്സ് മേക്ക് മോസ്റ്റ് ഡിസിഷൻ അല്ലെ. നമുക്കറിയാലോ കമ്പനി എന്താണ് ഡെമോക്രാറ്റിക് ാണ്, പക്ഷേ അവിടെ എന്താണ് എപ്പോഴും തീരുമാനങ്ങളൊക്കെ എടുക്കുക ഒരു വലിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ ഒക്കെ ആയിരിക്കും. അയാളായിരിക്കും മെയിൻ ആയിട്ട് നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. സോ അതുകൊണ്ട് തന്നെ ദ ഷെയർ ഹോൾഡേഴ്സ് ആർ മെനി ആൻഡ് സ്പ്രെഡ് ഔട്ട്. സോ ദേ ഹാവ് ടു ലിറ്റിൽ കൺട്രോൾ. ഇഫ് ദേ ആർ അൺഹാപ്പി ദേ യൂഷ്വലി ജസ്റ്റ് സെൽ ദെയർ ഷെയർസ്. ദിസ് മീൻസ് എ ഫ്യൂ പീപ്പിൾ റൺ കമ്പനി. ഉണ്ടല്ലോ തീരുമാനങ്ങളൊക്കെ എടുക്കുക മെയിൻ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. അവരൊക്കെ പല സ്ഥലത്തും പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഏർപ്പെടുത്തും. അവരാണ് തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുക, ആ ഒരു ബിസിനസ് റൺ ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് ഒരു ഒളിഗാർക്കിക് സെറ്റപ്പ് മാനേജ്മെന്റ് എപ്പോഴും എന്താണ് ഈ താഴേക്കിടയിലുള്ള ഈ എംപ്ലോയീസിനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, യെസ്. ദെൻ ലാസ്റ്റ് കോൺഫ്ലിക്റ്റ് അല്ലേ. എന്താണ് ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മളെ ഫേമിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ക്യാൻ അറൈസ് അമംഗ് വാരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കമ്പനി. കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ എന്താ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ യെസ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് മക്കൾ നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചിരിക്കേണ്ടതുണ്ട്. ദെൻ ലാസ്റ്റ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ചോയ്സ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫോം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത്? ഓക്കെ, നമുക്കിതാ അപ്പോൾ നമ്മളൊരു 5ഓളം എന്ത് പറഞ്ഞു ഫോമുകൾ പറഞ്ഞു അല്ലേ. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ഫോമാണ് നമ്മൾ എടുക്കേണ്ടത്? അത് ഈ പോയിന്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. ശ്രദ്ധിച്ചു. ഒന്നാമത്തെ എന്താ കോസ്റ്റ് ആൻഡ് ഈസി അല്ലേ. നമുക്കെന്താ പെട്ടെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്കെന്താ കുറച്ച് ചിലവൊക്കെ കുറച്ചിട്ട് വേണമെങ്കിൽ അല്ലേ, അതൊക്കെ നോക്കിയിട്ട് കൊണ്ടാണ് നമ്മൾ എന്താക്കുക ആദ്യം തീരുമാനിക്കുക അല്ലേ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഈസ് ചീപ്പ്. ഇതെന്താണ് കമ്പനി നീഡ് മോർ മണി. കമ്പനിക്കാണെങ്കിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വേണം. സോൾ പ്രൊപ്പറേറ്റർ എന്താ ചീപ്പാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റും ഈസി സെറ്റപ്പും. അടുത്തെന്താ ലാബിലിറ്റി എങ്ങനെയായിരിക്കണം അല്ലെ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ എന്താ നമുക്കറിയാം. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിലൊക്കെ എന്താ നമുക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താ ലിമിറ്റഡ് ലാബിലിറ്റി. അപ്പം നമ്മൾ ലാബിലിറ്റി എങ്ങനെ വേണം അത് നോക്കി വേണം നമ്മൾ എന്താക്കാൻ നമ്മുടെ ബിസിനസ് തീരുമാനിക്കാൻ. അടുത്തെന്താ കണ്ടിന്യൂറ്റി അല്ലെ. തുടർന്ന് പോകണോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് നിർത്തണോ, ഏത് ടൈപ്പ് വേണം അല്ലെ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അറിയാലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അറിയാലോ. ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഒരു ബിസിനസ് നിൽക്കും. പക്ഷേ കമ്പനിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തെന്താ മാനേജ്മെന്റ് അല്ലേ. മാനേജ്മെന്റ് എങ്ങനെയാണ്? സ്മോൾ ബിസിനസ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ദ ഓണർ അല്ലോ. നമ്മൾക്ക് മാത്രം മാനേജൊക്കെ നമ്മൾ ചെയ്തോളൂമെങ്കിൽ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ മതി. ഇനി നമുക്ക് അതല്ല ബിഗ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് നമ്മളെന്താ മാനേജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഒക്കെ നോക്കി വേണം നമ്മൾ തീരുമാനിക്കാൻ. അടുത്ത ക്യാപിറ്റൽ അല്ലേ. നമുക്ക് എങ്ങനെയാ ഒരുപാട് ഫണ്ട്. കമ്പനീസ് ക്യാൻ റൈസ് എ ലോട്ട് ഓഫ് മണി ബൈ സെല്ലിംഗ് ഷെയർസ്. സോൾ പ്രൊപ്പറേറ്റേഴ്സ് ആർ ലിമിറ്റഡ് മണി അറിയാമല്ലോ. നമുക്ക് എന്താ ഫണ്ട് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ എന്താ നമുക്ക് കുറച്ച് പൈസയൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളെന്താ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പാർട്ട്ണർഷിപ്പ് പോലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തെന്താ ഡിഗ്രി ഓഫ് കൺട്രോൾ അല്ലേ. കൺട്രോൾ എങ്ങനെയായിരിക്കണം? ഇഫ് സമ്മൺ വാണ്ട് ടു ഫുൾ കൺട്രോൾ ദേ ഷുഡ് ചൂസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലേ. നമുക്ക് ഫുള്ള് നമ്മുടെ ബിസിനസ്സിന് നമ്മളൊക്കെ തന്നെ മതി കൺട്രോൾ എന്നാണെങ്കിൽ നമുക്ക് ഏതാ ബെറ്റർ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. ഇനി അതല്ല കൺട്രോൾ ഷെയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പോ കമ്പനിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അടുത്തെന്താ നാച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസിന്റെ നാച്ചർ അല്ലേ. സ്മോൾ സർവീസ് ലൈക്ക് സലൂൺസ്, ടൈലറിങ്, പാർലർ ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ബിഗ് ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഒരു കമ്പനി തുടങ്ങാം അല്ലെ. പിന്നെയോ കോപ്പറേറ്റീവ് ടൈപ്പ് ആണെങ്കിൽ വെൽഫെയർ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇനിയോ പ്രൊഫഷണൽ ലൈക്ക് ഡോക്ടർ, ലോയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ഒക്കെ ബേസിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ഈ കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, യെസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇത് യെസ് ഓർത്ത് വെക്കുക. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, യെസ് ഒരുപാട് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ, യെസ് മിസ് ഇപ്പോൾ വരും. അപ്പം എന്താ ഒരുപാട് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഈ സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും മക്കൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, സിമ്പിൾ പോയിന്റുകളാണ്. പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. എക്സ്പ്ലനേഷൻ്റെ വഴി ഒന്നും മക്കൾ പോകണ്ട. ഓക്കെ, പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആ പോയിന്റിൽ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് അതൊന്ന് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, റെഡി? യെസ് യെസ് യെസ്. അങ്ങനെയെങ്കിൽ നമുക്കെന്താ അടുത്ത ചാപ്റ്റർ യെസ് ദാ രേണു മിസ് ഇപ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത ചാപ്റ്റർ ഓക്കെ യെസ്. ഓ യെസ്, മെയിൽ ചെയ്തിട്ടുണ്ടല്ലേ, മെയിലിനെടുക്കാം. തഴോട്ടു ഏത്? ഓക്കെ യെസ് കയറി വരൂ. ഓ കൂട്ടാം. എൻ്റെ ഭഗവാനെ, ഫുൾ സൂം ചെയ്ത് വെച്ചെന്നാല് ആരും ഒന്നും കാണണ്ട. ഓക്കെ, വെച്ചോളൂ. പ്രശ്നമുണ്ടോ? അപ്പൊ തുടങ്ങല്ലേ അമ്മി, എങ്ങാനും വിട്ടുപോയാൽ. ഹലോ, അപ്പൊ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് അങ്ങോട്ട് പോവാം അല്ലേ. അതെ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി, അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ക്ലിയർ? പബ്ലിക് സെക്ടർ അത് വെറുതെ. ഓക്കെ, അപ്പോൾ മക്കളെ ഇപ്പോഴത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എന്താ പഠിച്ചത്? പ്രൈവറ്റ് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ. അതായത് ഈ ബിസിനസിന്റെ എല്ലാം, നിങ്ങളിപ്പോൾ 5 ടൈപ്പ് ബിസിനസ് പഠിച്ചു. ഈ ബിസിനസ്സിനെ എല്ലാം മാനേജ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ വ്യക്തികളാണ് അതിന്റെ ഓണേഴ്സ് വരുന്നത്, അതിന്റെ മാനേജ്മെന്റിൽ വരുന്നത്. പക്ഷെ ഇവർ മാത്രമല്ല ബിസിനസ് ചെയ്യണത്, നമ്മുടെ ഗവൺമെന്റും അല്ലെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി, അപ്പൊ ജനങ്ങൾ തന്നെയാണ് നമ്മൾ, ജനറൽ പബ്ലിക് അല്ലേ, നമ്മളാണ് അവരെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് ബിസിനസ്സുകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന, ഗവൺമെന്റ് റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ, മാനേജ് ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം വരുന്നത് പബ്ലിക് സെക്ടറിന്റെ അണ്ടറിലാണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? മിക്സഡ് എക്കണോമിയാണ്. പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട് അല്ലെ. ഇവർ രണ്ടുപേരും കൂടിയാണ്, ഈ 2 സെക്ടേഴ്സും കൂടിയാണ് നമ്മുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ അതിലെ പബ്ലിക് സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെ, പബ്ലിക് സെക്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്ന
ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്, കുഞ്ഞു ചാപ്റ്റർ ആണ്. നിങ്ങൾ സോഷ്യലൊക്കെ പഠിച്ചല്ലേ, അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് വെച്ച് അങ്ങ് കാച്ചാവുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം നമ്മളിതാ ഇന്ത്യൻ എക്കണോമീനെ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ് 3 ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ഏതാണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോപ്പറേറ്റീവ്, മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ്, കമ്പനീസ് ഒക്കെ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്നറിയോ? പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന കമ്പനീസ്, ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേടാ? ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? എവിടെയും ബുദ്ധിമുട്ടോ ലാഗോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതിലേക്ക് പോവാം? 3 ടൈപ്പ് ഓർഗനൈസേഷൻസ് ആണ് ബിസിനസ്സിലെ ഗവൺമെന്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ വരുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്, രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്, മൂന്നാമത്തേത് ഗവൺമെന്റ് കമ്പനിയാണ്. ഈ 3 ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് വരുന്നത്. അപ്പൊ പബ്ലിക് സെക്ടർ എന്താണെന്ന് അറിയാലോ? പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിരിക്കും കംപ്ലീറ്റ് ഓണർഷിപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. 100% ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ് ആണ് പബ്ലിക് സെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ പബ്ലിക് സെക്ടേഴ്സിൽ തന്നെ എന്തുണ്ട്? 3 രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? ഈ ഒരാൾ മാത്രമുള്ള ബിസിനസ്സിനെ നമ്മൾ അതിന്റെ മാനേജ്മെന്റ് ഓണർഷിപ്പ് ഒക്കെ ഒരാളാണ് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുമ്പോൾ അതിനെ എന്ത് പറയുന്നു? നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നു. ഇനി അതല്ല, ഒരു സൊസൈറ്റി പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ടാണെങ്കിൽ സർവീസ് മോട്ടീവോടുകൂടെ ചെയ്യുകയാണെങ്കിൽ, പ്രോഫിറ്റ് മാത്രമല്ലാതെ മെമ്പേഴ്സിന്റെ മോട്ടീവ് കൂടെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ ഇട്ട് വിളിച്ചല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റിന്റെ ബേസിൽ, ഓക്കെ, അതിൻ്റെ ഓണർഷിപ്പിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിക് സെക്ടറിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റൽ, സ്റ്റാറ്റ്യൂട്ടറി, ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് ആണ്. പബ്ലിക് സെക്ടറിൻ്റെ അതായത് പബ്ലിക് കമ്പനി, ഗവൺമെന്റ് കമ്പനീൻ്റെ അണ്ടറിൽ ഏത് വരും, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടറിൽ ഏത് വരും, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൻ്റെ അണ്ടറിൽ വരുന്നതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളിലേക്ക് തന്നെ പോവാം. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് അല്ലെ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന് ഒരു എക്സാമ്പിൾ എനിക്ക് കമന്റ്സിൽ ഇടാൻ വേണ്ടി പറ്റുമോ? ഇത്രയൊന്നും അല്ലല്ലോ കൊമേഴ്സിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഇത്രയൊന്നും അല്ല. എടാ, നിങ്ങൾ ലൈവ് കാണുന്നവരൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ മാത്രമല്ലാതെ നിങ്ങളെ പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിരുന്ന് പഠിക്കട്ടെ. ദൂരദർശൻ, വെരി ഗുഡ്. അടുത്തത് ദൂരദർശൻ മാത്രമാണോ? വേറെ ഏതാണ്? എക്സാമ്പിൾ പറയാൻ പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു എക്സാമ്പിൾ ഇതുവരെ വന്നില്ല. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ട്രഡീഷണൽ ഫോം ഓഫ് പബ്ലിക് എന്റർപ്രൈസ് ആണ്. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ആസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മിനിസ്ട്രി, കൺസിഡർ ആസ് എ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ മിനിസ്ട്രി ഇറ്റ്സെൽഫ് അല്ലേ? അതായത് ഈ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്താ വെച്ചാൽ ഗവൺമെന്റ് തന്നെയാണ് ഓൺ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മാനേജ്മെന്റ് ഗവൺമെന്റ് എന്ത് വെച്ചാൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഭരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഭരിക്കുകയാണ് ചെയ്യുന്നത്. അതും എന്താണ്? ഗവൺമെന്റിന്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ടൈപ്പ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ, ഈ പറഞ്ഞ ദൂരദർശൻ, പോസ്റ്റൽ, ഇതൊക്കെ എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻസ് തന്നെയാണല്ലേ. റെയിൽവേയിൽ നമ്മൾ കാശ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സർവീസാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ കൂടെ ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിസ്റ്റർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അയാൾക്ക് മാനേജ് ചെയ്യാനുള്ള, അയാൾ മാനേജ് ചെയ്യുന്നതിന് ഒരു മിനിസ്ട്രിയും കൊടുത്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓർഗനൈസേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Clear alle? The activities performed by these departments are as an essential part of the functioning of the government because the government functions through these departments alle. Do not have any independent legal entity. ഇതെന്താണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനം അനുസരിച്ചിരിക്കും ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മോശം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിനെയാണ് ഡയറക്റ്റ് ബാധിക്കുക അല്ലേ? കാരണം എന്താണ്? ഗവൺമെന്റ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല.
ഗവൺമെന്റ് എന്ത് പറയണോ അതേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഗവൺമെന്റ് പറയണ കേട്ടിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഒരു ലീഗൽ എൻറ്റിറ്റി ഇല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ മേ ബി അണ്ടർ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ. അത് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലാവാം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ എംപ്ലോയീസ് ഓഫ് ദീസ് അണ്ടർടേക്കിംഗ്സ് ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും അല്ലേ. അതുപോലെ ഇവരുടെ അണ്ടറിൽ വരുന്ന ഓരോ എംപ്ലോയീസും എന്തായിരിക്കും? ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. ഓക്കെ, ഗവൺമെന്റ് ആയിരിക്കും അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കാം അല്ലെ. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്? ഇവരെങ്ങനെയാണ്? ഫിനാൻസ് ത്രൂ ഗവൺമെന്റ് ട്രഷറി ആണ്. ഈ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ട ഫണ്ട് എവിടുന്നാ കിട്ടുന്നത്? ഗവൺമെന്റിന്റെ ട്രഷറിയിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് കിട്ടും. ഓഡിറ്റ് ആൻഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ നടക്കുന്നുണ്ടാവും. ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അക്കൗണ്ടബിലിറ്റി ആരോടായിരിക്കും ഇവർ റെസ്പോൺസിബിൾ ആയിരിക്കുക. അതായത് ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും പോസ്റ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ ദൂരദർശൻ ആണെങ്കിലും ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആരോടാണ് ഉത്തരവാദിത്തം പറയേണ്ടത്? ജനറൽ പബ്ലിക്, നമ്മളോടാണ് ഉത്തരവാദിത്തം പറയേണ്ടത് കേട്ടോ. കാരണം എന്താണ്? ഇത് ഗവൺമെന്റിന്റെ ആണ്. ഓക്കെ, അത് നമ്മുടെയാണ്. ട്രഷറിയിൽ എങ്ങനെ പൈസ കിട്ടുന്നത്? നമ്മൾ അടയ്ക്കുന്ന ടാക്സ് കാര്യങ്ങളാണ് പൈസ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ്? ആൻ ആനുവൽ അപ്രോപ്രിയേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഓഫ് ദ ഗവൺമെന്റ് ഇസ് മെയ്ഡ് and the funding of these enterprises come directly from the government treasury. The revenue earned by these is also paid into government treasury ആണ് അല്ലേ. ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഓരോ ബഡ്ജറ്റിലും ഓരോ ഇപ്പൊ റെയിൽവേക്ക് വേണ്ടി ഇത്ര പൈസ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ റെയിൽവേയിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിൽ വരുന്ന ഓരോ ബിസിനസ് ഫോംസും ഏൺ ചെയ്യുന്ന പൈസ ഗവൺമെന്റിന്റെ ട്രഷറിയിലേക്ക് തന്നെ തിരിച്ചടയ്ക്കും. ഓഡിറ്റ് ആൻഡ് കൺട്രോൾ ഉണ്ട്. ദേ ആർ സബ്ജക്ട് ടു ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കൺട്രോൾ ആപ്ലിക്കബിൾ ടു ദ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് അല്ലെ. ഗവൺമെന്റ് ആക്ടിവിറ്റീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓഡിറ്റിംഗ് എല്ലാം എന്തുണ്ടാവും? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗിലും ഓഡിറ്റിംഗ് കാര്യങ്ങൾ നടക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. എംപ്ലോയീസ് ഓഫ് ദ എന്റർപ്രൈസ് ആർ ഗവൺമെന്റ് സർവൻസ് ആർ ഹെഡഡ് ബൈ ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് ആൻഡ് സിവിൽ സർവൻസ് ഹു ആർ ട്രാൻസ്ഫറബിൾ ഫ്രം ദ മിനിസ്ട്രി ടു അനദർ അല്ലെ. ഇവിടുത്തെ എംപ്ലോയീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ എന്തായിരിക്കും? ഓരോ ഡിപ്പാർട്ട്മെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ കൊടുക്കും. ക്ലിയർ അല്ലേ? അതുപോലെ ഇവരെ കൺട്രോൾ വരുന്നത് ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ മിനിസ്ട്രി ആൻഡ് ഇസ് ജനറലി കൺസിഡേർഡ് ടു ദ മേജർ സബ് ഡിവിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അതായത് ഇവരെ കൺട്രോൾ വരുന്നതെല്ലാം ആരെടുത്താണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഓക്കെ, കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ഗവൺമെന്റ് തന്നെയാണ്. ക്ലിയർ അല്ലേ? പിന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് സിൻസ് ദ മാനേജ്മെന്റ് ഇസ് ഡയറക്ട്ലി അണ്ടർ ദ കൺസേൺ മിനിസ്ട്രി ആൻഡ് ആർ അക്കൗണ്ടബിൾ ടു ദ മിനിസ്ട്രി അല്ലേ. അതായത് മിനിസ്ട്രിയോട് ഇവർ അക്കൗണ്ടബിൾ ആണ്. ഓക്കെ, മിനിസ്ട്രി ആരോട് അക്കൗണ്ടബിൾ ആണ്? നമ്മളോട് അക്കൗണ്ടബിൾ ആണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ റെയിൽവേ മന്ത്രാലയത്തിനോടാണ് ഇവർ കണക്ക് പറയുക അല്ലേ. റെയിൽവേ മന്ത്രാലയം ആരോട് പറയണം? നമ്മൾ ജനങ്ങളോട് പറയണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതിന്റെ മെറിറ്റ്സ് നോക്കണം കേട്ടോ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, അതായത് പബ്ലിക് സെക്ടേഴ്സിലെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ മെറിറ്റ് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഇങ്ങനത്തെ ഒരു ടൈപ്പ് മാനേജ്മെന്റ് ചെയ്യുന്നതിൽ എന്താണ് ഗുണം നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് കൺട്രോൾ കിട്ടും, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ട്, സ്യൂട്ടബിൾ ഫോമും ആണ് അല്ലേ. അതായത് സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന് പറയുന്നത് ദർ ആർ സബ്ജക്ട് ടു എഫിഷ്യന്റ് കൺട്രോൾ ബൈ ദ പാർലമെന്റ് ഓവർ ദയർ ഓപ്പറേഷൻസ് അല്ലേ. ഒന്നാമത് പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുമ്പോൾ അതായത് പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ് അല്ലേ. അപ്പൊ ഗവൺമെന്റിന് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സൈഡ് നോക്കുമ്പോൾ എന്താണ്? അത് നല്ലതാണ്. കാരണം അവർക്ക് കംപ്ലീറ്റ് കൈ കടത്താം. കംപ്ലീറ്റ് കാര്യങ്ങൾ അവർക്ക് തന്നെ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എല്ലാം ഗവൺമെന്റിന് ഡിസൈഡ് ചെയ്യുക അല്ലേ. പിന്നെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആയിരിക്കും. ദേ ആർ സബ്ജക്ട് ടു ഹയർ ഡിഗ്രി ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ഗവൺമെന്റിന്റെ സാധനം ആയതുകൊണ്ട് തന്നെ ജനങ്ങളോട് അവർക്ക് കടമയുണ്ടായിരിക്കും. ഓക്കെ, ഈ കടമ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും എന്തല്ല മറ്റ് പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ ഒരു പ്രശ്നം എന്താ? അത് ഓൺ ചെയ്യുന്നത് ഓരോ വ്യക്തികളായിരിക്കും. അപ്പൊ അവർ ബിസിനസ് ചെയ്യുന്നത് വ്യക്തികളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, വ്യക്തികളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ആരാണോ ബിസിനസ് നടത്തുന്ന അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? അവർ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ പബ്ലിക് സെക്ടേഴ്സിൽ നടക്കുന്ന ഗവൺമെന്റ് കമ്പനീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസസ് ഒക്കെ ബിസിനസ് ചെയ്യുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കൂടെയാണ്. ഓക്കെ, അതായത് സർവീസ് മോട്ടീവ് കൂടെയാണ് ഇവർ വരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ എന്താണ്? പിന്നെ സോഴ്സ് ഓഫ് റവന്യൂ അല്ലേ. ദേ ആർ സെർവ് ആസ് എ
source of income for the government as the revenue earned by the enterprises goes directly to the treasury. ഇനി ഗവൺമെന്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ് അല്ലെ. ഇപ്പൊ റെയിൽവേ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഇൻകം ഒക്കെ ഗവൺമെന്റിന്റെ ഖജനാവിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ആർക്കാണ് ഉപയോഗപ്പെടുത്തുക? ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും ഗവൺമെന്റ് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പബ്ലിക് സെക്ടറിന് പറ്റിയ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് അല്ലേ, സ്യൂട്ടബിൾ ഫോം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ വേർ എ നാഷണൽ സെക്യൂരിറ്റി ഈസ് കൺസേൺ സിൻസ് ഇറ്റ് ഈസ് അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് സൂപ്പർവിഷൻ ഓഫ് ദ കൺസേൺ മിനിസ്റ്റർ അല്ലേ. പിന്നെ നമ്മളെ നാഷണൽ സെക്യൂരിറ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിലോ ഒരു രീതിയിൽ അവിടെ കള്ളത്തരം നടക്കില്ല. അതായത് നമ്മളെ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷനിലും ഒരു ഇന്ത്യക്കാരനും എതിരായ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റില്ല അല്ലെ. നമ്മളെ രാജ്യത്തിന്റെ സേഫ്റ്റി അവിടെ എന്താണ്, ഭദ്രമാണ് കൈകളിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്യൂട്ടബിൾ ആണ്. ഇനി ഇതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലേ. അതായത് അത്ര ഫ്ലെക്സിബിൾ അല്ല, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്, ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ, റെഡ് ടാപ്പിസം ഉണ്ട്, പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്, ഇൻസെൻസിറ്റീവ് ആണ്. ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഓപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും എന്തുണ്ടാവില്ല, അവരുടേതായ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഗവൺമെന്റ് പറയുന്ന അനുസരിച്ചിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ, അതല്ലേ. പിന്നെ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. Delays in matter where prompt decisions are required as the decision cannot be taken by the employees or head of department independently without the approval of the ministry concerned അല്ലേ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരിക്കുന്ന ആൾ, ഇവർക്ക് ആർക്കും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് അവരുടെ ഉള്ളിൽ തോന്നിയാൽ പോലും അവർക്ക് സ്വന്തമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മിനിസ്റ്ററുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് അല്ല ഡിസിഷൻ മേക്കിങ്ങിൽ. പിന്നെ ലിമിറ്റഡ് സ്കോപ്പ് ആണ് അല്ലേ. ആസ് ദ ബ്യൂറോക്രാറ്റ്സ് ഓവർ കോഷൻ and conservative approval does not allow them to take risky ventures, these enterprises are unable to take advantages of business opportunities. ബിസിനസ് എപ്പോഴാണ് ഗ്രോ ചെയ്യുന്നത്? ബിസിനസ് ഗ്രോ ചെയ്യുന്നത് മക്കളെ റിസ്ക് എടുക്കുമ്പോഴാണ്. പുതിയ മെത്തേഡ്സിലേക്ക് പുതിയ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോഴാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പുതിയ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിസ്ക് എടുക്കുക അല്ലാതെ ബിസിനസ് ഗ്രോ ചെയ്ത് വളർത്തി വലുതാക്കുക എന്നുള്ളതല്ല ഒരു പബ്ലിക് സെക്ടറിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ ബിസിനസിന്റെ ഒന്നും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അവർ പ്രോഫിറ്റ് മോട്ടീവിനേക്കാൾ എന്തായിരിക്കും, സർവീസ് മോട്ടീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അധികാരപരമായിട്ടുള്ള വടംവലികൾ, പിന്നെ പൊളിറ്റിക്കലി ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിൻ്റെതാണ് കമ്പനി. അപ്പോൾ ഗവൺമെന്റ് സ്വിച്ച് ആവുന്നതിനനുസരിച്ച് ഇവിടേക്ക് വരുന്ന ഇതിന്റെ അധികാരം എന്തായിരിക്കും, ഇങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവില്ല, വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല, സ്കോപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ. പിന്നെ റെഡ് ടാപ്പിസ് ഉണ്ട്. റെഡ് ടാപ്പിസ് എന്ന് പറയുന്നത് എന്താണ്? റെഡ് ടേപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗവൺമെന്റ് ഫയൽസ് ഒക്കെ ഒരു റെഡ് ടൈ വെച്ചിട്ടാണ് ഇങ്ങനെ കെട്ടാറ്. ഓക്കെ, അപ്പോൾ പലതും എന്താണ്, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ കോഴിക്കോട് റെയിൽവേയിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പം എൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലായിരിക്കും വരും അല്ലേ. അപ്പോൾ എനിക്കിവിടെ കോഴിക്കോട് റെയിൽവേയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഓരോ പ്രൊസീജിയേഴ്സും ആദ്യം മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് അത് അവരെ ഹയറോട് പറഞ്ഞ് അങ്ങനെ അത് ഡൽഹിയിലേക്ക് എത്തും. ഡൽഹിയിലേക്ക് എത്തി അതിൻ്റെ ഗവൺമെന്റ് നോക്കണം അല്ലേ. അതായത് ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് വേണം ഇനി മറ്റേ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫയലിൽ എന്ത് ചെയ്യും, നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഡിസിഷൻ എന്തായിരിക്കും ആ ഫയലിൽ അങ്ങനെ കിടന്ന് പോകാൻ ചാൻസ് ഉണ്ട്. റെഡ് ടേപ്പീസ് എന്ന് പറയുന്നത് സിൻസ് നോ ആക്ഷൻ ക്യാൻ ബി ടേക്കൻ അൺലെസ് ഇറ്റ് ത്രൂ ദ പ്രോപ്പർ ചാനൽ അല്ലെ. പ്രോപ്പർ ചാനൽ വഴി എല്ലാം പോയതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതോറിറ്റി ദ വർക്കിംഗ് പ്രൊപ്പഗേറ്റ് റെഡ് ടേപ്പിസം ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, റെഡ് ടേപ്പിസം വരാനുള്ള പോസിബിലിറ്റി ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ കൂടുതലാണ്. ക്ലിയർ ആണോ? പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അതിനാണ് അവസാനത്തെ രണ്ടെണ്ണം നോക്കാൻ വേണ്ടി പോവാണ്. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് അല്ലേ. പൊളിറ്റിക്കൽ എന്താ, പൊളിറ്റിക്സ് ഇതിലേക്ക് ഇടപെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എന്താണ്, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടാവും അല്ലേ. അവിടെയും അധികാരപരമായിട്ട് എന്താണ്, ഇപ്പോൾ സ്വജനവാദം ഒക്കെ അങ്ങനത്തെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എൻ്റെ ആൾക്കാർ എൻ്റെ പാർട്ടിക്കാരെ കൂടുതൽ കയറ്റി വിടുക, അല്ലെങ്കിൽ അതുപോലെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഫേവറിസം ചെയ്യുന്ന പരിപാടികളൊക്കെ അല്ലേ. ദർ ഇസ് എ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ത്രൂ ദ മിനിസ്ട്രി. പിന്നെ ഇൻസെൻസിറ്റീവ് ആണല്ലേ. ദീസ് എന്റർപ്രൈസസ് ഡു നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് സർവീസ് ടു കൺസ്യൂമർ ആസ് ദേ ആർ യൂഷ്വലി ഇൻസെൻസിറ്റീവ് ടു ദെയർ നീഡ്സ്.
അതുപോലെ തന്നെ ഇവരെന്തായിരിക്കില്ല, ഇവർ ഭയങ്കര ശുഷ്കാന്തിയോടെ പണിയെടുക്കുന്നവർ ആയിരിക്കില്ല അധികം. കാരണം ഇവരുടെ ഇൻകം കാര്യങ്ങൾ ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്തില്ല ഊർജ്ജസ്വലരായിട്ട് നമ്മളുടെ വർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നവരല്ല അധികം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ, നോക്കി വെക്കണേ. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേറൊരു ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പബ്ലിക് സെക്ടറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടൈപ്പ് ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു സ്പെഷ്യൽ ആക്ട് ആദ്യം പാർലമെൻറ്റിൽ പുറപ്പെടുവിക്കും. ഓക്കെ, നമുക്ക് പാർലമെൻറ്റ് ഉണ്ടെന്ന് അറിയാലോ ഇല്ലേ? MP നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കുന്നില്ലേ, നമ്മൾ ഡൽഹിയിലെയൊക്കെ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കുന്നില്ലേ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പാർലമെന്റിൽ ആദ്യം എന്ത് ചെയ്യും? ഒരു നിയമം പാസ്സാക്കും അല്ലെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കും. ഓക്കെ, ഒരു ആക്ട് പാസ്സാക്കും. ആ ആക്ടിൽ എന്തായിരിക്കും പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെയായിരിക്കും അത് ഉണ്ടായിരിക്കുക. എങ്കിൽ പോലും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും പിടിക്കാനുമായിട്ട് അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ഫണ്ട് നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, മറ്റേത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്ങിന് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പൈസ കൊടുക്കണം. ഇവരങ്ങനെ ട്രഷറിയിൽ നിന്ന് പൈസ ഒന്നും കൊടുക്കണ്ട, ഇവർക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവർക്ക് വേണ്ട സാധനം അവർ തന്നെ ഏൺ ചെയ്തോളും. അതുപോലെ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് സഹായിക്കും, ഇടപെടും. അങ്ങനെ അവർക്ക് ഇന്ന അധികാരമുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങൾ അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ബിസിനസ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, സ്വയം ഭരിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമം പാസ്സാക്കും. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നിലവിൽ വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അതായത് ഒരു പബ്ലിക് കോർപ്പറേഷൻസ് ആയിരിക്കും. എക്സിസ്റ്റൻസ് ബൈ ദ സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെന്റ്. നോക്കി, പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമായിരിക്കും നിലവിൽ വരിക. ദ ആക്ട് ഡിഫൈൻ ഇറ്റ്സ് പവേഴ്സ് അല്ലെ, ആ ആക്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പവേഴ്സ്, എന്തൊക്കെ പവർ ഉണ്ടാവും, അവരുടെ ഫങ്ഷൻസ് എങ്ങനെയാണ്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗവേണിങ് ഇറ്റ്സ് എംപ്ലോയീസിൻ്റെ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ, അവരും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും. മറ്റേത് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് അവരെന്തായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷനിലുള്ളവർ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കും. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്യുക ഡയറക്റ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇവർ പ്രത്യേകം പറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ആക്ട് പ്രകാരമാണ് നിലവിൽ വരിക. അങ്ങനെ ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതായിരിക്കും ഇവരൊക്കെ. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അത് സ്വയം ഭരിക്കാനുള്ള അവകാശം ഉണ്ടാവും. മറ്റേത് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് പോവുക. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഭരണ തീരുമാനങ്ങൾ എടുക്കാം. Okay, it is a corporate body has the capacity of acting its own name is financially independent. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് അവർ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫണ്ട് കാര്യങ്ങൾ അവർ തന്നെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് വഴി തന്നെയാണ് അവരും എന്ത് ചെയ്യുന്നത്, ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. വിത്ത് എ ക്ലിയർ കൺട്രോൾ ഓവർ സ്പെസിഫൈഡ് ഏരിയ ഓർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അല്ലേ. എന്നിരുന്നാലും കംപ്ലീറ്റ് ആയിട്ടല്ല, നമുക്ക് ആ ഒരു ആക്ട് പാസ്സാക്കുന്നുണ്ടല്ലോ, ആ ആക്ടിൽ പറയും അവർക്ക് എന്തൊക്കെ പവേഴ്സ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ വരെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ നിലവിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മക്കളിതാ ഇതൊക്കെ. ഓക്കെ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മളെ പണ്ടത്തെ എയർലൈൻസ് അറിയില്ല നിങ്ങൾക്ക്? നമ്മുടെ ഇന്ത്യൻ എയർ എന്തായിരുന്നു അത്? ഇന്ത്യൻ എയർലൈൻ, അതന്നെ സംഭവം. ഓക്കെ, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് വായിലേക്ക് വരുന്നത്. ഇന്ത്യൻ എയർലൈൻസ് അത് പണ്ട് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിരുന്നു. ഒരു പ്രത്യേക നിയമം പാസ്സാക്കിയിട്ട് നിലവിൽ കൊണ്ടുവന്നതായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അത് നമ്മൾ ടാറ്റയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതെന്താണ്, പ്രൈവറ്റ് സെക്ടറിലാണുള്ളത്. പക്ഷേ പണ്ട് ഇങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ നിയമം പാസ്സാക്കി വന്നതായിരുന്നു. LIC, അതുപോലെ SBI, RBI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അതായത് നമ്മുടെ KSRTC, ONGC, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. ക്ലിയർ? പിന്നെ അതുപോലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതൊക്കെ എന്താണ്?
സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവർക്കൊരു പ്രത്യേക നിയമം പാർലമെന്റിൽ പാസ്സാക്കിയ പ്രകാരമായിരിക്കും വരുന്നുണ്ടാവുക. ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കണേ, വെറുതെ നോക്കിയിരിക്കരുത്, എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ക്ലിയർ ചെയ്താ? എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഗവേൺ ബൈ ആക്ട് ആയിരിക്കും അല്ലെ, അതായത് ആക്ട് പ്രകാരമായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവുക. Set up under an act of parliament and are governed by the provision of the act which define the objective powers and privileges of the statutory corporation. അല്ലെ, അതായത് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതായത് പവേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ്, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ ഓൺഡ് ബൈ ഗവൺമെന്റ് തന്നെയാണ്. ഇത് ഹോൾലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് തന്നെയാണ് ഓണർ വരുന്നത്, പക്ഷെ മാനേജ്മെന്റിൽ ഗവൺമെന്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഗവൺമെന്റിന്റെ തന്നെയാണ്. പിന്നെ എന്താണ്? ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും അല്ലേ. നിങ്ങളിത് അപ്പോൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടേ ഉള്ളൂ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ നമ്മളൊരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ SBI എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ത് ചെയ്യാം, ബിസിനസ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാം, അസെറ്റ് മേടിക്കാം, ഇങ്ങനത്തെ കുറെ കേസ് കൊടുക്കാം, കേസ് കിട്ടാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ക്ലിയർ? അതായത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഇസ് ദ ബോഡി ഓഫ് കോർപ്പറേറ്റ് ക്യാൻ ബി സ്യൂഡ് either into contract and acquire property in its own name അല്ലേ. അവർക്ക് എന്തൊക്കെ ചെയ്യാം? സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാനും അതുപോലെ കേസ് കിട്ടാനും കേസ് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉള്ള ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ, ഇൻഡിപെൻഡന്റ് ഫൈനാൻഷ്യലി അല്ലേ. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? ബോറോയിങ്സ് ഗവൺമെന്റിന്റെ അടുത്തുനിന്നും പബ്ലിക് സെക്ടേഴ്സിന്റെ അടുത്തുനിന്നും വാങ്ങിക്കും. LICന്റെ ഷെയർസ് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഷെയറൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഓപ്ഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരെന്ത് ചെയ്യും? വാങ്ങിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യും. പിന്നെ അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി അല്ലേ. നോ സബ്ജക്ട് ടു ദ സെയിം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആപ്ലിക്കബിൾ ടു ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് വരുന്ന ടൈപ്പ് ഓഡിറ്റിംഗ് അല്ല വരിക, ഇവിടെ സെപ്പറേറ്റ് വേറെ തന്നെ ഓഡിറ്റിംഗ് ആയിരിക്കും വരിക. മറ്റേത് നമ്മൾ ഗവൺമെന്റിന് ഏത് ടൈപ്പ് ആയാലും, അതായത് ഗവൺമെന്റിൻ്റെ എങ്ങനെയാണ് ഓഡിറ്റിംഗ് വരിക, അതേ ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ള ഓഡിറ്റിംഗ് ആയിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് വരിക. പക്ഷെ ഇവർക്ക് സെപ്പറേറ്റ് തന്നെയായിരിക്കും ഓഡിറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സെൽഫ് ഗവേണൻസ് ഓഫ് എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവർ തന്നെയായിരിക്കും അല്ലേ. ദ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ദീസ് എന്റർപ്രൈസസ് ആർ ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഇറ്റ് സെൽഫ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ആക്ടിൽ എന്ത് പറയുന്നുണ്ടാവും? ഈ ഗവൺമെന്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ പറയുന്നുണ്ടാവും. അവരെങ്ങനെയാണ്, ഗവൺമെന്റ് എംപ്ലോയീസ് ആണോ അല്ലയോ, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആര് തന്നെയായിരിക്കും? ഈ ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ മെറിറ്റ്സിലേക്ക് നോക്കിയാലോ. ഓക്കെ, മെറിറ്റ്സിലേക്ക് പോവാം. എടാ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ക്ലിയർ ആണല്ലോ അല്ലേ? എടാ, അവിടെ കാര്യമായിട്ട് ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിലും കാര്യമായിട്ട് എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും ഇതൊരു അവസരമായി കണ്ടിട്ട് ആരൊക്കെയോ തമ്മിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കണ്ടത്. എടാ, നല്ലതാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊന്നും മോശമാണെന്ന് പറയുന്നില്ല, മനസ്സിലാവും. പക്ഷെ കുറച്ച് നിങ്ങൾ അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളും കൂടെ കേൾക്കാതെ വിട്ടു പോവരുത്. ക്ലിയർ? സെറ്റ്. ഷിഫേനെ ആരോ എന്തോ പറയുന്നുണ്ട്. ഷിഫ, അവരങ്ങനെ പലതും പറയും, നീ അത് നോക്കി നിന്ന് സമയം കളഞ്ഞാൽ നിനക്കാണ് ക്രിസ്മസ് എക്സാമിന് മാർക്ക് പോവുക. ക്ലിയർ അല്ലേ? അതെ, എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. എനിക്കത് കമൻറ്റ് ബോക്സിൽ നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. നിങ്ങളൊക്കെ മരിച്ച് പഠിക്കുകയാണെന്നുള്ളത്. ക്ലിയർ? ഇനി നമ്മൾ അതിൻ്റെ മെറിറ്റ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കുറച്ച് ലാഭങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫ്രീ ഫ്രം അൺഡിസൈറബിൾ ഗവൺമെന്റ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ് അല്ലേ. ഗവൺമെന്റ് കൺട്രോളിൽ നിന്ന് എന്താണ്? കുറച്ചുകൂടെ ഫ്രീ ആണ് അല്ലേ. ഫ്രീ ആണ് ഗവൺമെന്റ് കൺട്രോൾ. എൻജോയ് ഇൻഡിപെൻഡൻസ് ഇൻ ദ ഫംഗ്ഷനിങ് അല്ലേ. എന്താണ് ഫംഗ്ഷനിങ്? എങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി. പിന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലേ. ഗവൺമെന്റ് ജനറലി ഡസ് നോട്ട് ഇന്റർഫിയർ ഇൻ ദ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ഗവൺമെന്റ് എന്ത് ചെയ്യാറില്ല? ഇന്റർഫിയർ ചെയ്യാറില്ല. ഫണ്ട്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ഡു നോട്ട് കം ഫ്രം ദ സെൻട്രൽ ബഡ്ജറ്റ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെൻട്രൽ ബഡ്ജറ്റ് വഴിയല്ല ഫണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫണ്ട് തിരിച്ച് നമ്മൾ ട്രഷറിലേക്ക് കൊടുക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് എൻറ്റിറ്റി ആണ് അല്ലേ. ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ്, ഫ്രെയിംസ് ദെയർ ഓൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? അതായത് അവർക്ക് അസൈൻഡ് ബൈ ദം ഇൻ ദ ആക്ട് അല്ലേ, ആ അവരുടെ ആക്റ്റിൽ സ്റ്റാറ്റ്യൂട്ടറി ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവർക്ക് എന്ത് ചെയ്യാം, പോളിസീസോ കാര്യങ്ങളോ അതിൽ പറഞ്ഞിരിക്കുന്ന പവേഴ്സ് വെച്ചിട്ട് അവർക്ക് പോളിസി കാര്യങ്ങൾ ഫോം ചെയ്യാം. പിന്നെ ഫെസിലിറ്റേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് സെർവ്സ് ആസ് എ വാല്യുബിൾ ഇൻസ്ട്രുമെന്റ് ഫോർ ദ എക്കണോമിക് ഡെവലപ്മെന്റ്. അതുകൊണ്ട് ഇക്കണോമിക് ഡെവലപ്മെന്റിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കൈകടത്തലുകൾ വരും, അവർ വെറുതെ വിടുവൊന്നുമില്ല ഗവൺമെന്റ്. ഇൻ റിയാലിറ്റി all actions ആണ്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. all actions as statutory corporations are subject to the many rules and regulation, does not enjoy as much operational flexibility. നമ്മൾ പറയുമെങ്കിലും അതിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി ഒന്നും അവർക്ക് കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് വരും. കാരണം എന്താണ്, ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത്. ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഹാസ് ഓൾവേസ് ബീൻ ദർ ഇൻ ദ മേജർ ഡിസിഷൻ ഓർ വേർ ഹ്യൂജ് ഫണ്ട്സ് ആർ ഇൻവോൾവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ പ്രൊജക്റ്റിലോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഇടപെടും. ഓക്കെ, ഗവൺമെൻറ്റേതായിട്ടുള്ള ചില രീതിയിലുള്ള ചിലപ്പോൾ അഴിമതികൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഓക്കെ, പിന്നെ കറപ്ഷനുള്ള ചാൻസ് ഉണ്ട്. റാമ്പന്റ് കറപ്ഷൻ എക്സിസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ കറപ്ഷൻ ഉള്ള സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞ അഴിമതിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. വലിയ ഫണ്ട് കാര്യങ്ങളൊക്കെ വന്നുള്ള പരിപാടിയാകുമ്പോൾ അവിടെ എന്താകാം, കറപ്ഷനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിലൈഡ് ഡിസിഷൻ മേക്കിംഗ്. Then the government has a practice of appointing advisor to the corporate board. This curbs the freedom. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന പറയും, ഇവർക്കൊരു ചീഫിനെ പലപ്പോഴും വെക്കും. ഇവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരാളുണ്ടാവും. അപ്പോൾ ഇവർക്കൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ആദ്യം ആ ചീഫിനോടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ അത് പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്, അതിൻ്റെ നെഗറ്റീവ് സൈഡാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ എന്താണ് നെഗറ്റീവും പോസിറ്റീവും പഠിച്ചു. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പഠിച്ചു, ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് മൂന്നാമത്തെ ടൈപ്പ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ വരുന്നതാണ്. അതെന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനിയാണ്. ഓക്കെ, ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വരുന്ന കമ്പനി. നമ്മുടെ KCB ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ KCB അല്ല, കേരളത്തിൻ്റെ, ഇന്ത്യയിൽ തന്നെയാണ് കേരളത്തിൻ്റെ KCB എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് 2011 എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് ഗവൺമെന്റ് കമ്പനി ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ അത്രയും കാലം അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു അതിന്റെ മാനേജ്മെന്റ് വന്നത്. ഇനി ഗവൺമെന്റ് കമ്പനി ആക്കുമ്പോൾ ഗവൺമെന്റ് കമ്പനീസ് ആക്ട് 1956 പ്രകാരം അത് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിനുശേഷം അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പണ്ട് അതിൽ KCBയിൽ ഉണ്ടായിരുന്ന ചീഫായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ അതൊരു കമ്പനിയാണ്, ഒരു ലിമിറ്റഡ് ഷെയർ കമ്പനിയാണ്, ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഷെയർ ലിമിറ്റഡ് ആണ്. ഓക്കെ, എല്ലാവർക്കും അതിലങ്ങ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ അത് എന്താകാം, ഒന്നെങ്കിൽ പബ്ലിക് കമ്പനി ആകാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആകാം. പ്രൈവറ്റ് കമ്പനി ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഷെയർസ് ആര് ചെയ്യുന്നുണ്ടാവില്ല. ഷെയർസിൽ ഒരുപാട് അൺലിമിറ്റഡ് ആയിരിക്കില്ല, ഷെയർസ് ലിമിറ്റഡ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ കമ്പനി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. പബ്ലിക് കമ്പനി ഫോം ചെയ്യാൻ നമുക്ക് എന്ത് വേണം, മിനിമം 7 പേര് വേണം. മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അത് എത്ര പേർക്ക് വേണമെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അവർക്കൊരു പ്രോസ്പെക്ടസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷെയർസ് മിനിമം എത്രയായിരിക്കും, 2 പേരും, മാക്സിമം 200 വരെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 200 തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 200 വരെയായിരിക്കും ഉണ്ടാവുക. അതായത് അതിൻ്റെ ഷെയർസ് ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് പ്രൈവറ്റ് എന്ന് പറയുന്നത്, അല്ലാതെ പ്രൈവറ്റ് സെക്ടർ എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ KCB എന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനിയാണ് പബ്ലിക് സെക്ടറിൻ്റെ അണ്ടറിലുള്ള. ക്ലിയർ അല്ലേ?
ക്ലിയർ ആണോ? അപ്പോൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, the government company means any company in which not less than 51% of the paid up capital is held by the central government or by any state government or partially by central government and partially by one or more state governments. ക്ലിയർ അല്ലേ? അതായത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനിയുടെ മിനിമം 59% ഷെയർസ് എങ്കിലും ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഒന്നെങ്കിൽ സെൻട്രലോ സ്റ്റേറ്റ് ഗവൺമെന്റ് പകുതി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റും ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സും ചേർന്നിട്ട് മിനിമം 51% ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ കമ്പനീനെ നമ്മൾ എന്തെന്ന് പറയും? ഗവൺമെന്റ് കമ്പനി എന്ന് പറയും. ക്ലിയർ അല്ലേ? Established under the Companies Act 2013, registered and governed by the provision of the Companies Act ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ ഫീച്ചേഴ്സ് നോക്കണം. എന്തായിരിക്കും? അവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെയും ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗവൺമെന്റ് കമ്പനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. എന്ത് പ്രകാരം? കമ്പനീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും, മെയിൻ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കും, ഫിനാൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെങ്ങനെയാ വെച്ചാൽ രജിസ്ട്രേഷൻ നോക്കി കഴിഞ്ഞാൽ ക്രിയേറ്റഡ് അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരമായിരിക്കും രജിസ്ട്രേഷൻ വരും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് ഫയൽ എ സ്യൂട്ട് ഇൻ എ കോർട്ട് ഓഫ് ലോ അഗെയിൻസ്റ്റ് എനി തേർഡ് പാർട്ടി ആൻഡ് ബി സ്യൂഡ് അല്ലേ? അതുകൊണ്ട് അവർക്ക് ആർക്കെതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാനും പറ്റും. കാരണം ലീഗലി അതൊരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ KCBക്ക് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. അതുപോലെ KCBക്ക് എതിരെയും കേസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്തായിരിക്കും? KCBക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാം, വിൽക്കാം, ഒക്കെ ചെയ്യാം. ക്ലിയർ അല്ലേ? The company can enter into contract, acquire property in its own name. ഓക്കെ, പക്ഷെ നമ്മുടെ ഇതിന് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിൽ നോക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് വരിക. ഓക്കെ, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് വരിക. റെയിൽവേന്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് വരിക. നമ്മൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കണ പോലെയാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മെയിൻ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? കമ്പനി ആയതുകൊണ്ട് അവിടെ എന്തുണ്ടായിരിക്കും? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ പറയുന്ന ഒരു മെയിൻ ഡോക്യുമെന്റും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്റേണൽ മാനേജ്മെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എങ്ങനെയാണ് അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡയറക്ടേഴ്സിന് എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക, അപ്പോയിന്റ് ചെയ്യുക, കംപ്ലീറ്റ് കാര്യങ്ങൾ അല്ലേ? ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ആർ അപ്പോയിന്റഡ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആസ് കണ്ടെയ്ൻഡ് ഇൻ ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ ഇതിലേക്കുള്ള എംപ്ലോയീസിന് നമ്മൾ ഗവൺമെന്റ് കമ്പനിയിലേക്കുള്ള എംപ്ലോയീസിനെ എങ്ങനെ തെരഞ്ഞെടുക്കുക? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരമായിരിക്കും അവിടേക്കുള്ള എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. ഇനി അതിൻ്റെ എന്ത് ചെയ്യണം? മെറിറ്റ്സ് നോക്കണം അല്ലേ? രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ്. അതായത് ഗവൺമെന്റ് കമ്പനി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫുൾഫില്ലിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അല്ലേ? അവർക്ക് എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലാതെ സെപ്പറേറ്റ് പാർലമെന്റിൽ ആക്ട് ഒന്നും പാസ് ചെയ്യണ്ട. പിന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, ഹാസ് ദ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അപ്പാർട്ട് ഫ്രം ദ ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്നും സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള ഒരു അധികാരം അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ വരുന്നത് ഓപ്പറേഷണൽ ഓട്ടോണമി ഉണ്ട്. ഇതെന്താണ്? ഇറ്റ് എൻജോയ്സ് ഓൾ ഓട്ടോണമി ഇൻ മാനേജ്മെന്റ് അല്ലേ? അതായത് ഡിസിഷൻസ് ആൻഡ് ടേക്സ് ആക്ഷൻ അക്കോർഡിംഗ് ടു ദ ബിസിനസ് പ്രൊവിഡൻസ്. അതായത് കമ്പനി ആക്ട് പ്രകാരം കമ്പനികൾ എങ്ങനെയാണോ കാര്യങ്ങൾ നോക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് പ്രൊമോട്ട് ഹെൽത്തി ബിസിനസ് പ്രാക്ടീസസ് ആണ്. ദീസ് കമ്പനീസ് ബൈ പ്രൊവൈഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസ് ആർ ഏബിൾ ടു കൺട്രോൾ ദ മാർക്കറ്റ് ആൻഡ് കർബ് ഓൺ ഹെൽത്തി ബിസിനസ് പ്രാക്ടീസ്. ഇത് ഗവൺമെന്റിന്റെ കമ്പനിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന എല്ലാത്തിനും പ്രോഫിറ്റ് മോട്ടീവ് എന്നതിനേക്കാൾ കൂടുതൽ സർവീസ് മോട്ടീവ് എന്നുള്ളൊരു ഇന്റൻഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പബ്ലിക് കമ്പനികൾ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ റീസണബിൾ ആയിട്ട് ഏറ്റവും ലാഭത്തിൽ ജനങ്ങളിൽ എത്തിക്കണം, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് വിചാരിക്കും. അപ്പോൾ റീസണബിൾ പ്രൈസിൽ എന്തായിരിക്കും അവർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അത് ഇതിൻ്റെ ഒരു ഗുണമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതും എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ലിമിറ്റഡ് ആണ് ഫ്രീഡം.
ഇപ്പോൾ നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിച്ചാൽ മതി, മെമ്മോറാണ്ടത്തിലും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും പറഞ്ഞ മാതിരി ഭരണം നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞാലും എന്നൊക്കെയാണ് വെപ്പെങ്കിലും ഇത് ഓൺ ചെയ്യുന്നത് ആരെന്നെയാണ്? 51% എന്ന് പറയുമ്പോൾ എന്താണ്? പകുതിയിൽ കൂടുതൽ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ഗവൺമെന്റിന്റെ കയ്യിലാണ്. അപ്പൊ പകുതിയിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാവുക. ബാക്കി ചിലപ്പോൾ 41% ഒക്കെ ചിലപ്പോൾ ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റിന്റെ കയ്യിലാണെങ്കിൽ പോലും, ഓരോ ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണെങ്കിൽ പോലും 51 ഉള്ളത് ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഓക്കെ, ചില കമ്പനികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 100% ഗവൺമെന്റ് തന്നെയാണ് ഓൺ ചെയ്യുന്നത്. KCB അതിനൊരു ഉദാഹരണമാണ്. KCBന്റെ 100% ഓൺ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ? അതായത് സിൻസ് ദ ഗവൺമെന്റ് ഇസ് ദ ഓൺലി ഷെയർ ഹോൾഡർ ഇൻ സം ഓഫ് ദ കമ്പനീസ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് കമ്പനീസ് ആക്ട് ഡസ് നോട്ട് ഹാവ് മച്ച് റെലവൻസ് അല്ലേ. അതായത് നമ്മൾ ചില കമ്പനിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 100% ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് കമ്പനീസ് ആക്ട് പ്രകാരം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെന്റ് തന്നെ ആയിരിക്കും ചെയ്യുക. പിന്നെ എവേഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇറ്റ് എവേഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി വിച്ച് എ കമ്പനി ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഷുഡ് ഹാവ്. ഇറ്റ് ഈസ് നോട്ട് aware directly to the parliament, answerable directly to the parliament ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ചില സമയത്ത് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വരും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി കാര്യങ്ങൾ അവർക്ക് കാണിക്കേണ്ടി വരും. ആൻസറബിൾ ആയിരിക്കും അവർ പാർലമെന്റിൽ. ക്ലിയർ? സെറ്റ്? ഇനി അവസാനത്തെ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ദ ഗവൺമെന്റ് ബീങ് എ സോൾ ഷെയർ ഹോൾഡർ, ദ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റെസ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് ആണ് അതിന്റെ സോൾ ഷെയർ ഹോൾഡർ എന്ന് വിചാരിക്കുക. 100% ഷെയർസും ഗവൺമെന്റിന്റെ ആണെങ്കിൽ കംപ്ലീറ്റ് കൺട്രോളും ഗവൺമെന്റിന്റെ തന്നെയായിരിക്കും. അത് ഇതിന്റെ എന്താണ്? ലിമിറ്റേഷൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസ്, ഇന്റർനാഷണൽ കമ്പനീസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിച്ചാലോ? ഗ്ലോബൽ എൻ്റർപ്രൈസസ് പഠിച്ചാലോ? ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ കുറിച്ച് റെഡി അല്ലേ? ഉള്ളവരൊക്കെ റെഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫയർ ഇമോജി ഇട്ടോ. അല്ലാത്തവരൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടേതായ രീതിയിൽ സംസാരിച്ചിരുന്നോളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ നോക്കാം, ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയ കമ്പനികളാണ് അല്ലെ, ഭീമന്മാരാണ് അവരെന്ന് പറയുന്നത്. ഗ്ലോബൽ എന്റർപ്രൈസസ് ആർ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ. അവരെന്താണ്? ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് എക്സ്റ്റെൻഡഡ് ദെയർ ഇൻഡസ്ട്രിയൽ ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ. അവരെന്ത് ചെയ്തു? അവരുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ എക്സ്റ്റെൻഡഡ് എന്ത് ചെയ്തു? നീട്ടി അല്ലേ. എങ്ങോട്ട്? ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ദെയർ ബ്രാഞ്ചസ് ഇൻ സെവറൽ കൺട്രീസ് അല്ലേ. അതായത് അവരുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓപ്പറേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ഒരു നെറ്റ്വർക്ക് പോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് ആണ് ആര്? മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. Their branches are also called majority owned foreign affiliates, MOFA. ഇതൊന്ന് നോക്കി വെച്ചോ, എക്സാമിന് MOFA എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ഷെയർസിന് നമ്മൾ എന്തായിരിക്കും പറയുക? ദ മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ് എന്നാണ് അവരുടെ ഷെയർസിനെ നമ്മൾ പറയാം. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ഇവിടെ നെസ്ലെ കമ്പനി വന്നു എന്ന് വിചാരിക്കും. നെസ്ലെയൊക്കെ എന്താണ്? നെസ്ലെ ഒക്കെ മൈക്രോസോഫ്റ്റ്, നെസ്ലെ, കൊക്കോകോല, ആമസോൺ, ഇതൊക്കെ എന്താണ്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇവരൊക്കെ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഷെയർസിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. പക്ഷേ മെജോറിറ്റി ഓഫ് ഷെയർസ് എന്തായിരിക്കും? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. അതായത് ഏതാണോ അതിൻ്റെ മദർ കമ്പനി, പാരന്റ് കമ്പനി, എവിടെയാണോ അത് ഒറിജിൻ വരുന്നത് അവർക്കായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം. ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോറിനേഴ്സ് ചാമ്പി എന്ന് ഓർത്താൽ മതി. ക്ലിയർ? കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒന്നാണ്.
അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ഫോറിൻ കൊളാബറേഷൻ ഉണ്ടായിരിക്കും, അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ഉണ്ടായിരിക്കും, മാർക്കറ്റ് സ്ട്രാറ്റജീസ്, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി, സെൻട്രലൈസ്ഡ് കൺട്രോൾ ഒക്കെയാണ്. ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് വേണം അല്ലേ. ദേ ആർ ഏബിൾ ടോപ്പ് അപ്പ് funds from the various sources. They may issue equity shares, debentures or bonds to the public. Because of their financial strength, they are able to survive under the circumstances അല്ലേ, able to survive under all circumstances. ഇവരെന്ത് ചെയ്യാറുണ്ട്, ഇവർ പല റിസോഴ്സിൽ നിന്നും ഫണ്ട് ജനറേറ്റ് ചെയ്യും. കാരണം വലിയ രീതിയിൽ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ ലൈക്ക് ഓപ്പറേഷൻസ് ആണെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനൊക്കെ ആണെങ്കിലും ഫണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ് റൺ ചെയ്യാൻ ഫണ്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്തായിരിക്കും, പബ്ലിക് കമ്പനീസ് ആയിരിക്കും അല്ലേ. ഇങ്ങനെ ഫണ്ട് ഷെയർസ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും മാർക്കറ്റിൽ, ജനറൽ പബ്ലിക്കിന് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് ഉണ്ടായിരിക്കും, ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇന്ത്യയായിട്ട് കൊളാബറേഷൻ ഉണ്ടാവും അല്ലേ. ഗ്ലോബൽ എന്റർപ്രൈസസ് യൂഷ്വലി എൻ്റർ ഇൻ ടു എഗ്രിമെന്റ്സ് വിത്ത് ദ ഇന്ത്യൻ കമ്പനീസ് pertaining to the sale of technology, production of goods, use of brand names for their products അല്ലേ. നമ്മൾ ഔട്ട്സോഴ്സിങ്, പിന്നെ അതുപോലെ തന്നെ ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാച്ചിലുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാരുതി സുസുക്കി, അതുപോലെ തന്നെ കൊക്കക്കോല, പെപ്സി, KFC, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഡോമിനോസ് പിസ്സ, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എന്താണ്, അവർ മറ്റ് രാജ്യത്തെ കമ്പനികളാണ്. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് എന്താ, ഇന്ത്യൻ കമ്പനികളൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ട്, അതായത് ഇപ്പോൾ KFCൻ്റെ സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാം, ട്രേഡ് സീക്രട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊളാബറേഷന് പുറത്തായിരിക്കും അവർ വേറെ രാജ്യങ്ങളിൽ വരുന്നുണ്ടാവുക. ക്ലിയർ അല്ല? അതായത് അവരുടെ ടെക്നോളജി യൂസ് ചെയ്യാം, പിന്നെ പ്രൊഡക്ഷൻ ലൈക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ബ്രാൻഡ് നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാം, ഫൈനൽ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ വരുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പക്ഷെ ഇങ്ങനെ ഉള്ളത് കൊണ്ടുള്ള പ്രശ്നം എന്താ പറയുക, ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഈ ഇന്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഗ്ലോബൽ എന്റർപ്രൈസസ് കൊണ്ടുള്ള ഏറ്റവും ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ മോണോപോളി ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിരിക്കും. ദീസ് എന്റർപ്രൈസസ് possess technological superiorities in their methods of production അല്ലേ. ഇവർ ഇത് അധികം എവിടെയാണ് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിലേക്കായിരിക്കും അവർ അധികവും വരിക. ഇപ്പോൾ അമേരിക്ക പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അധികം ഇന്ത്യ പോലെ ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും അധികം ബിസിനസ് ചെയ്യാൻ വേണ്ടി ഫോറിൻ കൊളാബറേഷൻ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ആരാണ് എന്നെ ഇവിടെ അളന്ന് കളിക്കുന്നത്? ആരാ എൻ്റെ ഹൈറ്റൊക്കെ പറയുന്നത്? 6 അടി ഒന്നുമില്ല. ഞാൻ എന്താ ഇത് 6 അടി എന്ന് പറയുമ്പോൾ ഏത് സാർ എന്നെ 6 അടി ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ 6 അടിയോ? നിങ്ങൾ എനിക്കിട്ട് വെച്ചതാണല്ലേ. നിങ്ങൾ അവിടെ ഇരുന്ന് ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ സംസാര വിഷയങ്ങൾ. എന്തോരുണ്ട് എന്താണ് കോണ്ടന്റ് ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നില്ലായിട്ടാണ് ഇതൊക്കെ എടുത്ത് സംസാരിക്കണേ. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമോ? കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുമോ? ഓക്കെ, സെറ്റ്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ അതുകൊണ്ട് തന്നെ ഡെവലപ്ഡ് നേഷൻസിലുള്ള ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻസ് ടെക്നോളജി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിലേക്കൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ഉണ്ടാവും. MNC ഹാവ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എൻഗേജ്ഡ് ഇൻ ദ ടാസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സുപ്പീരിയർ ഡിസൈൻസ് അല്ലേ. അതായത് ഇവർക്ക് എന്തായിരിക്കും, വലിയ വലിയ രീതിയിലുള്ള റിസർച്ച് ഡെവലപ്മെന്റ് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, വലിയ വലിയ റിസർച്ച് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും എപ്പോഴും ഇന്നോവേറ്റ്. കാരണം അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ ലെവലിലെ മാർക്കറ്റാണ്. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് എപ്പോഴും നമ്മൾ നേരത്തെ പഠിച്ചു മാർക്കറ്റ് ഇന്നോവേഷൻ, മാർക്കറ്റ് സ്റ്റാൻഡിംഗ് എന്നൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചു. അതെന്തുകൊണ്ടാണ്? എപ്പോഴും ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ബിസിനസ് ആകുമ്പോൾ അത്രയും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അത്രയും മാർക്കറ്റിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, മാർക്കറ്റ് സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ഡിമാൻഡ് ഉണ്ടായിരിക്കണം അവരുടെ പ്രൊഡക്റ്റിന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അവരെപ്പോഴും വലിയ രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ് കാര്യങ്ങൾ നടത്തും. പിന്നെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വലുതായിരിക്കും അവരുടെ. ദേ യൂസ് അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ടു
in order to increase their sale in the short period, they possess a more reliable and up-to-date market information system. അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ KFC ചെന്നാൽ പറയില്ല, ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ചിക്കൻ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. പിന്നെ ചില സിനിമകളൊക്കെ ഉണ്ടാവും, 99 റുപ്പീസിന് ഇന്ന് തിയേറ്ററിൽ ഈ ടിക്കറ്റിന് ഇത്രേ പ്രൈസ് വരുള്ളൂ. പിന്നെ അതുപോലെ KFCൻ്റെ വേറെ ഒന്നുണ്ടായിരുന്നു, അരമണിക്കൂറിൽ കൂടുതൽ ഓർഡർ ചെയ്തിട്ടും ഫുഡ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ഇതൊക്കെ എന്താണ്? അവരുടെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ MNC കമ്പനീസ് എപ്പോഴും ഇതുപോലത്തെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുക. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി, ഇവരുടെ മാർക്കറ്റ് ടെറിട്ടറി എന്തായിരിക്കും? ഭയങ്കര എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ദെയർ ഓപ്പറേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ഫിസിക്കൽ ബൗണ്ടറീസ് ഓഫ് ദെയർ ഓൺ കൺട്രി അല്ലേ? അതായത് സ്വന്തം കൺട്രിയിൽ നിന്ന് മറ്റുള്ള കൺട്രികളിലെ മാർക്കറ്റിലേക്കൊക്കെ ഇവർക്ക് എന്തായിരിക്കും? ആക്സസ് ഉണ്ടായിരിക്കും. കാരണം അവിടെയൊക്കെ അവർക്ക് കമ്പനി ഉണ്ട്. അവരുടെ ടെറിട്ടറി എന്തായിരിക്കും? ഒരു ഇന്റർനാഷണൽ ലെവലിലായിരിക്കും അല്ലേ? സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ എവിടെയൊക്കെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഡിസിഷൻ മേക്കിംഗ്, അവരുടെ കൺട്രോൾ എങ്ങനെയായിരിക്കും? സെൻട്രലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അതായത് അവർ എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് ആരെന്നെയായിരിക്കും? എവിടെയാണോ അതിൻ്റെ പാരൻറ്റ് കമ്പനി, എവിടെയാണോ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഹെഡ് ഓഫീസ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുക. അല്ലാതെ ഓരോ രാജ്യത്തിലെയും KFC അവരവർക്ക് തോന്നിയ പോലെ ഡിസിഷൻസ് എല്ലാം എടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? KFCക്കൊക്കെ എന്തായിരിക്കും? ഒരു യൂണിറ്റി ഉണ്ടായിരിക്കും. അവരുടെ ഡ്രസ് കോഡ്, അവരുടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പോൾ സ്റ്റാർബക്സിൻ്റെ പോയാലും ലോഗോയും അത് ഏകദേശം കാണാനൊക്കെ സെയിം ആയിരിക്കും അല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ അവർക്ക് തോന്നിയ രീതിയിൽ അവർ ഇൻറ്റീരിയർ കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ? കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയി പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും, കൺട്രോൾ സിസ്റ്റം ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെയാണെന്നുള്ളത്? അതായത് ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് ഉണ്ടാവും, ഫോറിൻ കൊളാബറേഷൻ ഉണ്ടാവും, അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ഉണ്ടാവും, മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്തായിരിക്കും? അഗ്രസീവ് ആയിരിക്കും, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറീസ് ആയിരിക്കും അല്ലേ? ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും, സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും, ഡിസിഷൻ മേക്കിംഗ് പവർ എവിടെയായിരിക്കും? അതിൻ്റെ ഹെഡ് ഓഫീസിൽ തന്നെയായിരിക്കും. ഇനിയാണ് നമ്മുടെ ബിസിനസ്സിലെ അവസാനത്തെ ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP. ഇതിവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതായത് PPP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഗവൺമെൻറ്, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ PPP എന്ന് പറയാം. ഓക്കെ, ഉദാഹരണത്തിന് ഇത് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ലേബേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സ്, അങ്ങനത്തെ പല പരിപാടികളും ഓപ്പറേഷൻ, അതായത് പ്രൊഡക്ഷൻ ടെക്നോളജീസ്, മെത്തേഡ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പബ്ലിക് സെക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. മെയിനായിട്ട് ഈ PPP കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലാണ്. ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി, നാഷണൽ ഹൈവേ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ പണി, പാലത്തിൻ്റെ പണികൾ വരുമ്പോൾ ഇപ്പം മെയിനായിട്ട് നമ്മുടെ TVM അല്ലേ, ട്രിവാൻഡ്രത്ത് എന്ത് വന്നു? വിഴിഞ്ഞം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ബോട്ട് വന്നല്ലേ? അത് ഉണ്ടാക്കിയതാരാണ്? അദാനി ഗ്രൂപ്പും ഗവൺമെൻറ്റും ചേർന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് ആണ് ഫണ്ട് കൊടുത്തത്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ഒരു പ്രൊജക്റ്റ്, ഒരു ഫൈനൽ ഗുഡ്സ് ആക്കി മാറ്റിയത് ആരായാലും, ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റിയത് ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാക്കി മാറ്റിയത് ആരാണ്? അദാനി എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിൽ, പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഒരു ബിസിനസ്സുകാരനാണ് അല്ലേ? അപ്പോൾ PPP is therefore defined as the relationship between public and private entities in the context of infrastructure and other service. Okay, clear alle? Under the PPP model, public sector plays an important role and ensure that the social obligations are fulfilled and sectors reform and public investments are successfully met അല്ലേ? അതായത് ഇതിൽ മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് അല്ലേ, ഗവൺമെൻറ് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ രാജ്യത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക, ഇതിനൊക്കെ എന്ത് ചെയ്യുക? പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കാം. ഓക്കെ, ഇത് ഫിനാൻസ് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അതിൻ്റെ മേക്കിംഗ് ഒക്കെ ആരായിരിക്കും? പ്രൊഡക്ഷൻ റിലേറ്റഡ് ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആരായിരിക്കും? കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ചെയ്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും. ഓണർഷിപ്പ് എന്തായിരിക്കും? ഗവൺമെൻറ്റിന് തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പ്രോജക്റ്റ് പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, അവർ കംപ്ലീറ്റ് പണി തീർത്തിട്ട് അവരെന്ത് ചെയ്യുന്നു?
നമുക്ക് തിരിച്ച് അതിങ്ങോട്ടേക്ക് തന്നെ തരും. ഓക്കെ, ഗവൺമെൻറ്റിന് തന്നെ അതിന് കംപ്ലീറ്റ് ഓണർഷിപ്പ് കൊടുക്കും. പിന്നെ ചില കേസുകളിൽ എന്തായിരിക്കും, ഇവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസുകളിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, അവർക്ക് കുറച്ച് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ടോളൊക്കെ പിരിക്കുന്ന കണ്ടില്ലേ. ഇപ്പോൾ ചില ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയത് പ്രൈവറ്റ് കമ്പനികളായിരിക്കും. ഓക്കെ, ഗവൺമെൻറ് പറഞ്ഞിട്ടായിരിക്കും അവർ ഉണ്ടാക്കിയത്. പക്ഷെ അതിനുശേഷം അവർക്ക് എന്ത് കൊടുക്കും, ടോൾ പിരിക്കാനുള്ള അവകാശമൊക്കെ കൊടുക്കും ചില സമയത്ത്. ചില കേസുകളിൽ അങ്ങനെ നടക്കും. എല്ലാ PPPയിലും അത് വരണം എന്നില്ല കേട്ടോ, ചില കേസിൽ. അപ്പോൾ PPP അറിയാലോ, PPPൻ്റെ എക്സാമ്പിളും കൂടെ നോക്കി വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സിമ്പിൾ ചാപ്റ്ററാണ്, കഴിഞ്ഞു, കുഞ്ഞ് ചാപ്റ്ററാണ്. ഞാൻ യദു സാറിനെ വിളിക്കാം. ക്ലിയർ? എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്ററിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഞ്ഞ് ചാപ്റ്ററല്ലേ, പെട്ടെന്ന് തീർന്നു, പെട്ടെന്ന് തീർന്നു സാധനം. ടീം എന്ന് പറഞ്ഞാൽ തീർന്നു, കഴിഞ്ഞു കേട്ടോ. ക്ലിയർ? എന്താ സീന്? ഞാൻ അറിഞ്ഞില്ല. എന്താ സീന്? ഞാൻ അവിടെ ക്ലാസ് എടുക്കായിരുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്താടാ സീന്? എന്താ ചെയ്യുക? ഓക്കെ, നിങ്ങളിതൊക്കെ പഠിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ ചാറ്റ് ചെയ്തോ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് കുറച്ച് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഒക്കെ എന്താണ്, മൾട്ടിനാഷണൽ കമ്പനീസിലാണ് വരുന്നത്. ഞാൻ ഹാപ്പിയാടാ. നീ എങ്കിലും ചോദിച്ചല്ലോ എന്നോട് ഞാൻ ഹാപ്പിയാണോ എന്നുള്ളത്. പടം കഴിഞ്ഞോന്നോ? ഞാൻ മറ്റേ ദുരന്തർ കണ്ടിട്ടുണ്ടായിരുന്നു. ദുരന്തർ കണ്ട് അക്ഷയ് ഖന്നേൻ്റെ വലിയൊരു ഫാനായിട്ടിരിക്കുകയാണ് അല്ലേ, സ്വാഗ്. അതെ, യദു സാർ വേണേ നിൽക്കും, ഞാൻ വേണേ ബീജം ഇട്ടുതരാം. അല്ല, അങ്ങനെയാണ് യദു സാറിനെ നമുക്ക് അങ്ങനെ വരവേൽക്കാം അല്ലേ, മറ്റേ നമ്മളെ റഹ്മാനെ പോലെ. ഓക്കെ, സാറും ഹാപ്പിയാടാ, സാറൊക്കെ ഹാപ്പിയാണ്. ഓക്കെ, അവര് വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഹൈറ്റ് ആണെന്നാ വിചാരിക്കണേ. എന്താ പറ്റി, ഇവിടെ അത്ര ഹൈറ്റ് ഉള്ള? ആക്ച്വലി ഈ ബോർഡ് ദിവസം താന്നിട്ടാ. ഇനി അവരെന്നെ ആക്കിയതാണോ? അങ്ങനെയാവില്ല ഇനി എങ്ങാനോ. ഓക്കെ, ഓക്കെ, ഞാൻ ബാക്കി കാര്യങ്ങൾ ഇവർക്ക് വേറെ ഉണ്ടല്ലോ. അതെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ബാക്കി സെറ്റ് ചെയ്യാം. ക്ലിയർ? ഞാൻ പാട്ട് പാടാലോ. ഏത് പാട്ടാ പാടുക? ഇവർ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പ്രമദവനം പിടിച്ചാലോ? പ്രമദവനൊക്കെ കയറ്റി പിടിച്ചാലോ? വേണ്ടല്ലേ. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഒന്നാമത് പാട്ട് കിട്ടില്ല, അതാണ് മെയിൻ വന്നൊരു. കിട്ടിയാ ഞാൻ അങ്ങ് അലക്കും വെച്ചിട്ട്. ബിസിനസ് സർവീസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ, ഓക്കേ, സെറ്റ്. എടാ പാട്ട് പാടണോ? ആലയ്ക്ക് വയ്യാന്ന്. നമ്മൾ ആദ്യം കഴിഞ്ഞതിന് പാടി അതേ പാട്ട് തന്നെ പാടാം. പ്രേമം സിനിമയിലെ പാട്ട് ഏതാടാ? പ്രേമത്തിൽ കുറെ പാട്ടുണ്ടല്ലോ. പാടും. എടാ ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ഏതാ യൂണിവേഴ്സ്? നമ്മള് പണ്ടത്തെ പഴഞ്ചൻ ആൾക്കാരായിട്ട് റാപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കണത്? ഓക്കെ, മലരേ നിന്നെ കാണാതിരുന്ന അത് പക്ഷെ വരി ഓർമ്മയില്ല. സ്വാഭാവികം. അത് പാടല്ലേ? പണ്ടിതൊക്കെ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇപ്പാട്ടെ വയൽ വരും. ഇപ്പൊ പാടും. അത് ഒരാളെന്നെയാ ചോദിക്കുന്നേ. അത് എൻ്റെ ഒരു വലിയ ഡൈ ഹാർട്ട് ഫാനാണ്. ഒന്നും ചെയ്യണ്ട, നിന്നോട്ടെ പ്ലീസ്. നമുക്കിത് പാടല്ലേ? സാറും കൂടെ പാടും. മലരേന്ദിനെ കണ്ണതിരുന്നാൽ. പക്ഷെ ഇത് ട്യൂൺ അറിയില്ല, അതാണ് ഒരു പ്രശ്നം. എവിടെയെങ്കിലൊക്കെ ചെന്ന് മുട്ടായിരിക്കും. ഓക്കെ,
തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നീ തണുയീറൻ കാറ്റും പുളകങ്ങൾ ഇളനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം എൻ മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമുരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിൻ നനയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരുമറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുന്നീ നാളിൽ തളരുന്നൊരെൻ്റെ തണുവൂറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ. കഴിഞ്ഞു. ആദ്യമായിട്ടൊരു പാട്ട് നല്ല വൃത്തിക്ക് പാടിയത്. ക്ലിയർ? നിങ്ങൾ പൂച്ചെണ്ടുകൾ കൊണ്ട് പൊന്നാടുകൾ കൊണ്ട് എന്നെ വീർപ്പ് കൂട്ടിക്കാതിരിക്കോ? ക്ലിയർ അല്ലേ? ക്ലിയർ. എന്നാ ഞാൻ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരാം. ക്ലിയർ? ടൂൾസ് എല്ലാം അപ്പോ മിസ്സിന് കുറച്ച് തീകളും പൂകളും ഒക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എപ്പോഴാ ക്ലാസ് തീരാണോ? നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ തീരാനോ? നാലാമത്തെ ചാപ്റ്റർ. ഓക്കെ, നാലാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എപ്പോഴാണ് ക്ലാസ് കഴിയുക? ക്ലാസ് ഒക്കെ പെട്ടെന്ന് കഴിയും എന്ന് സാർ പറയുന്നില്ല. ക്ലാസ്സൊക്കെ സമയമെടുക്കും. കാരണം 7-8 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാറ് പാടാനോ? ഇപ്പം മിസ്സ് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് പോരെ? ഇനി സാറ് ഇവിടെ പാടി അലമ്പാക്കണോ? വേണോ? നമുക്ക് ബിസിനസ് സർവീസ് പഠിക്കണ്ടേ? സെറ്റായിട്ട് പഠിക്കാമല്ലോ. മീറ്റിംഗ് അല്ലേ? ഇതാ പഠിച്ചു. ഓക്കെ, ബിസിനസ് സർവീസ് നമ്മുടെ നാലാമത്തെ ചാപ്റ്ററാണ്. എന്തെല്ലാമാണ് ബിസിനസ്സുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയ്ക്കൊന്നും നമ്മൾ പോരടാ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസുകൾ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കണം? എന്താണ് സർവീസ് എന്ന് പഠിക്കണം. ഓക്കെ അല്ലേ? പഠിച്ചു വെച്ചോ. സർവീസ് എന്താണ്? എ സർവീസ് ഇസ് എൻ ആക്ടിവിറ്റി ഓർ ബെനിഫിറ്റ് ഓഫേർഡ് ബൈ വൺ പാർട്ടി ടു അനദർ ദാറ്റ് ഈസ് എസെൻഷ്യലി ഇൻടാഞ്ചിബിൾ ആൻഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ഓണർഷിപ്പ് ഓഫ് എനിത്തിങ്. അറിയാലോ, സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അറിയാലോ അല്ലെ? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇത് നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ. ദെൻ എന്താണ്? ഡസ് നോട്ട് റിസൾട്ട് ഇൻ ഓണർഷിപ്പ് അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് സർവീസിന് ഒരു ഓണർഷിപ്പിൽ വെക്കാൻ പറ്റുമോ? ഒരു അസറ്റ് പോലെയൊക്കെ നമ്മുടെ സ്വന്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ഓണർഷിപ്പിൽ വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പോൾ സർവീസ് ആർ പ്രൊവൈഡഡ് ടു മീറ്റ് കസ്റ്റമേഴ്സ് നീഡ്സ് ഓർ ഫുൾഫിൽ ഡിമാൻഡ് അല്ലെ? സർവീസ് നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരാളുടെ ആവശ്യങ്ങളെ അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. സാർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയും. ഇതിൽ നമുക്ക് പറയാം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയാം, ചാപ്റ്റർ എടുത്ത് പോകുമ്പോൾ എല്ലാം പറയാം. ഓക്കെ, അപ്പോൾ അയാളുടെ ആവശ്യങ്ങളെ അത് നിറവേറ്റി കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നൽകുന്ന ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? സർവീസുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടീച്ചിങ്ങും ബാങ്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഹെൽത്ത് കെയറും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഒരു സർവീസിന് എക്സാമ്പിളാണ്. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പക്ഷെ എന്താണ്? നമ്മുടെ ഈ ഒരു സർവീസിൻ്റെ ഒരു നാച്ചുറൽ മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ബിസിനസ് അല്ല, സർവീസാണ്.
അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ ഒരു സർവീസിൻ്റെ നാച്ചുർ അതൊന്ന് മക്കൾ ഓർത്തിച്ച് വെച്ചിരിക്കുക. ഈ ഒരു കോഡ് മക്കൾക്ക് യൂസ് ചെയ്യാം. ഇൻ ടാക്കോ സേ വേവോ, ആ കോഡ് മക്കൾക്ക് യൂസ് ചെയ്യാം. എന്താണ് ഇൻ ടാക്കോ സേ വേവോ? അതായത് ഇൻടാഞ്ചിബിലിറ്റി, ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി, ഇൻവെൻട്രി ആൻഡ് ഇൻവോൾവ്മെന്റ്. അതാണ് ഇൻ എല്ലാത്തിലും കോമൺ ആണ്. ഇൻ ടാക്കോ സേ വേവോ. ഓക്കെ, റെഡി? അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓരോന്നും നമുക്ക് പഠിക്കാം. എന്താണ് ഇൻടാഞ്ചിബിലിറ്റി അറിയാലോ. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ? എന്താ കാണാൻ പറ്റില്ല നമുക്ക് അല്ലെ? കാണാനോ തൊടാനോ പറ്റാത്ത കാര്യമാണത്. സർവീസ് കനോട്ട് ബി ടച്ച്ഡ് ഓർ സീൻ, ഓൺലി എക്സ്പീരിയൻസ് അല്ലെ? അത് നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്താ ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് അല്ലെ, ക്യാൻ ബി ഫെൽറ്റ് ലൈക്ക് എ പ്രൊഡക്റ്റ്. അതെന്താ ഒരു പ്രൊഡക്റ്റ് പോലെ നമുക്ക് കാണാനോ തൊടാനോ ഒന്നുമില്ലല്ലോ. നാളെ ഇത് എങ്ങനെ റിവൈസ് ചെയ്യേണ്ടത് പറയോ പ്ലീസ്? നാളെ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്നാണോ? നാളെ മക്കൾ എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററുകളിലെ ഓരോ മെയിൻ കാര്യങ്ങളെടുത്ത് ഓർത്ത് നോക്കുക. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് ഓരോ ഇപ്പോൾ ഇവിടെ സർവീസ് പഠിച്ചു, സർവീസിൻ്റെ ഫീച്ചേഴ്സ് മക്കൾക്ക് എന്താ കിട്ടുന്നുണ്ടോ നോക്കുക. നാച്ചുറൽ നോക്കുക. പോയിന്റ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? പോയിന്റ്സ് പഠിക്കാൻ ശ്രമിക്കുക. പോയിന്റുകൾ മാത്രം പഠിച്ചിട്ട് പോവുക. ഓക്കെ, പോയിന്റുകൾ മാത്രം പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആ ഇൻടാഞ്ചിബിലിറ്റി അറിയാലോ എന്താണ്? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യമാണ്. ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് എന്താ ഒരു പ്രൊഡക്റ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ എന്താ നാച്ചുറൽ എന്താ ഇൻടാഞ്ചിബിലിറ്റി ആണ്. അടുത്തെന്താ ഇൻകൺസിസ്റ്റൻസി ആണ്. എന്താണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ടാണോ ഉണ്ടാവുക? അല്ല, അത് ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ? സർവീസ് ആർ നോട്ട് ഓൾവേസ് ദ സെയിം ബിക്കോസ് ദേ ഡിപ്പെൻഡ് ഓൺ ഈച്ച് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ. ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും എന്താണ് എന്താ ഡിപ്പെൻഡൻറ്റിനനുസരിച്ച് നമുക്ക് എന്താ അത് മാറ്റണം. എനിക്ക് വേണ്ട സർവീസ് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് വേണ്ടി വരും അല്ലേ? സോ അത് എന്താ ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഇൻകൺസിസ്റ്റൻസി ഓർക്കുക. അടുത്തെന്താ ഇൻസെപ്പറബിലിറ്റി ഉണ്ട്. സെപ്പറേറ്റ് ആണോ അത് നോക്കിക്കോ. ദ സർവീസ് ആർ പ്രൊഡക്റ്റ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദ സെയിം ടൈം അല്ലെ? ഒരു സർവീസ് ഉണ്ടാകുന്നതും അത് കൺസ്യൂം ചെയ്യപ്പെടുന്നതും സെയിം ടൈം ഒരേ സമയത്താണ് അല്ലെ? ഈവൻ വിത്ത് ടെക്നോളജി ലൈക്ക് ATM ആർ റീപ്ലേസ്ഡ് വിത്ത് പീപ്പിൾ, കസ്റ്റമേഴ്സ് ഇന്ററാക്ഷൻ ഈസ് സ്റ്റിൽ ഇമ്പോർട്ടന്റ് അല്ലെ? അവിടെ എന്താ ഒരു സർവീസ് നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ അവിടെ എന്തുകൂടെ വരുന്നു? യെസ്, ഒരു കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റ് കൂടെ വരുന്നു. ദ കസ്റ്റമേഴ്സ് പ്രസൻസ് ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ദ സർവീസ് പ്രോസസ് ആർ നെസസറി. സോ എന്താണ് കസ്റ്റമറെയും സർവീസിനെയും നമുക്ക് എന്താ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും സെയിം ടൈമിലാണ് ഉണ്ടാവുന്നത്. അടുത്തെന്താ ഇൻവെന്ററി. സർവീസ് നമുക്ക് സ്റ്റോക്ക് ആക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? സർവീസ് കനോട്ട് ബി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസ് ബിക്കോസ് ദേ ഹാവ് നോ ഫിസിക്കൽ ഫോം അല്ലെ? സർവീസ് നമുക്ക് എന്താ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ ഇൻവെന്ററി ആയിട്ട്? ഇല്ല, ഓർത്ത് വെച്ചോളാം. ദെൻ അടുത്ത് നോക്കിയോ ഇൻവോൾവ്മെന്റ്. നമ്മളിപ്പോൾ കസ്റ്റമറുടെ കേസ് പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ കസ്റ്റമർ ഇൻ ദ സർവീസ് ഡെലിവറി പ്രോസസ് അല്ലെ? ഒരു സർവീസ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവിടെ കസ്റ്റമറുടെ ഒരു പ്രസൻസ് അല്ലെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. എ കസ്റ്റമർ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദ സർവീസ് മോഡിഫൈഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് റിക്വയർമെന്റ് അല്ലെ? ആ ഒരു കസ്റ്റമർക്ക് എന്ത് കിട്ടുന്നത് ആവശ്യത്തിനനുസരിച്ച് അയാളുടെ നീഡിനനുസരിച്ച് എന്താ മാറ്റം വരുത്താനുള്ള ഒരു സെറ്റപ്പ് അയാൾക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ? ഒരു സർവീസ് അയാൾക്ക് കിട്ടുന്ന സമയത്ത് അയാൾക്ക് വേണ്ട രീതിയിൽ എന്താ അത് മാറ്റാം. ഓക്കെ അല്ലേ? അപ്പോൾ കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് മക്കൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 നാച്ചുറൽ മക്കൾ എന്താ സർവീസിന്റെ കൂടെ അങ്ങോട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സർവീസ് എന്താണ് അതിന്റെ ഒരു നാച്ചുറൽ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അറിയാലോ? യെസ്, നമ്മുടെ ടൈപ്സ് ഓഫ് സർവീസുകളാണ്. ഈ സർവീസുകളുടെ ടൈപ്സ് നമുക്ക് പഠിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് സർവീസുകളുണ്ട്. ബിസിനസ് സർവീസുകളുണ്ട്, സോഷ്യൽ സർവീസുകളുണ്ട്, പേഴ്സണൽ സർവീസുകളുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കേണ്ടത് ഇത് മാത്രമാണ്, ബിസിനസ് സർവീസുകൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊന്ന് നോക്കാം. യെസ്, ദാ നോക്കിയേ ബിസിനസ് സർവീസ്. എന്താ ബിസിനസ് സർവീസ്? ബിസിനസ് സർവീസ് ആർ ദോസ് സർവീസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ബിസിനസ് എന്റർപ്രൈസസ് ഫോർ കണ്ടക്ട് ദർ ആക്ടിവിറ്റി. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് എന്ത് പറയാം? ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയാം. ഏതൊക്കെയാണ് ആക്ടിവിറ്റി? ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ. ഇതൊക്കെ എന്താണ്? ബിസിനസ് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത സോഷ്യൽ സർവീസുകൾ ഉണ്ട് അല്ലെ? എന്താ സോഷ്യൽ സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഷ്യൽ സർവീസ് ആർ ഓഫേർഡ് വോളണ്ടറിലി ടു അച്ചീവ് സോഷ്യൽ ഗോൾസ് ലൈക്ക് ഇംപ്രൂവിങ് ലിവിങ് സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഫോർ നീഡി അല്ലെ? നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട
അല്ലെ? സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ടൈപ്പ് സർവീസുകൾ, അതെന്ത് പറയാം? സോഷ്യൽ സർവീസുകൾ എന്ന് പറയാം. ഹെൽത്തും സ്കൂളും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹോസ്പിറ്റലൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സോഷ്യൽ സർവീസിന് എക്സാമ്പിളാണ്. ഇതിനടുത്ത് എന്തുണ്ട്? പേഴ്സണൽ സർവീസ് ഉണ്ട് അല്ലെ? ഓരോ വ്യക്തികൾക്കും വേണ്ട അല്ലെ? എന്താണ്? പേഴ്സണൽ സർവീസ് ആർ ദോസ് സർവീസ് വിച്ച് ആർ എക്സ്പീരിയൻസ്ഡ് ഡിഫറൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് കസ്റ്റമർ അല്ലെ? പല വ്യക്തികൾക്കും പല സർവീസുകളും ആയിരിക്കുമല്ലോ. യെസ്, ദീസ് സർവീസ് ആർ കനോട്ട് ബി കൺസിസ്റ്റന്റ് നേച്ചർ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കൺസിസ്റ്റന്റ് ഉണ്ടാവില്ല. ഓക്കെ, ദേ വിൽ ഡിഫറെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർവീസ് പ്രൊവൈഡർ. അതെന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുക അല്ലെ? ഒരു വ്യക്തിക്ക് വേണ്ട പേഴ്സണൽ സർവീസുകളാണ് നമുക്കറിയാം. ജിമ്മ് അല്ലെ? അല്ലെങ്കിൽ എന്താ ട്രാവലിംഗ്, അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്താ പാർലർ, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, ഇതൊക്കെ എന്താ ഓരോ വ്യക്തികൾക്കും വേണ്ട സർവീസുകളാണ് അല്ലെ? അപ്പോൾ എന്താ സർവീസുകളെ നമുക്ക് ഇതാ മൂന്നായി തിരിക്കുക: ബിസിനസ്, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസുകൾ. ഇതിൽ നമുക്ക് പഠിക്കേണ്ടതാ ബിസിനസ് സർവീസുകളെ കുറിച്ച് മാത്രമാണ്. യെസ്, അപ്പോൾ ബിസിനസ് സർവീസുകളിലെ യെസ് ഏതാണ്? ആദ്യം നമുക്ക് നോക്കേണ്ടത് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സർവീസുകൾ, അതിൽ ഒന്നാമത്തെ മെയിൻ സർവീസ് ഏതാണ്? ബാങ്കിങ് ആണ്. എന്താണ് ബാങ്കിങ്? പഠിച്ചു വെച്ചോ. ബാങ്കിങ് company in India accept money from the public and deposit which can be withdrawn on demand and lend it to earn profit. എന്താണ് ബാങ്കിങ് അല്ലെ? പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു അല്ലെ? മണി ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ടോ യെസ്, അത് അവർക്ക് വേണ്ട സമയത്ത് ഡിമാൻഡിനനുസരിച്ച് വിഡ്രോ ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന അല്ലെ? പ്രോഫിറ്റിന് വേണ്ടി അത് കടം കൊടുക്കുന്ന ടൈപ്പ് കമ്പനികളെ നമ്മൾ എന്ത് പറയാം? ബാങ്കിങ് എന്ന് പറയാം. ബാങ്ക് ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി ബൈ മൊബിലൈസിങ് സേവിങ് ഫണ്ടിങ് ഓഫ് ബിസിനസ് ആൻഡ് ഓഫറിംഗ് ഫിനാൻഷ്യൽ സർവീസ് അല്ലെ? ഫിനാൻഷ്യൽ സർവീസുകൾ കൊടുത്തിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടും നമ്മളിതുപോലെ നമ്മുടെ സേവിങ് കപ്പാസിറ്റി ഒക്കെ കൂട്ടിയിട്ടൊക്കെ ആണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ബാങ്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാങ്കിങ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. റെഡി? അപ്പൊ ഈ ബാങ്കിങ്ങിൽ തന്നെ നമുക്ക് എന്താ കുറച്ച് ടൈപ്പുകൾ പഠിക്കാനുണ്ട് ബാങ്കിന്റെ. യെസ്, 4 ടൈപ്പ് ബാങ്കുകൾ. ഓക്കെ, 4 ടൈപ്പ് ബാങ്കുകളുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ആൻഡ് സെൻട്രൽ ബാങ്ക്. നമുക്കിതിൽ യെസ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ മാത്രം പഠിച്ചാൽ മതി. കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഓർത്ത് വെച്ചാൽ മതി. യെസ്, അപ്പോൾ എന്താ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ എന്താ ശ്രദ്ധിച്ചോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് ഇൻ എന്താണ്? പൈസ ഡീല് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? ദീസ് ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം യെസ് വർക്ക് ചെയ്യുന്നതാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്. അക്കോർഡിംഗ് ടു ഇറ്റ് മീൻസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ലെ? എന്താണ്? യെസ്, എന്താണ്? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു ഫ്രം ദ പബ്ലിക് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? എന്തിന്? യെസ്, കടം കൊടുക്കാനും അല്ലെങ്കിൽ എന്താ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ ആയിട്ട് പബ്ലിക്കിൽ നിന്നും ഫണ്ട് എന്താണ്? യെസ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബാങ്കാണെന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ആണ് എന്ത് പറയുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 യെസ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ദർ ആർ 2 ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. 2 ടൈപ്പ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, പബ്ലിക്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും. റീചാർജബിൾ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്. നോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ബാങ്കിങ് ചോദിക്കാറുണ്ട്. ഇൻഷുറൻസ് ആണ് മെയിനായിട്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. റെഡി? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് 2 ടൈപ്പ് മക്കൾ പഠിച്ചു വെക്കുക: പബ്ലിക് ബാങ്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കും. പബ്ലിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ ബാങ്ക് ആർ ദോസ് ബാങ്ക് ഇൻ വിച്ച് ഗവൺമെന്റ് ആസ് ദ മേജർ സ്റ്റേക്ക് ആൻഡ് ദേ യൂഷ്വലി നീഡ് ടു എംഫസൈസ് ഓൺ സോഷ്യൽ ഒബ്ജക്റ്റീവ് ദാൻ പ്രോഫിറ്റബിലിറ്റി അല്ലെ? ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ആയിരിക്കും എന്തെന്ന് അതിലെ മെയിൻ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് നടത്തിക്കൊണ്ടുപോകുന്ന മെയിൻ ആളുകൾ ഗവൺമെന്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കും? ഗവൺമെന്റ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും, അതർ ദാൻ എന്താ? പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ എന്തൊക്കെ എക്സാമ്പിൾ പറയാം നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കിനാ? നോക്കിയേ, SBIയും പഞ്ചാബ് നാഷണൽ ബാങ്കും എന്താ കാനറ ബാങ്കും ഒക്കെ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ കമ്പനീസ് അല്ലെ? ഓൾദോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു യെസ് മാർക്കറ്റ് ഫോഴ്സ്, ദേ ആർ സബ്ജക്റ്റഡ് ടു റെഗുലേഷൻ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം പ്രൈവറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനികൾ നടത്തുന്ന ബാങ്കാണെന്ത്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പക്ഷെ അങ്ങനെ പ്രൈവറ്റ് വ്യക്തിയുടെ അണ്ടറിലാണെങ്കിൽ കൂടി ഈ ബാങ്കും വർക്ക് ചെയ്യുക എങ്ങനെ തന്നെയാ? നമ്മുടെ റിസർവ് ബാങ്കിന്റെ റെഗുലേഷൻസ് പ്രകാരം, നിയമപ്രകാരമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ പ്രൈവറ്റ് ബാങ്കും യെസ് വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, HDFC ബാങ്കും ICICI, ആക്സിസും കൊടക് മഹീന്ദ്ര ബാങ്കൊക്കെ യെസ് എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ്. അതെ, സൗത്ത് ഇന്ത്യൻ ബാങ്കും എല്ലാം ഓർത്ത് വെച്ചോളാം.
ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കും അതിൻ്റെ 2 ടൈപ്പും മക്കളൊന്ന് പഠിച്ചു വെക്കുക. ബാങ്കിങ് സെക്ടർ എന്താണ്, ബാങ്കിങ് എന്താണ്, ബാങ്കിങ്ങിൻ്റെ ടൈപ്പ് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ കൊമേഴ്ഷ്യൽ ബാങ്കേ ഉള്ളൂ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ 2 ടൈപ്പ്, പ്രൈവറ്റും പബ്ലിക്കും ഓർത്ത് വയ്ക്കുക. റെഡി? ഇനി നമുക്ക് ഈ ബാങ്കിന്റെ ഫങ്ഷൻസ് പഠിക്കണം. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. അറിയാലോ? യെസ് ദാ ഒരു 5 ഉണ്ട്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഒന്നാമത്തെ എന്താ? ആസെപ്റ്റ് ഡെപ്പോസിറ്റ്. ഒന്നാമത്തെ സിമ്പിൾ എന്താ? പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെ? ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ത്രൂ കറന്റ്, സേവിങ്സ് ആൻഡ് ഫിക്സഡ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ട് ആയിട്ടും സേവിങ്സ് അക്കൗണ്ട് ആയിട്ടും ഫിക്സഡ് അക്കൗണ്ട് ആയിട്ടും ഒക്കെ എന്താ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അപ്പൊ എന്താണ് ഈ കറന്റ്, സേവിങ്സ്, ഫിക്സഡ് അക്കൗണ്ട് എന്നുള്ള മക്കളൊന്ന് ഓർത്ത് വെക്കുക. കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ തുടങ്ങുന്ന ടൈപ്പ് അക്കൗണ്ടുകളെ കറന്റ് അക്കൗണ്ട് എന്ന് പറയാം. അതായത് ഒരുപാട് വിഡ്രോ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ നടത്തുന്നതിനൊന്നും ഒരു ലിമിറ്റും ഇല്ലാത്ത ടൈപ്പ് ബാങ്കുകൾ, അക്കൗണ്ടുകളാണ് ഇത് കറന്റ് അക്കൗണ്ട്. അങ്ങനെയെങ്കിൽ സേവിങ്സ് എന്താ? നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനിയോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെ? ഫിക്സഡ് അക്കൗണ്ടുകളുണ്ട്. അതെന്താണ്? ഇത്രയും കാലം അല്ലെ എത്ര ടൈമിലേക്ക് ഫിക്സഡ് ആയിട്ട് നമുക്ക് എന്താ ഒരു എമൗണ്ട് സൂക്ഷിക്കണമെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് അക്കൗണ്ടിന് എന്ത് പറയുക? ഫിക്സഡ് അക്കൗണ്ട് എന്ന് പറയുക. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിന്റെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ആ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ പൂഴ്ത്തി കൊണ്ടൊക്കെയാണോ ബാങ്ക്? അല്ല, അവരെന്ത് ചെയ്യുന്നു? ആവശ്യക്കാർക്ക് കടം കൊടുക്കുന്നു, ലെൻഡിങ് അല്ലേ? സെക്കൻഡ് മേജർ ആക്ടിവിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ലോൺ ആൻഡ് അഡ്വാൻസ് ഔട്ട് ഓഫ് ദ മണി റിസീവ്ഡ് ത്രൂ ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റിലൂടെ കിട്ടുന്ന പൈസ അഡ്വാൻസ് ആയിട്ടും കടമായിട്ടൊക്കെ കൊടുക്കുക. ദീസ് അഡ്വാൻസസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് ബില്ല്, ടേം ലോണുകൾ, കൺസ്യൂമർ ക്രെഡിറ്റ് കണ്ടല്ലോ, ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റിന് കൊടുക്കുക, ലോൺ കൊടുക്കുക, കൺസ്യൂമർ ക്രെഡിറ്റ് കൊടുക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കാണ് അവരത് യൂസ് ചെയ്യുക. അങ്ങനെ അതിലൂടെ കിട്ടുന്ന എന്താണ് ചെറിയ ചെറിയ ഇൻകംസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെയാണ് ഒരു ബാങ്കിന്റെ വരുമാനം എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ തേർഡ് ശ്രദ്ധിച്ചോ. ചെക്ക് ഫെസിലിറ്റി അല്ലെ? ബാങ്ക് നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത്, ചെക്ക് ഫെസിലിറ്റീസ്. അറിയാലോ? ബാങ്ക് റെൻഡർ എ വെരി ഇമ്പോർട്ടൻറ്റ് സർവീസ് ടു ദെയർ കസ്റ്റമേഴ്സ് ബൈ കളക്ടിങ് ദെയർ ചെക്ക് ഡ്രോൺ ഓൺ ദ അതർ ബാങ്ക് അല്ലെ? നമുക്കെന്താ മറ്റൊരു ബാങ്കിൽ നിന്നും ഫണ്ട് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു വ്യക്തിക്ക് പൈസ കൊടുക്കാനൊക്കെ ബാങ്ക് നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത്, ചെക്ക്. ദ ചെക്ക് ഈസ് ദ മോസ്റ്റ് ഡെവലപ്ഡ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെ? നമുക്കെന്താ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. ഓക്കെ, എ യുണീക്ക് ഫീച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ബാങ്ക് ഫോർ വിഡ്രോവൽ ആൻഡ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും നമുക്ക് ഏതാ ചെക്ക് യൂസ് ചെയ്യാം. ദർ ആർ 2 ടൈപ്പ് ഓഫ് ചെക്ക് അല്ലെ? ബെറർ ചെക്കും ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ്ഡ് ചെക്കും ഉണ്ട്. ബെറർ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ എൻകാഷബിൾ ഇമ്മീഡിയറ്റ്ലി ബാങ്ക് അക്കൗണ്ടേഴ്സ് ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ബാങ്കിൽ പോയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പാകത്തിലുള്ളതാണ് ഇത് ബെറർ ചെക്ക് എന്ന് പറയുന്നത്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ടു ബി ഡെപ്പോസിറ്റഡ് ഓൺലി ഇൻ ദ പേയ്സ് അക്കൗണ്ട്. ക്രോസ്ഡ് ചെക്ക് കൊണ്ട് നമ്മൾ പോയാൽ ആ ചെക്ക് ആരാണ് കൊണ്ടുപോകുന്നത് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ട് ബാങ്ക് ഇട്ട് തരുള്ളൂ, കയ്യിൽ തരൂല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചെക്കാണ് ഇത്, ക്രോസ്ഡ് ചെക്ക്. ബെറർ ചെക്ക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമുക്കത് കയ്യിലൊക്കെ ഫണ്ട് വിഡ്രോ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് ചെക്കാണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ഫെസിലിറ്റി മക്കൾ ഓർത്ത് വെച്ചോളുക. റെഡി? അങ്ങനെയെങ്കിൽ അടുത്തെന്താ? റെമിറ്റൻസ് ഓഫ് ഫണ്ട്. അറിയാലോ? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫെസിലിറ്റി. റെമിറ്റൻസ് ഓഫ് ഫണ്ട് മീൻസ് ബാങ്ക് ഹെൽപ്പ് ട്രാൻസ്ഫർ മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദിസ് ഈസ് ഡൺ ത്രൂ ഡ്രാഫ്റ്റ്, പേ ഓർഡർ ഓർ മെയിൽ ട്രാൻസ്ഫർ ഓർ സ്മോൾ ഫീ. ആണല്ലോ മെയിൽ ഓർഡർ സർവീസുകൾ, അല്ലെങ്കിൽ എന്താണ് പേ ഓർഡർ, ഡ്രാഫ്റ്റ് ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ. ഇപ്പം നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെ? നമുക്ക് എന്താ പേയ്മെന്റ് സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളാം. റെമിറ്റൻസ്. ദെൻ അടുത്ത് എന്താ? അലൈഡ് സർവീസ്. മറ്റ് സർവീസുകൾ എന്തൊക്കെ? ഇൻക്ലൂഡ് എക്സ്ട്രാ ഹെൽപ്പ് ബാങ്ക് ഗിവ് ലൈക്ക് ബിൽ പേയ്മെന്റ്, ലോക്കർ ഫെസിലിറ്റി, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്, അപ്പോൾ എന്താ പേയിങ് ഇൻഷുറൻസ് പ്രീമിയം, ഇതുപോലത്തെ എന്താ ഒരുപാട് നമ്മുടെ വാട്ടർ ബില്ല് അടയ്ക്കുക, റീചാർജ് ചെയ്ത് തരിക, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഇപ്പോൾ ആര് ചെയ്യുന്നുണ്ട്? ബാങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഈ ഫംഗ്ഷൻസ് മക്കൾ ഓർത്ത് വെച്ചോളുക. ബാങ്കിന്റെ ഫംഗ്ഷൻസ് സെറ്റ് ഏതൊക്കെയാണ്? ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അത് ലെൻഡ് കടം കൊടുക്കുക. പിന്നെ ചെക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ ട്രാൻസ്ഫർ ഫെസിലിറ്റി, ദെൻ അടുത്ത അലൈഡ് ഫെസിലിറ്റീസ്. ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിന്റെ ഫംഗ്ഷൻസ് നമ്മളോട് ചോദിച്ചിരിക്കും. സെറ്റ്
റെഡി? അങ്ങനെയെങ്കിൽ ഇതാ അടുത്ത മക്കളൊന്നും പഠിച്ചു വെക്കേണ്ടത് ഇ ബാങ്കിങ്ങിനെ കുറിച്ചാണ്. അറിയാലോ ഇ ബാങ്കിങ് എന്താണെന്നുള്ളത്. ഇ ബാങ്കിങ് ഈസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ ബാങ്കിങ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. ദസ് ബാങ്കിങ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ മെനി ബാങ്ക്സ് that allow a customer to conduct banking transactions such as managing savings and checking accounts, applying loan or paying bill over the internet using the personal computer, mobile telephone and handheld computer. അറിയാലോ നമുക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് നമ്മുടെ ഫോൺ വെച്ചുകൊണ്ട് അല്ലെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫോൺ വെച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിങ് എന്താണ് സർവീസുകൾ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസുകൾ നമുക്ക് കിട്ടാൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് ഇന്റർനെറ്റ് ത്രൂ ചെയ്യുന്നതാണ് എന്തെന്ന് ഈ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അറിയാലോ ഡെബിറ്റ് കാർഡും ATM-ഉം ക്രെഡിറ്റ് കാർഡും UPI-യും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ബാങ്കിങ്ങിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇ ബാങ്കിങ് മക്കൾ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കണം. ജനറലി ഉള്ള ചോദിക്കും എന്താണ് ഇ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതാനുണ്ടാവും. അടിച്ച് വലിച്ച് വാരി മക്കൾക്ക് എഴുതാം. അറിയാവുന്ന സെയിം കാര്യങ്ങൾ തന്നെ വെച്ചെഴുതിക്കൊള്ളുക. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ബാങ്കിങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എന്താണ് ബാങ്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ബാങ്കിങ് എന്ന് ഓർത്ത് വയ്ക്കുക. ബാങ്കിൻ്റെ ടൈപ്പ് അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഓർത്ത് വയ്ക്കുക. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ 2 ടൈപ്പ്, പബ്ലിക്കും പ്രൈവറ്റും ഓർത്ത് വയ്ക്കുക. ദെൻ എന്താണ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസ്, ഒരു 5-6 ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, സിമ്പിൾ, അത് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ ഈ ബാങ്കിങ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഇൻഷുറൻസ് പഠിച്ചു വെക്കണം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഇൻഷുറൻസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, പഠിക്കാതെ പോകണ്ട. പഠിച്ചു വെച്ചോ. ഇൻഷുറൻസ് എന്താ? ഇൻഷുറൻസ് എന്തിനാ നമ്മൾ ചെയ്യാവുന്ന? റിസ്ക് മീൻസ് എന്താ? ചാൻസ് ഓഫ് ലോസ് ആണ് അല്ലെ, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ഇവന്റ് ആണ്. സം റിസ്ക് ക്യാൻ ബി അവോയ്ഡ്. ചില റിസ്ക് നമുക്ക് എന്താക്കാം? അവോയ്ഡ് ചെയ്യാം. പക്ഷേ അതർ കനോട്ട്. ഇൻഷുറൻസ് ഹെൽപ്പ് പ്രൊട്ടക്ട് അസ് ഫ്രം സച്ച് റിസ്ക്. ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു റിസ്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ? ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ്. ഇതെന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ, ബിറ്റ്വീൻ ടു പാർട്ടീസ്. വൺ ആരാ? ഇൻഷുറർ. ആരാണ് ഇൻഷുറർ? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി. അടുത്ത ആരാ? പ്രോമിസ് ടു പേ ഫോർ ലോസസ് ഇൻ റിട്ടേൺ ഫോർ എ ഫീ കോൾഡ് പ്രീമിയം അല്ലെ. ഇൻഷുറൻസ് കമ്പനി ആർക്ക്? ഒരു വ്യക്തിക്ക് എന്ത് കൊടുക്കുന്നു? ഒരു പ്രോമിസ് കൊടുക്കുന്നു. എന്തെന്നാ? പേ എ ലോസ് അല്ലെ, ലോസിനെതിരായിട്ട് ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഞങ്ങൾ തരും എന്നുള്ള ഒരു പ്രോമിസ്. ഓക്കെ, അതും എങ്ങനാ? ഒരു പ്രീമിയം അടച്ചുകൊണ്ട് അല്ലെ. ഒരു പ്രീമിയം അടച്ചാൽ ഞങ്ങൾ അതിനെന്താ? ഒരു ലോസിന് എതിരായിട്ട് എന്താ? ഒരു പേയ്മെന്റ് തിരിച്ചങ്ങോട്ട് തരും എന്നുള്ള ഒരു പ്രോമിസിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ. ദ പേഴ്സൺ ഹു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഷുവേർഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്താ? നമ്മൾ ഒരു വ്യക്തി അല്ലെ. ദ എഗ്രിമെന്റ് ഈസ് കോൾഡ് ഇൻഷുറൻസ് പോളിസി. അപ്പോൾ ഈ 2 വ്യക്തികളും ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുവേർഡും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റിനെ നമുക്ക് എന്ത് പറയാം? ഇൻഷുറൻസ് പോളിസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് എന്താണെന്ന് ഓർത്ത് വെച്ചോളുക. നമുക്കിതിൽ അടുത്ത പഠിക്കാനുള്ളത് ഈ ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് ആണ്. ഒരു 4 ഫങ്ഷൻസ് നമുക്ക് പഠിക്കണം. 4 ഫങ്ഷൻസ്. ഒന്നാമത് ശ്രദ്ധിച്ചോ, പ്രൊവൈഡിങ് സെർട്ടനിറ്റി. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ? അൺസെർട്ടനി ആയിട്ടുള്ള കാര്യങ്ങൾ. അതാ ശ്രദ്ധിച്ചോ. ഇൻഷുറൻസ് പ്രൊവൈഡ് സെർട്ടനിറ്റി ഓഫ് പേയ്മെന്റ് ഓഫ് ദ റിസ്ക് ഓഫ് ലോസ്. ദർ ആർ അൺസെർട്ടനിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ടൈം ആൻഡ് എമൗണ്ട് ഓഫ് ലോസസ്. ഇൻഷുറൻസ് റിമൂവ് ദീസ് അൺസെർട്ടനിറ്റി ആൻഡ് അഷ്യൂർഡ് റിസീവ് എ പേയ്മെന്റ് ഓഫ് ലോസ് അല്ലെ. അൺസെർട്ടൺ ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന പല ഇവന്റ്സിനും എതിരായിട്ട് അല്ലെ നമുക്ക് എന്തെന്ന് ആ ഒരു ലോസിനെതിരായിട്ടുള്ള ഒരു പേയ്മെന്റ് നമുക്ക് ആരിൽ നിന്നും കിട്ടുന്നു? ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടുന്നു. പ്രൊവൈഡിങ് സെർട്ടനിറ്റി ഒന്നാമത്തത്. ഓക്കെ, ഒരു ലോസ് സംഭവിച്ചാൽ നമുക്ക് എന്തോ കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പ് അല്ലെ, അത് നമുക്കുണ്ടാവും. അടുത്ത് ശ്രദ്ധിച്ചോ, പ്രൊട്ടക്ഷൻ. നമുക്ക് എന്താ? ഒരു പ്രൊട്ടക്ഷൻ തരുന്നത് അല്ലെ. സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രോബബിൾ ചാൻസസ് ഓഫ് ലോസ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു ലോസിൽ നിന്നും എന്ത് തരുന്നു? പ്രൊട്ടക്ഷൻ തരുന്നു അല്ലെ. ഇൻഷുറൻസ് കനോട്ട് സ്റ്റോപ്പ് ദ ഹാപ്പനിങ് ഓഫ് റിസ്ക് അല്ലെ. ഇൻഷുറൻസ് എന്ത് സംഭവിക്കില്ല? എന്ത് പറ്റില്ല? ആ റിസ്ക് എന്താ? നിർത്താൻ അല്ലെ, തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ എന്താണ്? ഒരു ഇവന്റ് ബട്ട് ക്യാൻ കോമ്പൻസേറ്റ് അല്ലല്ലോ. പക്ഷെ എന്താ സംഭവിക്കുക? എന്ത് ചെയ്യാൻ പറ്റും? ആ നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അതാണ് എന്തെന്ന്? പ്രൊട്ടക്ഷൻ. ഓക്കെ, അടുത്തെന്താ? റിസ്ക് ഷെയർ ചെയ്യുക അല്ലെ. ഇൻഷുറൻസിൽ എന്താ സംഭവിക്കുന്നത്? റിസ്ക് ഷെയർ ചെയ്യുകയാണ് അല്ലെ. ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ റിസ്ക് ഇവന്റ് ദ ലോസ് ഇൻ
is shared by all the persons exposed to it. അല്ലെ, നമുക്കറിയാം ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുക. അല്ലെ, ഒരുപാട് വ്യക്തികൾ അടയ്ക്കുന്ന പ്രീമിയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു ഫണ്ട് എമൗണ്ട് കൊടുക്കുക. അല്ലെ, അതാണ് എന്താ പറഞ്ഞിട്ടുള്ളത്? റിസ്ക് ഷെയർ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റിസ്ക് ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ഷെയർ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ അസിസ്റ്റ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മുടെ എന്താണ്? ഗവൺമെന്റിന് ഒരു ഇൻകം കൂടി അതാ അക്യുമുലേറ്റഡ് ഫണ്ട് ഓഫ് ദ ഇൻഷുറർ റിസീവ്ഡ് ബൈ way of premium payment made by insured or invested in various income generating scheme. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ കിട്ടുന്ന ഒരുപാട് എന്താണ് പ്രീമിയം ത്രൂ എമൗണ്ടുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ആ ഒരു കമ്പനി എന്താ ചെയ്യുക? ഇൻഷുറൻസ് കമ്പനി എന്താ ചെയ്യുക? മറ്റൊരുപാട് ഇൻകം ജനറേറ്റിംഗ് സോഴ്സുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ? അസിസ്റ്റ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ക്യാപിറ്റൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ഫങ്ഷൻസ് മക്കൾ എന്ത് ചെയ്യുക? ഇൻഷുറൻസിൻ്റെതായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. സിമ്പിളാണ്, പോയിന്റ് ഓർത്ത് വയ്ക്കുക. എന്താ? സെർട്ടനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊട്ടക്ഷൻ നൽകുന്നു, റിസ്ക് ഷെയർ ചെയ്യുന്നു, ദെൻ എന്താ? അസിസ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ ഫോർമേഷൻ, ക്യാപിറ്റൽ ഫോർമേഷനെ അസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആണ്. നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസും പഠിക്കാം. യെസ്, ദാ ഒരു സിമ്പിൾ കോഡ് ഓർത്ത് വെച്ചോ. ഇന്ന് ഉത്തമൻ കൊക്ക സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇന്ന് ഉത്തമൻ കൊക്ക സബ്മിറ്റ് ചെയ്തു. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ദാ ഇന്ന് 2 ഇന്ന് ഓർത്ത് വെക്കുക. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റും ഇൻഡെംനിറ്റിയും ഇൻ. ഓക്കെ, ഉത്തമൻ അറ്റ്മോസ്റ്റ് ഓർത്ത് വയ്ക്കുക, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഓർത്ത് വയ്ക്കുക. കൊക്ക ഓക്കെ കോൺട്രിബ്യൂഷൻ ആൻഡ് കോസ പ്രോക്സിമ ഓർത്ത് വയ്ക്കുക. സബ്മിറ്റ് ചെയ്തു. ഓക്കെ, സബ്രോഗേഷൻ ദെൻ മിറ്റിഗേഷൻ. ഓക്കെ, ജസ്റ്റ് ഒരു കോഡാണ്, വെറുതെ ഒന്ന് ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ബോത്ത് ദ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് മസ്റ്റ് ഷെയർ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഹോണസ്റ്റ്ലി. കണ്ടല്ലോ, വിശ്വാസമാണ്. പരസ്പരം എന്താണ്? ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുററും എന്ത് ചെയ്തിരിക്കണം? ഇൻഷുർഡ് എന്ത് ചെയ്തിരിക്കണം? അവരുടെ എല്ലാ ഡീറ്റെയിൽസും പരസ്പരം ഷെയർ ചെയ്തിരിക്കണം. ദ ഇൻഷുർഡ് മസ്റ്റ് ടെൽ എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി അഫക്റ്റഡ് ദ റിസ്ക്. ആ ഒരു റിസ്കിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഇൻഷുർഡ് എന്ത് ചെയ്യണം? ഇൻഷുറൻസ് കമ്പനിയോട് തുറന്ന് പറഞ്ഞിരിക്കണം. അതാണ് ഇത് ട്രസ്റ്റ് ബേസ്. ഓക്കെ, മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ട്രസ്റ്റ്. അടുത്ത നോക്കിയോ, ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. അല്ലെ, നമ്മൾ ഇൻഷുർ ചെയ്യുന്നതിന് ഒരു ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താ, അതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു ലോസ് ഉണ്ടാവണം. ഓക്കെ, the person buying insurance must have a financial interest in the thing insured. അപ്പോൾ എന്താ, ഇൻഷുർ ചെയ്യുന്ന ആ ഒരു ഐറ്റമായിട്ട് എന്തുണ്ടാവണം? നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ദിസ് മീൻസ് they would suffer a money loss if it is damaged or lost. ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഡാമേജോ ലോസ്റ്റോ അതില്ലാതാവുക ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എന്താ? ഒരു നാശനഷ്ടം, പൈസേൻ്റെ നഷ്ടമുണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ളതേ നമുക്ക് എന്ത് ഇൻഷുർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയേ, ഇൻഡെംനിറ്റി. എന്താണ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സെപ്റ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ്, അല്ലെ, നഷ്ടം നികത്തുകയാണ്. അല്ലെ, ദ ഇൻഷുർ ഗെറ്റ് കോമ്പൻസേഷൻ ഈക്വൽ ടു ആക്ച്വൽ ലോസ് ഓർ ദ സം ഇൻഷുർഡ്. അല്ലെ, നഷ്ടം നികത്തി കിട്ടുകയാണ്. അല്ലെ, എവിടെ ഒഴിച്ച്? ലൈഫ് ഇൻഷുറൻസിൽ ഒഴിച്ച്. ബാക്കി എല്ലാത്തിലും നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് സംഭവിക്കുന്ന ആ ഒരു ആക്ച്വൽ ലോസിനെതിരെ ഈക്വൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ കിട്ടുന്നു. ഓക്കെ, ഇൻഡെംനിറ്റി, നഷ്ടം നികത്തി കിട്ടുന്നു. അടുത്തെന്താ? സബ്രോഗേഷൻ, പകരം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സിമ്പിൾ ദാ ആഫ്റ്റർ ദ ഇൻഷുർഡ് പെയ്ഡ് ഓഫ് ദ ലോസ് ദ ഇൻഷുറർ ഗെറ്റ് ദ റൈറ്റ് ടു ക്ലെയിം ഓർ റിക്കവർ ഫ്രം ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി. ഒരു ഡാമേജ്ഡ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി പിന്നെ ആർക്കുള്ളതാ? ഇൻഷുറൻസ് കമ്പനിക്ക് ഉള്ളതാണ്. അത് അവർക്ക് കൊടുക്കണം, പകരം കൊടുക്കുക, സബ്രോഗേഷൻ. ഓക്കെ ഓക്കെ ദെൻ അടുത്ത് നോക്കിയോ, കോസ പ്രോക്സിമ. എന്താണ്? കറക്റ്റ് ആ ഒരു റീസൺ, അല്ലെ, ആ ഒരു കോസ് തന്നെയായിരിക്കണം. ഓൺലി ദ നിയറസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ് ഓഫ് ദ ലോസ് ഈസ് കൺസിഡേർഡ് ഫോർ എ ക്ലെയിം. കണ്ടല്ലോ, ഒരു ഫയർ ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ എന്താ ഇൻഷുറൻസ് എടുത്താൽ ഫയർ കൊണ്ട് തന്നെയായിരിക്കണം നമുക്ക് ലോസ് ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ നമ്മൾ എന്താക്കുള്ളൂ? ചൂസ് ചെയ്യുകയും ഒരു ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യുള്ളൂ, കോസ പ്രോക്സിമ. ഓക്കെ,
റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ? കോൺട്രിബ്യൂഷൻ. നമുക്ക് എന്ത് കിട്ടുന്നതാ? ഇഫ് ദ സെയിം പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ് വിത്ത് മൾട്ടിപ്പിൾ ഇൻഷുറർ, ദ ഇൻഷുറർ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി അപ് ടു ദ ആക്ച്വൽ യൂസ്. ഓൾ ഇൻഷുറർ ഷെയർ ദ പേയ്മെന്റ് യെസ് പ്രൊപ്പോർഷനേറ്റ്ലി. അല്ലേ? നമ്മൾ ഒരു സാധനത്തിന് എന്താ 2 ഇൻഷുറൻസ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു കാര്യമില്ല അല്ലേ? നമുക്ക് ടോട്ടൽ നമുക്ക് എത്രയാണ് ഒരു ലോസ് സംഭവിച്ചിട്ടുള്ളത്, ആ സെയിം എമൗണ്ടേ 2 ഇൻഷുറൻസ് കമ്പനിയും കൂടെ നമുക്ക് തരുകയുള്ളൂ. ഓക്കെ, റെഡി? അല്ലാണ്ട് 2ൽ നിന്നും നമുക്ക് എന്താ സെപ്പറേറ്റ് എമൗണ്ട് കിട്ടുന്നില്ല. ഓക്കെ, ഓർത്ത് വെച്ചോളാം. കോൺട്രിബ്യൂഷൻ. റെഡി? ഓക്കെ, യെസ്. അപ്പം ദെൻ ലാസ്റ്റ് എന്താ? മിറ്റിഗേഷൻ ഓഫ് ലോസ്. അതെന്താണ്? ദ ഇൻഷുർഡ് മസ്റ്റ് ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്പ് ടു റെഡ്യൂസ് ദ ലോസ് ഓർ ഡാമേജ് ഈവൻ ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ്. അല്ലെ, നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് എന്താ ഒരു ലോസ് സംഭവിക്കുമ്പോൾ നമ്മളത് നോക്കി നിൽക്കാൻ പാടില്ല, നമ്മളതിനെ നികത്താൻ ശ്രമിച്ചിരിക്കണം. അതാണ് ഇത് മിറ്റിഗേഷൻ ഓഫ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 7 പോയിന്റുകളാണ് മക്കൾ പഠിച്ചിരിക്കേണ്ടത്. ഏതൊക്കെയാ? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, യെസ്, എന്താ? ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഓർത്ത് വെച്ചോളാം. ദെൻ ഇൻഡെംനിറ്റി, സബ്രോഗേഷൻ, കോസ പ്രോക്സിമ, കോൺട്രിബ്യൂഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ലോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. യെസ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പഠിച്ചു വെച്ചോളാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പഠിച്ചു വെച്ചോളാം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അതർ ഇൻഷുറൻസിന്റെ ജസ്റ്റ് ഒരു പേര് മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അറിയാലോ. ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് വെർ ദ ഇൻഷുറൻസ് കമ്പനി അഗ്രീ ടു പേ fixed amount to the insured or their family either on death or after a set period in return for regular payment called പ്രീമിയം. അല്ലെ, നമ്മളൊരു പ്രീമിയം അടച്ചുകൊണ്ട് എന്താണ് നമ്മൾക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നോമിനി ആയിട്ടുള്ള ആളുകൾക്ക് എന്താ ഒരു ഫ്യൂച്ചർ, ഒരു സേഫ്റ്റി, അല്ലെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുന്ന എന്തെന്ന്? യെസ്, ഇൻഷുറൻസ്. ഓക്കെ, നമ്മളെന്താ അതിനൊരു പ്രീമിയം നമ്മൾ അടച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെ, നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെ. ഇൻ റിട്ടേൺ ഫോർ എ റെഗുലർ പേയ്മെന്റ് ഈസ് കോൾഡ് പ്രീമിയം. ഇറ്റ് ഈസ് കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ്, നോട്ട് ഇൻഡെംനിറ്റി ആണല്ലോ. ഇതെന്താണ്? ഒരു അഷ്വറൻസ് നൽകുന്ന കോൺട്രാക്റ്റ് ആണ്, പക്ഷെ എന്തല്ല, നഷ്ടം നികത്തുന്ന കോൺട്രാക്റ്റ് അല്ല. അല്ലെ, ലൈഫ് ഇൻഷുറൻസിൽ നമുക്കൊരാൾ മരിച്ചാൽ അതിന് നഷ്ടം നികത്തി കിട്ടുമോ? ഇല്ല, നമുക്ക് അവിടെ ഒരു അഷ്വറൻസ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ. സോ ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് അഷ്വറൻസ്, നോട്ട് ഇൻഡെംനിറ്റി എന്ന് മക്കൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, സെറ്റ്. അപ്പം അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് ഫയർ ഇൻഷുറൻസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഫയർ ഇൻഷുറൻസ്, തീ ഇൻഷുറൻസ് അറിയാലോ, തീപിടുത്തത്തിനെതിരെ. ഓക്കെ, ഫയർ ഇൻഷുറൻസ് ഈസ് വൺ ഇയർ കോൺട്രാക്ട്. ഇത് 1 ഇയറിലേക്കാണ് നമ്മൾ അധികം എടുക്കുക. വേർ ദ ഇൻഷുറൻസ് പേ ഫോർ എ ഡാമേജ് കോസ്ഡ് ബൈ ആക്സിഡന്റൽ ഫയർ. അല്ലെ, ആക്സിഡന്റൽ ആയിട്ട് നമുക്ക് തീപിടുത്തം, അല്ലെ, അതിനെതിരെ നമ്മൾ എടുക്കുന്നു. ദ പോളിസി മസ്റ്റ് ബി റിന്യൂഡ് ഇയർലി. ഇതെന്താണ്? എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്തിരിക്കണം. പ്രീമിയം ക്യാൻ ബി പെയ്ഡ് ഫുൾ ഓർ ഇൻ പാർട്ട്. ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ നമുക്ക് എന്താ പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, ദർ മസ്റ്റ് ബി എന്താണ്? ആക്ച്വൽ ലോസ് ആൻഡ് ഫയർ മസ്റ്റ് ബി ആക്സിഡന്റൽ. അപ്പോൾ എന്താണ്? ഒരു ഫയർ ഇൻഷുറൻസ് നമ്മൾ എടുത്താൽ ആ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്റ്റ് ബി ആക്ച്വൽ ലോസ്, അല്ലെ. അതെന്താ? നമുക്ക് കറക്റ്റ് നമ്മുടെ എന്താണ് ഇൻഷുറൻസ് ചെയ്ത് അതിന് തന്നെ നമ്മൾ എന്താക്കണം? നമുക്ക് എന്താ തീപിടുത്തത്തിലോ ലോസ് വന്നിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ? മസ്റ്റ് ബി ആക്സിഡന്റൽ ആൻഡ് നോൺ എന്താണ് ഇൻറ്റൻഷണൽ, അല്ലേ. എന്താ? ആക്സിഡൻ്റലായിട്ടേ ഫയർ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ തീയിട്ടാൽ നമുക്കത് ഇൻഷുറൻസ് കിട്ടൂല. നമ്മൾ തീയിട്ട് ചിലർ ചെയ്യുന്ന പരിപാടി അത്, സ്വന്തം തീയിടുക എന്നിട്ട് ഇൻഷുറൻസ് പൈസ വാങ്ങുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്സിഡൻറ്റിൽ തന്നെയായിരിക്കണം ഫയർ ഇൻഷുറൻസ് മക്കൾ ഓർത്ത് വെക്കുക. റെഡി? യെസ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് മറൈൻ ഇൻഷുറൻസ് ആണ്. മറൈൻ ഇൻഷുറൻസിലും കുറച്ച് ടൈപ്പ് നമുക്ക് പഠിക്കണം. മറൈൻ ഇൻഷുറൻസ് പറഞ്ഞാൽ അറിയാലോ, മറൈൻ ഇൻഷുറൻസ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ലോസ് ഓർ ഡാമേജ് ഓഫ് ഷിപ്പ്, കാർഗോ ആൻഡ് ഫ്രൈറ്റ് കോസ്ഡ് ബൈ സീ റിസ്ക്. അല്ലെ, ഷിപ്പിനോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, കാർഗോയ്ക്കോ അല്ലെങ്കിൽ നമ്മളെ കടത്ത് കൂലിക്കൊക്കെ എന്തെങ്കിലും ലോസ്, അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ലോസ് തരാതിരിക്കാൻ നമ്മൾ എടുക്കുന്നതാണ് ഇത് മറൈൻ ഇൻഷുറൻസ്. എന്തിനൊക്കെതിരെ? കൊളിഷൻ അല്ലെങ്കിൽ ഫയർ, പൈറസി, എനിമി അറ്റാക്ക്, അല്ലെ. കടലിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. കപ്പൽ മുങ്ങിപ്പോവുക, അല്ലെങ്കിൽ എനിമി അറ്റാക്ക് സംഭവിക്കുക, തീപിടുത്തം സംഭവിക്കുക, അല്ലെ. അപ്പോൾ അതിനൊക്കെതിരായിട്ട് ദ ഇൻഷുറർ കോൾഡ്
the underwriter promised to compensate the insured for such losses. The insured pay a premium for this protection. It cover 3 main things. കണ്ടല്ലോ, അപ്പം 3 കാര്യങ്ങൾക്കാണ് നമ്മൾ മറൈൻ ഇൻഷുറൻസ് എടുക്കുക. ഷിപ്പിന്, കാർഗോയ്ക്ക് ആൻഡ് ലാസ്റ്റ് ഫ്രൈറ്റിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കണം. യെസ്, ഷിപ്പ് അല്ലെങ്കിൽ ഹൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കപ്പലിന് വേണ്ടി നമ്മൾ എടുക്കുന്നു. സിൻസ് ദ ഷിപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു മെനി ഡേഞ്ചറസ് അറ്റ് സീ, ദ ഇൻഷുറൻസ് പോളിസി ഫോർ ദ ഇൻഡെംനിഫൈ ദ ഇൻഷുർഡ് ഫോർ ലോസസ് കോസ്ഡ് ബൈ ഡാമേജ് ടു ഷിപ്പ്. അല്ല, ഷിപ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുന്നതിനെതിരെ നമ്മൾ എടുക്കുന്നതാണ് ഇത് ഷിപ്പ് അല്ലെങ്കിൽ ഹൾ ഇൻഷുറൻസ്. ഓർത്തുകൊള്ളുക. അങ്ങനെയെങ്കിൽ കാർഗോ, അപ്പോൾ എഴുതാനുണ്ടല്ലോ കാർഗോ, കൊണ്ടുപോകുന്ന സാധനങ്ങൾ അല്ലേ, അതാണ് കാർഗോ എന്ന് പറയാം. ദ കാർഗോ വൈൽ ബീയിങ് ട്രാൻസ്പോർട്ടഡ് ബൈ ഷിപ്പ് ഈസ് സബ്ജക്റ്റഡ് ടു മെനി റിസ്ക്. എന്തുണ്ടാവുന്നു? ഷിപ്പിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത അറബിക്കടലിൽ ഒരുപാട് കണ്ടെയ്നർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പോൾ കാർഗോയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെ, ദീസ് മേ ബി അറ്റ് പോർട്ട്, ദാറ്റ് ഈസ് റിസ്ക് ഓഫ് തെഫ്റ്റ്, യെസ്, ലോസ്റ്റ് ഓഫ് ഗുഡ്സ്, വോയേജ് എക്സെട്ര. ദസ് ആൻ ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി ഇൻഷൂർഡ് ടു കവർ ദ അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് കാർഗോ. കാർഗോയ്ക്കെതിരെ കാർഗോ ആരെ തട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ കള്ളന്മാരെടുത്തുകൊണ്ട് പോവുക, അതുപോലെ തന്നെ ഗുഡ്സിന് എന്തെങ്കിലും ലോസ് സംഭവിക്കുക, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് കാർഗോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ്. ദെൻ ലാസ്റ്റ് നോക്കിയേ, ഫ്രൈറ്റ് ഇൻഷുറൻസ്. എന്താ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കയറ്റുകൂലിയല്ല, യെസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ അങ്ങനെ പറയാം നമുക്ക് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെതിരെ അല്ലെ, ഇതാ നോക്കിയോ, ഇഫ് ദ കാർഗോ ഡസ് നോട്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഡ്യൂ ടു ഡാമേജ് ഓഫ് ലോസ് ട്രാൻസിറ്റ്, ദ ഷിപ്പ് കമ്പനി ഈസ് നോട്ട് പെയ്ഡ് ഫ്രൈറ്റ് ചാർജ്. അല്ലെ, നമ്മളൊരു കമ്പനിക്ക് എന്ത് കൊടുത്തു, ഒരു ഷിപ്പിന് എന്ത് കൊടുത്തു, സാധനങ്ങൾ എത്തിക്കാൻ കൊടുത്തു അല്ലെ. അത് എത്തിക്കുന്ന വഴി അത് എന്തൊക്കെയോ നാശനഷ്ടം സംഭവിച്ചു അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് കടത്തുകൂലി അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആ ഒരു ഷിപ്പിന് കിട്ടുമോ? ഇല്ല. സോ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചാർജിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ യെസ്, അതിലെ ലോസ് എന്താ നികത്താൻ വേണ്ടി എന്താ കമ്പനി എടുക്കുന്നതാണ് ഇത് ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രൈറ്റ് ഇൻഷുറൻസ് ഈസ് റീബേഴ്സിംഗ് ദ ലോസ് ഓഫ് ഫ്രൈറ്റ് ടു ദ ഷിപ്പിംഗ് കമ്പനി അല്ലെ. ഷിപ്പിംഗ് കമ്പനിയുടെ ലോസ്, കടത്തുകൂലി ലോസിനെ എന്താക്കുന്നു? യെസ്, കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് 3 മകൾ എന്താ ഇൻഷുറൻസിൽ ഓർത്ത് വയ്ക്കുക. 3 ടൈപ്പ് ഏതൊക്കെ? യെസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് പഠിച്ചു വെച്ചോളാം. ഓക്കെ ഓക്കെ, സെറ്റ്, റെഡി. പിന്നെ നിങ്ങൾ യെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ കാര്യമാണ്. യെസ്, ലൈഫ് ഇൻഷുറൻസും യെസ് ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും തമ്മിലുള്ള യെസ് ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക യെസ് എങ്ങനെയാണ് സബ്ജക്റ്റ് മാറ്റർ അറിയാലോ. ഇൻഷുറൻസ് ഹ്യൂമൻ ലൈഫിനാണ്, പിന്നെയോ ഫയർ ഇൻഷുറൻസോ യെസ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അസറ്റിനാണ്. ഇത് ഷിപ്പ്, കാർഗോ, ഫ്രൈറ്റ് ആണ്. അടുത്തത് എലമെന്റ് നോക്കിക്കോ. ലൈഫ് ഇൻഷുറൻസ് ഹാസ് ദ എലമെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഓർ ബോത്ത് അല്ലെ. പ്രൊട്ടക്ഷനും ഇൻവെസ്റ്റ്മെന്റും നമുക്കെന്താ ഇൻഷുറൻസ് ത്രൂ നടത്താം. ഫയർ ഇൻഷുറൻസ് ഓൺലി ദ എലമെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ എലമെന്റ് മാത്രമേ ഉള്ളൂ. യെസ്, മറൈൻ ഇൻഷുറൻസോ ഓൺലി എലമെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അടുത്ത് നോക്കിയോ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാ? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് എഫക്റ്റിംഗ് ദ പോളിസി ബട്ട് നീഡ് ടു ബി യെസ് നെസസറി അറ്റ് ദ ടൈം വെൻ ദ ക്ലെയിം അല്ലെ. ആ ഒരു എടുക്കുന്ന സമയത്തുള്ളൊരു എന്തുണ്ടാവണം? യെസ്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നമുക്കൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, അല്ലെങ്കിൽ എന്താണ് പിന്നീട് അല്ലെ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ അത് തീരുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ഫയർ ഇൻഷുറൻസിലോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സബ്ജക്റ്റ് മാറ്റർ മസ്റ്റ് ബി പ്രസന്റ് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് എഫക്റ്റിംഗ് പോളിസി അല്ലെ. അതിന് ട്രെയിലർ യെസ്. അപ്പോൾ എന്താ ഫയർ ഇൻഷുറൻസ് ആണെങ്കിലോ നമ്മളൊരു സാധനത്തിന് ഫയർ ഇൻഷുറൻസ് എടുക്കുമ്പോഴും അതിന് തീപിടുത്തം സംഭവിക്കുമ്പോഴൊക്കെ ആ സാധനം എന്താ നമ്മളത് തന്നെയായിരിക്കണം. നമുക്ക് അതിനോട് ആ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് ഏതും യെസ് നമ്മുടെ മറൈൻ ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ പോയിന്റുകൾ ഓർത്ത് വെക്കണം. അടുത്ത ഡ്യൂറേഷൻ അറിയാലോ. ലൈഫ് ഇൻഷുറൻസ് പോളിസി യെസ് യൂഷ്വലി എക്സ്പ്ലോർഡ് ഇയർ ആൻഡ് ടേക്കൺ ലോങ്ങർ പീരീഡ് അല്ലെ, ഒരുപാട് വർഷത്തേക്കുണ്ട്. യെസ്, ഫയർ ഇൻഷുറൻസ് അറിയാലോ. യെസ്, 1 ഇയർ പോളിസി ആയിരിക്കും അധികം ഉണ്ടാവുക. മറൈൻ ഇൻഷുറൻസ് പോളിസി 1 or more പീരീഡ്. ഓക്കെ, അടുത്ത നോക്കിക്കോ, ഇൻഡെംനിറ്റി അല്ലേ. ലൈഫ് ഇൻഷുറൻസ് നോട്ട് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി അറിയാലോ. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം നികത്തി കിട്ടുകയല്ല, ജസ്റ്റ് ഒരു അഷുറൻസ് ആണ് അല്ലേ. പക്ഷേ നമുക്കറിയാം ഫയർ ഇൻഷുറൻസും അതുപോലെ തന്നെ മറൈൻ ഇൻഷുറൻസും എന്താണ്? ഇൻഡെംനിറ്റി ബേസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഇതിനടുത്ത് എന്താ? ലോസ്
മെഷേഴ്സ് അല്ലെ. ലോസ് ഈസ് നോട്ട് മെഷേർഡ്. ലൈഫ് ഇൻഷുറൻസിന് നമുക്കൊരു ലോസ് അല്ലെ, ആ ഒരു ജീവൻ പോയതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇവിടെ രണ്ടും നമുക്കത് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ബേസിക് പോയിന്റ്സുകൾ മക്കളെ ഇവിടെ ഓർത്ത് വെച്ചോളുക. യെസ്, ഈ ഒരു ലൈഫ് ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസും തമ്മിൽ ഡിഫറൻ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ കള്ളി വരച്ച് എഴുതണം. അപ്പോൾ ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ മതി, ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത സർവീസിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമ്മൾ ബാങ്കിനെ കുറിച്ച് പഠിച്ചു. സെക്കൻഡ് സർവീസ്, ബിസിനസ് സർവീസ് ആയിട്ടുള്ള സെക്കൻഡ് സർവീസ് ഏതാ? ഇൻഷുറൻസ് പഠിച്ചു. അടുത്ത സർവീസ് നമ്മൾ പോവുകയാണ് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ബിസിനസ്സിന് അടുത്തതായിട്ട് വേണ്ടത് ഏതാ? കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ്. ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ്. അപ്പൊ ശ്രദ്ധിച്ചോ, എന്താ കമ്മ്യൂണിക്കേഷൻ സർവീസ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ? കമ്മ്യൂണിക്കേഷൻ സർവീസ് ഹെൽപ്പ് ബിസിനസ് ടു സ്റ്റേ കണക്റ്റഡ് വിത്ത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതേഴ്സ്. ബിസിനസ് നീഡ് ഫാസ്റ്റ്, അക്യുറേറ്റ് ആൻഡ് റിലയബിൾ വേ ടു ഷെയർ ഇൻഫർമേഷൻ അല്ലെ. ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി സപ്ലയേഴ്സിനോട്, കസ്റ്റമേഴ്സിനോട്, മറ്റ് ആളുകളോടൊക്കെ എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് യൂസ് ചെയ്യുന്ന എല്ലാ സർവീസുകളെയും നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ എന്ന് പറയാം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ അല്ലെ, മോഡേൺ ടെക്നോളജി, ഒരുപാട് മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസുകളെ നമുക്ക് പോസ്റ്റൽ സർവീസുകളെന്നും ടെലികോം സർവീസുകളെന്നും രണ്ടായി തിരിക്കാം. ഓക്കെ, പോസ്റ്റൽ സർവീസുകളെന്നും ടെലികോം സർവീസുകളെന്നും രണ്ടായി തിരിക്കാം. ഓക്കെ, അപ്പൊ എന്താ പോസ്റ്റൽ സർവീസുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ? പോസ്റ്റ് ഓഫീസ് ത്രൂ നമ്മൾ എന്താക്കുന്നു? സാധനങ്ങളൊക്കെ അയക്കുന്നു അല്ലെ. യെസ്, അപ്പോൾ ശ്രദ്ധിച്ചോ, ദ ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് പോസ്റ്റൽ സർവീസ് അക്രോസ് ഇന്ത്യ അല്ലെ. നമുക്കറിയാലോ ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദ കൺട്രി ഡിവൈഡ് 23 പോസ്റ്റൽ സർക്കിൾ. അപ്പം നമ്മുടെ രാജ്യത്ത് 23 പോസ്റ്റൽ സർക്കിളുകൾ ഉണ്ട്. ദീസ് സർക്കിൾ ഹാൻഡിൽ ഡെയിലി വർക്ക് ത്രൂ ദ റീജിയണൽ. ആ ഓരോ സ്റ്റേറ്റുകളും റീജിയണൽ ഏരിയാസും ഉൾപ്പെടുന്ന ഓരോ പോസ്റ്റൽ ഏരിയാസിനെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റൽ സർക്കിളുകളാണ്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പല കാര്യങ്ങളും പോസ്റ്റൽ ത്രൂ പല സ്റ്റേറ്റുകളിലേക്കൊക്കെ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റൽ സർവീസിൽ തന്നെ നമുക്ക് എന്താ രണ്ട് ടൈപ്പ് സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സാധനങ്ങൾ അയക്കുക എന്നുള്ളത് മാത്രമല്ല, ഫിനാൻഷ്യൽ ഫെസിലിറ്റി സർവീസുകളും ഉണ്ട്, മെയിൽ ഫെസിലിറ്റി സർവീസുകളും ഉണ്ട്. ഓക്കെ, പോസ്റ്റൽ സർവീസ് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫെസിലിറ്റി സർവീസും ഉണ്ട്, മെയിൽ ഫെസിലിറ്റി സർവീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഫെസിലിറ്റി സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ദീസ് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ത്രൂ ദ പോസ്റ്റ് ഓഫീസ്. ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസ് ത്രൂ നമുക്ക് എന്താ ഒരുപാട് സേവിങ്സ് സ്കീമുകളൊക്കെ ഉണ്ട്. ബാങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കുന്നത് പോലെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റും. അവിടെ നമുക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ അതുപോലുള്ള സർവീസുകൾ അതെ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, കിസാൻ വികാസ് പത്ര, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, അതുപോലത്തെ ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മന്ത്ലി ഇൻകം സ്കീം, നമുക്ക് മന്ത്ലി ഒരു റിട്ടേൺ ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഇൻകം സ്കീമുകളൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടും. സോ ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ഓർത്ത് വെച്ചോളാം. ഓക്കെ, പിന്നെയുള്ള മെയിൽ ഓർഡർ സർവീസ് അല്ലെങ്കിൽ മെയിൽ ഫെസിലിറ്റീസ് അറിയാലോ. മെയിൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ അയക്കുക എന്നാണ് അല്ലെ. മെയിൽ സർവീസ് കൺസിസ്റ്റ് ഓഫ് പാർസൽ ഫെസിലിറ്റി. പാർസൽ ഫെസിലിറ്റി ദാറ്റ് ഈസ് എ ട്രാൻസ്മിഷൻ ഓഫ് ആർട്ടിക്കിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ അയക്കുന്നത്. ഓക്കെ, രജിസ്റ്റേർഡ് ഫെസിലിറ്റി ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഷുറൻസ് ഫെസിലിറ്റി ടു പ്രൊവൈഡ് ഇൻഷുറൻസ് കവർ ഫോർ ഓൾ റിസ്ക് ഓഫ് ദ കോസ് ഓഫ് ട്രാൻസ്മിഷൻ. ആണല്ലോ, അതിനെന്താ ഇൻഷുറൻസ് പോളിസിയും കൂടെ ഉണ്ടാവും അല്ലെ. നമ്മൾ അയക്കാൻ കൊടുത്ത സാധനങ്ങൾ സേഫ് ആയിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ടോ, അതിന് വേണ്ട സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മെയിൽ ഫെസിലിറ്റീസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെയിൽ ഓർഡർ സർവീസുകൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം ആദ്യത്തെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? പോസ്റ്റൽ സർവീസുകളാണ്. അപ്പോൾ പോസ്റ്റൽ സർവീസിനെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫെസിലിറ്റികളെന്നും അതുപോലെ തന്നെ മെയിൽ ഫെസിലിറ്റികളെന്നും തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നോക്കണം ഏതാ? ടെലികോം സർവീസുകൾ നമുക്ക് പഠിക്കണം അല്ലെ. അപ്പോൾ എന്താണ് ഈ ടെലികോം സർവീസുകൾ എന്ന് പറഞ്ഞാൽ പഠിച്ചോ. ടെലികോം അറിയാലോ, ടെലികോം അല്ലെ, ഫോൺ റിലേറ്റഡ് ആണ് അല്ലെ. ടെലികോം സർവീസ് റെഫർ ടു ദ സർവീസ് ദാറ്റ് അലോ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ, ടെക്നോളജി ത്രൂ ഫോൺ, ഇന്റർനെറ്റും ടെലിവിഷനും ഒക്കെ വെച്ചുകൊണ്ട്. അതാണ് ഇത് ടെലികോം സർവീസുകൾ അല്ലെ. ടെലിഫോൺ സർവീസുകളുണ്ട്, ഇന്റർനെറ്റ് സർവീസുകളുണ്ട്, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ഫാക്സ്, ഡാറ്റ ട്രാൻസ്മിഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ടെലികോം സർവീസുകളാണ്. ഓക്കെ, അപ്പോൾ ടെലികോം സർവീസുകൾ തന്നെ നമുക്ക് എന്താ കുറച്ച് ടൈപ്പ് പഠിക്കാറുണ്ട്. വേരിയസ് ടൈപ്പ് ഓഫ് ടെലികോം സർവീസുകൾ.
ഏതൊക്കെയാണ് വേരിയസ് ടൈപ്പ് ഓഫ് ടെലികോം സർവീസുകൾ, ടെലിഫോണിൻ്റെ സർവീസുകൾ പലതരത്തിൽ. ഒന്നാമത്തേതാ സെല്ലുലാർ മൊബൈൽ സർവീസുകൾ, അറിയാലോ. ദീസ് ആർ ഇൻക്ലൂഡ് ഓൾ മൊബൈൽ ടെലികോം സർവീസ് ലൈക്ക് വോയിസ്, മെസ്സേജ്, ഡാറ്റ. ഓക്കെ. PCO എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോളിംഗ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ അറിയില്ലേ നമ്മളെ ബൂത്തുകളോ, ആ സെറ്റപ്പ്. അപ്പോൾ അതിലൂടെ എന്താ ഫോൺ ത്രൂ നമ്മളെന്താ മെസ്സേജുകളൊക്കെ അയക്കുക, കോൾ ചെയ്യുക, അതാണിത് സെല്ലുലാർ മൊബൈൽ സർവീസ്. അടുത്തെന്താ ഫിക്സ്ഡ് ലൈൻ സർവീസ് അല്ലെങ്കിൽ ലാൻഡ് ലൈൻ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകില്ല ലാൻഡ് ലൈൻ ഫോൺ ത്രൂ അല്ലേ. ദീസ് വേർ ഇൻക്ലൂഡ് ഓഫർ വോയിസ്, മെസ്സേജ് ആൻഡ് ഡാറ്റ ത്രൂ ഫിക്സ്ഡ് നെറ്റ്വർക്ക് മെയിൻലി യൂസിങ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. ആണല്ലോ ഫൈബർ ഒപ്റ്റിക് കേബിൾ നമുക്കറിയാം അല്ലേ. കേബിൾ ത്രൂ അല്ലേ ഏത് ലൈവ് ഫോണൊക്കെ വർക്ക് ചെയ്യുക. സോ അതുപോലുള്ള കേബിൾ ത്രൂ നമ്മളെന്താ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന് എന്ത് പറയുക, ഫിക്സ്ഡ് ലൈൻ സർവീസുകൾ എന്ന് പറയുക. ഓക്കെ റെഡി. അങ്ങനെയെങ്കിൽ അടുത്തെന്താ കേബിൾ സർവീസുകളുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ഓൺലി വൺ വേ എന്റർടൈൻമെന്റ്, അതാണ് കേബിൾ സർവീസ്. ലൈക്ക് TV വിത്ത് ലൈസൻസ്ഡ് ഏരിയ. ഇൻ ദി ഫ്യൂച്ചർ 2-way കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വോയിസും ഡാറ്റ ഇൻഫർമേഷൻ ത്രൂ കേബിൾ നെറ്റ്വർക്ക് മേ ബി ഗ്രോ. ഇനിയിപ്പോൾ എന്താ കേബിൾ ത്രൂ ചിലപ്പോൾ എന്താ TV കൂടെ ഒക്കെ നമുക്ക് സംസാരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ വരും. ഓക്കെ റെഡി. അപ്പം കേബിൾ ത്രൂ അധികം എന്റർടൈൻമെന്റ് ആണ് യൂസ് ചെയ്യുക, TVയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് കേബിൾ സർവീസ് യൂസ് ചെയ്യുക. ഇതിനടുത്ത് എന്താ VSAT ഉണ്ട് അല്ലെ. VSAT എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ത്രൂ നമ്മൾ ചെയ്യുന്നതാണ്, വെർച്വലി സാറ്റലൈറ്റ് ത്രൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ദീസ് ആർ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓഫറിംഗ് റിലയബിൾ സർവീസ് ഇൻ ബോത്ത് അർബൻ ആൻഡ് റിമോട്ട് ഏരിയ. ഉണ്ടല്ലോ ഈ റിമോട്ട് ഏരിയാസിൽ അല്ലെ, ഉള്ളോട്ടുള്ള ഏരിയാസിലൊക്കെ ചിലപ്പോൾ എന്താ നമുക്ക് ഈ റേഞ്ച് ഒന്നും ഇല്ലാത്ത ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ചിലപ്പോൾ എന്താ സാറ്റലൈറ്റ് ത്രൂ നമുക്ക് അവിടെ എന്താക്കാം പല കമ്മ്യൂണിക്കേഷൻ നടത്താം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഏരിയാസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ് ഉണ്ടാവും. അതാണ് VSAT സർവീസുകൾ എന്ന് പറയുക. അതായത് ചിലപ്പോൾ എന്താ നമ്മുടെ നാട്ടിൻ്റെ ഉള്ളോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ATM ഒക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അതെങ്ങനെയാ ATM വർക്ക് ചെയ്യുന്നത്? അതെ, വെരി സ്മോൾ അപ്പേച്വർ ടെർമിനൽ സർവീസസ്. കറക്റ്റ് ആണ് VSAT, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ ആ അപ്പേച്വർ ആ ടേം ഒന്നും മക്കൾ യൂസ് ചെയ്യേണ്ട. അപ്പേച്വർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി നമ്മളിതാ ഈ സാറ്റലൈറ്റിന്റെ സൈസിനെ യൂസ് ചെയ്യുന്ന ടേമാണ് അപ്പേച്വർ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയൊന്നും പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ് VSAT അത്ര ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അപ്പോൾ എന്താ ഇത്തരത്തിലുള്ള ഉള്ളോട്ടുള്ള ഏരിയാസിലൊക്കെ ഈ ATM ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ATM-നെയും നമ്മുടെ ബാങ്കിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇത് VSAT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ദെൻ അടുത്തതാ DTH, ഡയറക്റ്റ് ടു ഹോം. അറിയാലോ ഡിഷും സൺ ഡയറക്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന കാണാറില്ലേ. ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് സർവീസ് ദാറ്റ് ഡെലിവർ TV ചാനൽ ഡയറക്ട്ലി ടു യൂസേഴ്സ് ത്രൂ എ ഡിഷ് ആന്റിന ആൻഡ് സെറ്റപ്പ് ബോക്സ്. സെറ്റപ്പ് ബോക്സോ ഡിഷ് ആന്റിനയോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് അല്ല എന്താണ് നമ്മുടെ എവിടുന്ന സാറ്റലൈറ്റിൽ നിന്നും സാറ്റലൈറ്റ് ത്രൂ നമ്മൾ എന്താക്കുന്നു ചാനൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ അതാണ് ഇത് DTH എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ കമ്മ്യൂണിക്കേഷൻ സർവീസിൽ ഇത്രയും കാര്യങ്ങൾ മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യമല്ലേ, മക്കൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ദെൻ അടുത്തത് ട്രാൻസ്പോർട്ടേഷനാണ്. അറിയാലോ, പ്രത്യേകിച്ച് പറയണോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ് മൂവിങ് ഗുഡ്സ് പാസഞ്ചേഴ്സ് ബൈ റെയിൽ, റോഡ്, എയർ, സീ. ഇതിലൂടെയൊക്കെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അല്ലേ. ഇറ്റ് ഈസ് വൈറ്റൽ ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് എൻഷുർ ഫാസ്റ്റ് ഡെലിവറി ആൻഡ് റിമൂവ് ഡിസ്റ്റൻസ് ബാരിയർ അല്ലെ. ഡിസ്റ്റൻസ് ബാരിയർ റിമൂവ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്. പക്ഷെ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഇന്ത്യ നീഡ് ബെറ്റർ റോഡ്, ഇംപ്രൂവ്ഡ് പോർട്സ് ആൻഡ് സ്ട്രോങ്ങർ ഇൻഫ്രാസ്ട്രക്ചർ ടു മീറ്റ് എക്കണോമിക് നീഡ്സ് അല്ലെ. നമുക്ക് എന്ത് വേണം? നല്ല സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ആവശ്യമുണ്ട് അല്ലെ. പുവർ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് കോസ്റ്റ് മേജർ ലോസസ് എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ എന്താ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ അവിടെ എവിടെയും കെട്ടിക്കിടന്ന് ഇല്ലാണ്ടായി പോവുള്ളൂ. അപ്പം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ വേണം നമുക്ക് എന്തിന്? ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. ഓക്കെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നമുക്ക് എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. അടുത്ത് നോക്കിയേ വെയർ ഹൗസിംഗ് ഉണ്ട്. വെയർ ഹൗസിംഗ് നമുക്ക് പൊതുവേ ചോദിക്കാറില്ലെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വെയർ ഹൗസിംഗ് ഇസ് ദ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഇൻ എ സേഫ് സിസ്റ്റമാറ്റിക് വേ അല്ലേ. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ പറയാം അല്ലെ. എന്താണ്? ഏർലിയർ വെയർ ഹൗസ് വെയർ സിമ്പിൾ സ്റ്റോറേജ് സ്പേസ് ബട്ട് ടുഡേ ദർ ആർ മോഡേൺ ലോജിസ്റ്റിക് അല്ലെ. പണ്ടൊക്കെ എന്താ ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു, പക്ഷെ ഇപ്പം എന്താ മോഡേൺ ലോജിസ്റ്റിക് സെന്റേഴ്സ് ആയി മാറി. ലോജിസ്റ്റിക് ഒക്കെ നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് അല്ലെ, പഠിക്കേണ്ട ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. കോഴ്സ് ഒക്കെ ആയിട്ട് ലോജിസ്റ്റിക് മാറിയിട്ടുണ്ട്. ഓക്കെ ദേ യൂസ് അഡ്വാൻസ്ഡ് ടൂൾസ് ലൈക്ക് ഓട്ടോമേറ്റഡ് കൺവെയേഴ്സ്, അതുപോലെ തന്നെ ക്രെയിൻസ്, വെയർ ഹൗസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ വെയർ ഹൗസിംഗ് വർക്ക് ചെയ്യുന്നത്. നല്ലതല്ലേ അല്ലേ.
അത്രത്തോളം നമുക്ക് എന്താണ് ഗുണമാണ് അല്ലേ, സാധനങ്ങൾ അയക്കാനും ഉണ്ടാക്കാനും ഒക്കെ. ഓക്കെ, അപ്പോൾ വെയർ ഹൗസിങ്ങിൽ മക്കൾ ജസ്റ്റ് എന്ത് ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ ടൈപ്പ് ഓർത്ത് വയ്ക്കുക. വെയർ ഹൗസിൻ്റെ ടൈപ്പ് ഒന്നാമത്തെ എന്താ, പ്രൈവറ്റ് വെയർ ഹൗസ് ഉണ്ട്. ഓക്കെ, പ്രൈവറ്റ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓൺഡ് ഓർ ലീസ്ഡ് ബൈ കമ്പനി ടു സ്റ്റോർ ദെയർ ഓൺ ഗുഡ്സ് അല്ലെ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനി എടുക്കുന്ന അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി, അവരുടെ പ്രൊഡക്റ്റ് സേഫ് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്ന എന്താണ്, അവരുടെ പേഴ്സണലി ആയിട്ടുള്ള വെയർ ഹൗസിന് എന്ത് പറയാ, പ്രൈവറ്റ് വെയർ ഹൗസുകൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് പബ്ലിക് വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ, പബ്ലിക് അല്ലെ, ദീസ് ആർ സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ടു എനി വൺ, ട്രേഡേഴ്സ് ഓർ മാനുഫാക്ചർ, ആർക്കും. ഓക്കെ, ഫോർ ഫീ, ഒരു ഫീ വെച്ചുകൊണ്ട് ആർക്കും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് എന്താണ് വെയർ ഹൗസുകൾ. ദേ ആർ ലൈസൻസ്ഡ് ബൈ ഗവൺമെന്റ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് അല്ലെ, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്നതായിരിക്കാം ഏത്, ഗവൺമെന്റ്. വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ ദീസ് എൻഷുവർ എക്സ്ട്രാ സർവീസസ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, ലാബലിംഗ് തുടങ്ങിയ എക്സ്ട്രാ സർവീസുകളും ആര് നൽകുന്നുണ്ട്, പബ്ലിക് വെയർ ഹൗസുകൾ നൽകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയോ, ബോണ്ടഡ് വെയർ ഹൗസുകൾ. എന്താ ബോണ്ടഡ്? ദീസ് ആർ ഗവൺമെന്റ് ലൈസൻസ്ഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ബിഫോർ കസ്റ്റം ഡ്യൂട്ടീസ് പെയ്ഡ്. കണ്ടല്ലോ, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സുകൾ നമ്മുടെ പോർട്ടിലൊക്കെ കെട്ടിക്കിടക്കും അല്ലെ, അപ്പൊ അവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഗവൺമെന്റ് ലൈസൻസിലുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ് എന്തെന്ന്, ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ എന്താണ് ഇറക്ക് കൂലിയൊക്കെ അടയ്ക്കുമ്പോൾ, എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ അടയ്ക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടി, നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടഡ് ക്യാൻ സ്റ്റോർ ഗുഡ്സ് ഹിയർ, കാൺ പേ ദ ഫുൾ ഡ്യൂട്ടി അല്ലോ. ഫുൾ ഡ്യൂട്ടി പേ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്താ സാധനങ്ങൾ, അത് നമുക്ക് എന്താ ചിലപ്പം പേയ്മെന്റ് അടയ്ക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നാൽ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഗുഡ്സ് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ്, പാക്ക് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വെയർ ഹൗസിൽ വെച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ചയക്കേണ്ട ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ തന്നെ എന്താ തിരിച്ചയക്കാൻ പറ്റും. അതാണ് ഇത് ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ, ഗവൺമെന്റ് അറിയാലോ, ദീസ് ആർ ഓൺഡ് ആൻഡ് റൺ ബൈ ആരായിരിക്കും, ഗവൺമെന്റ് ത്രൂ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ലൈക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, ഫുഡ് കോർപ്പറേഷൻ, ഇവരുടെയൊക്കെ അണ്ടറിലുള്ള എന്തെന്ന് വെയർ ഹൗസ്, കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളത്. അടുത്തെന്താ, കോപ്പറേറ്റീവ് വെയർ ഹൗസുകൾ ഉണ്ട് അറിയാലോ. ദീസ് ആർ സെറ്റപ്പ് ബൈ, ആ പേര് തന്നെ അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി നേരത്തെ പഠിച്ചല്ലോ. ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നല്ല വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നു അല്ലെ, സ്റ്റോർ ഗുഡ്സ് ഓഫ് ദെയർ മെമ്പേഴ്സ് മെയിൻലി ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അധികം എന്താണ്, അഗ്രികൾച്ചർ സെക്ടേഴ്സിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് വെയർ ഹൗസുകൾ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്താ, വെയർ ഹൗസിന്റെ ഫംഗ്ഷൻസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം. സിമ്പിൾ ആണ്. ഒന്നാമത്തെ എന്താ, കൺസോളിഡേഷൻ. എന്താ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ, കൂട്ടിച്ചേർക്കുക അല്ലെ. ഇൻ ദിസ് ഫംഗ്ഷൻ ദ വെയർ ഹൗസ് റിസീവ് ആൻഡ് കൺസോളിഡേറ്റ് മെറ്റീരിയൽ ഗുഡ്സ് ഫ്രം ഡിഫറെന്റ് പ്രൊഡക്ഷൻ പ്ലാന്റ് ആൻഡ് ഡിസ്പാച്ച് ദ സെയിം പെർട്ടിക്കുലർ കസ്റ്റമേഴ്സ് ഇൻ എ സിംഗിൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. ഒരുപാട് സ്ഥലത്ത് നിന്നും വന്നിട്ടുള്ള ഗുഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആളുകൾക്ക് ഒരുമിച്ച് കൊടുക്കുന്നു. ഉണ്ടല്ലോ, എല്ലാം കൂടെ എന്താ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോ, ബ്രേക്ക് ദ ബൾക്ക് ഉണ്ട്, ആ പേര് തന്നെ ഉണ്ടല്ലോ, ബ്രേക്ക് ചെയ്യുക അല്ലെ. വെയർ ഹൗസ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് ഡിവൈഡിങ് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വെയർ ഹൗസിലേക്ക് വരുന്നത് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം പ്രൊഡക്ഷൻ പ്ലാന്റ് ടു സ്മോളർ ക്വാണ്ടിറ്റി അല്ലെ. വേണ്ട ആളുകൾക്ക് വേണ്ടി ബൾക്ക് ക്വാണ്ടിറ്റിയെ സ്മോളർ ക്വാണ്ടിറ്റി ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അത് ആര് ചെയ്യുന്നതാണ്, നമ്മുടെ വെയർ ഹൗസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണ്. അടുത്തെന്താ, സ്റ്റോക്ക് പൈലിംഗ് ഉണ്ട്. എന്താ സ്റ്റോക്ക് പൈലിംഗ്? സ്റ്റോക്ക് പൈലിംഗ് ഇസ് ദ സ്റ്റോറിംഗ് ഗുഡ്സ് ഓഫ് റോ മെറ്റീരിയൽ ദാറ്റ് ആർ നോട്ട് നീഡഡ് ഇമ്മീഡിയറ്റ് അല്ലെ. പെട്ടെന്ന് വേണ്ടാത്ത ഗുഡ്സുകൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കാം. ദേ ആർ കീപ്പ് ഇൻ വെയർ ഹൗസ് ആൻഡ് സപ്ലൈഡ് ലേറ്റർ ബേസ്ഡ് ഓൺ ഡിമാൻഡ്. പിന്നീട് എന്താ, ഡിമാൻഡ് ഒക്കെ ഉണ്ടാവുന്ന കാലം വരെ നമുക്ക് എന്താ ചില പ്രൊഡക്റ്റുകൾ സൂക്ഷിച്ച് വെക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. ഡിമാൻഡ് ഉണ്ടാവുന്ന സമയത്ത് അത് മാർക്കറ്റിലേക്ക് ഇറക്കുക. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ സീസണൽ പ്രോഡക്റ്റ് ലൈക്ക് ക്രോപ്പ് അല്ലെ. ക്രോപ്സ് പോലുള്ള സീസണൽ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്താ ഏറ്റവും യൂസ്ഫുൾ ആവുന്നതാണ് ഇത് സ്റ്റോക്ക് പെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് വാല്യൂ ആഡ് സർവീസുകളുണ്ട്. എന്താണ് വാല്യൂ ആഡ് സർവീസ് ഇൻ വെയർ ഹൗസ് ഇൻക്ലൂഡ് മിക്സിങ്, പാക്കേജിങ്, ലാബലിങ്, ഗ്രേഡിങ്, ഡിവൈഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അല്ലെ. പാക്ക് ചെയ്യുക അല്ലെ, ലാബൽ ചെയ്യുക അല്ലെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്യുക അല്ലെ, മിക്സ് ചെയ്യുക, യെസ് ഗ്രേഡ് ചെയ്യുക, ക്വാണ്ടിറ്റിക്കൊക്കെ അനുസരിച്ച് ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് മാറ്റി മാറ്റി വെക്കുക, അങ്ങനത്തെ ഫങ്ഷൻസ് അതാണ് എന്തെന്ന് വാല്യൂ ആഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വെയർ ഹൗസുകൾ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. അപ്പം യെസ് ദെൻ പിന്നെ വേണമെങ്കിൽ ഇതോടെ ഓർത്ത് വെച്ചോ, പ്രൈസ് സ്റ്റെബിലൈസേഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിമാൻഡ് ഉണ്ടാകുന്നത് വരെ ചില പ്രൊഡക്റ്റുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ. അങ്ങനെ എന്താ നമുക്ക് അതിന്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാം. ഇൻ അഡ്ജസ്റ്റിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് വിത്ത് ദ ഡിമാൻഡ് സിറ്റുവേഷൻ വെയർ ഹൗസിംഗ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റെബിലൈസിങ് പ്രൈസ് അല്ലെ. ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയുന്ന സമയത്ത്, തീരില്ലാത്ത സമയത്ത് നമുക്ക് എന്താ അത് നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് എടുത്ത് വിൽക്കാം. അപ്പോൾ നമുക്ക് എന്താ പ്രൈസ് സ്റ്റേബിൾ ആക്കി നിലനിർത്താൻ പറ്റും. പിന്നെയോ ഫിനാൻസിങ് അല്ലെ. ഫിനാൻസിങ് ഫെസിലിറ്റീസും കൂടെ ആര് നൽകുന്നുണ്ട്? പല വെയർ ഹൗസുകളും നൽകുന്നുണ്ട്. ആർക്കൊക്കെ? വെയർ ഹൗസ് ഓണേഴ്സ് അഡ്വാൻസ് മണി ടു ദ ഓണേഴ്സ് ഇൻ എ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫർദർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ക്രെഡിറ്റ് ടെർമിനൽ കസ്റ്റമേഴ്സ് അല്ലെ. പല എന്താണ് ഈ എന്താണ് ഇപ്പം ഈ ചില പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ അല്ലെ, അല്ലെങ്കിൽ എന്താ ചില മാനുഫാക്ചേഴ്സ്, അവർക്കൊക്കെ വേണ്ട രീതിയിൽ അവർ എന്തെങ്കിലും ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട ഫണ്ടും കാര്യങ്ങളും ഫിനാൻസിങ് ഒക്കെ ആര് കൊടുക്കാറുണ്ട്? ഇതുപോലുള്ള വെയർ ഹൗസിങ് കസ്റ്റമേഴ്സ് അല്ല മാനുഫാക്ചേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സാറേ ഒടിയാ ഹോ പറടാ. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ ഇത്രയാണ് ഏത് നമുക്ക് ഈ ചാപ്റ്ററിൽ ബിസിനസ് സർവീസിൽ പഠിക്കാനുള്ളത്. എന്താണ് സർവീസ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ അതിനുശേഷം യെസ് നമുക്ക് ബിസിനസ് സർവീസിൻ്റെ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബിസിനസ് സർവീസുകളിൽ നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് സർവീസിൽ ബാങ്കിങ്. ഓക്കെ, ബാങ്കിൻ്റെ ടൈപ്പ് ഓർക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫങ്ഷൻസ് ഓർത്ത് വെക്കുക. ദെൻ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും പഠിച്ചു വെച്ചോളുക. ഓക്കെ, പിന്നെ ഇൻഷുറൻസിൻ്റെ ടൈപ്സ് ഓർത്ത് വെക്കുക. പിന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ്. കമ്മ്യൂണിക്കേഷൻ സർവീസുകളിൽ യെസ് നമ്മൾ കുറച്ച് ടൈപ്പുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കുക. ദെൻ ലാസ്റ്റിലേക്ക് വെയർ ഹൗസിങ്ങിനാണ് കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? യെസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നുള്ളത് പഠിച്ചിട്ടേ ഉള്ളൂ. വെയർ ഹൗസിങ്ങിൽ എന്താണ് വെയർ ഹൗസിങ്, അതിൻ്റെ ടൈപ്പും നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. സിമ്പിളാണ്, ഓർത്ത് വെച്ചുകൂടാ. ഓക്കെ റെഡി? യെസ്. ഓക്കെ രേണു മിസ് ഇസ് അഗെയിൻ. അങ്ങനെയെങ്കിൽ നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അയ്യോ ഓക്കെ 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 യെസ്. ചെറിയൊരു ടെക്നിക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ സെറ്റ് ചെയ്യാം. മൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ. പെട്ടെന്ന് തീരും കുഞ്ഞു ചാപ്റ്ററാണ്. ശരി എന്നാ. ഓക്കെ
അതെ, ഇല്ല കഴിച്ചിട്ടില്ല, കഴിക്കണം. സെറ്റ് റെഡി അല്ലേ? കാണാം, കേൾക്കാം. ഓക്കെ, സെറ്റ്. സെറ്റ് സെറ്റ്. എനിക്ക് ഇവരുടെ കൗണ്ട് കാണുന്നില്ല, ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പാവം കുഞ്ഞു ചാപ്റ്ററാണ്, അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള കുറേ ടേംസ് ഒക്കെ സിമ്പിളായിട്ട് തോന്നും. കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്ത് നമുക്കറിയാം ഇത് എന്തൊക്കെയാണെന്നുള്ള സംഭവം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം. അതായത് നമ്മുടെ ബിസിനസ് ഇതിങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. പണ്ട് കാലത്തെ ബിസിനസ്, ഒരു 10, 60, 70 വർഷം മുൻപ് ഉണ്ടായിരുന്ന ബിസിനസ്സും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ബിസിനസ്സിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ ബിസിനസ്സിൻ്റെ മോഡ് ഇങ്ങനെ മാറി വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാരണങ്ങളാണുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷൻ. അതായത് നമ്മളെല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് ശേഷം, ആ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിന് ശേഷം ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫീച്ചേഴ്സൊക്കെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബിസിനസ് കുറച്ചുകൂടെ വളർത്താൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ബിസിനസ് ഭയങ്കരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു കാര്യമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കണോമി എന്ത് ചെയ്തു, ഇനി മുതൽ ഗ്ലോബൽ എക്കണോമി ആയിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചത് മുതലാണ് നമ്മുടെ ഇന്ത്യയിൽ വൻ രീതിയിലുള്ള കുതിപ്പ് വന്നത്. അതിനോടൊപ്പം തന്നെ എന്താണ്, ഈ ഡിജിറ്റലൈസേഷനും സംഭവിച്ചിട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മറ്റു രാജ്യത്തെ കമ്പനികളും നമ്മുടെ രാജ്യത്തെ കമ്പനികളും തമ്മിൽ ഒരു ടൈപ്പിൽ പോകുന്ന പുതിയൊരു സംരംഭമോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സുകൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള മാർക്കറ്റാക്കി മാറ്റുകയും ചെയ്യുന്ന പരിപാടിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സംഭവങ്ങളുടെ പ്രതിഭാസങ്ങളുടെ ഫലമായിട്ടാണ്, റിസൾട്ടായിട്ടാണ് നമ്മുടെ ബിസിനസ് ഇതാ ഇങ്ങനെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലും വലിയ രീതിയിൽ സാങ്കേതിക മികവുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ബിസിനസ്സിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള രീതികളിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ എന്താണ് എമർജിംഗ് മോഡ്സ് അല്ലെങ്കിൽ ഈ ബിസിനസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രോണിക് ബിസിനസ്. ഈ ബിസിനസ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് മിൻട്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അതുപോലെ അജിയോ, പിന്നെ എന്തായിരുന്നു, സൊമാറ്റോ, ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗി, അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്, ഈ ബിസിനസ്സിൻ്റെ എന്താണ് മോഡൽസ് ആണ്. ക്ലിയർ? അപ്പോൾ എന്താണ് ഈ ബിസിനസ്? അപ്പോൾ നിങ്ങളോട് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ബിസിനസ് എന്താണോ അതന്നെ, പക്ഷെ ആ ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് സിംപ്ലി മീൻസ് ഒന്നെങ്കിൽ ഇതാ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ല ഓൺ ദ റെഗുലർ ബേസിസ് അല്ലേ. അതായത് മണി ട്രാൻസാക്ഷൻ ബേസിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്ന പ്രക്രിയയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്നത്. കിട്ടിയോ? സാധനം കിട്ടിയോ? OLX, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് ഓർ ഇലക്ട്രോണിക് ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇൻഡസ്ട്രിയും ട്രേഡും കൊമേഴ്സും, അറിയാമല്ലോ അല്ലേ. അത് നമ്മൾ ആദ്യത്തെ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സും ഈ കൊമേഴ്സും രണ്ടും ഒന്നാണോ? ഈ ബിസിനസ്സും ഈ കൊമേഴ്സും രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് വൈഡർ ടേമാണ്, വലിയ ടേമാണ്. ബിസിനസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പ്രൊഡക്ഷൻ ഉണ്ട്, അതായത് ഇൻഡസ്ട്രി പോലത്തെ ആക്ടിവിറ്റീസ് അല്ലേ, പ്രൊഡക്ഷൻ, പ്രോസസ്സിങ്, ഒരു റിസോഴ്സ് കിട്ടിയ മുതൽ അതിനെ ഫൈനൽ ഗുഡ്സ് ആക്കുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റിയും
ബിസിനസ്സിൻ്റെ അകത്തുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സെല്ലിങ്ങും കൊമേഴ്സ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സിൽ. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് ഒരു വൈഡർ ടേമാണ്. ബിസിനസ്സിൻ്റെ ഉള്ളിലെ ഒരു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്, കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് വൈഡർ ടേമും ഈ കൊമേഴ്സ് എന്താണ്, ഒരു നാരോ ടേമുമാണ്. ഓക്കെ, മീനിങ് നോക്കുകയാണെങ്കിൽ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ഈ ബിസിനസ്. ഈ കൊമേഴ്സ് ഓൺലി ഡീൽസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ബിസിനസ് എന്ന് പറയും, ഈ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുക വാങ്ങുക, അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഇനി സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ് വൈഡർ ടേം ആണ്, ഇത് നോക്കുകയാണെങ്കിൽ നാരോ ടേം ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇനി ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ, ഈ ബിസിനസ്സിൻ്റെ സ്കോപ്പ്, സാധ്യതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4 രീതിയിലാണ് മെയിനായിട്ട് ഈ ബിസിനസ് നടക്കുന്നത്. ഒന്ന്, ബിസിനസ് ടു ബിസിനസ്, 2 ബിസിനസ് എൻറ്റിറ്റീസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുക. അതായത് ടാറ്റയും MRF ടയേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, MRF എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബിസിനസ്, ഒരു കമ്പനിയാണ്, ടയറിൻ്റെ കമ്പനിയാണ്. ആ കമ്പനി എന്ത് ചെയ്യുന്നു, ടാറ്റ എന്ന് പറയുന്ന വേറൊരു കമ്പനിക്ക് ടയർ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് B2B ആണ്. B2C എന്ന് പറയുന്ന സാധാരണ ബിസിനസ് ടു കസ്റ്റമർ, സാധാരണ പോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടൊരു സാധനം മേടിക്കുന്നു. ഓക്കെ, ഓൺലൈൻ രീതിയിൽ നമ്മളൊരു സാധനം വിൽക്കുന്നു, വാങ്ങുന്നു, അല്ലേ, ബിസിനസ് ടു കസ്റ്റമർ ആണ്. ഇൻട്രാ ബി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, പല പല ബ്രാഞ്ചസ് ഉണ്ടാവും, അവർ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുക. പ്രൊമോഷൻ റിലേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാലറി റിലേറ്റ് ചെയ്തിട്ടുള്ള സാലറി ക്രെഡിറ്റ് ആവുന്നത്, അലവൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നത്. C2C എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് കസ്റ്റമേഴ്സ് ആയിരിക്കും. അതായത് ഓൾറെഡി ഒരു സാധനം വാങ്ങിച്ച്, ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പം എന്താ പറയുക, ആക്സസ് എൻ്റെ കയ്യിലുണ്ട്, ആക്സസിൻ്റെ സുസുക്കി ആക്സസ് ആണല്ലോ, അപ്പോൾ സുസുക്കി കമ്പനിയുടെ കസ്റ്റമറാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ആ സാധനം വേറൊരാൾക്ക് വിൽക്കുന്നു. എന്നിട്ട് അങ്ങനെ വിൽക്കപ്പെടുമ്പോൾ അയാൾ എനിക്ക് കസ്റ്റമർ ആവുന്നു. ഓക്കെ, അതാണ് കസ്റ്റമർ ടു കസ്റ്റമർ ആണ് C2C എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ 2 ബിസിനസ് യൂണിറ്റ് ആർ നോൺ ആസ് B2B ട്രാൻസാക്ഷൻ, അല്ലേ? എന്താണ്, സാധനങ്ങൾ സേവനങ്ങളും 2 ബിസിനസ്സുകൾ തമ്മിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ B2B എന്ന് പറയും, അല്ലേ? ക്ലിയർ അല്ലേ? അതിപ്പോൾ കൊളാബറേഷൻ ആവാം, കൊമേഴ്ഷ്യൽ നെഗോഷിയേഷൻ ആക്കാം, പിന്നെ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്, അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചർ ടു വേരിയസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇങ്ങനത്തെ പോലുള്ള പരിപാടികളൊക്കെ ആകാം 2 ബിസിനസ്സുകൾ തമ്മിൽ നടക്കുന്നത്. ഇനി അതല്ലാതെ B2C എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കസ്റ്റമർ, ബിസിനസ്സും കസ്റ്റമറും നടക്കുന്ന നോർമൽ ബിസിനസ് ആണ്. ഇറ്റ് എനേബിൾസ് ദ ബിസിനസ് മാൻ ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് ദ കസ്റ്റമർ. പിന്നെ ദ കസ്റ്റമർ ക്യാൻ ഓൾസോ യൂസ് കോൾ സെൻറ്റേഴ്സ് ടു മേക്ക് ടോൾ ഫ്രീ കോൾസ്, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ് ടു കസ്റ്റമേഴ്സിൻ്റെ അകത്ത് B2Cൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് നമുക്ക് ടോൾ ഫ്രീ സെൻറ്റേഴ്സ് വഴിയൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ കൺസേൺസ് കാര്യൻസ് ബോധിപ്പിക്കാൻ വേണ്ടി പറ്റും. സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ, അത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്, B2Cയിൽ വരുന്നതാണ്. ഇനിയുള്ളതാണ് B2Cയിൽ വരുന്നത്. ഇനിയുള്ളതാണ് C2C. C2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ കസ്റ്റമർ ടു കസ്റ്റമർ, അല്ലേ? ഡീലിംഗ് ഇൻ ഗുഡ്സ് ഫോർ ദർ ഇസ് നോ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം. ഇറ്റ് ബേസിക്കലി പ്രൊവൈഡ് ഷ്യൂർ മാർക്കറ്റ് പ്ലേസ് ഫോർ എ ട്രേഡിംഗ് ഇൻ യൂസ്ഡ് ഗുഡ്സ്. യൂസ്ഡ് ഗുഡ്സ് ആണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യൂസ്ഡ് ഗുഡ്സിൻ്റെ മാർക്കറ്റാണ് അവിടെ നടക്കുന്നത്, C2Cയിൽ നടക്കുന്നത്. എക്സാമ്പിൾസ് ആണ് OLX, അതുപോലെ ക്യുക്കർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് പേപാൽ എന്ന് പറയുന്ന ആപ്പ്. അത് നമ്മുടെ ഫോൺ പേ പോലെ തന്നെ ആപ്പാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിക്കുന്നത്, ഓക്കെ, നമ്മൾ ഓൺലൈൻ കണ്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു സാധനം ഓൺലൈനിൽ കണ്ടു വാങ്ങി, ഞാനിപ്പോൾ യദുസാറിൻ്റെ ഒരു ബൈക്ക് കണ്ടു, എനിക്കത് വേണം. അപ്പോൾ എന്ത് ചെയ്തു, ഞാനത് കണ്ടു, യദുസാറിന് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു. പക്ഷെ ഞാൻ പേപാൽ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപാലുകാർ എന്ത് ചെയ്യും, ആ പേയ്മെൻറ്റ് അവിടെ വെക്കും. എന്നിട്ട് എനിക്ക് വണ്ടി കിട്ടി, ഞാൻ ആ പറഞ്ഞ രീതിയിലൊക്കെ ഉള്ള സാധനം തന്നെയാണ്, യദുസാർ പറഞ്ഞ പോലെ തന്നെയാണ് നേരിട്ടും വണ്ടി എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പേപാലുകാർ യദുസാറിന് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ നമ്മുടെ ഫണ്ട് എന്താ പറയുക, നഷ്ടപ്പെടാനുള്ള ചാൻസ്, പോസിബിലിറ്റി കുറവായിരിക്കും. അതാണ് പേപാൽ എന്ന് പറയുന്ന ആപ്പ്. ക്ലിയർ അല്ലേ? ഇനിയുള്ളതാണ് ഇൻട്രാബി. ഇൻട്രാബി സിമ്പിൾ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രാബി കോമേഴ്സ് റിലേറ്റ് ടു ദ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ത്രൂ ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് ഫോർ മാനേജിങ് interactions and dealing among various departments and persons with a firm, അല്ലേ? ഒരു ഫേമിലെ ആൾക്കാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ത്രൂ ചെയ്യുന്നതിനെയാണ് ഇൻട്രാബി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? സാലറി ക്രെഡിറ്റ് ആവുന്ന പരിപാടികളൊക്കെയാണ് വരുന്നത്. അതാണ് ഫേംസ് ഇൻട്രാക്ഷൻ വിത്ത് ദ എംപ്ലോയീസ്, സാലറി പേയ്മെൻറ്റ്സ്, പേഴ്സണൽ റിക്രൂട്ട്മെൻറ്റ്, ഇൻ്റർവ്യൂസ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ.
ക്ലിയർ അല്ലേ? ഇനി പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിന്റെ ലാഭങ്ങൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ബിസിനസ് നമ്മൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ലാഭം? മറ്റ് ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ, നോർമൽ ട്രഡീഷണൽ ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് ഫോം ചെയ്യാം, കൺവീനിയന്റ് ആണ്, സ്പീഡ് കൂടുതലാണ്, ഗ്ലോബൽ റീച്ചും ആക്സസും കിട്ടും, മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് കറൻസി ആണ് അല്ലേ? അതായത് ease of formation അല്ലേ? ഈ ബിസിനസ് എഫേർട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഈസ് ഓഫ് ഫോർമേഷൻ ആസ് ഇറ്റ് നീഡ് ലെസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയർ റിക്വയർമെന്റ്. ഈ ബിസിനസിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് പെട്ടെന്ന് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ എങ്ങനെയാണ്? ഹെവി ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ വേണ്ട. കാരണം ഈ ബിസിനസ് നമ്മൾ ഓൺലൈൻ വഴി ആകുന്നതുകൊണ്ട് നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ വേണമെന്നോ അവിടെ ഒരു ആൾക്കാർക്ക് കസ്റ്റമേഴ്സിനെ വന്ന് ഡയറക്റ്റ് പ്രൊഡക്ട്സ് കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ലീഗലി നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി നടക്കും, ലെസ് ഇൻവെസ്റ്റ്മെന്റും ആണ് അല്ലേ? പിന്നെ കൺവീനിയൻസ് ആണ്. ഈ ബിസിനസ് ഓഫർ ടു കൺവീനിയൻസ് ഓഫ് 24/7 അല്ലേ? അതായത് ഈ ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് നോക്കിയാൽ ആമസോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ടപ്പാതിരായി എടുക്കും നോക്കാം അല്ലേ? സമയം എത്രയായി? ഇപ്പം 11 ഇപ്പം 10:50 കഴിഞ്ഞു. ഈ സമയത്ത് നിങ്ങൾക്ക് ആമസോണിൽ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ SM സ്ട്രീറ്റ് പോയി എന്ന് വിചാരിക്കും. ഇപ്പോൾ കോഴിക്കോടുള്ള സ്ഥലമാണ് SM സ്ട്രീറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കടകൾ ഉണ്ടാവില്ല. അത് ട്രഡീഷണൽ ബിസിനസ്സാണ്, കാരണം അവരൊക്കെ അടച്ച് വീട്ടിൽ പോയി ഉണ്ടാവും അല്ലേ? അപ്പോൾ കൂടുതൽ കൺവീനിയൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ സ്പീഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? മറ്റേതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ എല്ലാതൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മളുടെ ടൈം കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടി ഒരു സമയം മാറ്റി വെച്ച് കടകളിൽ കയറി ഇറങ്ങിയൊക്കെ വേണം. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാവും, അത്രയും സമയം വെറുതെ ആവും അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ എന്താണ്? സ്പീഡാണ്. ഇൻ കേസ് ഓഫ് ഈ ബിസിനസ് സ്പീഡ് is high as the cycle time, that is the time taken to complete the cycle from the origin of demand to the fulfillment happens on a click of a mouse അല്ലേ? അപ്പം നമ്മളുടെ ഒരു വിരലിലെ ക്ലിക്കിലനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ നീഡ് എന്താണ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? പിന്നെ ഉള്ളതാണ് ഗ്ലോബൽ റീച്ച് അല്ലേ? ഈ ബിസിനസ് ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓൺ ദ ഇന്റർനെറ്റ്. ദേ ആർ നോട്ട് ബൗണ്ടറീസ്, ദർ ആർ നോ ബൗണ്ടറീസ്, ബോത്ത് ദ സെല്ലർ ആൻഡ് ദ ബയർ ഹാവ് ഫ്രീഡം ടു ആക്സസ് വേൾഡ് അല്ലേ? അപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോഴുള്ള വേറൊരു നേട്ടം എന്ന് പറയുന്നത് ഗ്ലോബൽ ആക്സസ് ആണ്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ, ഞാനിവിടെ കോഴിക്കോട് ഇരുന്നൊരു സാധനം നോക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അമേരിക്കയിലുള്ള സാധനങ്ങൾ വരെ കാണാൻ വേണ്ടി പറ്റും, പ്രൊഡക്ട്സ് കിട്ടും അല്ലേ? അതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ മഹാരാഷ്ട്രയിലുള്ളതോ തമിഴ്നാടുള്ളതോ ഗുജറാത്തിലുള്ളതോ പഞ്ചാബിലുള്ളതോ അവിടെ നിന്നൊക്കെ വേണമെങ്കിലുള്ള സാധനങ്ങൾ എനിക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഇപ്പോൾ കോഴിക്കോട് ബിസിനസ് ചെയ്യുന്ന എനിക്ക് എന്താണ്? ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഓൺലൈൻ വഴി ഇത്രയും സ്ഥലത്തുള്ള ആളുകൾക്ക് എന്തായിരിക്കും? എൻ്റെ പ്രൊഡക്ട്സ് അവൈലബിളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലോബൽ റീച്ച് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ അതുപോലെയാണ് മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി. പേപ്പർലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു കാര്യം എന്താണ്? നമുക്ക് സാധാരണ അറിയാം, ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് കിട്ടുന്ന എല്ലാം പേപ്പർ ആയിട്ട് ഉള്ള ടൈമിൽ സംഭവത്തില്ല അല്ലേ? പക്ഷേ ഈ ബിസിനസ്സിലെല്ലാം എന്താ? ഡോക്യുമെന്റ് ആയിട്ടാണ് വരിക. ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർലെസ് സൊസൈറ്റിയാണ് വരുന്നത്. പേയ്മെന്റ് ആണെങ്കിൽ എന്താണ്? നമ്മൾ ഓൺലൈൻ വഴിയാണ് അധികം പേയ്മെന്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഈ ബിസിനസ് പ്രൊപ്പഗേറ്റ് ദ യൂസ് ഓഫ് ഇന്റർനെറ്റ് വിച്ച് ഹാസ് കൺസിഡറബിളി റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് പേപ്പർ വർക്ക്. ദിസ് ഹാസ് ഓൾസോ ഹെൽപ് ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് റെഡ് ടാപ്പിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് ടാപ്പിസ് എന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. റെഡ് ടാപ്പിസ് എന്താണെന്ന് ഞാൻ കുറച്ച് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്, ബെനഫിറ്റ്സ് വരുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, പ്ലസ് ഉള്ളത് പറയുന്ന പോലെ തന്നെ അതിനൊരു മൈനസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ മൈനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോ പേഴ്സണൽ ടച്ച് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നേരിട്ട് കണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ചില ഐറ്റംസ് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു ഫ്രൂട്ട്സ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ട് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് ഓൺലൈൻ ബിസിനസ് പറ്റില്ല, സ്യൂട്ടബിൾ അല്ല അല്ലേ? ഈ ബിസിനസ് does not require any face-to-face interaction between the buyer and seller, hence it is relatively less suitable mode of business of garment, toiletries, as they may require higher personal touch. Okay, പിന്നെ incongruence between order taking or giving and order fulfillment speed ആണ്. അതായത് നമുക്ക് ഓർഡർ കൊടുക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ കിട്ടുന്ന
കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര സ്പീഡിൽ നമുക്ക് സാധനം ഡെലിവർ ആവണമെന്നില്ല. ഓക്കെ, നമ്മളുടെ നീഡ് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷെ വിചാരിച്ച പോലെ നമുക്കത് കിട്ടണമെന്നില്ല അല്ലേ. ആസ് ദ പ്ലേസിംഗ് ഓഫ് ഓർഡർ ടേക്ക് പ്ലേസ് ഓൺ ദ ക്ലിക്ക് ഓഫ് മൗസ് ബട്ട് ദ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ പ്രോഡക്റ്റ് ടേക്ക് ടൈം അല്ലേ. അതായത് ഫിസിക്കൽ ഡെലിവറി എന്ത് ചെയ്യാം, ടൈം എടുക്കാം. പിന്നെ അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ആക്സസിബിൾ ആവാത്ത പ്രശ്നവും വരും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ ഉള്ളതാണ് നീഡ് ഫോർ ടെക്നോളജി. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഇലക്ട്രോണിക് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ബയർ ആണെങ്കിലും ശരി സെല്ലർ ആണെങ്കിലും ശരി അറിഞ്ഞിരിക്കണം അല്ലേ. അവിടെ ഒരു ടെക്നോളജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. In order to transact electronically, the capability and competence of parties to e-business is required. അപ്പോൾ ബയർക്കും സെല്ലർക്കും എന്ത് വേണം, ഈ ബിസിനസ്സിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഇനി ഇൻക്രീസ്ഡ് റിസ്ക് ഡ്യൂ ടു അനോണിമിറ്റി ആൻഡ് നോൺ ട്രേസബിലിറ്റി. മക്കളെ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താണ്, നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം മേടിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ കാണുന്നില്ല. അയാളുടെ ഒരാൾ പറഞ്ഞ് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിൻ്റെ വിശ്വാസത്തിലാണ് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി അത് സ്പാമാണോ ഒന്നും നമുക്ക് അറിയില്ല, നമ്മൾ പറ്റിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് ഇതിനെ കബളിപ്പിക്കുകയോ പെടുവോ ശരിക്കുള്ളത് തന്നെയാണോ എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവാണ് അല്ലേ. ജനറലി ദ ഓൺലൈൻ ഡീലിംഗ്സ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ അൺനോൺ പാർട്ടീസ് ആണ്. ദിസ് ലീഡ് ടു മെനി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കൺസേൺസ്. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മളങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ലീക്ക് ചെയ്യപ്പെടാനോ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ കാശ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നഷ്ടപ്പെടാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ. പിന്നെയാണ് എന്തെന്ന് പറയുന്നത് പീപ്പിൾ റെസിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞതുപോലെ നീഡ് ഫോർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഒരു പോയിന്റ് പറഞ്ഞു നിങ്ങൾ. അതായത് ടെക്നോളജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാവുന്ന സമയത്ത് ഇപ്പോൾ ബയർ ആയിക്കോട്ടെ സെല്ലർ ആയിക്കോട്ടെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ എന്തില്ല, ഈ ബിസിനസ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോവില്ല, ഈ ബിസിനസ് തുടങ്ങാനും നിൽക്കില്ല, അതേപോലെ ഇതുപോലത്തെ ബിസിനസ് സർവീസുകൾ യൂസ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാനും ഇരിക്കില്ല. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊന്നും ഈ ബിസിനസ് അറിയില്ല, അവരതുകൊണ്ട് തന്നെ ആമസോണൊന്നും അവർക്ക് വിശ്വാസത്തിൽ വരില്ല. അവർക്ക് ഡയറക്റ്റ് പോയി കണ്ട് തന്നെ സാധനം മേടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവർ ട്രഡീഷണൽ ബിസിനസ്സിനെ ആയിരിക്കും അവരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക. അതേപോലെ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യില്ല, ആ ബിസിനസ് തുടങ്ങാൻ നിൽക്കില്ല അല്ലേ. അപ്പോൾ മെനി ടൈംസ് ദ പീപ്പിൾ മേ ബി റിലക്റ്റന്റ് ഓർ അൺവില്ലിംഗ് ടു എൻ്റർ ഇൻ ടു ഈ ബിസിനസ് ഡ്യൂ ടു സ്ട്രെസ്സോ അല്ലെങ്കിൽ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി റിലേറ്റ് ടു അഡ്ജസ്റ്റ്മെന്റ് ടു ന്യൂ ടെക്നോളജി, ന്യൂ വേ ഓഫ് ഡൂയിങ് തിങ്സ്. അതിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, അതിലേക്കൊക്കെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർ എന്തായിരിക്കും അൺവില്ലിംഗ് ആയിട്ട് നിൽക്കാം. പിന്നെ എത്തിക്കൽ ഫോളോ ഔട്ട് ഉണ്ടാവും അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനോണിമിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പ്രൈവസിയിൽ കയറാനോ അല്ലെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കാനൊക്കെ ഉള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് അല്ലേ. അത് ഈ ബിസിനസ് ഓഫൻ സെറ്റ് ടു സഫർ ഫ്രം എത്തിക്കൽ ഫോളോ ഔട്ട് ഉണ്ടാവാം. മെനി ടൈംസ് ദ ഒബ്ജെക്ഷൻസ് ആർ raised for act like accessing someone's email account or using an electronic key to keep track of the computer files, use the website visitor etc. അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് വഴി കയറിയിട്ട് നമ്മൾ സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിലാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്ത കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ പേഴ്സണൽ ഫോൺ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ലീക്കായി പോയിട്ട് നമ്മൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട് അവിടെ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നെഗറ്റീവ് വരുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്? ലോ പേഴ്സണൽ ടച്ച് ആയിരിക്കും, ഇൻകോൺഗ്രൻസ് ബിറ്റ്വീൻ ഓർഡർ ടേക്കിംഗ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെൻറ്റ് സ്പീഡാണ്, നീഡ് ഫോർ ടെക്നോളജി കാപ്പബിലിറ്റി ആൻഡ് കോമ്പീറ്റൻസ് ഓഫ് പാർട്ടീസ് അല്ലേ. അതേപോലെ തന്നെ എന്ത് വേണം, ഇൻക്രീസ്ഡ് റിസ്ക് ഉണ്ടായിരിക്കും, അനോണിമിറ്റി അല്ലേ, ഡ്യൂ ടു അനോണിമിറ്റി ആൻഡ് നോൺ ട്രേസബിലിറ്റി. പിന്നെ പീപ്പിൾ റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും, ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. പിന്നെ എത്തിക്കൽ ഫോളോ ഔട്ട് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ. ഇത്രയാണ് അതിന് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നോർമലി ചെയ്യുന്ന ബിസിനസ്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഫോം ചെയ്യാൻ എന്താണ് ഡിഫിക്കൽട്ട് ആയിരിക്കും ട്രഡീഷണൽ ബിസിനസ്. കാരണം എന്താണ്, നമുക്ക് സ്ഥലം നോക്കണം, ബിൽഡിംഗ് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യണം, അതിൻ്റെ ഫർണിച്ചേഴ്സ് വേണം, സ്റ്റോർ ചെയ്യണം, അത് മടക്കി വെക്കണം, അതിന് കസ്റ്റമേഴ്സ് വരുമ്പോൾ അതിന് ഡീൽ ചെയ്യാൻ നമുക്ക് സ്റ്റാഫ് വേണം, പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ അങ്ങനത്തെ ആന ചേന മാന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് പേപ്പർ വർക്കും വരും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു കട വേണമെന്നോ കടയിൽ നോക്കാൻ കസ്റ്റമറെ നോക്കാൻ ഒരു സെയിൽസ്മാനോ അങ്ങനത്തെ ആരെങ്കിലും സെയിൽസ് പേഴ്സണോ വേണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡ് നമ്മളെ റൂമിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വെക്കാം.
ആരും ചോദിക്കാൻ പോകുന്നില്ല ഈ ബിസിനസ് ആകുമ്പോൾ. പിന്നെ ഫിസിക്കൽ പ്രസൻസ് ട്രഡീഷണൽ എന്താണ് റിക്വയർഡ് ആണല്ലോ, ഒരു കട അവിടെ വേണം. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് അങ്ങനത്തെ റിക്വയർമെന്റ് ഒന്നുമില്ല. ഇപ്പം ഞാൻ ABC ലിമിറ്റഡ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ രേണുക ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ തുടങ്ങിയെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ അത് ട്രഡീഷണൽ ബിസിനസ് ആണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചൊരു കട വേണം. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ടാണ് തുടങ്ങിയതെന്ന് വിചാരിക്കും, കടയൊന്നും വേണ്ട, ഞാനെവിടെ പോകുന്നു ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ. അതേപോലെ പിന്നെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ലൊക്കേഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആളുകളെ എത്തിപ്പെട്ടാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം ട്രഡീഷണൽ ബിസിനസ് ചെയ്യുക അല്ലേ. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കി ആ സ്ഥലങ്ങളിലൊക്കെ തുടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ആരും വാങ്ങാത്ത ഏതോ മൂലയെ കൊണ്ടുപോയിട്ട് ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ എന്താണ് കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ ആയിരിക്കും ട്രഡീഷണൽ, ഇവിടെ ലോ ആയിരിക്കും. പിന്നെ കോൺട്രാക്ട് വിത്ത് ദ സപ്ലയർ ആൻഡ് ദ ബയർ അല്ലേ, ഇവിടെ എങ്ങനെയായിരിക്കും ഇൻഡയറക്ട് ത്രൂ ഇന്റർമീഡിയറീസ് ആയിരിക്കും. നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിൽ അധികവും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഹോൾസെയിലറുടെ കയ്യിൽ നിന്നായിരിക്കും. ഡയറക്റ്റ് ചിലപ്പോൾ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നായിരിക്കില്ല വാങ്ങുക, ഹോൾസെയിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് റീറ്റെയിലേഴ്സിന് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. ഇന്റർമീഡിയറീസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും, അധികം ബൾക്കായിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക. ഓക്കെ, പിന്നെ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈറാർക്കിയലായിരിക്കും, ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയഗണൽ ഒക്കെ ആയിരിക്കും നടക്കുക. നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം സെയിൽസ് പേഴ്സണോട്, പിന്നെ വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആളോട്, അതിൻ്റെ തൊട്ട് മുകളിൽ, അങ്ങനെയൊക്കെ ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്തിട്ടേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ ബിസിനസ്സിൻ്റെ ഉള്ളിലാണെങ്കിലും. ഈ ബിസിനസ്സിലാകുമ്പോൾ അങ്ങനത്തെ ഹൈറാർക്കി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരാളായിരിക്കും ബിസിനസ് നടത്തുന്നത്, 1-2 ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ബിസിനസ് നടത്തുന്നത്, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം അത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനത്തെ രീതിയിലുള്ള ഹൈറാർക്കി ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഇനി നോക്കുകയാണെങ്കിൽ ടൈം റിക്വയർമെന്റ് ഫോർ മീറ്റിംഗ് കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലോങ് ആയിരിക്കും. അതായത് നമ്മൾ ഫിസിക്കലി നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ പോയി അതിട്ട് നോക്കി ചേരുമോ ഇല്ല, കടയിൽ നിന്ന് ഇറങ്ങി വേറെ കടയിൽ പോയി, പിന്നെ വണ്ടി പിടിച്ച് ചിലപ്പോൾ വേറെ തൊട്ടപ്പുറത്തെ കടയിൽ പോയി, അങ്ങനെ ഒരുപാട് ടൈം എടുക്കും നമുക്ക് ആഗ്രഹിച്ചൊരു സാധനം കിട്ടണമെങ്കിൽ. പക്ഷെ ഇവിടെ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു സാധനം കണ്ടു ഇഷ്ടപ്പെട്ടു, ഓക്കെ അത് ഞാൻ വാങ്ങിക്കുന്നു പോരുന്നു. ഓക്കെ, ക്ലിയർ. പിന്നെ ബിസിനസ് പ്രോസസ് ലെങ്ത് ഓഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇത് ലോങ് ടൈം ആയിരിക്കും, ഇത് ഷോർട്ട് ടൈം ആയിരിക്കും. അതെ, ഇവിടെ നമുക്ക് പെട്ടെന്ന് കൺവേർഷൻ നടക്കില്ല പ്രൊഡക്റ്റിൻ്റെത്. ഇവിടെ കുറച്ചുകൂടെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെറിയ ടൈം പീരീഡിനുള്ളിൽ തന്നെ നമുക്ക് സെയിൽസ് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതായത് പിന്നെ ഇന്റർപേഴ്സണൽ ടച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ കൂടുതൽ കോണ്ടാക്ട് ഉണ്ടാവുക എപ്പോഴും ട്രഡീഷണൽ ബിസിനസ്സിലായിരിക്കും. ഇവിടെ നമുക്ക് എന്താണ് ഒരു വെബ്സൈറ്റോ ഒരു ഇന്റർനെറ്റിന്റെ അപ്പുറത്തോ ഉള്ള രീതിയിലുള്ളതേ ഉള്ളൂ, നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഒരു പേഴ്സണൽ ടച്ച് വരുന്നില്ല. പിന്നെ ഫിസിക്കൽ പ്രീസാമ്പിളിങ് ഇവിടെ പോസിബിൾ ആണ് അല്ലേ, നമുക്ക് ഇട്ട് നോക്കി കഴിച്ചു നോക്കി അല്ലെങ്കിൽ ഒന്ന് ചെരുപ്പൊക്കെ ഇട്ട് നോക്കി നടന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സാധനം മേടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ് നോട്ട് പോസിബിൾ ആണ്, പ്രീസാമ്പിളിങ് നോട്ട് പോസിബിൾ ആണ്, നമുക്ക് പറ്റില്ല അല്ലേ. ആ ഫോട്ടോയിൽ കണ്ട് ഏകദേശം ഒരു ഊഹം വെച്ച് വാങ്ങിക്കാം. ഇത്രയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ട്രഡീഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓൺലൈനിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ ഞാൻ ഡ്രസ്സാണ് മേടിക്കുന്നത്, അപ്പോൾ ഞാൻ എന്താ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ നോക്കുന്നു, ഇഷ്ടപ്പെട്ട ആഡ് ടു കാർട്ട് കൊടുക്കുന്നു, പ്ലേസ് ചെയ്യുന്ന ഓർഡർ, പിന്നെ പേയ്മെൻറ്റ് മെക്കാനിസം അല്ലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ദ ഓൺലൈൻ വെണ്ടർ അല്ലേ. ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഓൺലൈൻ വെണ്ടറായിട്ട് ഞാൻ എന്തെങ്കിലും ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ തരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലേസിങ് ആൻ ഓർഡർ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, പിക്ക് ആൻഡ് ഡ്രോപ്പ് ദ ഐറ്റംസ് ഇൻ ദ ഷോപ്പിംഗ് കാർട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പിക്ക് ചെയ്യുന്നു, ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. ഈ പേയ്മെൻറ്റ് മെക്കാനിസം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പേയ്മെൻറ്റ് മെക്കാനിസം പല ടൈപ്പിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഫിസിക്കൽ ഡെലിവറി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ ഡെലിവറി ടൈമിൽ പേയ്മെൻറ്റ് ചെയ്യുന്നു അല്ലേ. ബയർ മേക്സ് ദ പേയ്മെൻറ്റ് for goods purchased only on the physical delivery of the goods. ഇനി ചെക്ക് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ വെണ്ടർ എന്ത് ചെയ്യും, ചെക്ക് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൺലൈൻ വെണ്ടർ മേ അറേഞ്ച് ഫോർ പിക്കപ്പ് ഓഫ് ദ
ചെക്ക് ഫ്രം ദ കസ്റ്റമർ. കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വെണ്ടർ ആളെ ഏർപ്പാടാക്കിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു, ചെക്ക് വഴി ചെക്ക് മാറിയിട്ട് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്ന പരിപാടിയുണ്ട്. പിന്നെ നെറ്റ് ബാങ്കിങ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബാങ്കുകളായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് അല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നെറ്റ് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എൻ്റെ ബാങ്ക് ഏതാണോ ആ ബാങ്കിന് ഒരു പെർട്ടിക്കുലർ ഒരു നെറ്റ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ SBIക്ക് ആണെങ്കിൽ യൂനോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതുവഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾക്ക് നമ്മുടെ ബാങ്ക്, അതായത് ആരാണോ വാങ്ങിക്കുന്നത് ബയ്യറുടെ ബാങ്ക് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബയ്യർ ട്രാൻസ്ഫർ ദ എമൗണ്ട് ഫോർ ദ എഗ്രീഡ് പ്രൈസ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഡയറക്ട്ലി ടു ദ അക്കൗണ്ട് ഓഫ് ദ ഓൺലൈൻ സെല്ലർ. ലേറ്റർ ഓൺ ഗുഡ്സ് ആർ ഡെലിവർ ടു ദ ബയ്യർ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നുള്ളതാണ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. ഇതെന്താണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ATM കാർഡ് പോലെ, ATM കാർഡ് ഡെബിറ്റ് കാർഡാണ്. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ HDFC ബാങ്കിൻ്റെ ഒരു കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ HDFC ബാങ്ക് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും മാം നിങ്ങൾക്ക് 1.5 ലക്ഷത്തിൻ്റെ ലോൺ പാസ്സായിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ നോക്കിയപ്പോൾ ഓക്കെ നല്ലതാണ്, ഇയാൾക്ക് പൈസയൊക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ കേപ്പബിൾ ആണ് എന്ന് എൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു എനിക്ക് 1.5 ലക്ഷം വരെയുള്ള ക്രെഡിറ്റ് കാർഡ് എനിക്ക് വേണോ, എനിക്ക് നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെന്ന് ചോദിച്ചു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം വാല്യൂ ഉള്ള ക്രെഡിറ്റ് കാർഡ് എനിക്ക് തരും. ഓക്കെ, അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് എനിക്ക് 1.5 ലക്ഷം വരെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 1.5 ലക്ഷം വരെ എമൗണ്ട് വരുന്നൊരു സാധനം എനിക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ ഈ 1.5 ലക്ഷം എനിക്ക് അവരിപ്പോൾ തന്നു. ഇൻ കേസ് അത് വെറുതെ തന്നതല്ല, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആ 1.5 ലക്ഷം എമൗണ്ട് എടുക്കുക, അതിൽ നിന്ന് എത്ര രൂപ ഞാൻ എടുത്തിട്ടുണ്ടോ അത് ഞാൻ ഒരു ടൈമിൽ ഞാൻ തിരിച്ചടയ്ക്കണം. ഓക്കെ, അതാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അത് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ അതനുസരിച്ചിട്ട് എനിക്ക് ആ കാർഡ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു 500 രൂപയുള്ളൂ എന്ന് വെച്ച് എൻ്റെ കാർഡ് വെച്ച് എനിക്ക് 500 രൂപ വരെയുള്ള സാധനം മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ആയി കിടക്കുന്നതാണ്. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അക്കൗണ്ടായിട്ട് ബന്ധമില്ല, അത് നമുക്ക് ബാങ്കുകാർ അലോ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ക്ലിയർ? അത് ക്രെഡിറ്റ് കാർഡ് അലോ അക്കൗണ്ട് ഹോൾഡർ ടു മേക്ക് ക്രെഡിറ്റ് പർച്ചേസ് wherein the amount due to the seller paid by the card issuing bank. അല്ലേ, അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ആ 1.5 ലക്ഷത്തിൻ്റെ കാർഡ് ഇഷ്യൂ ചെയ്തത് HDFC ബാങ്കാണ്. അപ്പോൾ HDFC എന്ന പൈസ വെച്ചിട്ടാണ് ഞാൻ ആ സാധനം മേടിക്കുന്നത്. പക്ഷേ ഞാൻ ആ പൈസ പിന്നെ HDFCക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, പക്ഷേ ഡെബിറ്റ് കാർഡ് എന്താണ്? പക്ഷേ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേയ്മെൻറ്റ് അല്ലേ, the payment for the purchase is transferred directly from the card holders bank. അല്ലേ, ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ആരാണ് കാർഡ് ഹോൾഡർ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? പിന്നെ അല്ല ഡിജിറ്റൽ ക്യാഷ് ആണ്, ഇലക്ട്രോണിക് കറൻസി എന്ന് പറയും. സ്പെഷ്യൽ സോഫ്റ്റ്വെയർ പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക് വൺ ക്യാൻ ട്രാൻസാക്ട് വിത്ത് ത്രൂ ഡിജിറ്റൽ ക്യാഷ്. അല്ലേ, ഡിജിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസിയാണ്. അതിപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫിസിക്കൽ കറൻസിയുടെ വാല്യൂ ഉള്ള ഒരു ഡിജിറ്റൽ കറൻസി, അതിനെന്തുണ്ടാവില്ല. ഇപ്പോൾ സാധാരണ 10 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയുടെ നോട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷേ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രൂപമൊന്നുമില്ല, പക്ഷെ 10 രൂപയുടെ വാല്യൂ ഉണ്ടാവും. അത് ഇപ്പോൾ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഡിജിറ്റൽ ക്യാഷും ഉണ്ട്. ക്ലിയർ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് വരുന്ന റിസ്കുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതായത് ഈ ബിസിനസ്സിലെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ബിസിനസ് റിസ്ക്. ഈ ബിസിനസ്സിൽ മെയിനായിട്ട് 3 തരത്തിലുള്ള റിസ്കുകളാണ് ഉള്ളത്. ട്രാൻസാക്ഷൻ റിസ്ക് ഉണ്ട്, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക് ഉണ്ട്, ത്രെറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി റിസ്ക് എന്ന് പറഞ്ഞാൽ 3 രീതിയിലുള്ള റിസ്ക് ആണുള്ളത്. ആദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ റിസ്ക് ആണ്. ട്രാൻസാക്ഷൻ റിസ്കിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഡിഫോൾട്ട് ഓൺ ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിംഗ്, അല്ല ഒന്നെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്തോ ഓർഡർ കൊടുക്കുന്ന സമയത്തോ വരുന്ന ഇറേഴ്സ്. ലൈക്ക് നോക്കുകയാണെങ്കിൽ സെല്ലർ ഡിനൈസ് ദാറ്റ് ദ കസ്റ്റമർ എവർ പ്ലേസ് ദ ഓർഡർ ഓർ ദ കസ്റ്റമർ ഡിനൈസ് ദാറ്റ് എവർ പ്ലേസ് ദ ഓർഡർ. അല്ലേ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം പേ ചെയ്ത് ഒരു സാധനം ഞാൻ എടുത്തു എന്ന് വിചാരിക്കും, പക്ഷേ പ്രൊഡക്റ്റ് ആയിട്ട് വന്ന സമയത്ത് പറയണം ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കും, കുറേ ആയിട്ട് സാധനം കിട്ടിയില്ല, അപ്പം ഞാൻ വിളിച്ച് നോക്കുമ്പോൾ പറയണേ ഇല്ല എവിടെയൊന്നും ഓർഡർ ആയില്ല. അപ്പം നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്തും വാങ്ങിക്കുന്ന സമയത്തും വരുന്ന മിസ്റ്റേക്കാണത് ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിംഗ് ടൈമിൽ വരുന്ന ഇറേഴ്സ്. ഓക്കെ, ചിലപ്പോൾ അത് മേ ബി എന്തെങ്കിലും നെറ്റ്വർക്ക് റിലേറ്റ് വെബ്സൈറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്താലും വെബ്സൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ആ ഓർഡർ പ്ലേസ് ആവാണ്ടൊക്കെ ഇരിക്കാം. ക്ലിയർ അല്ലേ? പിന്നെ ഡിഫോൾട്ട് ഓൺ ഡെലിവറി, ഇത് ഡെലിവറിയുടെ സമയത്ത് വരുന്ന പ്രശ്നമാണ്. അതായത് ദ ഇൻറ്റൻഡഡ് ഡെലിവറി ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, ഗുഡ്സ് ആർ ഡെലിവേർഡ് അറ്റ് ദ റോങ് അഡ്രസ് ഓർ ഗുഡ്സ് അതർ ദാൻ
ഓർഡർ മേ ബി ഡെലിവേർഡ് അല്ലേ. അത് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ആവണമെന്നില്ല ചിലപ്പോൾ ഡെലിവർ ആവുന്നത്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഡെലിവർ ആവും, റോങ് അഡ്രസ്സിൽ പോയിട്ട് ഡെലിവർ ആവാം അല്ലേ. ഇതെന്ന് പറയുന്നത് ഡിഫോൾട്ട് ഓൺ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഇറേഴ്സ്. ഇപ്പോൾ 2 പേര് സോറി പറഞ്ഞാലാണ് നമ്മുടെ നെഞ്ചത്തുനിന്ന് വേദന വരിക. ഒന്ന് ഡോക്ടേഴ്സ് നമ്മളോട് സോറി പറഞ്ഞാലും, അതുപോലെ തന്നെ ഈ ഗൂഗിൾ പേ ചെയ്തിട്ട് കടക്കാരൻ നമ്മളോട് സോറി പറഞ്ഞാലും, ഇവർ 2 പേര് സോറി പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. അതേപോലെ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു, പക്ഷെ ആൾ പറയാണ്, അല്ലെങ്കിൽ കടക്കാരൻ പറയണില്ല പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം. പിന്നെ നമ്മൾ അത് ഓൺലൈൻ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരാം, നമ്മൾ സെർവർ ഡൗൺ ആവുന്ന പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ കയറണം എന്നില്ല. പക്ഷെ അതെന്താണ് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് സമയത്ത് വരുന്ന ഒരു പ്രശ്നമാണ്. സെല്ലർ ഡസ് നോട്ട് ഗെറ്റ് ദ പേയ്മെൻറ്റ് ഫോർ ദ ഗുഡ് സപ്ലൈഡ് വേറാസ് ദ കസ്റ്റമർ ക്ലെയിം ദാറ്റ് ദ പേയ്മെൻറ്റ് വാസ് മെയ്ഡ് അല്ലേ. ഇനിയിപ്പോൾ വേണമെങ്കിൽ കസ്റ്റമറും കള്ളത്തരം കാണിക്കാം, പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാത്ത രീതിയിലും ആക്കാം അല്ലേ. അപ്പോൾ ഇത് പേയ്മെൻറ്റ് ടൈമിൽ വരുന്നതാണ്. അതാണ് ഇതിൽ വരുന്നത് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഇനി നോക്കേണ്ടത് ഡാറ്റ സ്റ്റോറേജിൻ്റെ റിസ്ക് അല്ലേ. അതായത് ഡാറ്റ സ്റ്റോറേജ് അല്ലായിരുന്നു, ഡാറ്റ സ്റ്റോറേജ് ട്രാൻസ്മിഷൻ റിസ്ക് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്താണ് വൈറസ് ബാധിക്കുക, നമ്മുടെ സ്റ്റോറേജിനെ ബാധിക്കുക. ഇപ്പം നമ്മൾ ചില വെബ്സൈറ്റിലോ ചില കാര്യങ്ങൾ വെബ്സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് വൈറസ് ബാധിക്കുക എന്ന് പറയും. വൈറസ് ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റോറേജിനെയാണ് എഫക്റ്റ് ചെയ്യുക. അതായത് ഒരേപോലത്തെ ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെന്താണ്, അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് സ്റ്റോറേജിനെ ബാധിക്കും. അപ്പോൾ ഇതും ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. എ വൈറസ് ഇസ് എ പ്രോഗ്രാം ദാറ്റ് അറ്റാക്ക് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഡിസ്ട്രോയ് ദ കറപ്റ്റ് ദ ഡാറ്റ ആണ് അല്ലേ. എന്ത് ചെയ്യുന്നു, നമ്മൾ ഡാറ്റേനെ സ്റ്റോറേജിനെ ബാധിക്കുന്നു, എന്നിട്ട് നമ്മുടെ ഡാറ്റയെ കറപ്റ്റ് ചെയ്യുന്നു അല്ലേ. ക്ലിയർ അല്ലേ. ആൻറ്റി വൈറസ് പ്രോഗ്രാംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ തടയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. പിന്നെ വരുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വരുന്നത്. ഓക്കെ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചൂഷണം ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു വ്യക്തിയുടെ പേഴ്സണൽ 11 എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, നടന്നാലോ, എനിക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചോ. ക്ലിയർ. ഓക്കെ, അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അനോണിമിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മളിങ്ങനെ വെബ്സൈറ്റിലൊക്കെ കയറി എൻ്റർ ആവുന്നുണ്ട് അല്ലേ. നമ്മൾ പല ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ചൂഷണം ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക അല്ലേ. വൺസ് ദ ഇൻഫോർമേഷൻ ഇസ് അവൈലബിൾ ഓവർ ദ ഇൻ്റർനെറ്റ് ഇറ്റ് മൂവ്സ് ഔട്ട് ദ പ്രൈവറ്റ് ഡൊമൈൻ ഇറ്റ് then become difficult to protect from being copied അല്ലേ. അപ്പോൾ ഇത് ഓൾറെഡി വന്നാൽ അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു, പിന്നെ നമുക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിലൊക്കെ മോശം ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആക്കി ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടി പറ്റും. ദ റിസോഴ്സസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ഇ ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ ആസ് എ വെബ്സൈറ്റ് അല്ലേ. ദ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബ്, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ, സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. അതായത് നമ്മളൊരു ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റി അല്ലാതെ നോൺ കോർ ആക്ടിവിറ്റീസ് നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കും. അതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി തന്നു. ഓക്കെ, അസൈൻമെൻറ്റിൻ്റെ കണ്ടൻ്റ് ഒക്കെ നിങ്ങൾ എഴുതി. ഓക്കെ, കംപ്ലീറ്റ് കണ്ടൻറ്റ് നിങ്ങൾ എഴുതി. അതിനുശേഷം ബോർഡർ വരയ്ക്കുക, അതുപോലെ തന്നെ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കുക, കുറച്ച് ഇമേജസ് ആഡ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ. അത് നിങ്ങൾ നിങ്ങളുടെ അനിയത്തിനെ കൊണ്ടോ ചേട്ടനെ കൊണ്ടോ ചേച്ചിനെ കൊണ്ടോ ചെയ്യിക്കുന്ന പരിപാടിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് കോറായിട്ടുള്ള പരിപാടി, അസൈൻമെൻറ്റ് എഴുതുക എന്ന് പറഞ്ഞ കണ്ടന്റ് നിങ്ങൾ തന്നെ എഴുതി, അല്ലാതെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിനുക്ക് പണികളുണ്ടല്ലോ അത് നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതേപോലെ ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നു, ആ ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റി. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ കമ്പനി ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആ കമ്പനീൻ്റെ കോർ ആക്ടിവിറ്റി. അതല്ലാതെ റിക്രൂട്ട്മെൻറ്റ്, ഫിനാൻസ്, ഓഡിറ്റിംഗ്, ഇങ്ങനത്തെ വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. മാർക്കറ്റിംഗ്, ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും ഫേംസ് ആയിട്ടും മെയിനായിട്ട് എന്തായിരിക്കും ഇൻ്റർനാഷണൽ അല്ലേ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള കമ്പനീസ് ആയിട്ടായിരിക്കും ഔട്ട്സോഴ്സിങ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ. ലോങ് ടേം കോൺട്രാക്റ്റിംഗ് ഔട്ട് ജനറലി ദ നോൺ കോർ ടു തേർഡ് പാർട്ടി സ്പെഷ്യലിസ്റ്റ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദെയർ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ് ആൻഡ് എഫിഷ്യൻസി.
അതായത് നമ്മളിങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല, കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാർ ആ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ നമ്മുടെ ബേർഡൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോർ ആക്ടിവിറ്റിയിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും എന്തായിരിക്കും, നമുക്കും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ ഔട്ട് സോഴ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട് സോഴ്സിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് സോഴ്സിങ് ഇൻവോൾവ്സ് കോൺട്രാക്ടിങ് ഔട്ട് ആണ് അല്ലേ, പുറത്ത് കൊടുക്കുന്ന പരിപാടിയാണ്. ജനറലി നോൺ കോർ ബിസിനസ് ആക്ടിവിറ്റീസ് ആയിരിക്കും എപ്പോഴും ഔട്ട് സോഴ്സിങ് ചെയ്യുക. പിന്നെ പ്രോസസ് മേ ബി ഔട്ട് സോഴ്സ് ടു ക്യാപ്റ്റീവ് യൂണിറ്റ് ഓർ തേർഡ് പാർട്ടി യൂണിറ്റ്. ഓക്കെ, ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരാൾക്ക് മാത്രം ഔട്ട് സോഴ്സിങ് കൊടുക്കാമെന്ന് വിചാരിക്കും. ഞാൻ എപ്പോഴും ABC എന്ന് പറഞ്ഞ കമ്പനിക്ക് മാത്രമേ ഔട്ട് സോഴ്സിങ് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞ കമ്പനി എൻ്റെ ഔട്ട് സോഴ്സിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനെ നമ്മൾ ക്യാപ്റ്റീവ് ഔട്ട് സോഴ്സിങ് എന്ന് പറയും. ഇനി അതല്ലാതെ തേർഡ് പാർട്ടി ഔട്ട് സോഴ്സിങ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കമ്പനികളായിട്ട് ഔട്ട് സോഴ്സിങ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട് സോഴ്സിങ് സ്വീകരിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, തേർഡ് പാർട്ടി ഔട്ട് സോഴ്സിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? സെറ്റ് അല്ലേ? നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഔട്ട് സോഴ്സിങ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതാണ് ഇതിലെ ലാസ്റ്റ് ടോപ്പിക് വരുന്നത് കേട്ടോ. ഏതൊക്കെ രീതിയിൽ ചെയ്യാം? കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യാം അല്ലേ. കോൺട്രാക്ട് ബേസിൽ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഞാനിപ്പോൾ നൈക്ക എന്ന് പറഞ്ഞൊരു കമ്പനി, അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലും വന്നിട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യുന്നില്ല. ഇന്ത്യയിലും ആപ്പിളിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ വലിയ കാറുകളൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെയും വന്നിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് വഴിയും ചെയ്യാൻ വേണ്ടി പറ്റും. കോൺട്രാക്ട് മാനുഫാക്ചറിങ് പോലെയൊക്കെ തന്നെ ഫ്രാഞ്ചൈസി കൊടുക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർബക്സിൻ്റെ ഫ്രാഞ്ചൈസി, അതായത് സ്റ്റാർബക്സ് വേറെ കമ്പനിയാണ്, പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ഇവിടെയും ബിസിനസ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുക. അപ്പോൾ കോൺട്രാക്ട് പ്രകാരവും ചെയ്യും. അതുപോലെ തന്നെ കോൺട്രാക്ട് റിസർച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് എപ്പോഴും എന്തായിരിക്കും, വലിയ രീതിയിലുള്ള റിസർച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ റിസർച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വേറെ ഏതെങ്കിലും കമ്പനിയിലെ രാജ്യത്തെ കമ്പനീസിനെ ഏൽപ്പിക്കുക. അതുപോലെ സെയിൽസിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് കാര്യങ്ങൾ ഔട്ട് സോഴ്സിങ് ചെയ്യുക. പ്രൊഡക്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇതിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രാക്ട് ഏറ്റെടുക്കുക. അതുപോലെ ഇൻഫോർമാറ്റിക്സ് അല്ലേ, ഇൻഫോർമേഷൻ ടെക്നോളജി കാര്യങ്ങൾ കൈമാറുന്ന രീതികളിലൊക്കെ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടൊക്കെ കോൺട്രാക്ട് ഏറ്റെടുക്കുക. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ സോണിയാണ് ആപ്പിളിന് ഇത് കൊടുക്കുന്നത്, ക്യാമറ കൊടുക്കുന്നതെന്ന് പറയണ പോലെ. ഓക്കെ, ഇതൊക്കെ എന്താ, കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ? കഴിഞ്ഞു. സെറ്റ്. ക്ലിയർ അല്ലേടാ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, ഇത്രയേ ഉള്ളൂ. ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സംശയം ഉണ്ടോ ചോദിച്ചപ്പോൾ ആരും ഒന്നും ചോദിച്ചില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. ഇനി അടുത്ത ചാപ്റ്റർ എന്താണ്? ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. അത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. അന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഫോർമേഷൻ ഓഫ് എ കമ്പനി അത് കുറച്ച് വലുതാണേ, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെറ്റ്. ക്ലിയർ? ഇപ്പോൾ യദു സാറ് വരുന്നത് വരെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. സാറ് ഫുഡ് കഴിക്കാൻ പോയതാണെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ? എന്നാലും ഞങ്ങളിപ്പോൾ ഇത്ര നേരം ഇരുന്നു, പക്ഷെ എന്നാലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുഡ് കഴിക്കാൻ പോയതായിരുന്നോ? ഓക്കെ, ഓ സെറ്റ്. അപ്പം ഞാൻ എങ്ങനെയാണെങ്കിൽ ആയുധങ്ങളൊക്കെ സാറിന് കൊടുത്തിട്ട് ഇറങ്ങട്ടെ. അതെ, നല്ല തണുപ്പൊക്കെ സ്വാഭാവികമാണ്. ഓക്കെ.
ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. റെഡി? നമ്മളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഓക്കെ. ഓക്കെ, ഡൺ. യെസ് ബിസിനസ്. നമുക്ക് ഇനി എന്താ, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ യെസ് വൺ സെക്കൻഡ്. കോള് വരുന്നു. ഇവിടുന്ന് കോൾ ചെയ്യുന്നു, എന്താണാവോ? യെസ്. അപ്പോൾ മക്കളെ, നമുക്കെന്താ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. യെസ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സിമ്പിൾ ചാപ്റ്ററാണ്, പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പം യെസ്, നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. യെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് എത്തിക്സ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ അത് നോക്കിക്കോ, ഈ ചാപ്റ്ററിൽ മക്കൾ ആദ്യം പഠിക്കേണ്ട കാര്യം യെസ് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, റെഡിയാണോ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ആ ടേം തന്നെ ഉണ്ടല്ലോ, നമുക്കറിയാലോ അല്ലെ എന്താണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്താണ് സോഷ്യലി നമുക്ക് ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റി അല്ലേ? യെസ്, ആ സെയിം കാര്യമാണ് മക്കളെ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്, അപ്പോൾ പറഞ്ഞേ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് എന്താണ്? എ ബിസിനസ് ഷുഡ് ആക്ട് ഇൻ വേസ് ദാറ്റ് ബെനിഫിറ്റ് സൊസൈറ്റി ആസ് വെൽ ആസ് ഏൺ പ്രോഫിറ്റ്. ആണല്ലോ, ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ? ഒരു ബിസിനസ് ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ത് മാത്രമല്ല, ഒരു ബിസിനസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള കാര്യമല്ല, അത് കൂടാതെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി അല്ലെ, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. അതാണ് എന്ത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് മസ്റ്റ് റെസ്പെക്ട് സോഷ്യൽ വാല്യൂ ആൻഡ് വർക്ക് ഫോർ പബ്ലിക് ഗുഡ്, നോട്ട് ജസ്റ്റ് ഓണേഴ്സ് പ്രോഫിറ്റ്. അറിയാലോ അല്ലെ? എന്തിനാ? പബ്ലിക്കിന്റെ നല്ലതിന് വേണ്ടി, നോട്ട് ജസ്റ്റ് ഫോർ ഓണേഴ്സ് പ്രോഫിറ്റ്. ഓണേഴ്സിന്റെ പ്രോഫിറ്റിന് വേണ്ടി മാത്രമല്ല, പബ്ലിക്കിന്റെ നല്ലതിനും കൂടെ വേണ്ടിയിട്ട് അല്ലെ? ഇറ്റ് ഗോസ് ബിയോണ്ട് ലീഗൽ ഡ്യൂട്ടീസ് ഈവൻ ഇഫ് ദ ലോ ഡസിന്റ് ഫോർസ്റ്റിസ്. ഇത് എങ്ങോട്ട് പോകുന്നു അല്ലെ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ബിയോണ്ട് ലീഗലി നമുക്ക് എന്താ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ എന്ത് പറയാം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം അല്ലെ? റെസ്പോൺസിബിൾ ബിസിനസ് ഷുഡ് വില്ലിംഗ്ലി ഹെൽപ്പ് സൊസൈറ്റി ആൻഡ് കെയർ അബൌട്ട് ഹൗ ഇറ്റ്സ് ആക്ഷൻ അഫക്റ്റ് ടു അതേഴ്സ്. എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഒരു സൊസൈറ്റി എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമുള്ള ബോധ്യം, അതാണ് ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമുക്ക് വേണ്ട കാര്യം. ഓക്കെ, അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താന്നുള്ളത് മക്കൾ ആദ്യം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, നീഡ്. ഓക്കെ, നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യകതകൾ? ഇത് നമ്മൾ പഠിക്കുക 2 കാര്യങ്ങളിലൂടെയാണ്. എങ്ങനെയാ? ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടീഷർട്ട് എത്ര കളറുണ്ട്? റെഡും ബ്ലാക്കും ഒക്കെയാണ് ഉള്ളത്, ബ്ലൂ 3. ഓക്കെ, അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ഒന്നാമത്തെ കാര്യം, എന്തിനാണ് നമ്മൾ ആദ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടത്? നമ്മുടെ എന്താണ് എക്സിസ്റ്റൻസിന് വേണ്ടി. ഓക്കെ, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി. ശ്രദ്ധിച്ചോ, ബിസിനസ് എക്സിസ്റ്റ് ടു സെർവ് പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രോഫിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഷുഡ് ബി സീൻ ആസ് എ റിസൾട്ട് ഓഫ് ഗുഡ് സർവീസ്. നമ്മളെന്താ നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കൂടി ആർക്ക് മനസ്സിലാവണം? പബ്ലിക്കിന് മനസ്സിലാവണം. എന്നാലേ ബിസിനസ് ക്യാൻ ഗ്രോ ആൻഡ് സക്സീഡ്. അത് എന്നാലേ എന്തുള്ളൂ, നമ്മുടെ സൊസൈറ്റിയിൽ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. സോ ആദ്യത്തെ കാര്യം എന്താണ്? നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ ഗ്രോത്തിന്. ഓക്കെ, സെക്കൻഡ് എന്താ?
ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം ആണ് അല്ലേ. നമ്മൾ ഇപ്പോൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ എന്താ കുറേ കാലം നിലനിൽക്കാം, നമുക്ക് പ്രോഫിറ്റ് ഒക്കെ വാങ്ങണ്ടേ, ഉണ്ടാകണ്ടേ, അതിന് വേണ്ടി കുറേ കാലം നിലനിൽക്കണം അല്ലേ. അപ്പോൾ ലോങ് ടേം ഇൻട്രസ്റ്റ് ആണ്. എ ബിസിനസ് ഏൺ മോർ പ്രോഫിറ്റ് ഇൻ ദ ലോങ് ടേം റൺ, ഇറ്റ്സ് മെയിൻലി ഗോൾ ടു സെർവ് സൊസൈറ്റി അല്ലേ. സൊസൈറ്റിയെ സെർവ് ചെയ്ത് നിന്നാലേ നമുക്ക് എന്താ കുറേ കാലം ഇവിടെ നിലനിന്ന് പോകാൻ പറ്റും, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇഫ് പീപ്പിൾ ഫീൽ ദ ബിസിനസ് ഈസ് നോട്ട് ഹെൽപ്പിംഗ്, ഉണ്ടല്ലോ ബിസിനസ് എന്താ പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായാൽ ദേ മേ ബി സ്റ്റോപ്പ് സപ്പോർട്ടിങ്, അവരെന്താ സപ്പോർട്ട് ചെയ്യുമോ, ഇല്ല. ഓക്കെ, യെസ്, അത് ഓർത്ത് വെക്കുക. റെഡി, യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയോ, അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. അടുത്തെന്താ, യെസ്, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് യെസ് ഇല്ലാതാക്കാൻ. നമുക്കറിയാം ദാ ഗവൺമെന്റ് റൂൾസ് ലിമിറ്റഡ് ടു ബിസിനസ് ഫ്രീഡം. അറിയാലോ, ഗവൺമെന്റ് പല റൂളുകളും കൊണ്ടുവരും ബിസിനസിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ. അപ്പോൾ അതുപോലുള്ള റൂളുകളൊന്നും ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, യെസ്, നമ്മൾ ഡീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെ, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പം അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. അടുത്തെന്താ, മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. ലോ കാൺ കവർ എവറിത്തിങ്. ഇഫ് പീപ്പിൾ ഫീൽ ഇഗ്നോർഡ് ഓർ എക്സ്പ്ലോയിറ്റ് ദേ മേ ബി ആക്ട് അഗെയിൻസ്റ്റ് ബിസിനസ് ഇൻട്രസ്റ്റ് അല്ലെ. നമുക്കറിയാം നമ്മൾ എന്തുകൂടെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിയമം എല്ലാ കാര്യങ്ങളും ഒന്നും കവർ ചെയ്യുന്നില്ല. അപ്പം നിയമം ചെയ്യാത്ത കുറേ കാര്യങ്ങളും ഒരു സോഷ്യൽ എന്താണ് ഒരു സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പം എന്താ, സൊസൈറ്റിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടതുണ്ട്. ഓക്കെ, നാലാമത്തെ കാര്യം. റെഡി, അങ്ങനെയെങ്കിൽ എന്താ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്. ഓക്കെ, നമുക്ക് എന്താ റിസോഴ്സസിന്റെ ബേസിൽ അല്ലെ, ബിസിനസ് ഹാവ് മണി, സ്കിൽഡ് പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസ്. ദീസ് റിസോഴ്സസ് ക്യാൻ ഹെൽപ്പ് സോൾവിങ് സോഷ്യൽ പ്രോബ്ലം. ബിസിനസ്സിന് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ, പൈസയുണ്ട്, റിസോഴ്സുകളുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്താ നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ യൂസ് ചെയ്യാം അല്ലെ. അപ്പം നല്ല കാര്യത്തിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തോ, കൺവേർട്ടിങ് പ്രോബ്ലം ഇൻ ടു ഓപ്പർച്യൂണിറ്റി. ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, അതിനൊക്കെ നല്ല രീതിയിൽ എന്താക്കുക, യെസ്, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. ബിസിനസ് ആർ ഗുഡ് അറ്റ് യെസ് ടേണിംഗ് ചാലഞ്ചസ് ഇൻ ടു പ്രോഫിറ്റ്. ദേ ക്യാൻ സോൾവ് സോഷ്യൽ യെസ് പ്രോബ്ലം ആൻഡ് ഓൾസോ ബെനിഫിറ്റ് ഫ്രം ന്യൂ ഓപ്പർച്യൂണിറ്റി. എന്തിലേക്ക് കൂടെ നമ്മളെ നയിക്കുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നതിലേക്കും കൂടെ നമ്മളെ നയിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക. എന്താ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് എന്താ കൺവേർട്ടിങ് സോഷ്യൽ പ്രോബ്ലം ഇൻ ടു ഓപ്പർച്യൂണിറ്റി. ഓക്കെ അല്ലേ, 6 പോയിന്റുകൾ. അപ്പോൾ ഈ 6 പോയിന്റുകൾ മക്കൾ എവിടെ പഠിച്ചു വെക്കണം, യെസ്, ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടത് ഓക്കെ. മെയിൻ്റെനൻസ് ഒന്നുകൂടെ പറയാം. മെയിൻ്റെനൻസ് ആണോ, മെയിൻ്റെനൻസ് പോയി അതാ. യെസ്, ഇതാ നോക്കിയാൽ മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി. ലോ കാൺ കവർ എവറിത്തിങ്. നിയമം നമ്മുടെ നാട്ടിലുള്ള റൂളുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് റൂളുകൾ എല്ലാം ഒന്നും കവർ ചെയ്യുന്നതല്ല. പക്ഷേ ഇഫ് പീപ്പിൾ ഫീൽ ഇഗ്നോർഡ് ഓർ എക്സ്പ്ലോയിറ്റഡ് ദേ മേ ആക്ട് എഗെയിൻസ്റ്റ് ബിസിനസ് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താ നല്ല രീതിയിൽ എന്താണ്, യെസ്, ഒരു ബിസിനസ്സും നിയമം എല്ലാ കാര്യങ്ങളും ഒന്നും കവർ ചെയ്യുന്നില്ല, ബിസിനസ്സും അതേപോലെ തന്നെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രതികരിക്കും. ഓക്കെ, സോ ബിസിനസ്സസ് ഷുഡ് ആക്ട് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോൺസിബിൾ ആയിട്ട് യെസ് എന്ത് ചെയ്യുക, പെരുമാറുക. അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സൊസൈറ്റിയെ. അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി, യെസ്. അപ്പോൾ ഈ ഒരു 6 പോയിന്റുകൾ മക്കൾ എന്താ നീഡായിട്ടും അല്ലെങ്കിൽ എന്താണ് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് നമുക്ക് പഠിക്കണം. എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരെ, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട എന്ന് പറയുന്ന ടൈപ്പ് യെസ് ആർഗ്യുമെന്റ്സ്. ഒന്നാമത്തെ എന്താ, വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതാ ഒരു ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്താ, യെസ്, പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. അതിന് എതിരെയുള്ള കാര്യമാണ് ഇത് യെസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. ബിസിനസ് എക്സിസ്റ്റ് ടു മേക്ക് പ്രോഫിറ്റ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മേ ഡിസ്ട്രാക്ട് ഫ്രം ദാറ്റ് ഗോൾ. ഉണ്ടല്ലോ, ആ ഒരു ഗോളിൽ നിന്നും ബിസിനസിനെ ഡിസ്ട്രാക്ട് ചെയ്യും. എന്തെന്ന്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് സ്റ്റിൽ ടു സീൻ ആസ് ദ ബെസ്റ്റ് വേ ടു സെർവ് സൊസൈറ്റി. അപ്പോൾ എന്താ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല പോലെ ബിസിനസ് നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്തെന്ന് നമ്മുടെ സൊസൈറ്റിയെ സേവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ, സെർവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം പ്രോഫിറ്റ് യെസ് ഉണ്ടാക്കുന്നതിന് തടയും. അടുത്ത നോക്കിയോ, ബേർഡൻ ഓൺ യെസ് കൺസ്യൂമേഴ്സ് എന്നുണ്ടാവുന്നു അല്ലേ. സോഷ്യലി റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി കോസ്റ്റ്ലി ഫോർ ബിസിനസ്സസ്. നമുക്കെന്താ ഒരുപാട് ചിലവുണ്ടാക്കല്ലോ. ഈ ചിലവുകളൊക്കെ ആരിലേക്ക് എത്തും, കൺസ്യൂമറിലേക്ക്. എങ്ങനെയാ, ദീസ് കോസ്റ്റ് മേ ബി പാസ്ഡ് ഓൺ ദ കൺസ്യൂമർ ത്രൂ ഹയർ പ്രൈസ്. നമുക്ക് ഒരുപാട് ചിലവുണ്ടായാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് പ്രൈസ് കൂട്ടും അല്ലെ. അപ്പോൾ അത് ആരെ തന്നെ എഫക്ട് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ തന്നെ എഫക്ട് ചെയ്യാം അല്ലെ. അപ്പോൾ കൺസ്യൂമേഴ്സിന് എഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ, അവർക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ല എന്താ, നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാതിരിക്കുന്നത് ആണ് എന്നാണ് ഇതിൽ പറയുന്നത്.
ഓക്കെ അല്ലേ? ബേർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. അടുത്ത് നോക്കിയോ, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ. നമുക്ക് വേണ്ട സോഷ്യൽ സ്കില്ലില്ല എന്നുള്ളതാണ് അടുത്ത ആർഗ്യുമെന്റ്. ഓക്കെ, ബിസിനസ് ലാക്ക് ഓഫ് സ്കിൽ, ബിസിനസ്മാൻ ലാക്ക് ഓഫ് സ്കിൽ ടു സോൾവ് സോഷ്യൽ പ്രോബ്ലം. സോഷ്യൽ ഇഷ്യൂ നീഡ് എക്സ്പേർട്ട് നോട്ട് ബിസിനസ്സസ്. കണ്ടല്ലോ, സോഷ്യൽ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടത് എക്സ്പേർട്സ് ആണ്, അല്ലാതെ ബിസിനസ്മാൻ അല്ല. നമുക്ക് അതിന്റെ സ്കില്ലില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. ദെൻ ലാസ്റ്റ് എന്താ, ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. ഓക്കെ, പബ്ലിക് സപ്പോർട്ട് കിട്ടാറില്ല എന്നുള്ളത്. പീപ്പിൾ ഓഫേൺ ഡോണ്ട് ട്രസ്റ്റ് ബിസിനസ് ഇൻ സോഷ്യൽ മാറ്റർ. അതാണ്, സോഷ്യൽ മാറ്ററിൽ ഒരിക്കലും പബ്ലിക് ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നില്ല, ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ 4 പോയിന്റുകളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ളതായിട്ട് മക്കൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ റിയാലിറ്റി? അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സസ്, കോസസ് മേക്ക്, അല്ലെ റീസൺസ്, നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫോഴ്സുകൾ, ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഓക്കെ, റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് എഴുതി വെക്കേണ്ടത്. ഒന്നാമത്തെ ത്രെറ്റ് ഓഫ് പബ്ലിക് റെഗുലേഷൻ. അതാണ് പബ്ലിക് റെഗുലേഷൻ അല്ലേ. ഗവൺമെന്റ് ടുഡേ ആക്ട് ആസ് എ വെൽഫെയർ സ്റ്റേറ്റ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ പബ്ലിക്. ഓക്കെ, ഇഫ് ബിസിനസ്സസ് ബിഹേവ് ഇറസ്പോൺസിബിളി ഗവൺമെന്റ് മേ ഇൻട്രൊഡ്യൂസ് ലോ ആൻഡ് റെഗുലേഷൻസ് കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ്? യെസ്, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് ഒക്കെ കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ അല്ലെ. എന്താണ് പബ്ലിക് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻസ് നമ്മളെന്താണ് നല്ല രീതിക്ക് നമ്മളെ തടഞ്ഞു നിർത്തും. സോ അതില്ലാതാക്കാൻ നമ്മൾ നന്നായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ ബിസിനസ്സും ചെയ്യേണ്ട കാര്യം. ഓക്കെ, ബിക്കോസ് ബിസിനസ് വാണ്ട് ടു അവോയ്ഡ് സ്ട്രിക്റ്റ് ഗവൺമെന്റ് അല്ലെ. സ്ട്രിക്റ്റ് ഗവൺമെന്റ് കൺട്രോളിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ദേ ഓഫൻ ചൂസ് ടു ആക്ട് സോഷ്യലി റെസ്പോൺസിബിൾ അല്ലെ. നമ്മൾ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്ന് ഗവൺമെന്റ് തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, ഒന്നാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ ഈ ഘടകങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ പറയുന്ന ഈ ഘടകങ്ങളൊക്കെയാണ് നമ്മുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന ഘടകങ്ങൾ. അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തെന്താ, പ്രഷർ ഓഫ് ലേബർ മൂവ്മെന്റ്. ഓക്കെ, ലേബർ മൂവ്മെന്റിൽ നിന്നുള്ള പ്രഷേഴ്സ്, അതായത് ഓവർ ടൈം വർക്കേഴ്സ് ഹാവ് ബിക്കം മോർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് വേൾഡ് വൈഡ്. വർക്കേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വളർന്നു അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ദ ലേബർ മൂവ്മെന്റ് ഹാസ് ഗ്രോൺ സ്ട്രോങ്ങർ ആൻഡ് ഡിമാൻഡ് ബെറ്റർ റൈറ്റ് ആൻഡ് ബെനിഫിറ്റ് അല്ലെ. അവർക്ക് വേണ്ട റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റിനൊക്കെ വേണ്ടി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഓഫ് ദീസ് ബിസിനസ് ആർ ഫോഴ്സ്ഡ് ടു പേ അറ്റൻഷൻ ഓൺ വർക്കേഴ്സ് വെൽഫെയർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താണ്? ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. സോ വർക്കേഴ്സിൽ നിന്നുള്ള ലേബർ മൂവ്മെന്റിൽ നിന്നുള്ള പ്രഷർ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോ. ഇമ്പാക്ട് ഓഫ് കൺസ്യൂമർ കോൺഷ്യസസ്. കൺസ്യൂമേഴ്സിൽ നിന്നുണ്ടാകുന്ന, കൺസ്യൂമേഴ്സ് കോൺഷ്യസ് ആണ്. അവർക്ക് എന്ത് വേണം, അവർക്ക് എന്ത് കിട്ടണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. സോ ഡ്യൂ ടു എഡ്യൂക്കേഷൻ, മീഡിയ, മാർക്കറ്റ്, കോമ്പറ്റീഷൻ, കൺസ്യൂമർ ആർ നൗ മോർ അവെയർ ഓഫ് ദ റൈറ്റ്. ഉണ്ടല്ലോ, കൺസ്യൂമേഴ്സിന് കൃത്യമായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടേണ്ടതിനെ കുറിച്ച്. സോ ഓൾഡ് ഐഡിയ ഓഫ് ലെറ്റ് ദ ബയർ ബിവെയർ ഹാസ് ചേഞ്ച്ഡ് ടു കസ്റ്റമർ സ്കിൻ. സോ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഐഡിയ എന്തായിരുന്നു ബിസിനസിന്റെ ഒക്കെ? ലെറ്റ് ദ ബയേഴ്സ് ബിവെയർ. അവർ ബയേഴ്സ് വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ശ്രദ്ധിച്ചോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നും ബിസിനസ് മാറി. എങ്ങോട്ട് മാറി? കസ്റ്റമർ ഈസ് കിങ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ബിസിനസ് മാറി. എന്തുകൊണ്ടാണ്? ഓരോ കൺസ്യൂമറും അത്രത്തോളം കോൺഷ്യസ് ആവുന്നുണ്ട്. സോ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം നല്ല രീതി. ഓക്കെ, മൂന്നാമത്തെ ഘടകം. അങ്ങനെയെങ്കിൽ നാലാമത് ശ്രദ്ധിച്ചോ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഫോർ ബിസിനസ്. ബിസിനസിന്റെ സോഷ്യലി സ്റ്റാൻഡേർഡിന് വേണ്ടി അല്ലേ. എ ബിസിനസ് ആർ നോ ലോങ്ങർ സീൻ ആസ് ജസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് മെഷീൻ. സൊസൈറ്റി നൗ എക്സ്പെക്റ്റഡ് ദം ടു സെർവ് സോഷ്യൽ നീഡ് അലോങ് വിത്ത് മേക്കിംഗ് മണി. ആണല്ലോ, ബിസിനസ് എന്ന് പറയുന്നത് പഴയ പോലെയല്ല ജസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, എന്തും കൂടിയാണ് സൊസൈറ്റിക്ക് സർവീസ് നൽകേണ്ടതും കൂടെയാണ് എന്നുള്ള തിരിച്ചറിവ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് ഉണ്ടായിട്ടുണ്ട്. സോ അത് നിലനിർത്തണം അല്ലേ. നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഫോർ ബിസിനസ് ആണ്. ദെൻ
അടുത്ത ശ്രദ്ധിച്ചോ, ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്ങനെ ബിസിനസ് എഡ്യൂക്കേഷൻ നൗ ടീച്ച് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആസ് എ റിസൾട്ട് മോർ പീപ്പിൾ ആർ അവെയർ ഓഫ് ദ സോഷ്യൽ റോൾ ഓഫ് ബിസിനസ് അല്ലെ. എല്ലാ ആളുകൾക്കും എന്തുണ്ട്, കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസിന്റെ റോൾ എന്താണ് എന്നതിനെ കുറിച്ച് അറിയാം. കാരണം നമ്മളെ ബിസിനസ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, സാധാരണ ആളുകൾക്ക് വരെ കൃത്യമായിട്ട് അറിയാം. സോ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് കൺസ്യൂമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എംപ്ലോയീസ് കണ്ടോ, കൺസ്യൂമേഴ്സും ഇൻവെസ്റ്റേഴ്സും അവരൊക്കെ എന്താണ്, ആർ നൗ മോർ കൺസേൺഡ് അബൌട്ട് സോഷ്യൽ ഇഷ്യൂ ദാൻ ബിഫോർ. അതുകൊണ്ട് തന്നെ എന്താണ്, സോഷ്യൽ ഇഷ്യൂസിനൊക്കെ അവരെന്താ മോർ കൺസേൺഡ് ആണ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ അടുത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ്. ബിസിനസ്സസ് നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ തിരിച്ചറിവാണ് അല്ല, എന്താ സോഷ്യൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ബിസിനസ് ഇൻട്രസ്റ്റും നല്ല കൈകോർത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ്. ഓക്കെ, ദ ഐഡിയ ഓഫ് ഗ്രോയിങ് by exploiting society is being replaced by the belief that serving society help business grow. ഉണ്ടല്ലോ, എന്താണ് സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നതിനുപരി എന്താ സർവീസ്, ആർക്ക്, സൊസൈറ്റിക്ക് സർവീസ് കൊടുക്കുന്നതാണ് ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്നുള്ള തിരിച്ചറിവാണ് അടുത്ത കാര്യം. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് നല്ല രീതിയിൽ ബിസിനസ്സിന് എന്ത് ചെയ്യണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യിക്കണം എന്നൊക്കെയുള്ള ഫോഴ്സ് ചെയ്യുന്ന ഘടകങ്ങൾ, ചെയ്യുക എന്നുള്ളതിനെ ഫോഴ്സ് ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. സിമ്പിൾ പോയിന്റുകളാണ്. സാർ ഒന്നുകൂടെ പറയാം. ഒന്ന് പബ്ലിക്കിൻ്റെ ത്രറ്റാണ്. ഓക്കെ, റെഗുലേഷൻസും കാര്യങ്ങളും. അടുത്തെന്താ, ലേബർ മൂവ്മെന്റ് എന്നുള്ള പ്രഷറാണ്. അടുത്തെന്താ, കൺസ്യൂമേഴ്സിൻ്റെ കോൺഷ്യസ്നെസ് ആണ്. പിന്നെ ഒരു ബിസിനസ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ബിസിനസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റത്തത് തിരിച്ചറിവാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അത് നമ്മളെന്താ ഒരേപോലെ കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക നിർബന്ധമായിട്ടും. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കേണ്ട ആളുകൾ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കേണ്ട ആളുകൾ ആരോടൊക്കെയാ? 4 ആളുകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയോ. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനോട്? സിമ്പിൾ, ഗിവ് ഫെയർ റിട്ടേൺ, നല്ല പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കുക. പിന്നെയോ പ്രൊട്ടക്ട് ദെയർ മണി, അവരുടെ പൈസ സേവ് ചെയ്യുക. പിന്നെയോ ഷെയർ റെഗുലർ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ഓഫ് ദ കമ്പനിയുടെ കറക്റ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെയോ ഇൻഫോം അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് ഗ്രോത്ത്. അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ട. അവരെ ഫണ്ട് എന്താക്കുക, സേഫായിട്ട് വെക്കുക, നല്ല പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കുക, എല്ലാ ഇൻഫർമേഷനും കൊടുക്കുക, അല്ലെ, ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതല്ലേ നമ്മളെന്താ ഷെയർ ഹോൾഡേഴ്സിനോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അങ്ങനെയെങ്കിൽ വർക്കേഴ്സിനോട് നമ്മൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യേണ്ടത്? സിമ്പിൾ, ഗിവ് മെയിൻറ്റെയിൻ ഫെയർ വർക്ക്, അല്ല നല്ല വർക്ക് കൊടുക്കുക. പിന്നെയോ സേഫ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാം. എല്ലോ വർക്ക് ടു യൂണിയൻ, അവർക്ക് യൂണിയൻ ഒക്കെ ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുക. പിന്നെയോ ഫെയർ വേജസ് ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ്, അല്ലെ, വേജസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലെ, നോർമൽ കാര്യം നമുക്ക് എഴുതാൻ പറ്റുന്ന സിമ്പിൾ കാര്യം. അടുത്തോ കൺസ്യൂമേഴ്സിനോട് എന്തൊക്കെയാണ് ഉണ്ടാവുക? എന്തൊക്കെയാ? പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെയോ റീസണബിൾ പ്രൈസിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുക. പിന്നെയോ അവോയ്ഡ് അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി, അല്ലെ നമ്മൾ ഈ മായം ചേർക്കുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കുക. ഓഫർ ഗുഡ് സർവീസ് ആൻഡ് പൊളൈറ്റ്, കസ്റ്റമേഴ്സിന് എന്താ നല്ല സർവീസ് കൊടുക്കുക, അവരുമായിട്ട് എന്താ സത്യസന്ധരായിട്ട് അവരോട് പെരുമാറുക. പിന്നെയോ ഡു നോട്ട് യൂസ് ഫാൾസ് മിസ്ലീഡിങ് ആൻഡ് അഡ്വർടൈസ്മെന്റ്, അല്ലെ തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അടുത്തെന്താ, ഗിവ് കറക്റ്റ് ആൻഡ് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും നല്ല ഇൻഫർമേഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുക്കുക. ഓക്കെ അല്ലേ, കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഗവൺമെന്റിനോടും കമ്മ്യൂണിറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാ? സിമ്പിൾ, ഫോളോ ലോ ആൻഡ് റെഗുലേഷൻ, എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഹോണസ്റ്റ്ലി ആയിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ പേയ്മെന്റ് ചെയ്യുക. പിന്നെ ആക്ട് ആസ് എ റെസ്പോൺസിബിൾ എത്തിക്കൽ സിറ്റിസൺ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയെ പോലെ നമ്മൾ സൊസൈറ്റിയോട് പെരുമാറുക. പിന്നെയോ പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ്, അല്ലെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെയോ മെയിൻറ്റെയിൻ ആൻഡ് ഗുഡ് ഇമേജ്, സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കുക. പിന്നെയോ ഇന്ററാക്ട് പോസിറ്റീവ്ലി വിത്ത് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി, അല്ലെ വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റിയോട് എന്താക്കുക, പോസിറ്റീവ്ലി നമ്മൾ എന്താക്കുക, ഇടപഴകുക. ഓക്കെ, റെഡി? സിമ്പിൾ അല്ലേ? മക്കൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്താ കിട്ടും. അപ്പം 4 ആളുകളോടാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്? നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ്, വർക്കേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഗവൺമെന്റ് കമ്മ്യൂണിറ്റി. റെഡി?
യെസ്, അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് യെസ് ബിസിനസ് ആൻഡ് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. ബിസിനസ്സും എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചും ഒന്നുമില്ല, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എൻവിറോൺമെൻറ്റ് ഇൻക്ലൂഡ് നാച്ചുറൽ. ഒരു എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്, ഇതൊക്കെ ഉൾപ്പെട്ടതാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആർ കോസിങ് റാപ്പിഡ് എൻവിറോൺമെൻറ്റൽ ഡാമേജ്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ് എന്തെന്ന് ഏറ്റവും കൂടുതൽ പൊല്യൂഷനും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ഡാമേജ് ഒക്കെ ഉണ്ടാക്കുന്നത്. പൊല്യൂഷൻ ഫ്രോം ഇൻഡസ്ട്രീസ് ഹാം എയർ, വാട്ടർ, ലാൻഡ്, അല്ലെ, ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ഹെൽത്തിനെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത് പല ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസും കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു പൊല്യൂഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആരവകാശമാണ്, ആര് ചെയ്യേണ്ട കാര്യമാണ്? നമ്മുടെ ബിസിനസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് പൊല്യൂഷൻസിനെ കുറിച്ച് മക്കളൊന്ന് ഓർത്ത് വെക്കുക. ഒക്കെ സിമ്പിൾ, നമ്മൾ പണ്ട് പരിസര പഠനത്തിലൊക്കെ പഠിച്ച കാര്യമാണ് അല്ലേ. ഒന്നാമത്തെ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എയർ പൊല്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടറി വിച്ച് ലോവർ അറ്റ് ദ എയർ ക്വാളിറ്റി, അല്ലേ. നമ്മളെന്താണ് എയർ ക്വാളിറ്റി കുറയുക. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ്. പല ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്ത് വരുന്നുണ്ട് കാർബൺ മോണോക്സൈഡ്. നമുക്ക് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസിൽ നിന്നൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്. സിമിലർലി സ്മോക്ക് ആൻഡ് അതർ കെമിക്കൽസ് ഫ്രം മാനുഫാക്ചറിങ് പ്ലാന്റ്, അല്ലെ, മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പല കെമിക്കൽസും കാര്യങ്ങളും. ഓക്കെ, റിസൾട്ടന്റ് എയർ പൊല്യൂഷൻ ഹാസ് ക്രിയേറ്റഡ് എ ഹോൾ ഇൻ, നമുക്കറിയാം അതെന്തെന്നാ നമ്മുടെ ഓസോൺ പാളിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നു, അല്ലെ, ഓട്ട ഉണ്ടാക്കുന്നു. ദെൻ ലീഡ് ടു ഡേഞ്ചറസ് വാർമിംഗ്, എർത്ത് വാർമിങ്ങിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ. ഇത് എയർ പൊല്യൂഷൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എഫക്റ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ വാട്ടർ പൊല്യൂഷൻ പഠിച്ചു വെച്ചോളാം, അറിയാലോ. വാട്ടർ ബിക്കം പൊല്യൂട്ടഡ് പ്രൈമർലി ഫ്രം കെമിക്കൽ ആൻഡ് വേസ്റ്റ് ഡംപിങ്. വേസ്റ്റ് ഡംപിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുളത്തിലും അതുപോലെ തന്നെ പുഴയിലൊക്കെ വേസ്റ്റ് ഡംപിങ്. ഫോർ ഇയേഴ്സ് ബിസിനസ് എന്റർപ്രൈസസ് ഹാവ് ഡംപിങ് വേസ്റ്റ് ഇൻ ടു റിവേഴ്സ്, സ്ട്രീം ആൻഡ് ലേക്സ് വിത്ത് ലിറ്റിൽ റിഗാർഡ് ഫോർ കോൺസിക്വൻസസ്. നമ്മൾ പണ്ടൊക്കെ മെയിനായിട്ട് ഇതുപോലെ പുഴയിലും കുളത്തിലൊക്കെ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ബിസിനസിന്റെ വേസ്റ്റ് ഒക്കെ ഇടുക. പക്ഷെ വാട്ടർ പൊല്യൂഷൻ ഹാസ് ലീഡ് ടു ഡെത്ത് സെവറൽ എലിമെന്റ്സ്. അതുപോലെ എനിമൽസിന്റെയും മനുഷ്യന്റെ ഒക്കെ അത്രത്തോളം ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിച്ച രീതിയിലേക്ക് അത് മാറി. ഓക്കെ, വാട്ടർ പൊല്യൂഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊക്കെ സിമ്പിൾ കാര്യമാണ്. ടെക്സ്റ്റിലുള്ളതുകൊണ്ട് സാറ് പറയുന്നതേ ഉള്ളൂ. ലാൻഡ് പൊല്യൂഷൻ അറിയാലോ, ഡംപിങ് ടോക്സിക് വേസ്റ്റസ് ഓൺ ലാൻഡ് കോസസ് ലാൻഡ് പൊല്യൂഷൻ. ദീസ് ഡാമേജ് ദ ക്വാളിറ്റി ആൻഡ് ലാൻഡ് മേക്കിംഗ് ഇൻ അൺഫിറ്റ് ഫോർ അഗ്രികൾച്ചർ പ്ലാന്റേഷൻ. നമുക്കറിയാം കുറേ വേസ്റ്റുകളൊക്കെ നമ്മുടെ എൻവിറോൺമെൻറ്റ് ഭൂമി തന്നെ ഡീൽ ചെയ്യും. ഭൂമിക്ക് താങ്ങാനാവാത്ത അത്രയും വേസ്റ്റ് പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ ഡംപ് ചെയ്യുമ്പോഴാണ് അത് പ്രോബ്ലമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ റിസ്റ്റോറിങ് ദ ക്വാളിറ്റി ഓഫ് ദ ലാൻഡ് ദാറ്റ് ഹാസ് ബി ഓൾറെഡി ബീൻ ഡാമേജ്ഡ് ഇൻ ദ ബിഗ് പ്രോബ്ലം. സോ ഇങ്ങനെ ക്വാളിറ്റി മണ്ണിൻ്റെ, അല്ലേ, നമുക്ക് ഈ കൃഷി പോലും ചെയ്യാൻ പറ്റില്ല, മരങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ ടോക്സിക് വേസ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ ഡംപ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എൻവിറോൺമെൻറ്റ്, നമ്മുടെ എർത്തിന് സംഭവിക്കുന്ന ഡാമേജസ്. ഓക്കെ, ലാൻഡ് പൊല്യൂഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, റെഡി. ദെൻ നാലാമത്താണെന്ന് നോയിസ് പൊല്യൂഷൻ. അറിയാലോ, നോയിസ് പൊല്യൂഷൻ സൗണ്ട്. ഓക്കെ, നോയിസ് കോസ്ഡ് ബൈ റണ്ണിങ് ഓഫ് ഫാക്ടറീസ് ആൻഡ് വെഹിക്കിൾ ഈസ് നോട്ട് മെയർലി എ സോഴ്സ് ഓഫ് അനോയൻസ് ബട്ട് ഓൾസോ സീരിയസ് ഹെൽത്ത് ഹസാർഡ്. ഭയങ്കര സൗണ്ട് നമുക്ക് ഭയങ്കര സീനാണ്, നമ്മുടെ ഹെൽത്തിനൊക്കെ അത്രത്തോളം ഇഷ്യൂ ഉണ്ടാക്കുന്ന കാര്യമാണ്. നോയിസ് പൊല്യൂഷൻ ക്യാൻ ബി റെസ്പോൺസിബിൾ ഫോർ മെനി ഡിസീസസ് ലൈക്ക് ഹിയറിങ്, മാൽഫങ്ഷനിങ് ഓഫ് ഹെർട്ട് ആൻഡ് മെന്റൽ ഡിസോർഡർ. പ്രാന്തൊക്കെ ആയി പോകും. അതുപോലെ തന്നെ ഹേർട്ട് അറ്റാക്ക് വരിക, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്, നോയിസ് പൊല്യൂഷൻസിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിൽ മക്കളോട് ചിലപ്പം ഇതുപോലത്തെ പൊല്യൂഷൻസിനെ കുറിച്ച് എഴുതാൻ പറയും. അപ്പോൾ ഈ 4 മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക, ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന എന്തോ എഴുതിയേക്കാം, ജനറൽ ടോപ്പിക്കാണ് ഇതൊക്കെ. ഓക്കെ, റെഡി. അപ്പം നമുക്ക് ഇനി പഠിക്കാനുള്ള ഈ കാര്യമാണ് റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസിനൊക്കെ എതിരെ പിന്നെ അല്ലാണ്ട് നോയിസ് പൊല്യൂഷൻ, പിന്നെ അല്ലാണ്ട് അധികം ഓവർ സൗണ്ട് ഒന്നും ഇട്ടാലല്ലേ കേൾക്കരുത്, പിന്നെ ഈ ഹെഡ്ഫോൺ ഒന്നും അധികം യൂസ് ചെയ്ത് വലിയ സൗണ്ടിലൊന്നും വെക്കരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് ബിസിനസിന്റെ റോളുകൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേതാ നോക്കിക്കോ, കമ്മിറ്റ്മെന്റ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു പ്രൊട്ടക്ട് എൻവിറോൺമെന്റ്. ആദ്യം ചെയ്യേണ്ടത് എന്താ റോളാണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, അല്ലെ. ഡെഫിനറ്റ് കമ്മിറ്റ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ദ എന്റർപ്രൈസ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ
ഡെവലപ്പ് വർക്ക് കൾച്ചർ ഫോർ ദ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പൊല്യൂഷൻ. ഉണ്ടല്ലോ, പൊല്യൂഷനും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനും എതിരായിട്ട് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ആദ്യം ഇൻവോൾവ് ആവണം, അവരിറങ്ങണം എന്നാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതിനടുത്ത് എന്താ, യെസ്, ഇൻവോൾവ് ഓൾ എംപ്ലോയീസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ദെൻ എന്താ, നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ആൾക്കാരെയും ഇൻവോൾവ് ചെയ്യുക. എൻഷുറിംഗ് ദാറ്റ് കമ്മിറ്റ്മെന്റ് ടു എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഈസ് ഷെയർഡ് ത്രൂ ഔട്ട് ദ എന്റർപ്രൈസ്. ഉണ്ടല്ലോ, എന്റർപ്രൈസിലെ ത്രൂ ഔട്ട് ദ എന്റർപ്രൈസ് എല്ലായിടത്തേക്കും, എല്ലാ ഡിവിഷൻസിലേക്കും യെസ് എന്താ, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി യെസ് എല്ലാവരെയും എന്താക്കുക, അതിൻ്റെ രീതിയിൽ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. എല്ലാവരും വർക്ക് ചെയ്യണം. അടുത്ത് നോക്കിക്കോ, യെസ്, ഗുഡ് മെറ്റീരിയൽ, ബെറ്റർ ടെക്നോളജി ആൻഡ് യെസ് ട്രെയിൻ എംപ്ലോയീസ്. അടുത്ത് ചെയ്യേണ്ട കാര്യം അല്ലെ, നല്ല ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പിംഗ്, ക്ലിയർ കട്ട് പോളിസി ഓഫ് പ്രോഗ്രാം പർച്ചേസിങ്, നല്ല ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യുക, നല്ല ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുക. അത് കൂടാതെ യെസ് എന്താണ്, സയന്റിഫിക് ടെക്നോളജി ഫോർ ഡിസ്പോസൽ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ ഡിസ്പോസ് ചെയ്യാനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള പല മെത്തേഡുകളുണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെയോ ലാസ്റ്റ് എംപ്ലോയീസിനെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യിക്കുക. ഇത്രയും കാര്യങ്ങൾ അത് ചെയ്യണം, ബിസിനസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിലും അടുത്ത ഫോളോ ഗവൺമെന്റ് ലോ ആൻഡ് യെസ് റൂൾസ്. ഗവൺമെന്റ് റൂളും കാര്യങ്ങളും പൊല്യൂഷൻ്റെ രീതിയിലുള്ള റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താ, കംപ്ലൈയിങ് വിത്ത് ദ ലോ ആൻഡ് റെഗുലേഷൻ ഇനാക്റ്റഡ് ബൈ ഗവൺമെന്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന റൂളുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെയോ ടേക്ക് പാർട്ട് ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം ഫോർ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് എൻവിറോൺമെന്റ് കെയർ, അല്ലെ എൻവിറോൺമെന്റൽ കെയർ അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ആര് ഇൻവോൾവ് ആകുക, ഒരു ബിസിനസ് ഇൻവോൾവ് ആകുക. പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം റിലേറ്റിംഗ് ടു മാനേജ്മെന്റ് ഓഫ് hazardous substances, clearing up the polluted rivers, plantation of trees and checking deforestation. അല്ല, ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പം ദാ ഈ പോയിന്റ്സുകൾ മക്കൾ ഓർത്ത് വെക്കുക. എന്താണ് റോളാണ് അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ് ബിസിനസ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള. ഒന്നാമത്തെ ടോപ്പ് മാനേജ്മെന്റിനെ കൊണ്ടുവരിക. സെക്കൻഡ് എന്താ, യെസ് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തുക, ബിസിനസ്സിലെ എല്ലാ എംപ്ലോയീസിനെയും. അടുത്തെന്താ, നല്ല മെറ്റീരിയലും ടെക്നോളജിയും എംപ്ലോയീസിനും ഒക്കെ ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെയോ ഗവൺമെന്റിന്റെ റൂളുകളൊക്കെ ഫോളോ ചെയ്യുക. ദെൻ ലാസ്റ്റ് ഗവൺമെന്റിന്റെ എന്താണ്, യെസ് 2 പോയിന്റ് ഉണ്ട് കേട്ടോ മക്കളെ. അടുത്തെന്താ, ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ എന്താ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. പിന്നെയോ യെസ് അടുത്തെന്താ, റെഗുലർലി റിവ്യൂ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ഇംപ്രൂവ്മെന്റ്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ റെഗുലർലി റിവ്യൂ ചെയ്യുക, നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാമുകളൊക്കെ പ്രോപ്പറായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ഇൻ ടേംസ് ഓഫ് cost and benefits so as to increase the program as respect to environmental protection. Environmental protection ഒക്കെ വേണ്ടി നമ്മൾ ബിസിനസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എന്താക്കണം, ചെക്ക് ചെയ്യണം, നമ്മൾ റിവ്യൂ ചെയ്യണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ദെൻ ലാസ്റ്റ് എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ആൾക്കാർ, അല്ലെ കൺസ്യൂമേഴ്സും പബ്ലിക്കും ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക, യെസ് നമ്മൾ പൊല്യൂഷൻ കൺട്രോളുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് എന്താ അവരെ അതിൽ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിൽ ബോധവാന്മാരാക്കുക, ഇൻവോൾവ് ചെയ്യിക്കുക. അറേഞ്ചിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിനിങ് മെറ്റീരിയൽ ടു ഷെയർ ടെക്നിക്കൽ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് സപ്ലയേഴ്സ്, ഡീലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ടു ഗെറ്റ് ദം ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ. അല്ലെ, കസ്റ്റമേഴ്സിനൊക്കെ എന്താ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും റോളുകളാണ് എന്ത് ഒരു ബിസിനസ്സിന് പൊല്യൂഷൻ കൺട്രോളിൽ ഉള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സിമ്പിൾ പോയിന്റ് ആണ് കേട്ടോ, ജനറൽ പോയിന്റ് ആണ്. ഈ ചാപ്റ്റേഴ്സിൻ്റെ അപ്പുറം പൊതുവേ നമുക്ക് എന്താണ് ജനറലി ഉള്ള ടേമുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ജനറൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്, പോയിന്റുകളാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എഴുതാം ഇതിൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ ലാസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ലാസ്റ്റ് പഠിക്കാനുള്ളത് എത്തിക്സ് ആണ്. റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. എത്തിക്സിൽ നമുക്ക് നോക്കാം. എത്തിക്സിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എത്തിക്സ് എന്ന വേർഡ് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള എത്തോസിൽ നിന്നാണ്. ഓക്കെ, എത്തോസ് മീൻസ് ക്യാരക്ടർ അല്ലെങ്കിൽ സെന്റിമെന്റ്സ് എന്നൊക്കെയുള്ള അർത്ഥമുള്ള എത്തോസ് എന്നുള്ള വാക്കിനാണ്. അപ്പം എന്താ, എത്തിക്സ് മീൻസ് നോയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്, ചൂസിങ് ദ ഡു റൈറ്റ് തിങ്. അല്ലേ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക, അതിൽ ഏതാണ് ശരി അത് ചൂസ് ചെയ്ത് ചെയ്യുക. അതാണ് ഇത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് അബൌട്ട് ഗുഡ് ബിഹേവിയർ, ബീങ് ഹോണസ്റ്റ്, ഫെയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ടു അതേഴ്സ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി മറ്റൊരാളോട് നമ്മൾ എന്താ ഹോണസ്റ്റ് ആയിട്ട്, ഫെയർ ആയിട്ട്, റെസ്പോൺസിബിൾ ആയിട്ട് എന്താണ് പെരുമാറുക, ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക എത്തിക്സ് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബിസിനസ് എത്തിക്സിന്റെ കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്താ ബിസിനസ് എത്തിക്സ് മീൻസ്? എന്താ മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂ ദാറ്റ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ബിസിനസ് ആൻഡ് ദ
പീപ്പിൾ ഇൻ ഇറ്റ്. ഓക്കെ, നമ്മുടെ ഇവിടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എന്താ നമ്മുടെ ബിസിനസ് ചെയ്യേണ്ട കാര്യം ആരോട്? നമ്മുടെ പബ്ലിക്കിനോട് അല്ലെ. മോറൽ പ്രിൻസിപ്പിൾ, നമ്മൾ വാല്യൂ ഒക്കെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മോറൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും, ബിഹേവിയർ ആൻഡ് ദ പീപ്പിൾ ഇൻ ഇറ്റ് ഹെൽപ്പ് ബിസിനസ് ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് അല്ലെ. ബിസിനസ്സിന് എന്താണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഘടകം, അതാണ് ഇത് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എലമെന്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്? ആകെ ഒരു 5 പോയിന്റുകൾ ഉണ്ട്. ഇത് പോയിന്റ് കൂടിയുള്ളൂ നമുക്ക് പഠിക്കാൻ. ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഒന്നാമത്. ബിസിനസ് എത്തിക്സിന് ആദ്യം നമുക്ക് വേണ്ട കാര്യം എന്താ? ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താ? ടോപ്പ് മാനേജ്മെന്റ് ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിങ് എൻറ്റയർ ഓർഗനൈസേഷൻ ടുവേർഡ്സ് എത്തിക്കലി അപ്റൈറ്റ് ബിഹേവിയർ. To achieve result, the chief executive officer and other higher level managers need to openly and strongly committed in ethical conduct അല്ലെ. എത്തിക്സ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആര് വേണം? ടോപ്പ് മാനേജ്മെന്റ് അല്ലെ, അതായത് സിഇഒസിന്റെ മറ്റ് ബോർഡ് ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ഒന്നാമത്തത്. ഓക്കെ, ഒന്നാമത്തെ എലമെന്റ്. സെക്കൻഡ് എന്താ? പബ്ലിക്കേഷൻ ഓഫ് കോഡ്. എന്താ ഒരു കോഡ് പബ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് വിത്ത് എഫക്റ്റീവ് എത്തിക്സ് പ്രോഗ്രാം ഡു ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട് ഫോർ ദ വോൾ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് റെഫേർഡ് ടു ആസ് കോഡ്. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പബ്ലിക്കലി നമ്മൾ എത്തിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളത് പബ്ലിഷ് ചെയ്യുക അല്ലെ. ഒരു ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് യെസ് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുക? ഒരു കോഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സെക്കൻഡ് ഐറ്റം. ഓക്കെ, പബ്ലിക്കേഷൻ ഓഫ് കോഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലൈൻസ് മെക്കാനിസം. നമ്മളെന്താ റിവ്യൂ ചെയ്യുന്ന ഒരു മെക്കാനിസം നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ടു മേക്ക് ഷുവർ എംപ്ലോയീസ് ഫോളോ കമ്പനീസ് എത്തിക്കൽ റൂൾ ബിസിനസ് സെറ്റപ്പ് ടു കംപ്ലൈൻസ് സിസ്റ്റം. നമ്മളെന്താ എത്തിക്കലി കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കംപ്ലൈൻസ് മെക്കാനിസം നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ? ദീസ് ഇൻക്ലൂഡ് ഹയറിംഗ് പീപ്പിൾ ഹു റെസ്പെക്ട് വാല്യൂ, അതുപോലെ തന്നെ ഗിവിംഗ് ട്രെയിനിങ്, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, റെഗുലർലി അത് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെയോ ക്രിയേറ്റിംഗ് വേ ഫോർ എംപ്ലോയീസ് ടു റിപ്പോർട്ട് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. പിന്നെയോ സ്റ്റെപ്പ് ടു ഹെൽപ്പ് കീപ് ദ കമ്പനി ഹോണസ്റ്റ് ആയിട്ട് യെസ് കീപ്പ് ചെയ്യുക, ഹോണസ്റ്റ്ലി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം? യെസ് ഇടയ്ക്ക് റിവ്യൂ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതാ ഇൻവോൾവ്മെന്റ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ. എല്ലാ ലെവലിലെയും എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യിക്കുക. നമ്മൾ നേരത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ കേസ് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ എംപ്ലോയീസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ who implement the ethical policy to make ethical business realities. Therefore, their involvement in ethical program become must. For example, small group of employees can be formed to discuss the important ethics policy of firm and examine attitude of the employees toward these policy. എന്താണ് ഏത് ലെവലിൽ ഇത്രയും താഴേക്കിടയിലുള്ള ആളുകളാണെങ്കിൽ കൂടി അവരെ എന്ത് ഉൾപ്പെടുത്തുക? നമ്മുടെ എത്തിക്കൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുക. അവരും അത് ചെയ്യണം എല്ലാവരും. ഇപ്പോൾ ടോപ്പ് സിഇഒസിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ടോപ്പ് മാനേജേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ലോവർ താഴേക്കിടയിൽ വരെ എന്താക്കണം? അത് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് മെഷറിങ് റിസൾട്ടാണ്. നമ്മൾ പറഞ്ഞു നമ്മളൊരു കംപ്ലൈൻറ്റ് സിസ്റ്റം കീപ്പ് ചെയ്യണം അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കണം, എല്ലാവരും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അത് നമ്മളെന്താ അത് നോക്കി നമ്മളത് മെഷർ ചെയ്യാം. ഓൾദോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു accurately measure the end result of the ethical program, the firm can certainly audit and monitor. ആണല്ലോ ആ ഒരു കംപ്ലൈൻറ്റ് സിസ്റ്റം നമ്മളെന്താ ഓഡിറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് വിത്ത് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ടോപ്പ് മാനേജേഴ്സ് ആൻഡ് ടീം അല്ലെ. ടോപ്പ് മാനേജേഴ്സും ടീം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താക്കണം? അതർ എംപ്ലോയീസ് ഷുഡ് ഡിസ്കസ് ദ റിസൾട്ട് ഫോർ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ. എന്നിട്ടോ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് വട്ടത്ത് കൂടി കുത്തിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് മോർ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അവർ ചെയ്യുക, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ മക്കളിവിടെ എത്തിക്സിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട്, ബിസിനസ് എത്തിക്സിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എത്തിക്സിൽ നമുക്ക് ആകെ ഇത്രയേ പഠിക്കാനുള്ളൂ. എന്താണ് എത്തിക്സ് എന്നും ബിസിനസ് എത്തിക്സിൻ്റെ കൺസെപ്റ്റും പിന്നെ അതുപോലെ എലമെൻറ്റ്സും ഈ ഒരു 5 പോയിന്റ് മക്കൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, 2 മിസ് ഇവിടെ എത്തിയിട്ടുണ്ട്.
നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ലേറ്റ് ആക്കാതെ തന്നെ. ഫുഡ് കഴിച്ചാ? ഓക്കെ, ഡൺ. റെഡി? ഓക്കെ, ഫോർ നമുക്കെന്നാ കമ്പനി ഫോം ചെയ്താലോ? റെഡിയാണോ നിങ്ങൾ? ഞാൻ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം എനർജിയൊക്കെ കയറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പഠിക്കാം. എക്സാമിന് 9 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. 9 മാർക്കിൻ്റെ അടുത്ത് വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനീൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലെ ലീഗൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? ലീഗൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? അപ്പം നിങ്ങൾക്കിപ്പോൾ ചിന്തിച്ചാൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരുപാട് കമ്പനികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ. ആ കമ്പനികളെല്ലാം എങ്ങനെയാണിതാ ഈ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് കഴിഞ്ഞുണ്ട്, ലീഗൽ പ്രൊസീജിയേഴ്സ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് നിലവിൽ വന്ന് ഇപ്പോഴത്തെ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് കമ്പനി? ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, formation of a company is a complex activity involving the completion of legal formalities and procedures. അല്ലേ? കമ്പനി ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ completion of legal formalities and procedures of a company. ഓക്കെ, അതിനെയാണ് നമ്മൾ കമ്പനിയുടെ ഫോർമേഷൻ എന്ന് പറയാം. നമ്മൾ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്റ്റേജസിലൂടെ കടക്കണം. ഓക്കെ, കമ്പനി എന്ന് പറയുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തന്നെ 2 രീതിയിലുണ്ട്. ഏതാണ്? പബ്ലിക് കമ്പനിയുണ്ട്, പ്രൈവറ്റ് കമ്പനിയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്പനികളിൽ വരുന്ന വ്യത്യാസം, 2 ടൈപ്പ് കമ്പനി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഫോർമേഷനിൽ. ഓക്കെ, അതായത് പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ, നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കും. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അത് മിനിമം സ്റ്റാർട്ട് ചെയ്യാൻ 2 പേരും മാക്സിമം 200 വരെ ആയിരിക്കും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയാണ് നിങ്ങൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഈ 2 സ്റ്റേജസ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ പ്രൊമോഷൻ വർക്കും ഇൻകോർപ്പറേഷൻ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ആ 2 സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഫോം ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി അതല്ല, നിങ്ങളൊരു പബ്ലിക് കമ്പനിയാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കും. പബ്ലിക് കമ്പനി തുടങ്ങാൻ മിനിമം 7 പേരെങ്കിലും വേണം. മാക്സിമം നമ്പർ ഓഫ് ഷെയർസിൽ ലിമിറ്റേഷൻ വരുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു കമ്പനിയാണ് നിങ്ങൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് കറക്റ്റായിട്ടില്ല എന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ബിസിനസ് ഐഡിയ കാര്യങ്ങളെല്ലാം സെറ്റാണ്, പക്ഷേ ബിസിനസ്സിന് വേണ്ട ഫണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങളൊരു വലിയ കമ്പനി ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് നിങ്ങൾ കമ്പനി ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 സ്റ്റേജസും കടന്നു പോകണം. ക്ലിയർ? സെറ്റ്? ക്ലിയർ ആണോ? ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ കൗണ്ട് കാണുന്നില്ല. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേജസിലേക്കും കടക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റേജാണ് പ്രൊമോഷൻ.
പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ സ്റ്റാർട്ടിങ് ആൻ എന്റർപ്രൈസ്. പ്രൊമോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു എന്റർപ്രൈസ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും സം ടോട്ടലിലാണ് അങ്ങനെ പറയാം പ്രൊമോഷൻ എന്ന് പറയാം. അതെന്താ എല്ലാ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? കൺസീവിങ് എ ബിസിനസ് ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ എടുത്ത് എന്താണ് ഒരു എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിൽ തുടങ്ങി, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് കൺസീവിങ് എ ബിസിനസ് ഐഡിയ ആൻഡ് ടേക്കിംഗ് ആൻ initiative to form company so that practically shape can be given, exploiting the available business opportunity. A person or a group of person or a company proceed to form a company, then they are said to be the promoter of the company. അതായത് ഒരു ബിസിനസ് ഐഡിയ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, ഒരു ഐഡിയനെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു കമ്പനി ആക്കി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരാളാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയുക? പ്രൊമോട്ടർ എന്ന് പറയും അല്ലേ. ഒരു ബിസിനസ് ഐഡിയനെ കമ്പനിയാക്കി മാറ്റാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊമോട്ടർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ആരാണ് പ്രൊമോട്ടർ? പ്രൊമോട്ടർ ഇസ് ദ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടായിരിക്കുന്ന ആളാണ് പ്രൊമോട്ടർ. ഹി ഹാസ് ദ ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ ആരുടെ കയ്യിലായിരിക്കും? പ്രൊമോട്ടറുടെ കയ്യിലായിരിക്കും. ഹി കണ്ടക്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ഐഡിയ, അസംബിൾസ് ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ ഫൈനലി ബ്രിങ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. അയാളുടെ കയ്യിലായിരിക്കും ഐഡിയ ഉണ്ടാവുക. എന്നിട്ട് അയാളായിരിക്കും ആ ഐഡിയ വെച്ചിട്ട് നല്ല ഐഡിയ ആണോ, പ്രോഫിറ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ടെക്നിക്കലി വേണ്ട എന്തെങ്കിലുമൊക്കെ വലിയ മാനുഫാക്ചർ റിലേറ്റ് ചെയ്തുള്ള ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നത്, അപ്പോൾ അതിന് വേണ്ട മാനുഫാക്ചർ ചെയ്യാനുള്ള ബിസിനസ് കാര്യങ്ങൾ കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഐഡിയനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ആരായിരിക്കും? നമ്മളെ പ്രൊമോട്ടർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടറെ കുറിച്ചാണ് നോക്കേണ്ടത്. പ്രൊമോട്ടർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ് ഐഡിയനെ ആദ്യം എടുക്കുന്നത്, അല്ലെ ആദ്യം കണ്ടുപിടിക്കുന്ന ആരായിരിക്കും? നമ്മൾ പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ഓഫ് എ പ്രൊമോട്ടർ ഇസ് ടു ഐഡന്റിഫൈ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. Such opportunity is then analyzed to see its technical and economical feasibility. അതിനുശേഷം എന്ത് ചെയ്യണം? സാധ്യതാ പഠനം നടത്തണം. ഒരു ഐഡിയ കിട്ടി, ആ ഐഡിയ എത്രത്തോളം സക്സസ് ആകും, അല്ലെങ്കിൽ ആ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടെക്നിക്കലി വേണ്ട സപ്പോർട്ട് കിട്ടുമോ, എക്കണോമിക്കലി നമുക്ക് ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അറിയണം അല്ലേ. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം, സാധ്യതാ പഠനം നടത്തണം. ദ പ്രൊമോട്ടർ therefore undertake detailed feasibility study to investigate all aspects of the business they intend to start അല്ലേ. അപ്പോൾ ഏത് ബിസിനസ്സാണോ തുടങ്ങാൻ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നടത്തണം. ഡിപ്പെൻഡിങ് upon the nature of the project, the following feasibility studies may be undertaken with the help of the specialist like engineers, chartered accounts, etc. അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റഡി നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് സ്റ്റഡി നടത്തുകയല്ല, ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോടെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് എന്തൊക്കെ രീതിയിലുള്ള സ്റ്റഡീസ് നടത്തണം? ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കണം, അതെ ടെക്നിക്കലി ഉള്ള സാധ്യത നോക്കണം, പിന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കണം, എക്കണോമിക് ഫീസിബിലിറ്റി നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കണം അല്ലേ. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാനുഫാക്ചറിങ് കൺസേൺ തുടങ്ങി, പക്ഷെ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇൻ കേസ് ഒരു കംപ്ലയിൻറ്റ് വന്നു, നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും അല്ലേ. അപ്പോൾ അത് നോക്കണം, ടെക്നിക്കലുള്ള ഫീസിബിലിറ്റി നോക്കണം, ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കണം, എത്രത്തോളം നമുക്ക് ഭാരിച്ചതാണ്, എത്രത്തോളം അതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ അല്ലേ നമ്മളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കുമോ, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എക്കണോമിക്കലി സ്റ്റേബിൾ ആക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ നടന്ന നെയിം അപ്രൂവൽ ആണ്. അതായത് ആ കമ്പനിക്ക് പേരിടുന്നത് ആരായിരിക്കും? പ്രൊമോട്ടർ ആയിരിക്കും. അപ്പോൾ പേരിടുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ട പേരൊന്നും ഇടാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഓൾറെഡി നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിടാൻ പറ്റില്ല, സിമിലർ ആയിട്ടുള്ള പേരിടാൻ പറ്റില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു പേര് കാര്യങ്ങൾ കണ്ടുപിടിച്ചിടുന്നത് പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ. ഹാവിംഗ് ഡിസൈഡഡ് ടു ലോഞ്ച് എ കമ്പനി, ദ പ്രൊമോട്ടർ ഹാവ് ടു സെലക്ട് എ നെയിം ഫോർ ഇറ്റ് ആൻഡ് സബ്മിറ്റ് an application to the registrar of the company of the state in which the registered office of the company is to be situated for its approval.
അപ്രൂവൽ. അതായത് കമ്പനിക്ക് പേരിടുക എന്ന് പറയുന്നത് നമ്മളെ കമ്പനിയുടെ ഏത് സ്റ്റേറ്റ്, നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ കമ്പനി തുടങ്ങുന്നത് ആ സ്റ്റേറ്റിൽ ഇപ്പോൾ പറയുകയാണ് ഞാൻ എൻ്റെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കും, ചേവായൂർ. അപ്പോൾ എക്സാമിനറിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ചേവായൂര. പക്ഷെ വേറെയും കുറേ ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കും. എക്സാമിനറിന് ഇപ്പോൾ തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, വടകരയുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്? ഇവിടെ കോഴിക്കോട് ചേവായൂരാണ് വരുന്നത്. അപ്പോൾ എക്സാമിനർ എന്നാണ് ഈ കമ്പനിയുടെ പേര് എന്ന് എവിടെയുള്ള ഏതുള്ള കമ്പനി രജിസ്ട്രാർക്കാണ് കൊടുക്കണ്ടേ? കോഴിക്കോടുള്ള കമ്പനി രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ തൃശ്ശൂരും ആലപ്പുഴയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതല്ല നോക്കേണ്ടത്. എവിടെയാണോ രജിസ്റ്റേർഡ് ഓഫീസ് വെക്കുന്നത് ആ സ്ഥലത്തെ കമ്പനീസ് രജിസ്ട്രാർ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ കോഴിക്കോട് ഒരു കമ്പനി രജിസ്ട്രാർ ഉണ്ടാവും, അവർക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ പേരാണ് ഇടുന്നത് എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അതിനുശേഷം പിന്നെ ഫിക്സിംഗ് അപ്പ് സിഗ്നിറ്ററീസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു മെയിൻ ഡോക്യുമെൻ്റ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ കുറച്ച് ആൾക്കാർ ഒപ്പിടണം. ഒപ്പിടുക എന്ന് പറയുമ്പോൾ ആ ഒപ്പിടുന്ന ആൾക്കാരായിരിക്കും ആ കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വരുന്ന കമ്പനിയുടെ മെയിൻ ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ മെയിൻ ആൾക്കാരായിട്ട് ആരൊക്കെയാണ് വരേണ്ടത്, മെമ്മോറാണ്ടത്തിൽ ആരൊക്കെ സൈൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന, ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ? യൂഷ്വലി ദ പീപ്പിൾ സൈനിങ് ദ മെമ്മോറാണ്ടം ആർ ഓൾസോ ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ആദ്യമായിട്ട് സൈൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഡയറക്ടേഴ്സിലായിരിക്കും വരിക. പ്രൊമോട്ടർ ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ദ മെമ്പേഴ്സ് ഹു വിൽ ബി സൈനിങ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് കമ്പനി. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡയറക്ടേഴ്സ് ആയിട്ട് ആര് സൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും? നമ്മുടെ പ്രൊമോട്ടർ ആയിരിക്കും. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ് അല്ലേ? പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനിയുടെ ഫോർമേഷൻ അങ്ങ് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കേഴ്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓഡിറ്റിങ്ങിന് കാര്യമായിട്ട് CA അങ്ങനെ പലരുടെയും പ്രൊഫഷണൽസിൻ്റെ ആവശ്യം വരും. അപ്പോൾ അവരെയൊക്കെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും, അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ? പ്രൊഫഷണൽസ് സച്ച് ആസ് ദ മെർക്കൻറ്റൈൽ ബാങ്കേഴ്സ്, ഓഡിറ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൊമോട്ടർ. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് നെസസറി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ലീഗൽ അഡ്വൈസ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ലീഗലി നോളജ് ഉള്ള കമ്പനി റിലേറ്റഡ് കമ്പനി ലോയൊക്കെ അറിയുന്ന ആളൊക്കെ ആവശ്യം വരും. ക്ലിയർ അല്ലേ? പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദ നെസസറി ഡോക്യുമെന്റ് അല്ലേ? പിന്നെ പ്രൊമോട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ നെസസറി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? പ്രൊമോട്ടർ ടേക്ക് അപ്പ് ദ സ്റ്റെപ്സ് ടു പ്രിപ്പയർ ദ സർട്ടൈൻ ലീഗൽ ഡോക്യുമെന്റ്സ് വിച്ച് ഹാവ് ടു ബി സബ്മിറ്റഡ് അണ്ടർ ദ ലോ ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി ഫോർ ഗെറ്റിംഗ് ദ കമ്പനീസ് രജിസ്റ്റേർഡ്. അല്ലെ, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന് കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും നമ്മുടെ പ്രൊമോട്ടർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു, നെസസറി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് നെസസറി ഡോക്യുമെൻറ്റ്സ്? അപ്പോൾ ഇത് പഠിച്ചു വെക്കണേ, ഇത് ചോദിക്കും. ഇത് 6 എണ്ണമാണ് നമ്മളുടെ നെസസറി ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആരാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇസ് ദ ഫൗണ്ടേഷണൽ legal document for a company that define its structure. എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? MOA എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് കമ്പനിയുടെ സ്ട്രക്ചർ, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പവേഴ്സ്, ലിമിറ്റേഷൻസ്, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ക്ലിയർ അല്ലേ? എല്ലാ കമ്പനിക്കും എന്താണ് മെമ്മോറാണ്ടം? മെയിൻ ഡോക്യുമെൻ്റ് ആണ്, കമ്പൽസറി ഡോക്യുമെൻ്റ്. എല്ലാ കമ്പനി, പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, മെമ്മോറാണ്ടം ഷുവറായിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അത് എന്താണ് മെമ്മോറാണ്ടത്തിൽ എന്താണ് കാണിക്കുന്നത്? ഔട്ട്സൈഡ് വേൾഡും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ മെമ്മോറാണ്ടത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ എന്താണ് സെപ്പറേറ്റ് ഖണ്ഡികകളായിട്ട്, ക്ലോസുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ മെമ്മോറാണ്ടവും അതിൻ്റെ ക്ലോസസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിരിക്കണം കേട്ടോ. ആദ്യത്തെ നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ക്ലോസ് ഉണ്ട്. 6 എണ്ണം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, കമ്പനിയുടെ പേരാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദിസ് ക്ലോസ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ കമ്പനി വിച്ച് എ കമ്പനി വിൽ ബി നോൺ അല്ലേ? പിന്നെ അതുപോലെ വിച്ച് ഹാസ് ഓൾറെഡി ബീൻ അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ പേര് സെറ്റ് ചെയ്യുന്നൊക്കെ പ്രൊമോട്ടറാണ്. ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടറിൽ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതിന് ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുത്തു നമ്മൾ. അതായത് കമ്പനി എവിടെയാണോ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് ആ സ്ഥലത്തെ രജിസ്ട്രാർക്ക് നെയിം കൊടുത്തു, അപ്രൂവലൊക്കെ വാങ്ങി. എന്നിട്ട് ആ പേര് മെൻഷൻ ചെയ്തിരിക്കുന്ന നെയിം ക്ലോസിലായിരിക്കും മെമ്മോറാണ്ടത്തിൻ്റെ. പിന്നെ ഒബ്ജക്റ്റ് ക്ലോസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ്.
ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? ഡിഫൈൻ ദ പർപ്പസ് ഫോർ വിച്ച് കമ്പനി ഈസ് ഫോംഡ് അല്ലേ. ഇതിലാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്തിനാണ് ഈ കമ്പനി ഫോം ചെയ്യുക, എന്ത് ടൈപ്പ് കമ്പനിയാണ്, എന്ത് ഫംഗ്ഷനാണ് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി ക്ലോസ് ആണ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലെ ലയബിലിറ്റി, മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇറ്റ്സ് ലിമിറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓഫ് ദ ഷെയർസ് ഓൺഡ് ബൈ ദം. അതായത് ഷെയർസിന്റെ അൺപെയ്ഡ് ഷെയർസ് എത്രയാണോ വരിക, അതായത് മെമ്പേഴ്സിന്റെ അൺപെയ്ഡ് ഷെയർസിന്റെ അളവ് എത്രയാണോ അത്രയും ആയിരിക്കും അവരുടെ ലയബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഈ അൺപെയ്ഡ് ഷെയർസ്? അതായത് അൺപെയ്ഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ എക്സാമിനർ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും. ഞാൻ കമ്പനിയുടെ ഓണറിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കും, ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഷെയർസ് വാങ്ങിക്കാമെന്ന് വേണ്ടി വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച സമയത്ത് ഞാൻ 70,000 രൂപയ്ക്കായിരുന്നു അല്ലേ വേണ്ട, 70,000 1 ലക്ഷം രൂപയ്ക്കാണ് ഷെയർസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വിചാരിക്കും. 1 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ ഞാൻ അതിൽ എന്ത് ചെയ്തു, 70,000 പേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പെയ്ഡ് എത്രയാണ്? 70,000 കൊടുത്തിട്ടുള്ളൂ. ഇനി അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്ന എത്രയാ? അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്ന എത്രയാ? 30,000. ഓക്കെ, അപ്പോൾ എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 30,000 രൂപയായിരിക്കും. അപ്പോൾ ഈ കമ്പനിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ഈ കമ്പനിയുടെ ഭാഗത്തിലെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് 30,000 ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ? കാരണം എന്താ, ഓൾറെഡി 1,70,000 ഞാൻ പേ ചെയ്തു. ഓക്കെ, ഇനി 30,000 വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ 30,000 രൂപയുടെ ലയബിലിറ്റി വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യം പറയുന്നത് ലയബിലിറ്റി ക്ലോസിലായിരിക്കും. പിന്നെ ഉള്ളത് ക്യാപിറ്റൽ ക്ലോസിലായിരിക്കും. അതായത് ദിസ് ക്ലോസ് സ്പെസിഫൈ ദ മിനിമം ക്യാപിറ്റൽ വിച്ച് എ കമ്പനി വിൽ ബി ഓതറൈസ്ഡ് ടു റേസ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ കമ്പനി എത്രത്തോളം ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യും ഷെയർസ് വെച്ചിട്ട്, എത്രത്തോളം മാക്സിമം എത്രത്തോളം ക്യാപിറ്റൽ വരെ കമ്പനി അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ക്യാപിറ്റൽ ക്ലോസിൽ പറയാം. അതായത് കമ്പനിയുടെ ക്യാപിറ്റൽ എത്രയായിരിക്കും എന്നുള്ളത്. ഇനിയുള്ളത് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ്. അതായത് എവിടെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ദിസ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് പ്രപ്പോസ്ഡ് സിറ്റുവേറ്റഡ്. എവിടെയാണ് നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ഇവിടെ. ഇനി അസോസിയേഷൻ ക്ലോസ് ഉണ്ട്. ഇതാണ് ദിസ് ക്ലോസ് ഇൻ ദ ഫോം ഓഫ് ഡിക്ലറേഷൻ. Through this clause, the signatories of the memorandum state their intention to be associated with the proposed company and agree to purchase qualification of shares. അല്ലേ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ആണ്, ഒരു ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ സിഗ്നിറ്ററീസ് ആയിട്ട് ഒപ്പിടുന്ന ആൾക്കാരുണ്ടല്ലോ മെമ്മോറാണ്ടത്തിൽ, അവരാരായി മാറും? കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ ഫസ്റ്റ് ലൈൻ ഡയറക്ടേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒപ്പിടുന്ന ഇന്ന ആൾ അല്ല, ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ രേണുക ഞാനിങ്ങനെ ഒപ്പിടുന്നുണ്ട്, ഓക്കെ, ഞാൻ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഇങ്ങനെ അംഗമായിക്കോളാം. അങ്ങനെ അംഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് ഷെയർസ് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ കമ്പനിയിൽ ഒരു 100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, 100 പേർക്കും ഷെയർ ഉണ്ട്. പക്ഷേ ആ 100 പേരെയും പിടിച്ച് നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എടുത്താൻ വേണ്ടി പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ആ ഇത്ര ശതമാനം ഷെയർസ് എങ്കിലും വാങ്ങിയിരിക്കണം എന്നുള്ള ലിമിറ്റേഷൻ വെക്കും. അങ്ങനെ ഇത്ര ശതമാനം ഷെയർസ് വാങ്ങിച്ചുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഡയറക്ടേഴ്സായിട്ട് മാറ്റുന്നത്. അപ്പോൾ അതേപോലെ അങ്ങനെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിമിറ്റ് വെക്കുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയാം. അപ്പം ഞാൻ പറയാണ്, ഞാൻ രേണുക എന്ന് പറയുന്ന ആൾ, ഞാനിതാ ഇത്ര ക്വാളിഫിക്കേഷൻ, ഇത്ര ശതമാനം ഷെയർസ് വാങ്ങിച്ചോളാം, എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തോളാം എന്നുള്ള രീതിയിലുള്ള ഡിക്ലറേഷൻ ആയിരിക്കും. അപ്പോൾ എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ഡിക്ലറേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം അസോസിയേഷൻ ക്ലോസിൽ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വരുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസസ് വരുന്നത്. അതായത് മെമ്മോറാണ്ടത്തിലെ കോണ്ടന്റ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്, ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അല്ലെങ്കിൽ AOA എന്ന് പറയുന്നത്. ഇതും എന്താണ്, കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് അത്ര നിർബന്ധമല്ല. അതായത് പബ്ലിക് കമ്പനിക്ക് സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണമെന്ന് നിർബന്ധമില്ല.
പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത് ഇന്റേണൽ മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനിയുടെ ഉള്ളിലെ ഭരണം എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനത്തെ റിട്ടയർമെന്റ്, അങ്ങനെ പല 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 കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്റേണൽ റൂളിംഗ് ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് കമ്പനിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെയർസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ 200 പേരാണ് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഇനി പുതിയ ആൾ ആഡ് ആവാൻ പോകുന്നില്ല, കുറേ ചെയ്യും, കൂടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഇത്ര ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വെച്ചിട്ട് ഒരു മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, ഒരു ഇൻറ്റേർണൽ മാനേജ് നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെയാണ് നടക്കേണ്ടതെന്ന് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചൊരു സാധനം വെക്കാം. പക്ഷേ പബ്ലിക് കമ്പനീൻ്റെ കേസ് നോക്കുമ്പോൾ അങ്ങനെയല്ല. പബ്ലിക് കമ്പനീൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഷെയർസിൻ്റെ നോ ലിമിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ചിലപ്പോൾ മൊത്തത്തിൽ കുറേ ഷെയർസ് വാങ്ങിയിട്ട് ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാനേ പറ്റില്ല. അല്ലെ, നമ്മുടെ മാനേജ്മെൻറ്റ് ഇതാ ഇങ്ങനെ മാറ്റണം. ഒരാൾ ഇപ്പോൾ വേറൊരു പുതിയതായിട്ട് ഒരാൾ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ പറയുകയാണ് മാനേജ്മെൻറ്റിൽ ഇങ്ങനത്തെ മാറ്റം വേണം, അങ്ങനെ മാറ്റം. അപ്പോൾ ഓരോരുത്തരുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ പൊളിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പബ്ലിക് കമ്പനിക്കാരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടിലൊക്കെ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇൻറ്റേർണൽ റൂൾസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് കടമെടുക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ കമ്പനിയുടെ സ്വഭാവം, എന്ത് ടൈപ്പ് കമ്പനിയാണ്, അതായത് മാനുഫാക്ചറിങ് പല ടൈപ്പ് കമ്പനികളുണ്ടാവില്ല. അപ്പോൾ ആ കമ്പനിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അതിന് ചേരുന്ന ടൈപ്പ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് വേണ്ട റൂൾസ് ആൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനീസ് ആക്ടിൽ നിന്ന് കടമെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് കമ്പനിക്ക് അത്ര നിർബന്ധമല്ല, പ്രൈവറ്റ് കമ്പനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത്ര മാൻഡേറ്ററി അല്ല. അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ കമ്പനീസ് ഇന്റേണൽ റൂൾ ബുക്ക് ആണ് ദാറ്റ് സെറ്റ് ഔട്ട് ദ റെഗുലേഷൻ ഫോർ ഇറ്റ്സ് മാനേജ്മെന്റ് ആൻഡ് ഗവേൺസ് ഇറ്റ് ഇന്റേണൽ അഫയേഴ്സ്. അല്ലേ, ദേ ഡിഫൈൻ ദ റൈറ്റ്സ്. അല്ല, അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഒരു കമ്പനിയിലെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ് റെസ്പോൺസിബിലിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും, അതുപോലെ അവരുടെ ഔട്ട്ലൈൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ തിങ്സ് ലൈക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മീറ്റിംഗ്സ് കൂടുന്നത് എങ്ങനെയായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു റൂൾ ബുക്കിലായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ക്ലിയർ ആണോ? പിന്നെ വേണ്ടതാണ് കൺസെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ടേഴ്സ് ആകാം എന്ന് തീരുമാനിച്ച ആൾക്കാർ ഓൾറെഡി ഡിക്ലറേഷൻ പോലെ മെമ്മോറാണ്ടത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതുപോരാ, അതല്ലാതെ അവരുടെ ഡീറ്റെയിൽ ആയിട്ടൊരു കൺസെൻറ്റ് വേണം. അതായത് അപ്പാർട്ട് ഫ്രം ദ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ a written consent of each person named as the director is required, confirming that they agree to act as the capacity and undertake to buy the pay for qualification shares as mentioned in the articles of association. അല്ലേ, അതായത് അവരെന്ത് ചെയ്തോളാം, കറക്റ്റായിട്ട് ഷെയർസ് ക്വാളിഫിക്കേഷൻ ഷെയർസ് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തോളാം എന്നുള്ള അവരുടെ റിട്ടേൺ കൺസെൻറ്റ് സെപ്പറേറ്റ് തന്നെ വേണം. പിന്നെ വേണ്ടത് എഗ്രിമെൻ്റ് ആണ്. അതായത് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഡയറക്ടറായിട്ട് ഒരാൾ, ഇപ്പോൾ മാനേജിങ് ഡയറക്ടർ എന്ന് പറയാറില്ലേ, മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരുപാട് പേരുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും നമ്മൾ ഫുൾ ടൈം ആയിട്ട് കമ്പനിയുടെ ഒരു ചുമതല നോക്കാൻ വേണ്ടി ഒരു പോസ്റ്റിൽ ഇരുത്തുക. അപ്പോൾ അത് ആരെയാണ് തീരുമാനിക്കുന്നത്? അങ്ങനെ തീരുമാനിച്ച ആൾ വർക്ക് ചെയ്തോളാം ഫുൾ ടൈം ഡയറക്ടറായിട്ട്, അല്ലെങ്കിൽ അവിടെ മെയിൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോളാം എന്നുള്ളതിൻ്റെ അവരുടെ ഒരു എഗ്രിമെൻറ്റ് അല്ലേ. അത് എഗ്രിമെൻറ്റ് ഇഫ് എനി വിച്ച് ദ കമ്പനി പ്രപ്പോസ് ടു എൻ്റർ വിത്ത് എനി ഇൻഡിവിജ്വൽ ഫോർ അപ്പോയിൻറ്റ് ആസ് ഇറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഓർ എ ഹോൾ ടൈം ഡയറക്ടർ or director is another document which is required to submit to the registrar for getting the company registered under the act. ഓക്കെ, ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അകത്തൊരു 12 പേരുണ്ടെന്ന് വിചാരിക്കുക. 12 പേര് ഇരുന്ന് ഭരിക്കില്ല. 12 പേരിൽ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും നമ്മൾ മെയിൻ മാനേജിങ് ഡയറക്ടറായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ അയാളുടെ ഒരു എഗ്രിമെൻറ്റ് വേണം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ വേണം. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ രജിസ്ട്രാർ പറഞ്ഞാൽ ഓക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കുകയാണ്, കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സും വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡിക്ലറേഷൻ അല്ലേ. ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ ദ ലീഗൽ റിക്വയർമെൻറ്റ് പെർട്ടൈനിങ് ടു രജിസ്ട്രേഷൻ ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത് ഈസ് ടു ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ വിത്ത് ദ എബോവ് മെൻഷൻ ഡോക്യുമെൻറ്റ്സ് ഫോർ ഗെറ്റിംഗ് ദ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ. കമ്പനി രജിസ്ട്രേഷൻ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെയിൻ ഡോക്യുമെൻറ്റ്സും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് രജിസ്ട്രാറിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ.
ഇനി വരുന്നത് റെസീറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ ആണ്. ഓക്കെ, ഇതിന് എന്ത് വരുന്നുണ്ട്? പേയ്മെന്റും വരുന്നുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് പേയ്മെന്റ് വരും. പക്ഷെ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും രജിസ്ട്രേഷൻ ഫീയും വരിക. ഓക്കെ, അതായത് along with the above mentioned documents necessary fee has to be paid for the registration of the company. അതിന് വേണ്ടി എന്ത് ചെയ്യണം? കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പേയ്മെന്റ് കൊടുക്കണം. The amount of such fees all depends on the authorized share capital of the company. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും പേയ്മെന്റും വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഈ സ്റ്റേജ് കഴിഞ്ഞു. പ്രൊമോഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രൊമോഷൻ കഴിഞ്ഞു. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇൻകോർപ്പറേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേജിന് ശേഷമാണ് കമ്പനി രജിസ്റ്റർ ആവുന്നത്. ലീഗലി കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് എന്ത് ചെയ്യാം? പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ബിസിനസ് ചെയ്ത് തുടങ്ങാം അല്ലേ? അപ്പോൾ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം കമ്പനി രജിസ്ട്രാർ വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കമ്പനിക്ക് ഓക്കെ, കമ്പനി ഫോം ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. കമ്പനി നിയമം വഴി കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? സ്ഥാപിതമാവാൻ പോവാണെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് പറയാം? ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ കമ്പനി എന്ന് പറയാം. Incorporation is the second stage in the company formation. Incorporation means the registration of the company under the Indian Companies Act 1956. Okay, അതായത് 1956 അല്ലെങ്കിൽ 2013 പ്രകാരം ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പറയും? ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? The registrar scrutinize the application and other documents and if satisfied will issue a certificate of incorporation to the company. ക്ലിയർ അല്ലേ? അതായത് എല്ലാ ഡോക്യുമെന്റും സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം കമ്പനി രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് അവിടെ ഇഷ്യൂ ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ പിന്നെ നമുക്ക് അതിൽ ഡേറ്റ് കാര്യങ്ങൾ തിരുത്താനോ മായ്ക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. ക്ലിയർ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇനി എന്താണ് എഫക്റ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? ഇൻകോർപ്പറേഷൻ നിലവിൽ വന്നാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. എ കമ്പനി ബിക്കം ലീഗലി ഇൻഡിപെൻഡൻറ്റ്. ഒരു കമ്പനി എന്താവും? ലീഗൽ എൻറ്റിറ്റി വിത്ത് പെർപെച്വൽ സക്സഷൻ അല്ലേ? ഒരു കമ്പനി നമ്മൾ നിലവിൽ വന്നെന്ന് വിചാരിക്കും. ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു, ആ കമ്പനി എന്താ നിലവിൽ വന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ആയി. ഓക്കെ, അപ്പോൾ ഇനി ആ കമ്പനിക്ക് എന്ത് ചെയ്യാം? അസറ്റ് വാങ്ങാം, വിൽക്കാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതുപോലെ എന്താണ് വേറൊരു സാധനം കൂടെ കിട്ടുന്നത്? പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അതെന്താ സാധനം? കമ്പനിക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ആൾക്കാരായിരിക്കില്ല പിന്നീട് ആ കമ്പനി മുന്നോട്ട് പോകുമ്പോഴുള്ളത്. പക്ഷെ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ മരിച്ചുപോയി എന്ന് വിചാരിച്ച് കമ്പനി പൂട്ടിപ്പോവോ? ഇല്ല. ഇപ്പോൾ ടാറ്റ കമ്പനി ഫോം ചെയ്യുന്ന സമയത്തുള്ള ആൾക്കാരല്ല അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തത് ജംഷഡ്ജി ടാറ്റയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ കമ്പനി പോയോ? ഇല്ല. കാരണം എന്താണ്? അതിന് ലീഗലി എന്താണ്? ഒരു എൻറ്റിറ്റി ആണ്. ഓക്കെ, അപ്പോൾ കമ്പനി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് വരാം. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദ റെഗുലാരിറ്റി ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ എന്താണ്? ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ റെഗുലാരിറ്റി കാണിക്കുന്ന ഡോക്യുമെൻ്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എടാ മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒരു ചാപ്റ്ററൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. ക്ലിയർ? സെറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ഇത് കഴിഞ്ഞ ഉടനെ ബിസിനസ് തുടങ്ങാം. കാരണം എന്താണ്? അവരുടെ കയ്യിൽ അവർക്ക് തുടങ്ങേണ്ട ഫണ്ട് അവരുടെ കയ്യിലുണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസിൽ തുടങ്ങുന്ന സമയത്ത് ഫണ്ട് ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ എന്തായിരിക്കും? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യായിരിക്കും. എങ്ങനെയാണ് ബോറോ ചെയ്യുക? ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യും. ഷെയർസ്, ഡിബഞ്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക? ഫണ്ട് ജനറേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേജ് അധികം പബ്ലിക് കമ്പനിക്കാണ് ഉണ്ടാവുക. ഓക്കെ, പബ്ലിക് കമ്പനിയാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് നോക്കാം. ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ ഇത്രയും സ്റ്റേജസിലൂടെ അവർ കടന്നു പോകണം. ഓക്കെ, എന്നാലേ അവർക്ക് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് അവർ ഫിനിഷ് ചെയ്യുള്ളൂ. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെബി അപ്രൂവൽ ഉണ്ടായിരിക്കണം. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ ഫുൾ ഫോം വരുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർസ് വാങ്ങാനും വിൽക്കാനും സാധാരണ കടകളിൽ ചെന്ന് വാങ്ങിക്കാനും വിൽക്കാനും പറ്റുമോ? പറ്റില്ല. അതിന് നമ്മൾ എവിടെ തന്നെ പോകണം? ഷെയർ മാർക്കറ്റിൽ പോകണം. ഓക്കെ, ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചന്തയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഒരു അങ്ങാടിയാണെന്ന് വിചാരിക്കുക. ഈ അങ്ങാടിയിൽ ഓരോരോ കടകളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓരോരോ കടകളുണ്ടാവും. ഈ കടകളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ഷെയർസ് വാങ്ങാൻ വിൽക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കടകൾ ചേർന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാം. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ് ആരെന്ന് പറയുന്നത്? സെബി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ബോഡിയാണ് സെബി എന്ന്. അപ്പോൾ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. ഓക്കെ, പബ്ലിക് കമ്പനി ഇൻവൈറ്റിംഗ് ഫണ്ട്സ് ഫ്രം ജനറൽ പബ്ലിക് മസ്റ്റ് മേക്ക് ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് ദ റെലവൻറ്റ് ഇൻഫോർമേഷൻ ആൻഡ് മസ്റ്റ് നോട്ട് കൺസീൽ എനി മെറ്റീരിയൽ ഇൻഫോർമേഷൻ ഫ്രം ദ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ. അല്ല, അപ്പോൾ സെബിയിൽ എന്തിരിക്കണം? അപ്രൂവൽ എടുക്കണം. ഇപ്പം ഞാനൊരു പബ്ലിക് കമ്പനിയാണ്, ഞാൻ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം സെബിയിൽ പോയിട്ട് അപ്രൂവൽ എടുക്കണം. എന്നിട്ട് സെബിയുടെ ഗൈഡൻസ് പ്രകാരമായിരിക്കണം ഞാൻ വേണ്ട ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എല്ലാം എൻ്റെ കമ്പനി ഇന്ന കമ്പനിയാണ്, ഇങ്ങനത്തെ കമ്പനിയാണ്, ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന ആക്ടിവിറ്റിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ പ്രയർ അപ്രൂവൽ ഫ്രം സെബി ദെർഫോർ റിക്വയർഡ് ഫോർ ഗോയിങ് അഹെഡ് വിത്ത് റേസിംഗ് ഫണ്ട് ഫ്രം പബ്ലിക്. അല്ലേ, അപ്പം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രയർ അപ്രൂവൽ എടുക്കണം സെബിയിൽ നിന്ന്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയലിംഗ് പ്രോസ്പെക്ടസ് ആണ്. അതായത് ആ കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, ഇൻവിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു ഇൻവിറ്റേഷൻ ആണ്. അതായത് ഇപ്പം നമ്മൾ കമ്പനി ഫോം ചെയ്തു, പക്ഷേ ജനങ്ങൾ അറിയണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് അറിയണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് ഡെപ്പോസിറ്റ്സിനെ ഇങ്ങനെ പബ്ലിക് ഡെപ്പോസിറ്റ്സ് നോക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതിനാണ്, അങ്ങനെ കൊടുക്കുന്ന ഇൻവിറ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? എ കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ലീവ് പ്രോസ്പെക്ടസ് മസ്റ്റ് ബി ഫയൽ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ പ്രോസ്പെക്ടസ് കൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യണം. ഓക്കെ, എന്നാലേ ആൾക്കാർ വരുവുള്ളൂ, വാങ്ങുള്ളൂ. ഞങ്ങൾ പബ്ലിക് ഡെപ്പോസിറ്റ്സിനെ എൻകറേജ് ചെയ്യുന്നു, എൻ്റെ കമ്പനിയിലേക്ക് വരൂ, ഡെപ്പോസിറ്റ് ചെയ്യൂ എന്നുള്ള രീതി, ഞങ്ങൾ ഇത്രയാണ് ഷെയറിന് പ്രൈസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട ഷെയർസ് വാങ്ങിക്കാം എന്നുള്ള ലെവലിൽ കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് പ്രോസ്പെക്ടസിൻ്റെ എന്താണ് മീനിങ് എന്നുള്ളത് എഴുതിയതാട്ടോ, പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചിരിക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി അത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അണ്ടർ റൈറ്റേഴ്സ്. അതായത് നമുക്ക് ഈ കിട്ടുന്ന സമയത്ത്, ഈ നമ്മൾ പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വാങ്ങിച്ച പാടന്നെ തിരിച്ച് അവർക്ക് ഷെയർ അലോട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ ഒരാൾ പറയാം ഞാൻ നിങ്ങളുടെ 10 ഷെയർ വാങ്ങിക്കോളാം, ഞാൻ 10,000 രൂപ തന്നു എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാൽ 10,000 താ, ഞാൻ 10 ഷെയർ തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടപാട് നടത്താൻ പറ്റില്ല. ഇതിൽ കുറേ നൂലാമാലകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് വേറൊരു അക്കൗണ്ടിൽ ഇടേണ്ടി വരും. നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന പൈസ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാങ്കേഴ്സിനെ വേണം അല്ലേ? റേസിംഗ് ഫണ്ട് ഫ്രം ദ പബ്ലിക് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. യൂഷ്വലി ദ കമ്പനി അപ്പോയിൻറ്റ്സ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റർ ടു ഈസ് ഓഫ് ആക്ഷൻ അല്ലേ? അപ്പോൾ ഈ പണിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബാങ്കേഴ്സിനെയും അണ്ടർ റൈറ്റേഴ്സിനെയും പിന്നെ ബ്രോക്കേഴ്സിനെയൊക്കെ വിളിക്കും. ബാങ്കേഴ്സ് എന്ത് ചെയ്യും? കളക്ട് ദ ആപ്ലിക്കേഷൻ മണി ഫ്രം ദ പബ്ലിക്. Brokers distribute the application form and encourage the public to apply for the shares. ആപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടോക്കൺ മണി കൊടുക്കും. നേരത്തെ 10,000 രൂപ തരാം, ഓക്കെ ഞാൻ ഒരു 20 ഷെയർസ് വാങ്ങിച്ചോളാം, 20,000 രൂപ ഞാൻ തരാം. പക്ഷെ ഇപ്പം ഞാനൊരു 15,000 തരാം, നിങ്ങളിപ്പോൾ ഒരു ടോക്കൺ ആയിട്ട് ഇത് പിടിക്കുക, അല്ലെങ്കിൽ 10,000 തരാം, ഒരു 5,000 തരാം, പിടിക്കുമെന്ന് പറഞ്ഞ് തരുന്ന പൈസ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുക. ആ പൈസ ബാങ്ക് സെപ്പറേറ്റ് ബാങ്കിലേക്ക് ആയിരിക്കും ഇടുക. അത് നോക്കാൻ വേണ്ടി നമ്മളൊരു ബാങ്കർ അപ്പോയിൻറ്റ് ചെയ്യും. അതുപോലെ ബ്രോക്കേഴ്സ്, നമ്മൾ സാധനങ്ങൾ ഇതൊക്കെ സ്ഥലമൊക്കെ വിൽക്കുന്ന സമയത്ത് ബ്രോക്കേഴ്സ് ഉണ്ടായില്ല, അവരെന്താ ചെയ്യുക? നമ്മൾ ഇങ്ങനൊരു സാധനം ഉണ്ട്, നിങ്ങൾ വിറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ വിൽക്കാൻ സഹായിക്കില്ല. അതേപോലെ നമ്മുടെ ഷെയർസിനെ വിൽക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ബ്രോക്കേഴ്സ് എന്ന് പറയാം. ഇനി അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാണ്
ഇപ്പം നമ്മുടെ കമ്പനി ഇപ്പം നമ്മൾ ഈ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ നമുക്കൊരു കാലപരിധി തരും. ഓക്കെ, അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം വിന്നറിൽ വേറെ ടീച്ചേഴ്സ് ഉണ്ടോ ഇപ്പോൾ, അതായത് ഇപ്പം നടക്കുന്നുണ്ടോ, അതായത് ഇവിടെ വേറെ ആൾക്കാരുണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇവിടെ വേറെ +1 ക്ലാസ് പോകുന്നുണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ ക്ലാസ്സുകളിൽ പോകുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ടീച്ചേഴ്സ് ഉണ്ട്, വേറെ ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ. സോഷ്യലൊക്കെ ഏതൊക്കെയോ 10ാം ക്ലാസ്സിലൊക്കെ ഇപ്പോൾ സോഷ്യൽ പോകുന്നുണ്ട്. ക്ലിയർ. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഷെയർ മാർക്കറ്റിലൂടെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളൊന്നും നമുക്ക് ഷെയർ മാർക്കറ്റിൽ കയറുന്ന വാങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് സെബി നമ്മളോട് പറയും, ഇതാ ഇത്ര ടൈം തരാം, അതിനുള്ളിൽ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്തോളണം. അങ്ങനെ നമുക്ക് ടൈം പീരീഡ് തരും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമ്മൾ ആ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ഫണ്ട് ആയിട്ടില്ല എന്ന് വിചാരിക്കും, നമ്മൾ വിചാരിക്കുന്ന പൈസ കളക്ട് ആയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വരും, ഇത്രയും നേരം നടന്ന ഇടപാടൊക്കെ ക്യാൻസൽ ആവും, എന്നിട്ട് ഫസ്റ്റ് നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീംസ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എല്ലാവരും വാങ്ങിയില്ല എന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിച്ച എമൗണ്ട് കിട്ടിയില്ല, പക്ഷെ നിങ്ങളുടെ ടൈം ഇങ്ങനെ എക്സ്പയറി ടൈമും വരികയാണെങ്കിൽ ഇത്ര ശതമാനം ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി തരുന്ന ആൾക്കാരാണ്. ഓക്കെ, ദ അണ്ടർ റൈറ്റേഴ്സ് ഗിവ് ഗ്യാരണ്ടി ടു ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ ഗിവിംഗ് ആൻഡ് അണ്ടർടേക്കിംഗ് ടു ബൈ ദ ഷെയർസ് ഓഫ് കമ്മീഷൻ നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് അല്ലേ. അതായത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത്ര എടുക്കാം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. സാധാരണ ആൾക്കാർ വാങ്ങിച്ചില്ലേ ഞങ്ങൾ തന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ. ഇനിയാണ് നേരത്തെ വരുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷമാണ്. ഓക്കെ, 1 ലക്ഷമാണ് ഞാൻ എന്ത് വിചാരിക്കുന്നത്, എനിക്ക് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഷെയർസ് വഴി അപ്പോൾ ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1000 ഷെയർ ഇഷ്യൂ ചെയ്യുമെന്ന് വിചാരിക്കും. 1000 ഷെയർസ്. ഓക്കെ, 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോന്നിനും 100 രൂപ വെച്ചിട്ട്, ഒരു ഷെയറിന് 100 രൂപ. ഓക്കെ, എന്ത് ചെയ്തു, 1000 ഷെയർസ് ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാണ് ഞാൻ വിൽക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഞാൻ സെബീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സെബി എന്ത് പറഞ്ഞു, ഓക്കെ ഇതൊക്കെ സെറ്റ്, നിനക്ക് ഞാൻ ടൈം തരാം, ഇത്ര മാസത്തിനുള്ളിൽ നിനക്ക് എന്ത് കിട്ടണം, ഈ 1 ലക്ഷം രൂപ കിട്ടണം, അതായത് 100 ഷെയർസും ആരെങ്കിലും വാങ്ങിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ക്യാൻസലായിട്ട് വീണ്ടും ഞാൻ നിനക്ക് ഒരു ഇത്ര മാസം സമയം തരാം, ഇത്ര ദിവസം സമയം തരാം, അതിനുള്ളിൽ വിറ്റ് പോകണമെന്ന് പറയും. ഓക്കെ, ഇപ്പോൾ സെബി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് നിങ്ങൾക്കൊരു മെച്യൂരിറ്റി ഡേറ്റ് തരും, അതിൻ്റെ ഉള്ളിൽ 90% ആൾക്കാർ വാങ്ങിയിരിക്കണം. അതായത് നീ 1 ലക്ഷമാണ് ഇത് പറഞ്ഞത്, ക്യാപിറ്റൽ പറഞ്ഞത്, ആ 1 ലക്ഷത്തിൻ്റെ 90% 90 എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ലക്ഷത്തിൻ്റെ 90 എന്ന് പറയുമ്പോൾ എത്രയാ, 90,000 അല്ലേ. 90,000 രൂപയെങ്കിലും ആൾക്കാർ വാങ്ങിയിരിക്കണം. ഓക്കെ, അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ സക്സസ്ഫുൾ, നിനക്ക് മുന്നോട്ട് പോവാം. ഇനി അതല്ല എന്ന് വിചാരിക്കും, നിനക്ക് മെച്യൂരിറ്റി ടൈം തന്നു, എന്നിട്ട് അതിൽ 80,000 ആൾക്കാർ ഒരു 80% വാങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അതായത് 90% വാങ്ങിയില്ല, 80% 1 ലക്ഷത്തിൽ നിങ്ങൾക്ക് സംഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണെങ്കിൽ അത് കംപ്ലീറ്റ് ക്യാൻസൽ ആയിപ്പോൾ വീണ്ടും ഒന്നിനെ തുടങ്ങണം. അപ്പോൾ ഇത്രയും പൈസ തന്ന ഈ 80,000 തന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ടോക്കൺ മണി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ മണിയൊക്കെ നീ എന്ത് ചെയ്യണം, തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ തുടങ്ങണം. ഓക്കെ, ക്ലിയർ. അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. The minimum amount of the capital which must be subscribed by the public before public company can allot shares is known as minimum subscription. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ്, പഠിച്ചു വെക്കണം. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് നമ്മൾ ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുൻപ് മിനിമം ഇത്ര എമൗണ്ട് എങ്കിലും പബ്ലിക് കമ്പനിയുടെ ഇത്ര എമൗണ്ട് എങ്കിലും ഷെയർസ് ആര് വാങ്ങിയിരിക്കണം, ജനറൽ പബ്ലിക് വാങ്ങിയിരിക്കണം. അതായത് ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് മസ്റ്റ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ബിഫോർ എ പബ്ലിക് കമ്പനി ക്യാൻ അലോട്ട് ഷെയർസ് ഇസ് നോൺ ആസ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇത് നോക്കി വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ. 90% ഓഫ് ദ ഇഷ്യൂ എമൗണ്ട് ആസ് പെർ ദ സെബി ഗൈഡ് ലൈൻസ് അല്ലേ. അപ്പോൾ സെബി ഗൈഡ് ലൈൻസ് പ്രകാരം മിനിമം എന്ന് പറയുമ്പോൾ
എന്താണ് 90% വാങ്ങിയിരിക്കണം. ദിസ് മസ്റ്റ് ബി സ്റ്റേറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ്. അത് എവിടെ പറഞ്ഞിരിക്കണം? പ്രോസ്പെക്ടസിൽ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കണം, അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇസ് നോട്ട് ഒബ്റ്റെയിൻ, ഇപ്പം ഇനി അത് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ആപ്ലിക്കേഷൻ മണി റെസീവ്ഡ് മസ്റ്റ് ബി റിട്ടേൺ ടു ദ ആപ്ലിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 80,000 ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, 90,000 ആയില്ലെങ്കിൽ ആ കിട്ടിയ 80,000 ആരൊക്കെയാണോ 80,000 തന്നത് അവർക്കൊക്കെ തിരിച്ചു കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേപോലെ തന്നെ നമ്മൾ എന്തുകൂടെ ചെയ്യണം? സെബിയുടെ അപ്രൂവൽ വാങ്ങുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണല്ലോ വിൽക്കുന്നത്. അതായത് ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ഏതെങ്കിലും ഒരു കടയിലെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിടണം. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് എൻ്റെ ഷെയർസ് ഇവിടെ വിൽക്കാം, ഇപ്പം ഒന്നെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തിടണം. ഓക്കെ, കമ്പനി മസ്റ്റ് ഗിവൺ ആൻ ആപ്ലിക്കേഷൻ ടു അറ്റ്ലീസ്റ്റ് 1 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ പെർമിഷൻ ടു ഡീൽ ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് അറിയോ? നമുക്കിപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ സെബി പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ എൻ്റെ 100%, മിനിമം 90 എന്നല്ലേ പറഞ്ഞത്, പക്ഷേ എൻ്റെ 100% ഷെയർസ് വാങ്ങിച്ചെന്ന് വിചാരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ആരൊക്കെയാണോ പൈസ തന്നത്, എത്ര ഷെയർസ് വേണമെന്ന് പറഞ്ഞിട്ടാണോ ഓരോരുത്തർ പൈസ തന്നത്, അതനുസരിച്ച് നമുക്ക് ഷെയർസ് കാര്യങ്ങൾ അലോട്ട് ചെയ്യാം. ഓക്കെ, വൺസ് പെർമിഷൻ ഫ്രം എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ഒബ്റ്റെയിൻഡ്, കമ്പനി പ്രൊസീഡ് വിത്ത് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആസ് പെർ സെബി ഗൈഡ് ലൈൻസ്. സെബി ഗൈഡ് ലൈൻസ് പ്രകാരം എന്ത് ചെയ്യുന്നു? കമ്പനി ഈ ഷെയർസ് അലോട്ട് ചെയ്യുന്നു. എന്തോ ടീച്ചർ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്താണ്? സുഖല്ലേ? ഇനി ആ സ്റ്റേജും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണ്. അവർക്ക് വേണ്ട ഫണ്ടും അവർ സെറ്റാക്കി കഴിഞ്ഞു. പബ്ലിക് കമ്പനിക്കാർ വേണ്ട ഫണ്ടും സെറ്റാക്കി കഴിഞ്ഞു. ഇനി ബിസിനസ് തുടങ്ങുന്ന പരിപാടിയാണ് ചെയ്യേണ്ടത് അല്ലേ? ബിസിനസ് തുടങ്ങുന്ന പരിപാടി എന്ന് പറയുമ്പോൾ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് അല്ലേ? അതായത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ലിറ്ററലി മീൻസ് ദ ഒഫീഷ്യൽ സ്റ്റാർട്ട് ഓഫ് എ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, അതായത് അത് പബ്ലിക് കമ്പനിക്ക് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊമേഴ്ഷ്യൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിലൂടെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും എന്ത്? ഈ കമ്പനിക്ക് വേണ്ട ഫണ്ട് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഈ കമ്പനി റൺ ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കമ്പനിക്ക് വന്നു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് ബിസിനസ് ചെയ്യാം. അതുകൊണ്ട് അവരായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളത്. ദ റിക്വയർമെന്റ് ഫോർ എ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഡിക്ലറേഷൻ എക്സിസ്റ്റ് പ്രൈമർലി ടു പ്രൊട്ടക്ട് ദ public and ensure the company is financially stable before starting operation അല്ലേ? ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞു കമ്പനി എന്നുള്ള ഡിക്ലറേഷൻ ആണ് ഈ സർട്ടിഫിക്കറ്റിലൂടെ കിട്ടുന്നത് അല്ലേ? അതായത് കളക്റ്റഡ് മിനിമം ക്യാപിറ്റൽ, അതായത് മിനിമം വേണ്ട ക്യാപിറ്റൽ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ദാറ്റ് ദ പീപ്പിൾ ഹു പ്രോമിസ് ടു ബൈ ഷെയർസ് ഹാവ് actually paid the money for those shares into the company's bank account. This ensure the company has the necessary fund to begin its operation അല്ലേ? അതായത് കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ ആരൊക്കെയായിരുന്നോ പറഞ്ഞത്, അവരൊക്കെ ഷെയർസ് വാങ്ങിച്ച് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഓപ്പറേഷൻസ് തുടങ്ങാം. ആൻഡ് ദാറ്റ് ഓൾ അതർ ബേസിക് ലീഗൽ ഫോർമാലിറ്റീസ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. അത് മാത്രമല്ല, കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റെല്ലാ ലീഗൽ ഫോർമാലിറ്റീസ്, അതായത് ഇൻകോർപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതുമാണ് കമ്പനിയുടെ നിന്ന് കാണിക്കുന്നൊരു സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? While the certificate of incorporation gives company life, the commencement of business declaration gives the permission to act. Okay, ഇങ്ങനെ ഒരു കമ്പനി ജനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻകോർപ്പറേഷനിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇനി ആക്ട് ചെയ്യാം, കമ്പനി പരിപാടി തുടങ്ങാം, പണി തുടങ്ങാം എന്നുള്ള പെർമിഷൻ കൊടുക്കുന്നത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിലാണ്. ഇനി ലാസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇതിലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതുകൂടെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ മെമ്മോറാണ്ടം എന്താണ് പറയുന്നത്? ഡിഫൈൻ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ കമ്പനി ഫോംഡ് അല്ലേ? അതായത് എന്തിന് കമ്പനി ഫോം ചെയ്തു എന്നുള്ള കമ്പനിയുടെ ഒബ്ജക്റ്റീവാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾസിൽ റൂൾസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഇനി പൊസിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? മെയിൻ ഡോക്യുമെന്റ് ആണ്, കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്. ക്ലിയർ അല്ലേ? കമ്പനീസ് ആക്ട് പ്രകാരം അല്ലേ? സബോർഡിനേറ്റ് കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ട് പ്രകാരം മെയിൻ ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ സബ്സിഡിയറി ഡോക്യുമെന്റ് ആൻഡ് സബോർഡിനേറ്റ് ബോത്ത് മെമ്മോറാണ്ടം ഓഫ് കമ്പനീസ് ആക്ട്.
ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, സബ്സിഡറി ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഇന്റേണൽ റൂൾ ബുക്ക് ആണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓരോ കണ്ടന്റും എന്താണ്, ഓരോ കാര്യങ്ങളും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്താണോ കമ്പനി, എന്ത് കമ്പനിയാണ്, എങ്ങനത്തെ കമ്പനിയാണെന്നാണോ പറഞ്ഞിട്ടുള്ളത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റേണൽ മാനേജ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അവിടെ. ഓക്കെ, റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ എന്താ, ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ കമ്പനി വിത്ത് ഔട്ട്സൈഡേഴ്സ് അല്ലെ, കമ്പനി ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, റിലേഷൻഷിപ്പ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ദ കമ്പനിയാണ് AOA ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റെക്ടിഫൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അത് ഇന്റേണൽ റൂൾ ബുക്ക് അല്ലേ, അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം അതിൽ മാറ്റം വരുത്തുമ്പോൾ കമ്പനിയുടെ എക്സിസ്റ്റൻസിൽ തന്നെയാണ് മാറ്റം വരിക. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ്. ഇത് നോട്ട് കമ്പൽസറി ഫോർ പബ്ലിക് കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് കമ്പനിക്ക് എന്ത് വേണ്ട, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇറ്റ് മേ അഡോപ്റ്റ് ടേബിൾ F ഓർ ടേബിൾ A ഫ്രം കമ്പനീസ് ആക്ട് അല്ലേ. അപ്പോൾ കമ്പനീസ് ആക്ടിൽ അവരുടെ കമ്പനീൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഒരു ടേബിള് അഡോപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കഴിഞ്ഞു കേട്ടോ, ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളത്, സിമ്പിൾ സാധനമാണ്. പക്ഷെ കുറച്ച് പഠിച്ച് ഇരിക്കേണ്ട കാര്യം കൂടിയാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പം നിങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ടോ? എല്ലാവരൊക്കെ ഇപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലേ, പലരും കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ഓ, കഴിഞ്ഞോ? ഇനി ലാസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ അങ്ങോട്ട് സെറ്റായി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ ആയുധങ്ങൾ കൊടുത്തിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഞാൻ ഇവിടെ ഉണ്ടാവും. ഇല്ല, ഇവിടെ ഉണ്ടാവും. കുറച്ച് റെക്കോർഡിങ് ചെയ്യാനുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ആണല്ലോ, അപ്പൊ കുറച്ച് റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബൈ ഗായ്സ്. ഞാൻ ചിലപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം എന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ നിങ്ങളോട് ബായ് പറയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 7 മണിക്കൂറിന്റെ ലൈവ് നിങ്ങൾ കണ്ട് തീർക്കാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നാലും അത് കണ്ട് തീർക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഇന്ന് ഇവിടെയാണ് കേട്ടോ, ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നില്ല വെച്ചാൽ ഞാൻ ഈ രാത്രി വീട്ടിൽ കയറി എൻ്റെ അമ്മ എന്നെ കൊല്ലും. അതിനേക്കാളും നല്ല എന്താണ്, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ സ്റ്റേ കാര്യങ്ങളുണ്ട്, അപ്പം ഞാൻ ഇവിടെ നിൽക്കും. ഓക്കെ, ഞാൻ കുറേ ദൂരം ഇനി വണ്ടിയൊക്കെ ഓടിച്ച് പോകണ്ടേ, അതുകൊണ്ട് ഇവിടെ നിൽക്കാം അല്ലേ. സാറ് പോവും, സാറ് വന്ന് പെരിയ മനുഷ്യൻ, ധൈര്യശാലി അല്ലേ. ഓക്കെ, ആ ശരിയാണല്ലോ അല്ലേ. ഓ, നിൽക്കാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെയല്ല, നമുക്ക് സെപ്പറേറ്റ് അക്കോമഡേഷൻ കാര്യങ്ങളുണ്ട്. ക്ലിയർ, സെറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ചാപ്റ്ററോടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക, അത്രേ പറയാനുള്ളൂ. ഓക്കെ, എന്നാൽ ശരി, ഞാൻ ആയുധം സാറിന് കൊടുത്തിട്ട് പോവാണ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ വക ഗുഡ് നൈറ്റ് ഞാൻ എക്സ്ട്രാ തന്നേന്നുള്ളൂ, ഇപ്പോഴേ തന്നേന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടാറ്റാ ബാബ. നാളെ വർക്കിംഗ് ആണെങ്കിൽ ഓക്കെ ഓക്കെ, ശരി എന്നാൽ. യെസ് മകളെ, അപ്പോൾ
ലാസ്റ്റ് ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, പെട്ടെന്ന് പഠിക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? സെറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെണ്ണെവിടെ? പെണ്ണ് കൊണ്ടുപോയോ മിസ്? പെണ്ണ് കൊണ്ടുപോയോ കുഞ്ഞാ? അയ്യോ കുഴപ്പമില്ല, അല്ല പെണ്ണിവിടെ ഉണ്ട്. ഓക്കെ റെഡി മക്കളെ? അപ്പം നമുക്ക് എന്താക്കാം? സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ടേമിൽ തന്നെ നമുക്ക് കിട്ടല്ലോ എന്തായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക എന്നുള്ളത് അല്ലേ? ബിസിനസ്സിൻ്റെ ഫിനാൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ വേണ്ട പൈസകൾ, അല്ലെ സോറി ഏതൊക്കെയാണ് ബിസിനസ് പൈസ എടുക്കുന്ന സോഴ്സുകൾ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അല്ലെ? ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഫിനാൻസ് മീൻസ് ദ മണി നീഡഡ് ടു സ്റ്റാർട്ട്, റൺ ആൻഡ് ഗ്രോ അല്ലെ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് റൺ ചെയ്യിക്കാനും അല്ലെ അത് ഗ്രോ ചെയ്യിക്കാനും വേണ്ട പൈസ, അതിനെ എന്ത് പറയാം? ബിസിനസ് ഫിനാൻസ് എന്ന് പറയാം അല്ലെ? അപ്പം എന്താ? ഇറ്റ്സ് എ ലൈഫ് ബ്ലഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ബിസിനസ് ഫിനാൻസിനെ ലൈഫ് ബ്ലഡ് എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പം പൈസ എന്തിനൊക്കെയാണ് നമുക്ക് വേണ്ടത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം, ഡെയിലി ആവശ്യങ്ങൾക്ക് വേണം അല്ലെ? എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണം അല്ലെ? ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കാണ് നമുക്ക് ഫണ്ട് വേണ്ടത്. ഓക്കെ, ദ ഓണേഴ്സ് ക്യാപിറ്റൽ ഈസ് ഓഫേർഡ് നോട്ട് ഇനഫ് അല്ലെ? ഒരു ബിസിനസിന്റെ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മതിയാവുമോ? മതിയാവില്ല അല്ലെ? മതിയാവില്ല. യെസ്, ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മതിയാവുമോ? യെസ്, ഇല്ല. അല്ലല്ല, അലക്സ് സാർ ഇവിടെ അല്ല കേട്ടോ നിൽക്കാറ്. ഓക്കെ യെസ്, അപ്പോൾ അങ്ങനെ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മതിയാവുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തു നിന്ന് എടുക്കും അല്ലെ? അപ്പോൾ ഫിനാൻസ് നീഡ് ഓഫ് എ ബിസിനസ് ക്യാൻ ബി അല്ലെ? ബിസിനസ്സിന് വേണ്ട ഫിനാൻസിനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നും രണ്ടാക്കി തിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് മക്കൾ പഠിച്ചു വയ്ക്കുക. എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമുക്കറിയാം ടു സ്റ്റാർട്ട് എ ബിസിനസ് മണി ഈസ് നീഡഡ് ടു ബൈ ഫിക്സ്ഡ് അസറ്റ് അല്ലെ? ലാൻഡ്, ബിൽഡിങ്, മെഷീൻസ്, ഫർണിച്ചർ പോലുള്ള ഫിക്സ്ഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട പൈസയെ നമുക്ക് എന്ത് പറയാം? ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറയാം. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ യെസ് ഇതാ നോക്കിയോ, the type of businesses, for example trading business need less fixed capital. ട്രേഡിംഗ് ബിസിനസ്സിന് എന്താണ്? ഫിക്സ്ഡ് ക്യാപിറ്റൽ കുറച്ച് മതി. ഓക്കെ, അതേപോലെ തന്നെ സൈസ്, ബിസിനസിന്റെ സൈസിനനുസരിച്ച് നമുക്ക് എന്താക്കാം? ഈ ഫിക്സ്ഡ് ക്യാപിറ്റൽ രണ്ടായി തിരിക്കുക. എമൗണ്ട് ഫിക്സ്ഡ് ക്യാപിറ്റൽ നീഡ് ഡിപ്പെൻഡിങ് ഓൺ എന്തെല്ലാം കാര്യങ്ങളെയാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നെന്താണ്? ബിസിനസിന്റെ ടൈപ്പാണ് അല്ലേ? ട്രേഡിംഗ് ബിസിനസ് നീഡ് ലെസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. പിന്നെയോ സൈസ് ഓഫ് ദ ബിസിനസ്സും, ലാർജ് ബിസിനസ് നീഡ് മോർ ഫിക്സ്ഡ് ക്യാപിറ്റലും. ഓക്കെ, കാരണം എന്താ? ലാർജ് ബിസിനസ് ആകുമ്പോൾ ഒരുപാട് ഫിക്സ്ഡ് അസറ്റ് വേണ്ടി വരും. ട്രേഡിംഗ് ബിസിനസ് ആകുമ്പോൾ കുറച്ച് എന്ത് മതി? ട്രേഡിംഗ് ബിസിനസ്സുകളാകുമ്പോൾ കുറച്ച് എന്ത് മതി? ഫിക്സ്ഡ് അസറ്റുകൾ മതി. സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അത് മാത്രമല്ല പരിപാടി. നമുക്കെന്താ? മെഷീൻസും കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ? പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ. മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ ചിലപ്പോൾ എന്താണ്? യെസ്, നമുക്ക് അതുപോലത്തെ ഫിക്സ്ഡ് അസറ്റ്, മെഷീൻസ് ഒക്കെ വേണ്ടി വരും. റെഡി? അപ്പം എന്ത് ഓർത്ത് വയ്ക്കുക? ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്താണ്? ഫിക്സ്ഡ് അസറ്റ് വാങ്ങാൻ വേണ്ട പൈസയാണ്. അങ്ങനെയെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്താണ്? നോക്കിയോ, ആഫ്റ്റർ ബൈയിങ് ഫിക്സ്ഡ് അസറ്റ് യെസ് ബിസിനസ് ഓൾസോ നീഡ് മണി ഫോർ ഡെയിലി ആക്ടിവിറ്റി അല്ലെ? ഡെയിലി ആക്ടിവിറ്റിക്ക് വേണ്ട പൈസയെ നമുക്ക് എന്ത് പറയാം? യെസ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. സാലറി, റെന്റ്, ടാക്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇത് രണ്ടും മക്കൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. എന്ത്? ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഈ കാര്യമാണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ടേബിൾ മക്കൾ ഇതേപോലെ പഠിച്ചു വെക്കണം. ഇതേപോലെ മീൻസ് ശ്രദ്ധിച്ചോ, ദ മെയിൻ ഹെഡ് ഓൺ ദ ബേസ് ഓഫ് പീരീഡ്, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് ജനറേഷൻ. ഇങ്ങനെ മെയിൻ ഹെഡും അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ചെറിയ ഹെഡുകളും. അതിൽ ഒരു 3-4 മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം എന്നുള്ളത്. യെസ്, ഓക്കെ, ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം. എല്ലാം ഒന്നും പഠിക്കണം. ഒരു 3-4 എല്ലാ ഹെഡിലും മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ ആദ്യം തന്നെ എസ് എക്ക് എന്ത് ചെയ്യുക മക്കൾ? ഇതുപോലൊരു ടേബിളൊക്കെ വരച്ച് എഴുതിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, മാർക്ക് വീഴും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കുക. റെഡി? അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമുക്ക് എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചിട്ട് പോവാം. സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, സോഴ്സ് ഓഫ് ഫണ്ട് ഓൺ ദ ബേസ് ഓഫ് പീരീഡ്. ആദ്യം തന്നെ പീരീഡിന്റെ ബേസിലാണ് അല്ലെ? ഓൺ ദ ബേസ് ഓഫ് പീരീഡ് ഡിഫറെന്റ് സോഴ്സസ് നമുക്ക് വേണം. അപ്പോൾ ഏതൊക്കെയാണ് ഓൺ ദ ബേസ് ഓഫ് പീരീഡിന്റെ ബേസിലുള്ള കാറ്റഗറീസ്? ഒന്നാമതെന്താ? ലോങ് ടേം സോഴ്സ്. രണ്ടാമതെന്താ? മീഡിയം ടേം സോഴ്സ് ആണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ട്? ഷോർട്ട് ടേം സോഴ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചോ. ലോങ് ടേം സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് മോർ ദാൻ 5 വർഷം. 5 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് നമുക്ക് ഫണ്ട് വേണമെങ്കിൽ അതിനെ ലോങ് ടേം സോഴ്സുകൾ എന്ന് പറയാം. ഓക്കെ, പിന്നെയോ മീഡിയം ടേം ആണെങ്കിലോ നോക്കിയതാ? യെസ്,
മോർ ദാൻ 1 ഇയറും ലെസ് ദാൻ 5 ഇയറുമാണ്. ഒരു വർഷത്തിൽ കൂടുതലും 5 വർഷത്തിൽ താഴെയുമാണ് നമുക്ക് എമൗണ്ടുകൾ ആവശ്യം, സോഴ്സുകൾ ഫണ്ട് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് എന്താ മീഡിയം ടേം എന്ന് പറയാം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താ ലെസ് ദാൻ 1 ഇയർ ആണ്. ഓക്കെ, ഓർത്ത് വെക്കാം. റെഡി? അതേപോലെ ഓണർഷിപ്പിന്റെ ബേസിൽ നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടിനെ എങ്ങനെ തിരിക്കാം? ഒന്നാമത് എന്താ ഓണേഴ്സ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പ്രൊപ്രൈറ്റർ, പാർട്ട്നേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന ക്യാപിറ്റലാണ്. ഓക്കെ, അതിലെന്താ റിട്ടേൺ ഏർണിങ്സും അതുപോലെ തന്നെ ക്യാപിറ്റലൊക്കെയാണ് അതിൽ ഉൾപ്പെടുക. ഓക്കെ, പിന്നെ എന്തുണ്ട്? ബോറോഡ് ഫണ്ട് ഉണ്ട്. ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ റൈസ്ഡ് ത്രൂ ലോൺ അല്ലെ, ലോണിലൂടെ നമ്മൾ എടുക്കുന്ന ഫണ്ടുകളാണ്. ഓക്കെ, അപ്പൊ എന്താ ബാങ്കും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിബഞ്ചറും പബ്ലിക് ഡെപ്പോസിറ്റും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ബോറോഡ് ഫണ്ടിന് എക്സാമ്പിൾ ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് സോഴ്സ് ഓഫ് ജനറേഷന്റെ ബേസിൽ നമുക്ക് ഫണ്ട് എന്ന കാറ്റഗറി ചെയ്യാം. എങ്ങനെ നോക്കിയോ? ഇന്റേണൽ സോഴ്സ് എന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സ് എന്നും. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫണ്ട് ജനറേറ്റഡ് വിത്തിൻ ദ ബിസിനസ് അല്ലെ, ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫണ്ട് ജനറേറ്റ് ചെയ്യുക. അതേതൊക്കെയാ? റീറ്റേൺഡ് പ്രോഫിറ്റ്, സെയിൽ ഓഫ് സർപ്ലസ് അസറ്റ് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സുകൾ എന്തായിരിക്കും? സിമ്പിൾ അല്ലേ, പുറത്തു നിന്നും ബിസിനസിന്റെ പുറത്തു നിന്നും നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുക, ലോൺ എടുക്കുക അല്ലെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? യെസ്, എക്സ്റ്റേണൽ സോഴ്സുകൾക്ക് എക്സാമ്പിളാ. സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതായത് ഈ മെയിൻ ഹെഡ്, ഏത് ഈ മെയിൻ ഹെഡ്. ഓക്കെ, ഇനി ഇതിന്റെ ഒക്കെ അണ്ടറിൽ വരുന്ന എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. അത് ഓരോന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടതാ റിട്ടേൺ ഏർണിങ്സ് ആണ്. എന്താണ് റിട്ടേൺ ഏർണിങ്സ്? സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളാം. എ പാർട്ട് ഓഫ് ദ കമ്പനീസ് പ്രോഫിറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ ബിസിനസ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ആസ് ദ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്? നമുക്ക് ഫേമിന് ഉണ്ടാവുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ അല്ലെ, എന്താണ് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ ഒരു പോർഷൻ നമ്മൾ മാറ്റി വെക്കും. അതിനെ എന്ത് പറയാം? റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ദിസ് ഈസ് കോൾഡ് റിട്ടേൺ ഏർണിങ്സ് ഓഫ് ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ആണല്ലോ, പ്രോഫിറ്റിൽ നിന്നും എടുത്തു വെക്കുന്ന എമൗണ്ട്. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ സോഴ്സ് ഉണ്ടല്ലോ, ഇന്റേണൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ഫ്യൂച്ചർ നീഡ്സ്. ദ എമൗണ്ട് റിട്ടേൺ ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഫിറ്റ് ഏൺഡ്. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റിട്ടേൺ ഏർണിങ്സ് പഠിച്ചു വയ്ക്കുക. റെഡി? അപ്പോൾ റിട്ടേൺ ഏർണിങ്സിന്റെ കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ? ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, എപ്പം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെയോ നോ എക്സ്ട്രാ കോസ്റ്റ്, ഇൻട്രസ്റ്റോ മറ്റ് ചെലവുകളൊന്നും ഇതിനില്ല. അടുത്തെന്താ? ഗിവ് മോർ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു മാനേജ്മെന്റിന് ഫ്രീഡം. അവർ തീരുമാനിക്കുന്ന പോലെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ എടുക്കുക അല്ലേ. അടുത്ത് നോക്കിക്കോ, ഹെൽപ്പ് ദ ബിസിനസ് ഫേസ് അൺഎക്സ്പെക്ടഡ് ലോസസ്. അൺഎക്സ്പെക്ടഡ് ആയി സംഭവിക്കുന്ന ലോസുകളൊക്കെ നമുക്ക് ഇത് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയോ ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി ഷെയർ. ഇതെന്താണ്? കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടും. ഓർത്ത് വയ്ക്കുക. മെറിറ്റ്സ് റിട്ടേൺ ഏർണിങ്സിന്റെ. അങ്ങനെയെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നോക്കിയോ, ടു മച്ച് എന്താണ്? യെസ്, റിട്ടൻഷൻ മേ അപ്സെറ്റ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. ഒരുപാട് റിട്ടേൺ ഏർണിങ്സ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ അപ്സെറ്റ് ആക്കും. അവർക്ക് എന്താണ്? അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല അല്ലേ, കാരണം അവർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റിന്റെ ഒരു പോർഷനാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് അല്ലേ. യെസ്. പിന്നെയോ പ്രോഫിറ്റ് മേ ബി വേരി. അതെ, പ്രോഫിറ്റ് മാറിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഫണ്ട് അൺസർട്ടനിയാണ്. പിന്നെയോ ഫേം മേ ഇഗ്നോർ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. യെസ്, ഇത് നമ്മൾ മാറ്റി വെക്കുന്നതിലൂടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നമ്മുടെ ഈ മാറ്റി വെക്കുന്ന ഫണ്ട് മറ്റെന്തിനെങ്കിലും യൂസ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഏർണിങ്സ് ഉണ്ട് അല്ലേ, അത് നമ്മൾ മിസ് ചെയ്യും ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ അല്ലേ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ മിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകളും ഈ ഒരു 5 മെറിറ്റ്സും മക്കൾ എന്തിൽ ഓർത്ത് വയ്ക്കുക? റിട്ടേൺ ഏർണിങ്സിൽ ഓർത്ത് വയ്ക്കുക. സിമ്പിൾ കാര്യമാണ്, മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് ശ്രദ്ധിച്ചോ, ട്രേഡ് ക്രെഡിറ്റ്. എന്താ ട്രേഡ് ക്രെഡിറ്റ് അല്ലെ? ട്രേഡ് ക്രെഡിറ്റിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് മീൻസ് ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസ് നൗ ടു പേ ഫോർ ദം ലേറ്റർ. ഇറ്റ് ഈസ് എ കോമൺ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഷോൺ ആസ് സൺട്രി ക്രെഡിറ്റർ ഓർ അക്കൗണ്ട്സ് പേബിൾ. അറിയാലോ, അക്കൗണ്ട്സ് പേബിൾ അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റർ. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിൽക്കുക, മറ്റൊരാൾക്ക് കൊടുക്കുക, പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അതാണ് ഇത്. യെസ്, ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ട്രേഡ് ക്രെഡിറ്റിൻ്റെ ഗുണങ്ങൾ എന്താ? ഒരു ഈസി ആൻഡ് റെഗുലർ സോഴ്സ് ആണ്. പിന്നെയോ അവൈലബിൾ, നമുക്ക് എന്താ പെട്ടെന്ന് ക്വിക്ക്ലി അവൈലബിൾ ആണ്. പിന്നെയോ നമ്മുടെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയോ എല്ലോ ബിസിനസ് ടു കീപ് മോർ സ്റ്റോക്ക് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് ഒരുപാട് സ്റ്റോക്ക് നമുക്ക് എന്താ കടത്തിനൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ സാധനങ്ങൾ വാങ്ങും അല്ലേ, അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. പിന്നെയോ ഡസ് നോട്ട് റിക്വയർ എനി സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇതിന് കൊടുക്കേണ്ടതില്ല അല്ലേ. ലൈവിൽ ഫുള്ള് തെറിവലിയായിരുന്നു. ആരെയാണ് തെറി വിളിക്കുന്നത്?
എന്തിനാടാ തെറി വിളിക്കുന്നത്? ഓക്കെ, യെസ്. അടുത്തെന്താ? ലിമിറ്റേഷൻ. എന്താ ലിമിറ്റേഷൻ നോക്കിക്കോ. ഈസി ക്രെഡിറ്റ് മേ ബി ലീഡ് ടു ഫേം ബൈ ടു മച്ച് ആൻഡ് ഇൻക്രീസ് റിസ്ക്. അല്ലെ, പെട്ടെന്ന് കടം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് വാങ്ങും, അത് നമുക്ക് ഒരുപാട് സീൻ ഉണ്ടാക്കും. പിന്നെയോ ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് ഫണ്ട് ക്യാൻ ബി റൈസ്ഡ് ത്രൂ ഇറ്റ്. കുറച്ച് എമൗണ്ട് അല്ലേ നമുക്ക് കടം കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിലല്ലേ നമുക്ക് കടത്തിനൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. യെസ്. പിന്നെയോ ഇറ്റ് ഈസ് യൂഷ്വലി മോർ എക്സ്പെൻസീവ് ദാൻ അതർ ഫിനാൻസ്. ഇത് കുറച്ച് എന്താണ്, ചിലവുള്ളതാണ്, കുറച്ച് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ട്രേഡ് ക്രെഡിറ്റും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും മക്കളൊന്ന് ആലോചിച്ച് വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കിക്കോ, ഫാക്ടറിംഗ് ആണ്. എന്താ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഫാക്ടറിംഗ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് വേർ എ ഫാക്ടർ ബൈ എ ഫേംസ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓക്കെ, എന്താണ്, നമുക്ക് പൈസ തരാനുള്ള ആളുകൾ 2.5 ആവില്ലടാ, പേടിക്കേണ്ട, 2.5 ആവില്ല, നമുക്കൊരു 1-1.25 ആകുമ്പോഴത്തേക്ക് തീർക്കാം. ഓക്കെ, പോട്ടെ, 1.5 ആകുമ്പോഴത്തേക്ക് തീർക്കാം, 1.5 മുന്നേ തീർക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിന് കിട്ടാനുള്ള അക്കൗണ്ട് റിസീവബിൾ, ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, മറ്റാരുടെങ്കിലും കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങാം. അതായത് നമുക്ക് തരാനുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നമ്മളൊരു ഒരു ഓർഗനൈസേഷന് കൊടുക്കും. ആ ഒരു ഓർഗനൈസേഷനെ ആ ഫാക്ടറിംഗ് എന്ന് പറയാം. അവർക്ക് കൊടുത്താൽ അവർ നമുക്ക് ഫണ്ട് തരും ഒരു ഡിസ്കൗണ്ടിൽ. ഓക്കെ, ഒരു ഡിസ്കൗണ്ടിൽ. ഓക്കെ, അവർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ എന്താണ്, യെസ്, ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് ഫണ്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്താ, നമ്മൾക്ക് തരാനുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അവർക്ക് കൊടുക്കുക. പിന്നെ അവരും ആ കസ്റ്റമറും തമ്മിലായിരിക്കും ഡീലിങ്സ്. നമുക്കെന്താ, അവർ പൈസ തരികയും ചെയ്യും. അതാണ് ഇന്ന് ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ഫാക്ടറിങ്ങിന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? യെസ്, ഓക്കെ, ഇതല്ല, യെസ്, മെറിറ്റ്സ് ഓഫ് ഫാക്ടറിങ്. ഓക്കെ, ചീപ്പർ. ഓക്കെ, ഫാക്ടറിങ് ഈസ് ലെസ് കോസ്റ്റ്ലി, വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണിത് ഫാക്ടറിങ്. അങ്ങനെയാണെങ്കിലോ ക്വിക്ക് ക്യാഷ്, പെട്ടെന്ന് ക്യാഷ് കിട്ടും അല്ലെ. എന്താണ്, ഹെൽപ്പ് ബിസിനസ് ടു ഗെറ്റ് ഫാസ്റ്റർ ആൻഡ് പേ ബിൽ. പിന്നെയോ ഫ്ലെക്സിബിൾ ആണ്, എൻഷുവർ റെഗുലർ ക്യാഷ് ഇൻഫ്ലോ, ഗിവ് സെക്യൂരിറ്റി. ഇവരതുപോലെ തന്നെ എന്തും ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടാനുള്ള പൈസ വേണമെങ്കിൽ ഇവരെന്ത് എക്കി തരും? യെസ്, ഇവർ കസ്റ്റമേഴ്സിൽ നിന്നും വാങ്ങിത്തരാറുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെഗുലറായിട്ട് എന്താണ് എമൗണ്ട് കിട്ടാനുള്ള കിട്ടും. പിന്നെയോ നോ അസറ്റ് ചാർജസ്, നമുക്ക് ഇവിടെ എന്താണ് നല്ല അസറ്റ് സെക്യൂരിറ്റികളൊന്നും കൊടുക്കേണ്ടതില്ല. പിന്നെയോ ടൈം സേവിങ് ആണ് അല്ലേ. ഫാക്ടർ ഹാൻഡ് ക്രെഡിറ്റ് കൺട്രോൾ, നമുക്ക് കിട്ടാനുള്ള ആളുകളൊക്കെ ആര് കൺട്രോൾ ചെയ്യും? ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് എന്താ, പൈസ യെസ് ആളുകളിൽ നിന്നും കളക്ട് ചെയ്യാൻ നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ട മറ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മെറിറ്റ്സ് ഓഫ് ഫാക്ടറിങ് മക്കൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണ്, ബിക്കം എക്സ്പെൻസീവ് വെൻ ദർ ഈസ് മെനി സ്മോൾ ഇൻവോയ്സ്. ചെറിയ ഇൻവോയ്സ് ഒക്കെയാണ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളതെങ്കിൽ അതെന്താണ്, നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാക്കും. പിന്നെയോ ഹൈ ഇൻട്രസ്റ്റ്, ഇതിന് നല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ട്. പിന്നെയോ കസ്റ്റമേഴ്സിന് അല്ലെ, നമ്മളെന്താ മറ്റൊരു തേർഡ് പാർട്ടീനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് യെസ് കടത്തിനുള്ള എമൗണ്ടുകൾ കളക്ട് ചെയ്യാൻ എന്താണ് നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, നമ്മുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ എന്താ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. ഓക്കെ അല്ലേ. യെസ്, അപ്പം ഫാക്ടറിങ്ങിൽ യെസ് മക്കൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോളുക. ദെൻ നമുക്ക് പഠിക്കാനുള്ള ലീസ് ഫിനാൻസിങ് ആണ്. എന്താണ് ലീസ് ഫിനാൻസിങ്? ലീസിന് കൊടുക്കുക അറിയാലോ. ലീസ് ഫിനാൻസിങ് ഈസ് എൻ എഗ്രിമെന്റ് വേർ ദ ഓണർ അല്ലെങ്കിൽ ലെസ്സർ ഗിവ് അനദർ പേഴ്സൺ ഓർ ബിസിനസ് the right to use an asset for a fixed period in return for regular payment. അല്ലെ, നമ്മളെന്താ എന്തെങ്കിലും ഒരു അസറ്റോ കാര്യങ്ങളോ ഒരു ഓണറുടെ കയ്യിൽ നിന്നും ലീസിന് എടുക്കുക, ഇത്ര വർഷം യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീസിന് എടുക്കുക അല്ലെ. അതിന് നമ്മളെന്താ ഒരു ലീസ് എമൗണ്ട് നമ്മൾ എന്താക്കേണ്ടതുണ്ട്, പേയ്മെന്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ദ ലീസ് പീരീഡ് ദ അസറ്റ് റിട്ടേൺ ടു ദ ലെസ്സർ. ഇറ്റ് ഈസ് ലൈക്ക് യെസ് റെൻഡറിങ് ആൻ അസറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ബൈ അല്ലെ, വാങ്ങുന്നതിന് പകരം എന്താണ് വാടകയ്ക്ക് എടുക്കുക. ആ ഒരു സെറ്റപ്പാണ് ഇത് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ലീസിങ് ടൈം കഴിഞ്ഞാൽ നമ്മളത് ഓണർക്ക് തന്നെ തിരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെറിറ്റ്സ് മക്കൾ ശ്രദ്ധിച്ചു. അതെന്താ, ലോ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മതി, കാരണം നമ്മൾ ആ ഒരു അസറ്റ് വാങ്ങുന്നില്ല അല്ലെ, ലീസിന് എടുക്കുകയാണ്. പിന്നെയോ ഈസി പ്രോസസ് ആണ്. പിന്നെയോ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ലീസ് റെന്റ് പെയ്ഡ് ഈസ് അലൗഡ് ആസ് ആൻ എക്സ്പെൻസ് വൈൽ കാൽക്കുലേറ്റിംഗ് യെസ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലീസ് എമൗണ്ട് നമുക്ക് അതിൽ നിന്നും യെസ് എന്താക്കാം, ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്തതാ നോ ലോസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ ഉണ്ടാവുന്ന ലോസുകളും കാര്യങ്ങളും ഇല്ല, കാരണം നമ്മളത് വാങ്ങുന്നില്ല, നമ്മളതിൻ്റെ ഓണർ അല്ലല്ലോ. പിന്നെയോ ഡസ് നോട്ട് എഫക്റ്റ് ബോറോയിങ് പവർ അല്ലെ, ഇതൊരു കടമായിട്ട് എടുക്കുകയല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയിലുള്ള ക്രെഡിറ്റ് വർത്തിനെസ്സിനെ അതെന്താക്കുന്നില്ല, ബാധിക്കുന്നില്ല. പിന്നെയോ നോ ഒബ്സലൻസസ് റിസ്ക് അല്ലെ, ഈ കാലഹരണപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോവുക. ചില അസറ്റ് അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് എന്താ ലീസിന് എടുക്കുന്നത് കൊണ്ട് വരുന്നില്ല, കാരണം നമ്മളതിൻ്റെ ഓണർ അല്ല. ഓക്കെ, സെറ്റ്.
റെഡി? അങ്ങനെയെങ്കിൽ ഇന്ന് ലിമിറ്റേഷൻ നോക്കിക്കോ. റെസ്ട്രിക്ഷൻ ഓൺ യൂസ് അല്ലെ, നമ്മളെന്താ ലീസിന് എടുത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഓണർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെയോ ബിസിനസ് റിസ്ക് അല്ലെ, ഇഫ് ദ ലീസ് ഈസ് നോട്ട് റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കെന്താ ബിസിനസ് മേ ബി പ്രോബ്ലം യൂസിങ് ദ അസറ്റ് യൂസ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലം കാര്യങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്താ ഫൈനുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ ആക്കാൻ പറ്റും. റെഡി? അങ്ങനെയെങ്കിലും അടുത്തോ ഹൈ കോസ്റ്റ് ഇഫ് എൻഡഡ് ഏർലി. ഓക്കെ, എന്താണ് അപ്പം എന്താ പെട്ടെന്ന് അസറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ആൻഡ് ലീസ് ഈസ് സ്റ്റോപ്പ്ഡ് ഏർലി ദ ലെസ്സി മേ ഹാവ് ടു പേ എക്സ്ട്രാ ചാർജസ്. ഓക്കെ, എക്സ്ട്രാ ചാർജസ് എന്താക്കി വരും? ലെസ്സി നമ്മുടെ പേരിലേക്ക് ആക്കി തരും. എങ്ങനെ? അതിൻ്റെ എന്താണ് യൂസ്ഫുൾ ലൈഫിൽ നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ലീസ് എമൗണ്ട് ഫുള്ള് നമ്മൾ അടയ്ക്കുകയും വേണം, നമുക്ക് ആ ഒരു അസറ്റ് കൊണ്ട് മര്യാദയ്ക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിയാവും അല്ലേ. പിന്നെയോ നോ ഓണർഷിപ്പ്. എന്താ നമുക്ക് അതിൻ്റെ നമ്മളതിൻ്റെ ഓണർ അല്ല അല്ലേ. ലെസ്സി നെവർ ബിക്കം ടു ദ ഓണർ, സോ കനോട്ട് ഗെറ്റ് ദ അസറ്റ് റിമൈനിങ് ഓർ റെസിജ്വൽ വാല്യൂ. അത് വിൽക്കുമ്പോൾ കിട്ടാവുന്ന പൈസയൊന്നും നമുക്കല്ല കിട്ടുക അല്ലേ, ആർക്കാണ്? ഓണർക്കാണ്. ഓക്കെ, അപ്പോൾ ലീസിൽ മക്കൾ ഇത്രയും കാര്യങ്ങൾ ബെനിഫിറ്റും കാര്യങ്ങളായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് കൊമേഴ്ഷ്യൽ പേപ്പർ. അടുത്ത ഇമ്പോർട്ടൻ്റ് ഐറ്റം കൊമേഴ്ഷ്യൽ പേപ്പർ. എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ? ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് എ ഷോർട്ട് ടേം ലോൺ ടേക്കൺ ബൈ ബിസിനസ് കമ്പനി ബൈ ഇഷ്യൂയിങ് എ പ്രോമിസറി നോട്ട് ടു റൈസ് മണി ഫോർ എ ഷോർട്ട് പീരീഡ്. ഓക്കെ, ഒരു ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി പൈസ റൈസ് ചെയ്യാൻ വേണ്ടി ഓക്കെ നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? CP എന്ന് പറയാം. പ്രോമിസറി നോട്ട് നമ്മൾ എന്താണ് പ്രോമിസ് എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് പ്രോമിസറി നോട്ട്. ഓക്കെ, CP ഈസ് ആൻ അൺസെക്യൂർഡ് ഷോർട്ട് ടേം മണി. എന്താണ് അൺസെക്യൂർഡ്? നമ്മൾ സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല അല്ലെ. മാർക്ക് ആസ് എ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ആസ് എ പ്രോമിസറി നോട്ട്. നമ്മളെന്താ എഴുതി ഒപ്പിട്ട് കൊടുക്കുക ചെയ്യുക. നമ്മൾ പേയ്മെന്റ് തിരിച്ചടച്ചിരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോമിസ് കൊടുക്കുന്ന ഒരു പേപ്പർ, അതാണ് ഇത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മെറിറ്റ്സ് ഓർത്ത് വെച്ചോളാം. ഇറ്റ് ഈസ് അൺസെക്യൂർഡ്, നോ കണ്ടീഷൻ അല്ലെ, സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെയോ ഇറ്റ് ഈസ് എസെൻഷ്യലി ട്രാൻസ്ഫറബിൾ, പെട്ടെന്ന് എന്താ ആർക്ക് വേണമെങ്കിലും എന്താ കൈമാറ്റം ചെയ്യാൻ പറ്റും. പിന്നെയോ ഗിവ് മോർ ഫണ്ട് അറ്റ് ലോവർ കോസ്റ്റ്, ഒരുപാട് ഫണ്ട് കിട്ടും ചെറിയ പൈസയിൽ. പിന്നെയോ ഇറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് സോഴ്സ് അല്ലെ, തുടർച്ചയായി നമുക്ക് എന്താ ഫണ്ട് റൈസ് ചെയ്യാം. ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ കഴിഞ്ഞാൽ നമുക്ക് എന്താ അടുത്ത കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങാം. പിന്നെയോ കമ്പനീസ് ക്യാൻ ഇൻവെസ്റ്റ് എക്സ്ട്രാ മണി ഇൻ CP അല്ലെ, എക്സ്ട്രാ എന്താണ് നമുക്ക് ഫണ്ട് എന്താക്കാം കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെറിറ്റ്സ് ഓർത്ത് വെക്കുക. റെഡി? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഒന്ന് നോക്കിക്കോ. ഓൺലി ഫിനാൻഷ്യലി സ്ട്രോങ്ങർ ആൻഡ് ഹൈ റേറ്റഡ് കമ്പനിക്ക് മാത്രമേ എന്തുള്ളൂ കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കാൻ പറ്റുള്ളൂ. അടുത്തതോ ദ എമൗണ്ട് റൈസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് എക്സ്ട്രാ ഫണ്ട് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, നമുക്ക് എന്താ അതിൽ നിന്ന് റൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ മണി അവൈലബിലിറ്റി ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് എന്ത് കിട്ടുമുള്ളൂ? നമ്മുടെ ഫണ്ട് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തെന്താ? ഇറ്റ് ഈസ് എൻ ഇംപേഴ്സണൽ സോഴ്സ്, സോ മെച്യൂരിറ്റി കനോട്ട് ബി എക്സ്റ്റെൻഡ്. ഇംപേഴ്സണൽ ആണ് അല്ലെ, അതായത് എന്താ ആരും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നമ്മുടെ കമ്പനിയും അല്ലെ ആ ഒരു കൊമേഴ്ഷ്യൽ പേപ്പറിലുള്ള ആളും തമ്മിൽ പേഴ്സണൽ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ എന്താണ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടാവില്ല? കൊമേഴ്ഷ്യൽ പേപ്പറിൽ ഉണ്ടാവില്ല. ഓക്കെ സാർ, ഇതിൻ്റെ ഒക്കെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പഠിക്കണം. ഓക്കെ, സിമ്പിൾ പോയിൻ്റാണ്, കുഞ്ഞു പോയിന്റുകളാണ് അതാ സാർ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ടാവും. സിമ്പിളായിരുന്നാ ഇങ്ങനെയുള്ള പോയിന്റുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം. ഓക്കെ, മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കും. യെസ്, ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസും മക്കൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഷെയർസിനെ കുറിച്ചാണ്. അറിയാലോ ഷെയർസ് എന്താണ്? മണി റൈസ്ഡ് ബൈ സെല്ലിംഗ് ഷെയർ ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ കൊടുത്തുകൊണ്ട് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നു. എ കമ്പനീസ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡ് ഇൻടു സ്മോൾ യൂണിറ്റ് അല്ലെ, ക്യാപിറ്റലിനെ സ്മോൾ യൂണിറ്റ് ആയി ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ എന്താ ഷെയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഷെയറിനെ നമുക്ക് എന്താ ഇക്വിറ്റി ഷെയർ എന്നും പ്രിഫറൻസ് ഷെയർ എന്നും രണ്ടായി തരംതിരിക്കാം. എന്താണ് ഇക്വിറ്റി ഷെയർ? മണി റൈസ്ഡ് കോൾഡ് ഇക്വിറ്റി ഷെയർ, equity share capital. Preference share is raised called preference share capital is called preference shares. The equity share is the main source of long term capital of a company. Represent the ownership. Money raised called owners fund. അല്ലേ, എന്താണ് ഓണർഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെ ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന എന്താണ് ഷെയറിനെ നമുക്ക് എന്ത് പറയാം? ഇക്വിറ്റി ഷെയർ എന്ന് പറയാം.
ഓക്കെ, ഇവിടെ എന്താ ഒരു ഫിക്സ്ഡ് ഡിവിഡൻഡ് ഒന്നുമില്ല. പെയ്ഡ് ബേസ്ഡ് ഓൺ കമ്പനി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്താ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുള്ളൂ, ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ യെസ്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് നോക്കിക്കോ. സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ഫോർ ഹയർ റിട്ടേൺ. അല്ലെ, റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ ധൈര്യമുള്ള, ഒരുപാട് റിട്ടേൺ തിരിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത് ഇക്വിറ്റി ഷെയർ. കിട്ടുമ്പോൾ എന്താ നല്ല പ്രോഫിറ്റാണ് കിട്ടുക, ലോസ് ആണെങ്കിൽ നല്ല ലോസും വരും. ഓക്കെ, അടുത്തെന്താ ഡിവിഡൻഡ് പേയ്മെന്റ് ഈസ് നോട്ട് കമ്പൽസറി. ഇവർക്ക് എന്താ ഡിവിഡൻഡ് പേയ്മെന്റ് കമ്പൽസറി ആണോ? അല്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. അടുത്തതോ ആക്ട് ആസ് എ പെർമനന്റ് ക്യാപിറ്റൽ. യെസ്, എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടിന്റെ പെർമനന്റ് ക്യാപിറ്റലാണ് ബിസിനസിന്റെ. അല്ലെ, ലാസ്റ്റ് ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ മാത്രമേ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ ഇൻക്രീസ് ഇൻ ദ കമ്പനീസ് ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് ലെൻഡേഴ്സ്. അല്ലെ, ബിസിനസിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടും. വീണ്ടും എന്താണ് ഒരുപാട് നമുക്ക് ഫണ്ട് എടുക്കാൻ കടമെടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഷെയർ വിൽക്കുന്നതിലൂടെ കിട്ടും. പിന്നെയോ ക്യാൻ റൈസ് ഫണ്ട് വിത്തൗട്ട് പ്ലഡ്ജിങ് കമ്പനീസ് അസെറ്റ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാതെ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പിന്നെയോ എൻഷുവർ ഡെമോക്രാറ്റിക് കൺട്രോൾ. നമുക്ക് എന്താണ് ബിസിനസ്സിൽ കൺട്രോൾ ഉണ്ടാവുക. ഇതിലൂടെ മാത്രമാണ് ഷെയർ ക്യാപിറ്റൽ കയ്യിൽ വെക്കുന്നതിലൂടെയാണ്. അല്ലേ, കാരണം അതാണ് ഓണേഴ്സ്. അല്ലേ, ഓക്കെ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷൻ മക്കളൊന്ന് നോക്കിയേ. എന്താണ് ഇൻവെസ്റ്റേഴ്സ് വാണ്ടിങ് എ സ്റ്റഡി ഇൻകം. ആണോ, ഒരു സ്റ്റഡി ഇൻകം വേണ്ട ആളുകൾക്കാണെങ്കിൽ ഇത് എന്താവില്ല, സ്യൂട്ടബിൾ ആവില്ല, നോട്ട് പ്രിഫേർഡ്. പിന്നെയോ കോസ്റ്റ് ഓഫ് റൈസിങ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ഹയർ. കോസ്റ്റ് എന്താണ്, ഒരുപാട് കൂടുതലാണ്. പിന്നെയോ ഇഷ്യൂയിങ് മോർ ഷെയർസ് റെഡ്യൂസ് ദ വോട്ടിംഗ് പവർ. അല്ലെ, ഒരുപാട് ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് എന്താ നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് ഓണേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ കൺട്രോൾ കുറയും. പിന്നെയോ ഇൻവോൾവ് മോർ ഫോർമാലിറ്റീസ് ആൻഡ് ഡിലേ. ഒരുപാട് എന്താണ് സമയമെടുക്കും, കുറേ ഫോർമാലിറ്റികളും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിലുണ്ട്. റെഡി? ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തതാണിത് പ്രിഫറൻഷ്യൽ ഷെയർസ്. എന്താണ് പ്രിഫറൻഷ്യൽ ഷെയർസ്? മണി റൈസ്ഡ് ബൈ ഇഷ്യൂയിങ് പ്രിഫറൻസ് ഷെയർ ഈസ് കോൾഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അല്ലെ, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻഷ്യൽ ഷെയർസ് വിറ്റുകൊണ്ട് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിനെ പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നു. പ്രിഫറൻസ് ഷെയർസ് ഗെറ്റ് ഫിക്സ്ഡ് ഡിവിഡൻഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹാവ് ദ ഫസ്റ്റ് റൈറ്റ് ടു റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിങ് ലിക്വിഡേഷൻ. യെസ്, ഇവർക്ക് എന്താണ് ഈ ഒരു ലിക്വിഡേഷൻ്റെ സമയത്തൊക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുൻപ് ഇവർക്ക് പേയ്മെന്റ് ഫണ്ടൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദേ ആർ സിമിലർ ടു ഡിബഞ്ചർ because the fixed return but dividend are paid only if the company make profit like equity share. അല്ലേ, എന്നാൽ ഡിബഞ്ചർ പോലെ തന്നെയാണ്, ഇവർക്ക് ഫിക്സ്ഡ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടും. പക്ഷെ എന്താണ്, അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ, ഇക്വിറ്റി ഷെയർസിനെ പോലെ തന്നെ. ഓക്കെ, അപ്പം പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മെറിറ്റ്സ് നമുക്കൊന്ന് പഠിക്കാം. ഒന്നാമത്തെ എന്താ, പ്രൊവൈഡ് സ്റ്റഡി ഇൻകം വിത്ത് എ ഫിക്സ്ഡ് റിട്ടേൺ ആൻഡ് സേഫ്റ്റി. ഫിക്സ്ഡ് റിട്ടേൺ ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ല ഓപ്ഷൻ പ്രിഫറൻഷ്യൽ ഷെയർ ആണ്. സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ലോ റിസ്ക് ആൻഡ് ഫിക്സ്ഡ് റിട്ടേൺ. ഉണ്ടല്ലോ, കുറച്ച് റിസ്ക് ഒക്കെ മാത്രം ആഗ്രഹിക്കുന്ന, നല്ല റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആണ്. പിന്നെയോ ഡു നോട്ട് അഫക്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൺട്രോൾ. അല്ലെ, എന്താ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോളിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെ, ഇവർക്ക് എന്താ വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നതല്ല. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷൻസ് മക്കളൊന്ന് നോക്കിക്കോ. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ഹൈ റിസ്ക് ആൻഡ് ഹൈ റിട്ടേൺ. ഹൈ റിസ്ക്കും ഹൈ റിട്ടേൺ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താണ്, യെസ്, ഇത് പറ്റൂല. അടുത്തതോ റെഡ്യൂസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്ലെയിം ഓൺ കമ്പനീസ് അസെറ്റ്. എന്താ പറഞ്ഞത്, യെസ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്താണ് ക്ലെയിം, കമ്പനി അസറ്റിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്ലെയിമിന് എന്താണ്, യെസ്, അത് കുറയ്ക്കുന്നുണ്ട്. പിന്നെയോ ഡിവിഡൻഡ് റേറ്റ് ആർ യൂഷ്വലി ഹയർ ദാൻ ഡിബഞ്ചർ റേറ്റ്. എന്താ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും എന്താണ് കൂടുതൽ ആയിരിക്കും ഡിബഞ്ചറിനേക്കാൾ. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് മക്കളൊന്ന് ഓർത്ത് വെച്ചോളുക. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഡിബഞ്ചർ എന്താണെന്നുള്ളത് പിടിച്ചോ. ഡിബഞ്ചേഴ്സ് എന്താ ഡിബഞ്ചർ? ഡിബഞ്ചർ ആർ എ വേ ഫോർ എ കമ്പനി ടു റൈസ് ലോങ് ടേം ഡെപ്റ്റ് റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഡിബഞ്ചർ. ദേ ക്യാരി എ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആൻഡ് ആർ എ പ്രോമിസ് ടു റീപേ ദ ബോറോഡ് മണി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് നോട്ട് ഓണേഴ്സ് ആൻഡ് റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽ. അറിയാലോ നമ്മളെന്താ, യെസ്, ഡിബഞ്ചർ അല്ലെ, ഇത്ര വർഷത്തിലേക്ക് നമ്മൾ എന്താക്കുന്നു,
ഫണ്ട് ആരടുത്ത് നിന്ന് പബ്ലിക്കിൽ നിന്നെങ്ങാൻ നമ്മൾ ആരടുത്ത് നിന്ന് കയ്യിൽ നിന്ന് വാങ്ങിയാൽ നമ്മൾ ഡിബഞ്ചർ കൊടുക്കും അല്ലെ, എത്ര വർഷം കഴിഞ്ഞ് നമ്മളത് തിരിച്ചു തരും, ഇത്ര ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്താണ് ഒരു നമ്മൾ CP പറഞ്ഞില്ലേ, പ്രോമിസറി നോട്ട് പോലത്തെ ഒരു ഐറ്റം, കടപ്പത്രം, കടം വാങ്ങി എന്നത് കാണിക്കാനുള്ള ഒരു പത്രം, അതാണിത് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനെന്താ അത്ര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള വ്യക്തി, അങ്ങനെയാണ് ഇത് പറയുക. ഡിബഞ്ചറിനെ പറയാം. കമ്പനീസ് ക്യാൻ ഇഷ്യൂ ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻക്ലൂഡിങ് സീറോ ഇൻട്രസ്റ്റ് ഡിബഞ്ചറും അതുപോലെ എന്താണ് അങ്ങനത്തെ ഒരുപാട് ഡിബഞ്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഡിബഞ്ചേഴ്സ് എന്താ ഒരു ഫേമിന് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഡിബഞ്ചേഴ്സിൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും നമുക്കൊന്ന് നോക്കാം. ഡിബഞ്ചേഴ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹൂ ഹാവ് ഫിക്സ്ഡ് ഇൻകം. നല്ലൊരു ഇൻകം വേണ്ട ആളുകൾക്ക് ഡിബഞ്ചർ എന്ത് ചെയ്യാം, വാങ്ങിയിട്ട് പൈസ കൊടുക്കാം. പിന്നെയോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്താ ഫിക്സ്ഡ് ഇൻട്രസ്റ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സ്യൂട്ടബിൾ വെൻ കമ്പനി ഏണിംഗ് ആർ സ്റ്റേബിൾ ആണല്ലോ. കമ്പനിക്ക് നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയോ ഇവർക്ക് എന്താ വോട്ടിംഗ് റൈറ്റും അല്ലെങ്കിൽ ഓണർഷിപ്പിന് കൺട്രോളൊന്നും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഉണ്ടാവില്ല. പിന്നെയോ ചീപ്പർ ദാൻ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ എന്താ ചെലവ് കുറഞ്ഞതാണ് ഇത് ഡിബഞ്ചർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ലിമിറ്റേഷൻ ശ്രദ്ധിച്ചോ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഈസ് ഫിക്സഡ് സോ ബിക്കം ബേർഡൺ അല്ലെ. ഇൻട്രസ്റ്റ് നമ്മളിങ്ങനെ അടച്ചുകൊണ്ട് നിൽക്കണം പ്രോഫിറ്റ് ഇല്ലെങ്കിലും, നമുക്കൊരു ലാബിലിറ്റിയാണ്. ദെൻ മസ്റ്റ് ബി റീപെയ്ഡ് ഓൺ ടൈം അല്ലെ, സമയത്ത് നമ്മളത് തിരിച്ചടച്ചിരിക്കണം. പിന്നെയോ ഇൻക്രീസ് ഡെപ്റ്റ് സോ കമ്പനീസ് ഫ്യൂച്ചർ ബോറോയിങ് കപ്പാസിറ്റി റെഡ്യൂസസ് അല്ലെ. ഇതൊരു കടം വാങ്ങലാണ്. സോ അതുകൊണ്ട് തന്നെ ഭാവിയിൽ വീണ്ടും കടം വാങ്ങാനുള്ള നമ്മുടെ കപ്പാസിറ്റിയെ ഡിബഞ്ചർ എന്താ ബാധിക്കുന്നുണ്ട്. ഡിബഞ്ചർ വെക്കുന്നത് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അപ്പം ഡിബഞ്ചറിൻ്റെ എന്താണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഓർത്ത് വെച്ചോളുക. ദെൻ അടുത്തത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെ. അറിയാലോ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സെറ്റപ്പ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഓൾസോ പ്രൈവറ്റ് കമ്പനീസ് ടു ഗിവ് ലോങ് ടേം medium term finance in business. They provide both loan and capital investment and support industrial growth. So they are also called development bank അല്ലെ. എന്താണ് ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്നാണ്. അത് ഗവൺമെന്റിൻ്റെതോ പ്രൈവറ്റിൻ്റെതോ അണ്ടറിലുള്ള അല്ലെ ബിസിനസ്സിനൊക്കെ ലോങ് ടേം മീഡിയം ടേം എന്താണ് ഫിനാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് നിന്ന് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് നമുക്ക് പറയാം. ദേ ഓൾസോ ഓഫർ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് ഗൈഡൻസ്. സോഴ്സ് ഈസ് സ്യൂട്ടബിൾ വെൻ ലാർജ് ഫണ്ട് ആർ നീഡഡ് ഫോർ ലോങ് ടൈം ഫോർ എക്സ്പാൻഷൻ ഫോർ ഇംപ്രൂവ് ദ ബിസിനസ് അല്ലേ. എന്താ ലോങ് ടൈമിലേക്ക് ഒരുപാട് ഫണ്ടൊക്കെ വേണം, ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടി ഫണ്ട് ഇറക്കണം. അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ബിസിനസ്സിന് എന്താ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നത് ഇതിലൂടെയാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് എന്താണ് ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മുടെ പല എന്താണ് എക്സാമ്പിൾ പറയുന്നില്ലല്ലോ, ഇല്ല. ഓക്കെ, എന്താണ് പല ഡെവലപ്മെന്റ് ബാങ്കുകളൊക്കെ എന്തിന് എക്സാമ്പിളാ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിളാണ്. അതിൻ്റെ മെറിറ്റ്സ് ശ്രദ്ധിച്ചോ. പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് തരുന്നുണ്ട്. ഗിവ് ബിസിനസ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഗൈഡൻസ്. പൈസ മാത്രമല്ല, ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഗൈഡൻസ് നമുക്ക് തരുന്നുണ്ട്. ഇൻക്രീസ് കമ്പനീസ് ഗുഡ് വിൽ മേക്കിംഗ് ഈസിയർ ഫോർ റൈസ് മോർ ഫണ്ട് ഉണ്ടല്ലോ. ഒരുപാട് ഫണ്ടൊക്കെ റൈസ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നതാണ്. ലോൺ ക്യാൻ ബി റീപെയ്ഡ് ഈസിലി അല്ലെ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് പൈസ തിരിച്ചടയ്ക്കാം. ഫണ്ട് അവൈലബിൾ ഈവൻ ഡ്യൂറിങ് എക്കണോമിക് ഡൗൺ ടേൺ അല്ലെ. എക്കണോമിക് ഡൗൺ ടേണിനനുസരിച്ച് നമുക്ക് എന്താ ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ലിമിറ്റേഷൻ എന്താ, സ്ട്രിക്റ്റ് റൂൾ അല്ലെ. ഒരുപാട് സ്ട്രിക്റ്റ് റൂളുകളും ഫോർമാലിറ്റികളും എവിടെ ഉണ്ടാവും, ഇത്തരത്തിലുള്ള ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടാവും. പിന്നെയോ മേ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ലൈക്ക് ദ ഡിവിഡൻഡ് പേയ്മെന്റിനൊക്കെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെയോ ക്യാൻ പ്ലേസ് ദെയർ മെമ്പർ ഇൻ ദ കമ്പനീസ് ബോർഡ്. അവരുടെ ആ ബാങ്കിലുള്ള ഒരു മെമ്പർ എന്താക്കണം, നമ്മുടെ കമ്പനിയിലെ കൺട്രോൾ അല്ല എന്താ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ ഷെയർ ഹോൾഡറൊക്കെ ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കൺട്രോളിനെയും അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് മക്കൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ അടുത്തത് ഇമ്പോർട്ടൻ്റ് ഐറ്റം IFC, ഇന്റർനാഷണൽ ഫിനാൻസ്
ഓക്കെ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, വെൻ ബിസിനസ് ബിക്കം ഗ്ലോബൽ, ഓക്കെ, ഗ്ലോബലി ബിസിനസ് ആണെങ്കിൽ ദേ ക്യാൻ ഓൾസോ കളക്ട് മണി ഫ്രം അതർ കൺട്രി, അല്ലെ, മറ്റ് കൺട്രികളിൽ നിന്ന് നമുക്ക് എന്താ ഫണ്ട് റൈസ് ചെയ്യാം, അല്ലെ. ഇന്ത്യൻ കമ്പനീസ് ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ദ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും നമ്മൾ അങ്ങനെ ഫണ്ട് റൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുക. ഡിഫറെൻറ്റ് സോഴ്സ്, അല്ലെ, നമുക്ക് എന്താ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസികളുണ്ട്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റുകളുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഇന്റർനാഷണൽ ഫിനാൻസുകളുടെ സോഴ്സുകളായിട്ട് നമുക്ക് പറയാം, അല്ലെ. അപ്പോൾ എന്താ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഡിഫറെന്റ് കൺട്രീസ് ഗീവ് ഫോറിൻ കറൻസി ലോൺ ടു ബിസിനസ്സസ്. ദേ ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഗെറ്റിംഗ് ഫിനാൻസ് ഫോർ ഇന്റർനാഷണൽ ബിസിനസ്സസ്. ഫോർ എക്സാമ്പിൾ ദാ ബാങ്ക് ലൈക്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്, അല്ലെ. എന്താ വിദേശത്തുള്ള നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലത്തെ ബാങ്കുകൾ നമുക്ക് അവിടെ നിന്ന് എന്താക്കാം, ഫണ്ട് എടുക്കാം, അല്ലെ, ലോണൊക്കെ എടുത്തൂടെ. സോ അത്തരത്തിലുള്ള എന്താ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അടുത്തുണ്ട് ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ. ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, അതായത് ഇതാ നമ്മുടെ IFC, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, എക്സിം ബാങ്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇങ്ങനത്തെ ദീസ് ഓർഗനൈസേഷൻ ഗിവ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺ ആൻഡ് ഗ്രാൻഡ് ടു ഹെൽപ്പ് കൺട്രീസ് ആൻഡ് ബിസിനസ് ടു ഗ്രോ. Their main aim to support development in poorer and developing region. ഡെവലപ്പിംഗ് കൺട്രീസിലെ ബിസിനസ്സിനൊക്കെ എന്താണ് ഒരുപാട് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് എന്താണ് ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസികൾ. അവരാണ് ഇത് എക്സാമ്പിളായിട്ട് IFCയും എക്സിമും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് ദ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, അല്ലെ. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഷെയർ ഒക്കെ വിറ്റുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യാലോ. ഓക്കെ, ദ ഗ്ലോബൽ മാർക്കറ്റ് വെയർ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ റൈസ് ഫ്രം. ദേ ബോറോ മണി ഇൻ ഫോറിൻ കറൻസി ഇൻ ലോക്കൽ കറൻസി യൂസിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ബോണ്ട്, ഡിബഞ്ചർ, കൊമേഴ്ഷ്യൽ പേപ്പർ. കണ്ടോ, ബോണ്ടുകളും എന്താ ഡിബഞ്ചറുകളും കൊമേഴ്ഷ്യൽ പേപ്പറും ഒക്കെ അവിടുത്തെ എന്താ മണി മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, yes, these market help companies to get large long term and medium term and long term source fund നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും. പ്രോമിനന്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദീസ് പർപ്പസ്. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്നുള്ളത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. എന്താണ്, എ കമ്പനി ഗിവ് ഇറ്റ്സ് ഷെയർ ടു ഫോറിൻ ബാങ്ക്. ആണല്ലോ, നമുക്കെന്താ വിദേശത്തേക്ക് നമ്മളെ കമ്പനിയുടെ ഷെയർ വിൽക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക, കമ്പനി എന്ത് ചെയ്യുന്ന അറിയോ, കമ്പനീൻ്റെ ഷെയർ ഒരു ഫോറിൻ ബാങ്കിന് കൊടുക്കും. ഓക്കെ, ആൻഡ് ദ ബാങ്ക് ഇഷ്യൂ എ GDR. എന്നിട്ട് ആ ബാങ്ക് നമുക്ക് എന്ത് തരുന്ന അറിയോ, ഒരു GDR തരും, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഓക്കെ, ദീസ് GDR ആർ ട്രേഡഡ്. ഈ GDR ആണ് നമ്മൾ എന്ത് ചെയ്യുക, വിദേശത്തെ ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുക. ഓക്കെ, അതെന്നിട്ടോ ആടുള്ള ആളുകൾ വാങ്ങുകയും അതവർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഷെയർ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷെയർ വിൽക്കുക. ഡയറക്റ്റ് നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റില്ല. നമ്മൾ വിദേശത്തുള്ള ഒരു ബാങ്കിൽ പോയി നമ്മുടെ ഷെയർ അവിടെ കൊടുത്ത് അവർ നമുക്ക് എന്ത് തരും, GDR തരും. ആ GDR ആണ് നമ്മൾ എന്താക്കുക, അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ കൊണ്ടുപോയി വിൽക്കുക. അത് വാങ്ങുന്ന ആള് എന്ത് ചെയ്യുന്നു, നമ്മുടെ എവിടാ, ഒരാൾ 0 ആയിരുന്നു. ഓക്കെ, നമ്മുടെ എന്താ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് GDR എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ADR ഉണ്ട്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. സിമ്പിൾ ആണ്. അമേരിക്കയ്ക്ക് നമുക്ക് എന്താണ് ഷെയർ വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അമേരിക്കയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇഷ്യൂ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇൻ ദ USA. ദേ ക്യാൻ കോൾ ADR. ദീസ് ആർ ട്രേഡഡ് ഇൻ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷെയർ അമേരിക്കയിലുള്ള ഒരു ബാങ്കിന് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ ആ ഒരു ബാങ്ക് നമുക്ക് എന്ത് തരും, ADR തരും. ഈ ADR ആണ് നമ്മൾ അമേരിക്കയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വിൽക്കുക. അത് വാങ്ങിയിട്ട് അവിടെയുള്ള ആളുകൾ എന്താ ആ ബാങ്കിൽ പോയിട്ട് ആ ഒരു ADR-നെ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യും. ADR ഓർത്ത് വെച്ചോളുക. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തുണ്ട്, IDR ഉണ്ട്, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഉണ്ട്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ IDR ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യ ബൈ ഫോറിൻ കമ്പനി റൈസ്ഡ് മണി ഫ്രം ദ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ എന്താ, വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് ഷെയർ വിൽക്കണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ബാങ്കിലേക്ക് വരും, ഏതെങ്കിലും ബാങ്ക്. എന്നിട്ടോ അവരുടെ ഷെയർ നമ്മുടെ ബാങ്കിൽ തരുമ്പോൾ നമ്മുടെ ബാങ്ക് അവർക്ക് എന്ത് കൊടുക്കും, IDR കൊടുക്കും. ആ IDR ആണ് അവരെന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വിൽക്കുക. റെഡി, അത് നമ്മൾ ആ ഒരു IDR വാങ്ങുകയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബാങ്കിൽ പോയിട്ട് ആ ഒരു IDR കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ഷെയർ ആക്കി മാറ്റും. ഓക്കെ, IDR ഓർത്ത് വയ്ക്കുക.
സെറ്റ് അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ ഇതാ ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് എന്താണ്? യെസ്, ഭാവിയിൽ കറൻസിയിൽ എന്താണ് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകളാണ്. FCCB is a type of debt instrument issued by company in a foreign currency that give the bond holder as an option to convert the bond into company's equity share. അല്ലെ, വിദേശത്ത് നമ്മൾ എന്താ ബോണ്ട് അല്ലെ, നമ്മൾ എന്താണ് യെസ് കടത്തിന് ഡെപ്റ്റ് ഇക്വിറ്റി കടത്തിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് ബോണ്ട് എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ എന്താ FCCB ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ടിന് ഒരു പ്രത്യേകത എന്താണ്? അത് നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇത്ര വർഷം കഴിഞ്ഞാൽ ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു യെസ് അതെ ബിസിനസ്സിന് എന്താണ് ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ടൈപ്പ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ FCCB മക്കൾ ഓർത്ത് വെക്കുക. ഓക്കെ യെസ്, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള യെസ് എന്താണ് സോഴ്സുകളായിട്ട് പഠിക്കാനുള്ളത്. റെഡി? ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ട്. ഈ സോഴ്സുകൾ ഓഫ് ഫണ്ട് അല്ലെ, നമ്മളിപ്പോൾ ഡിബഞ്ചർ വേണോ അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റ് വേണോ ഫാക്ടറിങ് വേണോ അങ്ങനത്തെ കുറേ സോഴ്സുകൾ ഉണ്ടല്ലോ. ഈ സോഴ്സുകൾ നമ്മൾ ചൂസ് ചെയ്യാൻ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നോക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ? കോസ്റ്റ്. അറിയാലോ അല്ലെ, നമ്മളത് എടുക്കുന്ന ദർ ആർ 2 ടൈപ്പ് ഓഫ് കോസ്റ്റ് അല്ലെ. പ്രൊക്യൂർമെന്റ് കോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ യൂട്ടിലൈസിങ് കോസ്റ്റും. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് കളക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്. പിന്നെയോ നമ്മൾ അങ്ങനെ എടുത്തിട്ടുള്ള ആ ഒരു ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു അതിന് വരുന്ന കോസ്റ്റ്. അപ്പം ഈ കോസ്റ്റ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം ഏത് സോഴ്സ് വേണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം കോസ്റ്റ്. സെക്കൻഡ് എന്താ? യെസ്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അല്ലെ. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമ്മൾ നോക്കണം. ദ ഓൺലി ബിസിനസ് വിത്ത് സ്യൂട്ടബിൾ ഏർണിങ്സ് ഷുഡ് ഫിക്സ്ഡ് ചാർജ് അല്ലെ. നല്ല ഫിക്സ്ഡ് ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ ഫിക്സ്ഡ് എന്താണ് എമൗണ്ട് ഒക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെയാണത് ഡിബഞ്ചറും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലൊക്കെ നമുക്ക് എന്താക്കാം ധൈര്യമായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമ്മൾ നോക്കണം. പിന്നെ എന്ത് നോക്കണം? ഓർഗനൈസേഷൻ്റെ ഫോം അല്ലെങ്കിൽ ലീഗൽ സ്റ്റാറ്റസ് അല്ലെ. ഏത് ടൈപ്പ് ബിസിനസ് ആണ് നമ്മൾ നോക്കണം അല്ലെ. ഇതാ നോക്കിയോ, ബിസിനസ് അഫക്റ്റ് ഇതാ പാർട്ട്ണർഷിപ്പിന് എന്താ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ബിസിനസ് ഏത് ടൈപ്പാണ് എന്ന് നമ്മൾ നോക്കണം. പിന്നെയോ അടുത്ത് നോക്കുക പർപ്പസ് ആൻഡ് ടൈം പീരീഡ് അല്ലെ. എത്ര കാലത്തേക്കാണ് വേണ്ടത്, എന്ത് ആവശ്യത്തിനാണ് വേണ്ടത് അല്ലെ. ചൂസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ബേസ്ഡ് ഓൺ ഹൗ ലോങ് ആൻഡ് വൈ നീഡ് മണി. ഷോർട്ട് ടേം നീഡ് യൂസ് ട്രേഡ് ക്രെഡിറ്റ് അല്ലെ. ഷോർട്ട് ടേം ഒക്കെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പറും അല്ലെങ്കിൽ എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പറും അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെയാണ് ബെറ്റർ. ഇനി ലോങ് ടേം ആണെങ്കിലോ യെസ് ദ ബിസിനസ് എക്സ്പാൻഷനൊക്കെ ബെറ്റർ ഫിനാൻസ് വിത്ത് ഷെയറോ ഡിബഞ്ചറോ അങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആവുക. അപ്പം എന്തിനാണ് എത്ര ടൈമിലേക്കൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്താക്കാവുള്ളൂ സോഴ്സ് ചൂസ് ചെയ്യാവുള്ളൂ. അടുത്തെന്താ? യെസ് റിസ്ക് അല്ലെ. റിസ്ക് എങ്ങനെയാണ്? റിസ്ക് അതിൻ്റെ ബേസിൽ റിസ്ക് എത്ര ഉണ്ട് നോക്കണം. കൺസിഡർ ദ റിസ്ക് ഓഫ് ഈച്ച് ഫണ്ട് സോഴ്സ്. ഇക്വിറ്റി ഈസ് സേഫർ, യു റീപേ ഓൺലി ദ കമ്പനി ക്ലോസസ് അല്ലെ. ഇക്വിറ്റി ഒക്കെ സേഫ് ആണ്. നമ്മളെന്താ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ മാത്രമല്ലേ ആ ഫണ്ടൊക്കെ തിരിച്ചു കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ അത്രയും കാലം നമ്മൾ സേഫ് ആണ് അല്ലേ. സോ അതുപോലുള്ള റിസ്ക്കും കാര്യങ്ങളും നമ്മൾ പ്രോഫിറ്റ് ഇല്ലെങ്കിലും എന്താണ് യെസ് ഫണ്ട് റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് പ്രിഫറൻസ് ഷെയറുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്താൽ നമുക്ക് കുറച്ച് റിസ്ക് അല്ലേ. സോ റിസ്ക്കും നമ്മൾ നോക്കണം. അടുത്തെന്താ? കൺട്രോൾ അല്ലേ. നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ കുറയ്ക്കണോ കൂട്ടണോ അതനുസരിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. എന്താ? സം സോഴ്സ് ഓഫ് ഫണ്ട് ക്യാൻ ബി റെഡ്യൂസ് ദ ഓണേഴ്സ് കൺട്രോൾ അല്ലെ. ചില സോഴ്സുകൾ എന്താണ് യെസ് നമ്മുടെ കൺട്രോൾ കുറയ്ക്കും. അതായത് ഇക്വിറ്റി ഷെയർ നമ്മൾ ഒരുപാട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ കുറയും. കാരണം എന്താ ഒരുപാട് ഓണേഴ്സ് നമ്മുടെ ബിസിനസ്സിലുണ്ടാവും. അപ്പം എന്താണ് നമ്മുടെ കൺട്രോൾ കുറയ്ക്കണോ കൂടിയാ പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ യെസ് സോഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെയോ എഫക്റ്റ് ഓൺ ക്രെഡിറ്റ് വർത്തിനെസ് അല്ലെ. ഭാവിയിൽ നമുക്ക് കടമെടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയെ എന്താണ് എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെ. റിലൈങ് ഓൺ ദ സർട്ടൈൻ ഫണ്ട് ക്യാൻ എഫക്ട് ബിസിനസ് റെപ്യൂട്ടേഷൻ അല്ലെ. ചില രീതിയിൽ നമ്മൾ എന്താ കടമെടുക്കുന്നത് നമ്മുടെ ബിസിനസിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ ദ സെക്യൂർഡ് ഡിബഞ്ചർ മേ ബി വെറി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് മേ ലെസ് വില്ലിങ് ടു ലെൻഡ് അല്ലെ. നമ്മളെന്താ ഒരുപാട് ഡിബഞ്ചറിലൂടെ ഒക്കെ ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെന്താ കടമെടുക്കാൻ പോയി കഴിഞ്ഞാൽ പലരും നമുക്ക് കടം തരാൻ മടിക്കും. കാരണം ഡിബഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിട്ടേൺ ഒക്കെ അടയ്ക്കേണ്ട അല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് ഒക്കെ പേയ്മെന്റ് ചെയ്യേണ്ട ടൈപ്പ് എന്താണ് ഒരു സോഴ്സ് ആണ്. ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ ഇതാ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി അല്ലെ. പെട്ടെന്ന് കിട്ടുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് ചൂസ് ഫണ്ട് ദാറ്റ് ആർ ഈസി ആൻഡ് ഫ്ലെക്സിബിൾ ടു ഗെറ്റ്. പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ചൂസ് ചെയ്യാം. ബാങ്ക് ലോൺ മേ ബി അവോയ്ഡ് ഇഫ് ദേ ഇൻവോൾവ് ലോട്ട്സ് ഓഫ് റൂൾസ് അല്ലെ. ബാങ്ക് ലോൺ ഒക്കെ ചില കേസിൽ നമുക്ക് എന്താ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഒരുപാട് പേപ്പർ വർക്കുകളും റൂളുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവും. യെസ് നമ്മുടെ
ബാങ്കിനുണ്ടാവും. സെറ്റ് അല്ലേ? ദെൻ ദ ലാസ്റ്റ് ടാക്സ് ബെനിഫിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സം ഫണ്ട് ഗിവ് ടാക്സ് അഡ്വാൻറ്റേജ്. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ഡിബഞ്ചർ ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. കണ്ടല്ലോ, ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് എന്താ ടാക്സ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നമുക്ക് എവിടെ നോക്കാം? ഒരു സോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോഴ്സുകൾ ഏതൊക്കെ, മെയിനായിട്ടുള്ള സോഴ്സുകൾ ഓർത്ത് വയ്ക്കുക. സാറ് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിൾ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുക. ദെൻ ലാസ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഴ്സ് ഓഫ് ഫിനാൻസും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ മെയിൻ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ടത്. റെഡി അല്ലേ? അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആയിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുക. അതൊന്ന് 2 തവണ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ പോയിന്റ്സ് ആണ് മെറിറ്റ്സ് ആയിട്ട് വരുന്നത്, ഡിമെറിറ്റ്സ് ആയിട്ടും വരുന്നത്. ജസ്റ്റ് എന്താ ഒരു 3-4 എണ്ണം എല്ലാത്തിലും നിന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റെഡിയാണോ മക്കളെ? ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, 7-7.5 മണിക്കൂറായി. ഓക്കെ, അപ്പോൾ അപ്പോഴും ഒരുപാട് കുട്ടികളുണ്ട്. യെസ്, എല്ലാവർക്കും താങ്ക് യു. പിന്നെ ലൈക്ക് ചെയ്യുക, യെസ്, കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പോകണം. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. നാളെയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കമൻറ്റ് ബോക്സ് ഒക്കെ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കും. ആരും ഒന്നും പറയാറില്ല. നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ ഇടുന്നല്ലേ. സോ അതുകൊണ്ടാണ് മക്കൾ എന്ത് ചെയ്യുക, ഞങ്ങൾക്കൊരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ. റെഡി? ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളോട് എല്ലാവരും ഇതാ ഗുഡ് നൈറ്റ് പറയാണ്. ബൈ. പോയി കിടന്നുറങ്ങിക്കോ. അടിപൊളിയായിട്ട് അടുത്ത ദിവസം നാളെ ഇരുന്ന് പഠിക്കുക. സെറ്റായിട്ട് നല്ല മാർക്ക് നമുക്ക് കിട്ടും. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെറ്റായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ, ടാറ്റാ.